ഹലോ പഞ്ചാര മുഞ്ചാരകളെ മുഞ്ചന്മാരെ മുഞ്ചത്തുകളെ എല്ലാരും എവർറ. ഓക്കെ എല്ലാരും എവർറ കാലാച്ചക്കുട്ടിന് റെഡിയാണോടാ? ഐ സാർ ഐ പിന്നെ അല്ല എല്ലാരും എവിടെ ഞാൻ ഇത്രയും പേരെ പ്രതീക്ഷിച്ചാൽ ഞാൻ ഇത്രയും പേരെ അല്ല പ്രതീക്ഷിച്ചേ കൂട്ടടാ ആൾക്കാരെ കൂട്ടറ തിജിടറ ഹൃദയത്തെ പുഴുങ്ങടാ എല്ലാവരും എന്തെങ്കിലും ഒന്ന് കാണിക്കട ചങ്ങായിമാരെ. ഓക്കെ, അഖിലേട്ടൻ എന്റെ ദൈവമേ ഏട്ടനും ആയല്ലോ. ഓക്കെ, പേടിച്ച് സാറേ നേരെ വന്നോണ്ടായിരിക്കടാ പേടിച്ചേ. വേഗം വാ. നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് ബ്രേക്ക് വേണം. തരുവാടാ, അതെന്തായാലും ബ്രേക്ക് തരും നമ്മൾ. ഓക്കെ, നോമ്പെടുക്കുന്നവരൊക്കെ ഉറങ്ങിക്കിടക്കായിരിക്കും. വേഗം എഴുന്നേറ്റ് വാ, നിങ്ങളുടെ നോമ്പോടെ ഞാൻ നോക്കിക്കോളാം, പ്രശ്നമൊന്നുമില്ല. 1 മണിക്കൂർ നോമ്പ് ഞാൻ എടുത്തോളാം. ഓക്കെ, സത്യം. ഓക്കേടാ സാറേ. തീയല്ല ഹൃദയത്തെ പുഴുങ്ങ അത്രന്നെ. 1035 പേരുണ്ടാ, മതിയടാ, നമ്മൾ ഉഷാറാക്കും. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തടാ, എല്ലാവരും ഒന്ന് ഹൃദയത്തെ വേഗം ഒരു ലൈക്ക് ഇതാ. ഇത് നേരെ വേഗം ഷെയർ ചെയ്തോടാ. ക്ലാസ് ഗ്രൂപ്പിലേക്കോ, പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർ, എല്ലാവരുടെ കുടുംബത്തിന്റെ എല്ലാവരുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തോ. വേഗം വാ. ഹേയ് സാർ. എടാ, നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പറ്റിയെന്ന് ചോദിച്ചാല്, കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ എടുത്തപ്പം അധികം അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്കിങ് ചെയ്തില്ല. ക്വസ്റ്റ്യൻസ് ഇന്ന് കുറെ ക്വസ്റ്റ്യൻ ഞാൻ കൊണ്ടിട്ടുണ്ട്. അൾട്ടിമേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ചെയ്യുന്ന നിങ്ങൾ കാണാത്ത പല ക്വസ്റ്റ്യനുമാണ് കൂടുതൽ. കണ്ട പഴകിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ പരീക്ഷയ്ക്ക്. നിങ്ങൾ കാണാത്ത ക്വസ്റ്റ്യൻസ് എനിക്ക് ഒരുപാട് പരിചയപ്പെടുത്താനുണ്ട്. സാറ് ഹായ് തരുമോ? ഹൈ. ഓക്കെ, എല്ലാം റെഡി അല്ലേ? ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന എന്താടാ പഠിച്ചോനെ? ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന എന്താണോ? ഓക്കെ, പഞ്ചാര മുഞ്ചാരകൾ പിന്നെ അല്ല മക്കളെ. ഒട്ടും സമയം കളയാനില്ല, ഒട്ടുമില്ല. ഇപ്പം തന്നെ തുടങ്ങിയത് കുറച്ച് നേരത്തെ നിർത്താൻ, എന്നാലും നിങ്ങൾക്ക് എന്തായാലും വായിക്കാൻ പറ്റുള്ളൂ പാതിരാത്രി ഇരുന്ന്. ഇന്ന് നമുക്ക് ഉറക്കമില്ലാത്ത ദിവസമാ മക്കളെ. പൊളിച്ചടുക്കാൻ പോവാടാ പഞ്ചാര മുഞ്ചാരകളെ. ലാസ്റ്റ് വിളിയാടാ എൻ്റെ. അങ്ങ് +1 ലൈഫിൽ തുടങ്ങിയതാ, ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാൻ പോവാ. ഇനി അങ്ങോട്ട് ഞാൻ വേണമെന്നോ എൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. വേഗം പോവാ മക്കളെ, വേഗം പോവാ. ലൈക്കൊക്കെ അടിച്ചു എല്ലാം റെഡിയാക്കിക്കോ. ഒരു ടെൻഷൻ വേണ്ടടാ. ഇന്നത്തെ ക്വസ്റ്റ്യൻസിൽ ഒട്ടുമിക്കതും വരുമായിരിക്കും, ഉറപ്പാ. എടാ, കാലങ്ങളോട് നമ്മൾ എടുക്കുന്ന ആൾക്കാരല്ലേ, ഇത് തന്നെ വരാറുള്ളൂ മക്കളെ. പിന്നെ ഒരു കാര്യം, ഒരു ടെൻഷൻ വേണ്ട. നിങ്ങൾ പറ്റുന്ന അത്ര മാക്സിമം വർക്ക് ചെയ്യുക, പറ്റുന്ന അത്രയൊക്കെ ഉറക്കം മുളച്ചിരുന്ന് പഠിക്കുക, പോയിരുന്ന് എഴുതുക. ബാക്കിയൊക്കെ പഠിച്ചോണ്ട് കയ്യിലില്ലടാ. നമ്മൾ വർക്ക് ചെയ്യുന്നുള്ള നമുക്ക് കിട്ടുവടാ. വേറൊരാൾ കൂടുതൽ വർക്ക് ചെയ്ത് കാണും, അപ്പൊ അയാൾക്ക് ഒന്നുകൂടെ കൂടുതൽ കിട്ടും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കൂടുതൽ വർക്ക് ചെയ്യുന്നവനല്ലേ കൂടുതൽ മാർക്ക് കിട്ടുക. നമ്മൾ എത്ര പഠിച്ചോ നമുക്ക് അതിന്റെ കിട്ടും. ഒരു ടെൻഷനും വേണ്ട. +2 എക്സാം അല്ലേ, പോട്ടടാ. ഓക്കെ മക്കളെ, വേഗം നമുക്ക് പഠിക്കാൻ 2 ചാപ്റ്റർ ആണ്. കുറെ ക്വസ്റ്റ്യൻ ഞാൻ കൊണ്ടിട്ടുണ്ട്. വേഗം ഓക്കെ, മുമ്പോട്ട് വേഗം പറയണേ. ഓക്കേടാ, നമ്മൾ ഏതാ പഠിക്കണേ? 8 മാർക്കിന്റെ ചാപ്റ്ററാ. 8 മാർക്കിന്റെ ഏതാടാ? സെക്സ്വൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കാൻ പോണം. വേഗം ഇങ്ങനെ ഉത്തരം പറഞ്ഞോട്ടോ. വേഗം പറ സാറേ. മിയോസൈറ്റിലെ ക്രോമസോം നമ്പർ 20 ആണ് എങ്കിൽ മെയ്സിന്റെ പോളൻ ഗ്രെയിൻസിലെയും എൻഡോസ്പേമിലെയും ക്രോമസോം നമ്പർ എത്ര? വേഗം പറ മക്കളെ. ഒരു ജീവിന്റെ മിയോസൈറ്റിൽ എത്ര ക്രോമസോം നമ്പറാണ് ഉള്ളത്? 20. മിയോസൈറ്റിൽ എത്രയാണ്? 20 എന്ന് പറഞ്ഞാൽ എത്ര? 2n. മിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ക്രോമസോം നമ്പർ എത്ര? 20. 2n എന്ന് പറഞ്ഞാൽ എത്ര? 20. അപ്പൊ n എന്താ വരിക? 20/2 എത്ര വരിക? 10 വരിക. n എത്രാന്ന് കിട്ടി? 10 ആന്ന് കിട്ടി. n എത്രയാണ്? 10 ആന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ പറ. എടാ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താ? പോളൻ ഗ്രെയിന്റെ എന്താ സാറേ പ്ലോയിഡ് ക്രോമസോം നമ്പർ വരിക? എൻഡോസ്പേമിന്റെ എന്താ സാറേ വരിക ക്രോമസോം നമ്പർ എന്നാ? പോളൻ ഗ്രെയിന്റെ പ്ലോയിഡ് എത്ര? n. എടാ, എൻഡോസ്പേമിന്റെ പ്ലോയിഡ് എത്ര? 3n. n എത്രയാണ് മക്കളെ കിട്ടിയത്? 10 തന്നെ. n 10 ആണെങ്കിൽ 3n എത്ര ആയിരിക്കും? 3 × 10 = 30 ആയിരിക്കും. സെറ്റല്ലേടാ? സെറ്റല്ലേ? ക്ലാസ് എപ്പോഴാ കഴിയുക? നോമ്പാണ്. പടച്ചോനെ, ചങ്ങായി ആദ്യം തുടങ്ങട്ട്. ഇത് ആദ്യമേ കയറുമ്പോൾ തന്നെ കഴിയപ്പോഴാന്ന് ചോദിച്ചാൽ നമുക്ക് പഠിപ്പിക്കാൻ തോന്നുവാടാ. എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ലാസ്റ്റ് ക്ലാസ് ആണ്. ഇന്നെങ്കിലും കുറച്ച് സമാധാനത്തോടെ എടുത്തോട്ടറാ. വേഗം പറ മക്കളെ. മിയോസൈറ്റ് എന്ന് പറഞ്ഞാൽ 2n. ആ 2n എത്രന്നാ പറഞ്ഞേക്കണേ? 20 പറഞ്ഞേക്കണേ. 2n 20 ആണെങ്കിൽ n എത്ര? 10 ആയിരിക്കും. n എത്രാന്ന് മനസ്സിലായി? 10 മനസ്സിലായി. പോളൻ ഗ്രെയിന്റെ പ്ലോയിഡ് എത്ര? n തന്നെ. n 10 ആണെങ്കിൽ പോളൻ ഗ്രെയിൻസ് n ആയതുകൊണ്ട് പോളൻ ഗ്രെയിൻസിനും എത്ര? 10 തന്നെ. എൻഡോസ്പേമിന്റെ പ്ലോയിഡ് എത്ര? 3n. n 10 ആണ്. അപ്പൊ 3n എത്ര? 3 × 10 30 ആയിരിക്കും. സെറ്റല്ലേടാ? സെറ്റല്ലേ? പിന്നെ അല്ല സാർ, അത് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഓക്കേടാ, അടുത്ത ക്വസ്റ്റ്യൻ പറയടാ.
സാറേ ഇതിൽ ഏതാ സാറേ ഡിപ്ലോയിഡ് സെല്ല്? പറയടാ, ഈ കാണുന്നതിൽ ഏതാണ് ഡിപ്ലോയിഡ്? പോളൻഗ്രെയിൻ ആണോ, എഗ് ആണോ, പെന്നാണോ, സെക്കൻഡറി ന്യൂക്ലിയസ് ആണോ? ഏതാ ഡിപ്ലോയിഡ്? വേഗം വേഗം പറ. ഇതൊക്കെ അറിയുന്ന ചോദ്യമാ, വേഗം പറ, വേഗം പറ. ഈ 4 പേരല്ല 3 പേരെ എംബ്രിയോസ് ആക്കിൽ കാണുക. 5:30 ആവുന്നോ? ഇല്ല, ഒരു 5:15, മാക്സിമം 5:15 വരെ പറ്റൂ. ഓക്കേടാ, വേഗം 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 പറ, വേഗം പറ. അത് തന്നെ എടാ, പോളൻഗ്രെയിന്റെ പ്ലോയിഡ് എത്ര? സോറി, പോളൻഗ്രെയിൻ ഏതാ? ഞാൻ പറഞ്ഞതാ ഏതാ? ഹാപ്ലോയിഡാ, എന്ന് തന്നെ. എഗ്ഗും എത്ര എന്നാ? ഹാപ്ലോയിഡാ, എന്ന് തന്നെ. പെന്നെത്ര? ട്രിപ്ലോയിഡാ, 3 എന്ന. സെക്കൻഡറി ന്യൂക്ലിയസിന്റെ എത്ര? 2 എന്ന. അപ്പൊ ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? സെക്കൻഡറി ന്യൂക്ലിയസാ. സെക്കൻഡറി 2 ന്യൂക്ലിയസാ. 2 എന്ന ആരാ? സെക്കൻഡറി ന്യൂക്ലിയസാ. പോളൻഗ്രെയിൻ എന്ന, എഗ് എന്ന, പെന്ന് 3 എന്ന, സൈഗോട്ട് 2 എന്ന. ഇത് പഠിച്ചു വെക്കണം. ഇതിന് 1 മാർക്കിന് ഏതെങ്കിലും ചോദിക്കും. 1 മാർക്കിന് ഏതെങ്കിലും ഒരുത്തനെ ചോദിക്കും. മക്കളെ, ഇതിന്റെ കൂട്ടത്തിൽ പഠിച്ചു വെക്കേണ്ടതാ ആരെ? സൈഗോട്ട് എത്ര വരിക? സൈഗോട്ട് എത്ര? 2 n തന്നെ. ആന്റിപോഡൽസ് എത്രടാ? ആന്റിപോഡൽസും എത്ര തന്നെ മക്കളെ? അതും എന്ന് തന്നെ. സിനർജിറ്റ്സും എത്ര തന്നെടാ? സിനർജിറ്റ്സും എത്ര തന്നെ? എന്ന് തന്നെ. ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ, ഇതൊന്ന് ഓർത്ത് വെക്കണം. ഈ ക്വസ്റ്റ്യൻ എടാ ഇപ്പൊ പലരും എന്നോട്, ഞാൻ നമ്പർ കൊടുത്ത ശേഷം എന്നോട് ചോദിച്ച കാര്യമാണ്, സാറേ ഇത് പഠിച്ചാൽ A+ കിട്ടും, ഇത് പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമോ? എടാ, എല്ലാ ക്വസ്റ്റ്യനും പറഞ്ഞു തരാൻ ഞാൻ പ്രവചന സിംഹമൊന്നും അല്ല. വന്നിരുന്ന എക്സ്പീരിയൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്, വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ മാറ്റി കുറുക്കി തരുന്നു ഇത്ര സമയത്തിനുള്ളിൽ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. പടച്ചോൻ സഹായിച്ചാൽ വരും. ഇപ്പം ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞപ്പം ഈ ക്വസ്റ്റ്യനിലെ മാത്രമുള്ള സാധനങ്ങൾ പഠിക്കരുത്, ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന കൂടി പഠിച്ച് വെച്ചേക്കണം. അതും പരീക്ഷയ്ക്ക് വരാം. അതെനിക്ക് പറയാനുള്ളൂ. സഹായിച്ചാൽ വരും മോനെ, ഭാഗ്യം ഉണ്ടെങ്കിൽ വരുവടാ. ഓക്കേടാ. പെന്നിന്റെ ഫുൾ ഫോം എന്താ? പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്. ഓക്കേടാ മക്കളെ, എങ്കിൽ അടുത്ത പറയടാ. ഒവ്യൂളിന്റെ സ്റ്റോക്കിന്റെ പേരെന്താ? ഒവ്യൂളിന്റെ തണ്ടിന്റെ പേരെന്താ? ഒവ്യൂൾ നിൽക്കുന്ന കൊടം. ഒവ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? കൊടമാ. ഈ കൊടം നിൽക്കുന്ന തണ്ടിന്റെ പേരെന്താ? കൊടത്തെ താങ്ങി നിൽക്കുന്ന തണ്ടിന്റെ പേരെന്താ? അത് തന്നെ. യെസ്, അത് തന്നെ. ഫ്യൂണിക്കിളാണ് ആരുടെ? നമ്മുടെ ഒവ്യൂളിന്റെ സ്റ്റോക്ക്. ഒവ്യൂളിന്റെ സ്റ്റോക്കിന്റെ പേരെന്താടാ? ഫ്യൂണിക്കിൾ എന്നാ വിളിക്കുക. പിന്നെ അല്ല സാർ, എങ്കിൽ പറയടാ, ന്യൂസിലസ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ചോദ്യം. ഇവിടെ എന്താന്ന് എഴുതണം, ഇതതിന്റെ പേര് ഇവിടെ എഴുതണം. ന്യൂസിലസ് എന്താണ് സാധനം? പറ. ന്യൂസിലസ് എന്താ സാധനം? പറ. ന്യൂസിലസ് എന്താ? വേഗം പറയടാ. ന്യൂസിലസ് എന്താ സാധനം? ന്യൂസിലസ് എന്താ? പറ. അതിനെ ന്യൂസിലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒവ്യൂള്, ന്യൂട്രിയന്റ് റിച്ച് സെൽ ഇൻസൈഡ് ഒവ്യൂൾ. ഇങ്ങനെ എഴുതണം. ഒവ്യൂളിന്റെ ഉള്ളിൽ കാണുന്ന ന്യൂട്രിയൻസ് അടങ്ങിയ സെല്ലുകളാണ് ഏത്? ന്യൂസിലസ്. പറ. ന്യൂട്രിയന്റ് റിച്ച് സെല്ല് ഇൻസൈഡ് ഒവ്യൂൾ. എന്റെ കൂടെ ഇപ്പൊ തന്നെ പഠിച്ചോ. ന്യൂട്രിയന്റ് റിച്ച് സെല്ല് ഇൻസൈഡ് ഒവ്യൂൾ. ഒവ്യൂളിന്റെ ഉള്ളിൽ കാണുന്ന ന്യൂട്രിയൻസ് അടങ്ങിയ സെല്ലാണ് ഏത്? ഒവ്യൂള്. ന്യൂട്രിയൻസ് അടങ്ങിയ ഒവ്യൂളിന്റെ ഉള്ളിൽ കാണുന്ന സെല്ല്. അടുത്ത പറ മക്കളെ. ഒവ്യൂളിന്റെ പ്രൊട്ടക്റ്റീവ് എൻവലപ്പ്. ഒവ്യൂളിനെ സംരക്ഷിക്കുന്ന എൻവലപ്പിന്റെ പേരെന്താ? പറയടാ. ഒവ്യൂളിനെ സംരക്ഷിക്കുന്ന എൻവലപ്പിന്റെ പേരെന്താ? സിമ്പിളാ മക്കളെ. എന്താടാ സിമ്പിളാ? പറ. ഒവ്യൂളിന്റെ കവറിങ്ങിന്റെ പേരെന്താ സാർ? ഇന്റഗ്യുമെന്റ്സാ. ഒവ്യൂളിന്റെ കവറിങ്ങിന്റെ പേരെന്താടാ? ഇന്റഗ്യുമെന്റ്സ് എന്നാ വിളിക്കുക. അടുത്ത സാറേ ഇതാണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ തണ്ട്. ഈ തണ്ടിന്റെ പേരെന്താ? ഫ്യൂണിക്കിളാ. ഇതാണ് സാറേ ആ ഒവ്യൂള്. ഇതാരാടാ? ഒവ്യൂള്. ഇതാരാ? ഫ്യൂണിക്കിള്. ഒവ്യൂളും പറ. കേട്ടോ. ഒവ്യൂളും ഫ്യൂണിക്കിളും ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്തെ എന്താ വിളിക്കുക? ഈ ജംഗ്ഷൻ എന്താ വിളിക്കുക? ഇതറിയാത്തമാരെ ഞാൻ അവിടെ വന്ന് തല്ലും. പറയടാ. ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഒവ്യൂള്. ഇതാണ് ഫ്യൂണിക്കിള്. ഇതാണ് ഒവ്യൂള്, ഇതാണ് ഫ്യൂണിക്കിള്. ഈ ഒവ്യൂളും ഈ ഫ്യൂണിക്കിളും തമ്മിൽ ചേരുന്ന ഈ ജംഗ്ഷന്റെ പേരെന്താ? ഈ ജംഗ്ഷന്റെ പേര് അറിയാത്തമാർ ആരെങ്കിലും ഉണ്ടോ? വേഗം പഠിച്ചോ. ഈ ജംഗ്ഷന്റെ പേരാടാ എന്ത്? ഹൈലം. പറ. ഹൈലം. പറ. എന്താ? ഹൈലം. ഒവ്യൂളും സ്റ്റോക്കും തമ്മിൽ ചേരുന്ന ജംഗ്ഷന്റെ പേരെന്താ സാറേ? ഹൈലം എന്നാ വിളിക്കുക. ഹൈലം. പിന്നെ അല്ല. ഇത് പഠിച്ചു വെക്കണം കേട്ടോ. വേഗം റിവൈസ് ചെയ്തോ.
അടുത്ത ക്വസ്റ്റ്യൻ. വന്നിട്ടാങ്കടാ ക്വസ്റ്റ്യൻ. നോക്കടാ, ശ്രദ്ധിച്ചോടാ. സാറേ, എന്നോട് പലരും ചോദിച്ച ക്വസ്റ്റ്യനാ, ഒരിടത്തും ഇതിന്റെ ഉത്തരവും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്താണെന്നറിയാമോ? ഹൈബ്രിഡ് സീഡ്സ് ഹാവ് ടു പ്രൊഡ്യൂസ്ഡ് ഇയർ ആഫ്റ്റർ ഇയർ. ഹൈബ്രിഡ് സീഡുകൾ എല്ലാ കൊല്ലവും ഓരോ കൊല്ലം കൂടുന്തോറും ഉണ്ടാക്കണം. കാരണം എന്താ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താ പറയാത്ത? ഇത്രയും നേരം കമന്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ എന്താ സ്റ്റക്കായി പോയെ? എന്താ പറ? ഹൈബ്രിഡ് സീഡുകൾ കർഷകൻ എപ്പോഴും വർഷാവർഷം ഉണ്ടാക്കണം. കാരണം എന്താ? വാങ്ങിച്ചോണ്ട് വരണം. പറമക്കളെ. വരുന്നില്ലല്ലോ. എന്താ ഞാൻ പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ചോ. ഹൈബ്രിഡ് സീഡിനെ കുറിച്ച് എനിക്ക് കുറെ പറയാനുണ്ടടാ. ശ്രദ്ധിച്ചോ. നോക്കടാ. ഹൈബ്രിഡ് സീഡ് നമ്മൾ എന്താടാ പഠിക്കണേ? ഹൈബ്രിഡ് സീഡാ പഠിക്കണേ. എന്താ സാറേ ഹൈബ്രിഡ് സീഡ് എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ ഹൈബ്രിഡ് സീഡ് എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചോ. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും എന്ന അർത്ഥം. ശ്രദ്ധിച്ചോടാ. നോക്കടാ, കർഷകന്മാരാ ഇത് ഉപയോഗിക്കല്. ഇത് നോക്കടാ, നല്ല വിളവെടുപ്പ് തരുന്ന ഒരു നെല്ലാണ് മക്കളെ. മെയിൽ നെല്ലാന്നിരിക്കട്ടെ, ആണ് നെല്ല്. ഇതേതാന്നിരിക്കട്ടെ, ഒരു പെണ്ണല്ല. നല്ല വിളവെടുപ്പ് തരുന്ന ഒരു പെണ്ണല്ല മക്കളെ. നല്ല വിളവെടുപ്പ് തരുന്ന ഒരു ആൺ നെല്ലുണ്ട് എൻ്റെ അടുത്ത്. നല്ല വിളവെടുപ്പ് തരുന്ന ഒരു പെണ്ണ് നെല്ലുമുണ്ട് എൻ്റെ അടുത്ത്. ഈ രണ്ട് നെല്ലുകളിനെയും ഈ രണ്ട് ചെടീനെയും തമ്മിൽ ഞാൻ ക്രോസ് പോളിനേഷൻ നടത്തും. നല്ല വിളവെടുപ്പ് തരുന്ന മെയിൽ നെല്ലുമുണ്ട്, നല്ല വിളവെടുപ്പ് തരുന്ന ഫീമെയിൽ നെല്ലുമുണ്ട്. ഈ രണ്ട് നെല്ലിനെ കൂടി ഞാൻ എന്ത് ചെയ്യുമടാ? ക്രോസ് പോളിനേഷൻ നടത്തും. എന്നിട്ട് ഉണ്ടാക്കുന്ന സീഡുകളാണ് ഏത്? ഹൈബ്രിഡ് സീഡ്. പറ, ഹൈബ്രിഡ് സീഡ്. ഹൈബ്രിഡ് സീഡ് എന്താന്ന് മനസ്സിലായോടാ? എന്താ സാറേ ഹൈബ്രിഡ് സീഡ്? നല്ല ഇനം മെയിലും നല്ല ഇനം ഫീമെയിലും തമ്മിൽ ക്രോസ് പോളിനേഷൻ നടത്തി ഉണ്ടാക്കിയ സീഡാണ് ഏത്? ഹൈബ്രിഡ് സീഡ്. പറ, നല്ല ഇനം മെയിലും നല്ല ഇനം ഫീമെയിലും തമ്മിൽ ക്രോസ് പോളിനേഷൻ നടത്തി ഉണ്ടാക്കുന്ന സീഡാണ് ഏത്? ഹൈബ്രിഡ് സീഡ്. ഈ ഹൈബ്രിഡ് സീഡിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോടാ? ഈ ഹൈബ്രിഡ് സീഡിൽ ഈ അച്ഛന്റെയും സ്വഭാവം കാണും, ഈ അമ്മയിന്റെ സ്വഭാവം കാണും. അച്ഛനും നല്ല വിളവെടുപ്പ് തരുന്ന ചെടിയാ, അമ്മയും നല്ല വിളവെടുപ്പ് തരുന്ന ചെടിയാ. ഈ രണ്ട് വിളവെടുപ്പും ഒന്നിച്ചുള്ള വിത്താണ് ഏത്? ഹൈബ്രിഡ് സീഡ്. ഏതാടാ? ഹൈബ്രിഡ് സീഡ്. ഈ ഹൈബ്രിഡ് സീഡ് എന്താ ചെയ്യുക? കർഷകൻ പോയി വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഈ നെല്ലിലങ്ങ് വെതറും. ഈ പാടത്തങ്ങ് വെതറും. ഹൈബ്രിഡ് സീഡിനെ പാടത്തേക്ക് വെതറിയാൽ ഹൈബ്രിഡ് സീഡ് ചെല്ലും, മണ്ണിൽ വീഴും, ന്യൂട്രിയൻസ് വലിച്ചെടുക്കും. എന്നിട്ട് ഹൈബ്രിഡ് സീഡുകൾ എന്ത് ചെയ്യും? അങ്ങോട്ട് പൂക്കാൻ തുടങ്ങും, അങ്ങോട്ട് വളരാൻ തുടങ്ങും. വളർന്ന് ഹൈബ്രിഡ് സീഡുകളും വലുതാകും. എന്നിട്ട് ഹൈബ്രിഡ് സീഡുകളും എന്ത് തരും? നമുക്ക് നല്ല വിളവെടുപ്പ് തരും. മനസ്സിലായോടാ? ഹൈബ്രിഡ് സീഡുകളുടെ പ്രത്യേകത മനസ്സിലായോ? ഹൈബ്രിഡ് സീഡുകൾ ഉപയോഗിക്കുന്നത് ആരാ? ഹൈബ്രിഡ് സീഡ് ഉപയോഗിക്കുന്നത് ആരാന്നറിയാമോ? കർഷകന്മാരാ. എന്തിനാ സാറേ ഹൈബ്രിഡ് സീഡ് ഉപയോഗിക്കുന്നത്? ഹൈബ്രിഡ് സീഡ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല മെയിൽ ചെടീനെയും ഒരു നല്ല ഫീമെയിൽ ചെടീനെയും തമ്മിൽ ക്രോസ് ചെയ്ത് ഉണ്ടാക്കിയവരാണ് ഹൈബ്രിഡ് സീഡ്. ഈ സീഡിന് അമ്മേന്റെയും പ്രത്യേകതകൾ കാണും, അച്ഛൻ്റെയും പ്രത്യേകതകൾ കാണും. ഈ സീഡ് കൊണ്ട് നട്ടാലോ കർഷകന് നല്ല വിളവെടുപ്പ് കിട്ടും. കാരണം നല്ല ഗുണമുള്ള നല്ല സീഡുകൾ ഹൈബ്രിഡ് സീഡുകൾ. പക്ഷേ ഈ പ്രക്രിയയ്ക്ക് ഒരു പോരായ്മയുണ്ടടാ, ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ ഹൈബ്രിഡ് സീഡ് ഉണ്ടാക്കുന്നതിന് ഒരു പോരായ്മയുണ്ട്. ഹൈബ്രിഡ് സീഡ് ഉണ്ടാക്കുന്നതിന്റെ പോരായ്മ എന്താണെന്നറിയാമോ? ഹൈബ്രിഡ് സീഡ് ഉണ്ടാക്കൽ എന്താണെന്നറിയാമോ? എക്സ്പെൻസ് പ്രോസസ്സാ. ഹൈബ്രിഡ് വേഗമൊന്നും ഉണ്ടാക്കാൻ പറ്റൂല. ഒരുപാട് പൈസ മുടക്കിയിട്ട് ഹൈബ്രിഡ് സീഡിനെ വാങ്ങിക്കാൻ പറ്റൂ. എക്സ്പെൻസ് പ്രോസസ്സാ. ഒരുപാട് പൈസ മുടക്കിയിട്ട് ആരെ വാങ്ങിക്കാൻ പറ്റൂ? ഹൈബ്രിഡ് സീഡിനെ വാങ്ങിക്കാൻ പറ്റൂ. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? ഹൈബ്രിഡ് സീഡ് ഉണ്ടാക്കുന്നത് നല്ല ടൈം എടുക്കുന്ന പരിപാടിയാ. ടൈം കൺസ്യൂമിങ് പ്രോസസ്സാ. ഒരുപാട് ടൈം എടുക്കും ഹൈബ്രിഡ് ഉണ്ടാക്കാൻ. ഇത്ര മനസ്സിലായോ മക്കളെ? ഇത്ര മനസ്സിലായെങ്കിൽ പറയടാ, ഹൈബ്രിഡ് സീഡിന്റെ ഡിസ്അഡ്വാൻറ്റേജ് ഏതൊക്കെ? പറ. ഹൈബ്രിഡ് സീഡ് നല്ലത് തന്നെ, കാരണം കർഷകന് ഒരുപാട് എന്തുണ്ടാകും? ഒരുപാട് വിളവെടുപ്പ് ഉണ്ടാകും. പക്ഷെ അതിനൊരു നെഗറ്റീവ് കൂടിയുണ്ട്. എന്താ? പറ. എന്താ ഹൈബ്രിഡ് സീഡിന്റെ നെഗറ്റീവ് ഏതൊക്കെ? സാറേ എന്താ സാറേ, ഇത് ഉണ്ടാക്കൽ കുറച്ച് ഇടങ്ങേറാ, ഭയങ്കര പൈസ എടുക്കണ ജോലിയാ, എക്സ്പെൻസ് പ്രോസസ്സാ. ഹൈബ്രിഡ് സീഡുകൾക്ക് നല്ല വിലയാ. രണ്ടാമത്തെ എന്താ? ഹൈബ്രിഡ് സീഡ് ഉണ്ടാക്കാൻ കുറെ ടൈം എടുക്കും, ലാബിൽ കുറെ പരീക്ഷണമൊക്കെ നടത്തണം, കുറെ ടൈം എടുക്കുന്ന പ്രോസസ്സാ സാറേ ഹൈബ്രിഡ് സീഡ് ഉണ്ടാക്കല്. പറഞ്ഞ മനസ്സിലായോ മക്കളെ?
പറഞ്ഞ് മനസ്സിലായോടാ? ഇതാണ് ഹൈബ്രിഡ് സീഡുകൾ ആരും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. ഹൈബ്രിഡ് സീഡുകൾ ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം അതിന് നല്ല പൈസയും കൊടുക്കണം, നല്ല ടൈമും എടുക്കും ഉണ്ടാക്കിയെടുക്കാൻ. അതുകൊണ്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന സീഡുകളാണ് ഏത്? അപ്പോമിറ്റിക് സീഡ്. എന്താ ഉപയോഗിക്കുക? അപ്പോമിറ്റിക് സീഡാ ഉപയോഗിക്കുക. ഹൈബ്രിഡ് സീഡുകളെ ഉപയോഗിക്കാറില്ല. എന്ത് സീഡിനെ ഉപയോഗിക്കല്? അപ്പോമിറ്റിക് സീഡിനെ ഉപയോഗിക്കുക. എടാ, കർഷകർ ഇപ്പൊ ഹൈബ്രിഡ് സീഡ് ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്നത് ഏതാ? അപ്പോമിക്സിസ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന സീഡുകളാ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന സീഡുകളാ, അപ്പോമിറ്റിക് സീഡുകളാ ഉണ്ടാക്കിയെടുക്കല്. പറഞ്ഞ മനസ്സിലായോ? സെറ്റ് അല്ലടാ? അപ്പോമിറ്റിക് സീഡ് മനസ്സിലായില്ലേ? ഞാനൊരു ദിവസം ഒരു സി കൂടി പോയില്ലടാ. അപ്പോമിറ്റിക് സീഡ് മനസ്സിലായില്ലടാ? അപ്പോമിറ്റിക് സീഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ ഒന്ന് പറഞ്ഞ കേൾക്കട്ടെ. അപ്പോമിറ്റിക് സീഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ ഒന്ന് പറ. അപ്പോമിറ്റിക് സീഡുകളാ സാറേ എന്തിനുപയോഗിക്കല്? കർഷകർ ഇപ്പോൾ ഉപയോഗിക്കല്. എന്തിനാ കർഷകർ ഇപ്പോൾ ഉപയോഗിക്കണേ? ഹൈബ്രിഡ് സീഡ് കിട്ടാത്ത കാരണമാ. ഹൈബ്രിഡ് സീഡിന് നല്ല വില കൊടുക്കണം. ഹൈബ്രിഡ് സീഡ് കുറെ ടൈം എടുത്ത് ഉണ്ടാക്കാനും പറ്റൂ. അതുകൊണ്ട് കർഷകന്മാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവോ? ഇല്ല. ഹൈബ്രിഡ് സീഡിന് പകരം അവര് അപ്പോമിക്സിസ് സീഡാ ഉപയോഗിക്കല്. അപ്പോമിറ്റിക് വഴി ഉണ്ടാക്കിയ സീഡുകളാ ഉപയോഗിക്കല്. മനസ്സിലായോടാ? അപ്പൊ ചോദിക്കും, സാറേ അപ്പോമിക്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? പറക്കട്ടെ. അപ്പോമിക്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? അപ്പോമിക്സിന്റെ ഗുണങ്ങൾ എന്തൊക്കെ? പറ. അപ്പോമിക്സിന്റെ ഗുണം എന്തൊക്കെ? വേഗം പറ. അത് പറഞ്ഞിട്ട് ബാക്കി തുടങ്ങുള്ളൂ. അപ്പോമിറ്റിക് സീഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? വേഗം പറ. അപ്പോമിറ്റിക് സീഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? അത് പറഞ്ഞിട്ട് ബാക്കി തുടങ്ങും. ചങ്ങായിമാരെ വേഗം പറ. അപ്പോമിറ്റിക് സീഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? അപ്പോമിറ്റിക് സീഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? അത് പറ. അപ്പോമിറ്റിക് സീഡുകൾ എന്താ സാറേ? ഹൈബ്രിഡ് സീഡിന് പകരം ഉപയോഗിക്കുന്ന സാധനങ്ങളാ സാറേ. എന്താ ഹൈബ്രിഡ് സീഡിന്റെ പോരായ്മകള്? ഭയങ്കര ടൈം എടുക്കും ഉണ്ടാക്കാൻ. അതുകൂടാതെ എന്താ ഉണ്ടാക്കുക? ഭയങ്കര എക്സ്പെൻസീവാ സാറേ. എന്ത്? അപ്പോമിറ്റിക് ഹൈബ്രിഡ് സീഡുകളെ ഉപയോഗിക്കല്. സെറ്റല്ലേടാ? സെറ്റല്ലേ? ഓക്കേടാ. ഇത്ര ഇടയ്ക്ക് പഠിച്ചാൽ മതി. അപ്പോമിക്സിസ് വഴി ഉണ്ടാക്കുന്ന സീഡാണ് നമ്മൾ ഉപയോഗിക്കല്. ഹൈബ്രിഡ് സീഡ് നമ്മൾ ഉപയോഗിക്കാറില്ല. ഹൈബ്രിഡ് സീഡുകൾ എന്താ? എപ്പോഴും പൈസ മുടക്കും, ഉണ്ടാക്കിയെടുക്കാനും ഭയങ്കര പാടാ. അത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കേടാ മക്കളെ, അടുത്ത പറയടാ. അടുത്ത പറ. ഗ്രൗണ്ട് നട്ട് കാസറ്റ് സീഡ്സ് ആർ ഡൈക്കോട്ട് സീഡ്. ഗ്രൗണ്ട് നട്ടും കാസറും ഒക്കെ ഡൈക്കോട്ടാ, സമ്മതിച്ചു. ഗ്രൗണ്ട് നട്ട് ആർ എക്സ് ആൽബുമിനസ്, കാസറ്റ് സീഡ്സ് ആർ ആൽബുമിനസ്. കാരണം പറ. എന്തുകൊണ്ടാ മക്കളെ ഗ്രൗണ്ട് നട്ട് എക്സ് ആൽബുമിനസ് ആയേ? കാസർ എന്തുകൊണ്ടാ ആൽബുമിനസ് ആയേ? മക്കളെ, 2 ടൈപ്പ് സീഡ് ഉണ്ടടാ. 2 ടൈപ്പ് സീഡുകളിൽ ഒന്നിന്റെ പേരെന്താ? ഒന്നിന്റെ പേരാ സാർ എന്ത്? ആൽബുമിനസ് സീഡ്. രണ്ടാമത്തെ പേരെന്താടാ? എക്സ് ആൽബുമിനസ് സീഡ്. 2 സീഡ് ഉണ്ട് ചങ്ങായിമാരെ. ഒന്ന് ഏതാടാ? ആൽബുമിനസ് സീഡാ. രണ്ടെന്താ? എക്സ് ആൽബുമിനസ് സീഡാ. എന്താടാ ആൽബുമിനസ് സീഡ് എന്ന് പറഞ്ഞാല്? എൻഡോസ്പേം ഉള്ള സീഡുകളാ. എൻഡോസ്പേം ഉണ്ടോ? ആ സീഡിന്റെ പേരെന്താ? ആൽബുമിനസ് സീഡാ. എൻഡോസ്പേം ഇല്ലയോ? എൻഡോസ്പേം ഇല്ലാത്ത സീഡുകളാണ് ഏത്? എക്സ് ആൽബുമിനസ് സീഡ്. മനസ്സിലായോ? ഈ ഡിഫറൻസ് പഠിക്കണം. എൻഡോസ്പേം ഉണ്ടെങ്കിൽ എന്താ? ആൽബുമിനസ് സീഡാ. എൻഡോസ്പേം ഇല്ലെങ്കിൽ എന്താ? എക്സ് ആൽബുമിനസ് സീഡാ. 2 സീഡ് ഉണ്ട് സാറേ. എൻഡോസ്പേം ഉണ്ടെങ്കിൽ ആൽബുമിനസ് സീഡാ. എൻഡോസ്പേം ഇല്ലെങ്കിൽ എക്സ് ആൽബുമിനസ് സീഡാ. ഈ ആൽബുമിനസ് സീഡിന് എക്സാമ്പിൾ ആണ് ആര്? കാസ്റ്റർ. എക്സ് ആൽബുമിനസ് എക്സാമ്പിൾ ആണ് ആര്? ഗ്രൗണ്ട് നട്ട്. ഓർത്ത് വെക്കണം. ആൽബുമിനക്സിന് എക്സാമ്പിൾ ആരാ? കാസ്റ്ററാ. എക്സ് ആൽബുമിനസ് എക്സാമ്പിൾ ആരാ? ഗ്രൗണ്ട് നട്ടാ. ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോടാ മക്കളെ. പിന്നെ ഇല്ല സാറേ, ഞങ്ങൾ പഠിക്കും സാറ് പറയുന്നത്. വന്നിട്ടാങ്കടാ ക്വസ്റ്റ്യൻ വന്നിട്ടാങ്ക. ഏതിന് ഉത്തരം പറയാൻ കുറച്ച് ടൈം എടുക്കും സാറേ. പറ. സൈഗോട്ട് ചില ചെടികളിൽ കുറച്ച് ഡോർമെന്റ് ആണ്. കുറച്ച് എപ്പോഴും ഇങ്ങനെ ഡോർമെന്റ് പറയുന്നത് എടുത്ത് കാണാം എന്നാണ് അർത്ഥം. സൈഗോട്ട് ചില ചെടികളിൽ ചെന്ന് നോക്കിയാൽ നല്ല പോലെ വൃത്തിക്ക് കാണാൻ പറ്റും. സാധാരണ കുറച്ച് ടൈമിത്തേക്ക് സൈഗോട്ടിനായിട്ട് തന്നെ കുറച്ച് ടൈം പ്ലാന്റ് കാണും. അതിന്റെ കാരണം എന്താന്നാ ചോദിക്കണേ. ചില പ്ലാന്റ് എടുത്താല് ആ പ്ലാന്റിന്റെ ഉള്ളില് സൈഗോട്ട് കുറച്ച് നേരത്തേന് ഒന്നും പറ്റാതെ അങ്ങനെ തന്നെ ഇരിക്കും, ഡോർമെന്റ് ആയിരിക്കും. കാരണം എന്താ? അതാണ് ചോദ്യം. ചില സീഡ് എടുത്താല്, ചില പ്ലാന്റ് എടുത്താല് അതിൻ്റെ ഉള്ളില് സൈഗോട്ട് ഒരു പ്രശ്നവും ഇല്ലാതിരിക്കും. അതിന്റെ കാരണം എന്താ മക്കളെ? അതിന്റെ കാരണം എന്താ?
കാരണം എന്താ? സൈഗോട്ട് ഈസ് ഡോർമെന്റ് ഫോർ സം ടൈം ഇൻ ഫെർട്ടിലൈസ്ഡ് ഒവ്യൂൾ. വൈ എന്താ? കാരണം എന്താ? കാരണം എന്താ? സീഡ് ഡോർമെൻസി. അത് തന്നെ, സീഡ് ഡോർമെൻസി. എടാ നോക്കടാ, ഞാൻ പറഞ്ഞ കേട്ടോ, ശ്രദ്ധിച്ചോ. എടാ മക്കളെ, എടാ ഫെർട്ടിലൈസേഷൻ നടന്നടാ. ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് എന്താ ഉണ്ടാകുക? രണ്ട് പേരാ. ഒന്നേരാ പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ് ഉണ്ടാകുക. രണ്ടേതാ സൈഗോട്ട ഉണ്ടാകുക. സൈഗോട്ട ഉണ്ടാകുക. എടാ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്ന് രണ്ട് പേരാ ഉണ്ടാകുക. ഒന്നാരാ പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ് ഉണ്ടാകുക. രണ്ടാര സൈഗോട്ട ഉണ്ടാകുക. ഈ പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ് നേരെ എന്തായിട്ട് വളരും? എൻഡോസ്പേം ആയിട്ട് വളരും. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് നേരെ എന്തായിട്ട് വളരും? എൻഡോസ്പേം ആയിട്ട് വളരും. എൻഡോസ്പേം വളർന്നു കഴിഞ്ഞിട്ട് എൻഡോസ്പേം ആർക്ക് ഫുഡ് കൊടുക്കും? സൈഗോട്ടിന് ഫുഡ് കൊടുക്കും. എൻഡോസ്പേം സൈഗോട്ടിന് ഫുഡ് കൊടുത്താലേ സൈഗോട്ട് എന്തായി വളരുള്ളൂ മക്കളെ? എംബ്രിയോ ആയി വളരുള്ളൂ. ഈ കാര്യം മനസ്സിലായോ? ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നാല് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസും ഉണ്ട്, നമ്മുടെ സൈഗോട്ടും ഉണ്ട്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആദ്യം എൻഡോസ്പേമായി മാറും. ഈ എൻഡോസ്പേം ഉണ്ടായി കഴിഞ്ഞിട്ട് എൻഡോസ്പേം നേരെ ചെന്ന് സൈഗോട്ടിന് ഫുഡ് കൊടുക്കും. സൈഗോട്ടിന് എപ്പോഴാണോ എൻഡോസ്പേം ഫുഡ് കൊടുക്കുക, അപ്പോഴേ സൈഗോട്ട് എന്താകൂ? എംബ്രിയോ ആകൂ. ഈ കാര്യം ഓർത്ത് വെക്കണം. ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നു, പെന്നുമുണ്ടായി, സൈഗോട്ടും ഉണ്ടായി. പെണ്ണ് ഉടനെ എന്താകും? എൻഡോസ്പേം ആകും. ഈ എൻഡോസ്പേം ചെന്നിട്ട് ആർക്ക് ഫുഡ് കൊടുക്കുക? സൈഗോട്ടിന് ഫുഡ് കൊടുക്കുക. അപ്പോഴേ സൈഗോട്ട് എന്താകൂ? എംബ്രിയോ ആകൂ. അപ്പൊ മക്കളെ, എന്റെ ചോദ്യം ഇതാടാ, സൈഗോട്ട് ഒരു പ്ലാന്റിൽ ഉടനെ എംബ്രിയോ ആകുമോ? സൈഗോട്ട് ഉടനെ ഒരു പ്ലാന്റിൽ ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നാൽ ഉടനെ എംബ്രിയോ ആയിട്ട് മാറുമോ? ഇല്ല. എൻഡോസ്പേം വന്നിട്ട് എൻഡോസ്പേം ഫുഡ് കൊടുത്തിട്ട് സൈഗോട്ട് എന്തായി മാറൂ? എംബ്രിയോ ആയി മാറൂ. എൻഡോസ്പേം ഉണ്ടാകുന്ന അത്രയും കാലവും സൈഗോട്ട് എവിടെ തന്നെ കാണും? ആ പ്ലാന്റിലെ എംബ്രിയോ ആയിട്ട് മാറാതെ അവിടെ തന്നെ ആര് കാണും? സൈഗോട്ട് കാണും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കുറച്ച് കൺഫ്യൂഷൻ ആണ് ക്വസ്റ്റ്യൻ കുറച്ച് ശ്രദ്ധിക്കണം, ചിന്തിച്ചാലേ കിട്ടുള്ളൂ. ശ്രദ്ധിച്ചോ. ഡബിൾ ഫെർട്ടിലൈസേഷൻ നടന്നു സാറേ, പെന്നും കിട്ടി, സൈഗോട്ടും കിട്ടി. ആദ്യം എൻഡോസ്പേം ആയി മാറി. ഈ എൻഡോസ്പേം വന്നിട്ട് സൈഗോട്ട് എന്താകൂ? എംബ്രിയോ ആകൂ. എടാ, ഈ പെണ്ണ് എൻഡോസ്പേം ആകുന്ന അത്രയും കാലം ഈ സൈഗോട്ട് അവിടെ തന്നെ എംബ്രിയോ ആകാതെ അവിടെ തന്നെ നിൽക്കും. എപ്പോഴാണോ പെണ്ണ് എൻഡോസ്പേം ആയി മാറുക, ആ എൻഡോസ്പേം വന്ന് ഫുഡ് കൊടുക്കുക, അപ്പോഴേ സൈഗോട്ട് എന്തായി മാറുള്ളൂ? എംബ്രിയോ ആയിട്ട് മാറുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ മക്കളെ? എന്തുകൊണ്ടാ ചില പ്ലാന്റ്സിൽ സൈഗോട്ട് തന്നെ ആയിട്ട് തന്നെ ഇരിക്കുന്നതെന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാ ചില പ്ലാന്റ്സിൽ സൈഗോട്ട് തന്നെ ആയിട്ട് ഇരിക്കുന്നതെന്ന് മനസ്സിലായോ? സൈഗോട്ട് ഒന്നും സംഭവിക്കാതിരിക്കാൻ കാരണം എന്താ? സൈഗോട്ടിന് ഒന്നും പറ്റാതിരിക്കാൻ കാരണം എന്താ? സൈഗോട്ടിന് എന്തെങ്കിലും പറ്റണമെങ്കിൽ സൈഗോട്ടിന് എന്തെങ്കിലും പറ്റിയിട്ട് എംബ്രിയോ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ ആദ്യം പെണ്ണെന്താകണം? എൻഡോസ്പേം ആകണം. പെണ്ണ് എൻഡോസ്പേം ആയിട്ട് വന്നാലേ, ഈ എൻഡോസ്പേം ഫുഡ് കൊടുത്താലേ സൈഗോട്ട് എന്താകൂ? എംബ്രിയോ ആകൂ. പറഞ്ഞ മനസ്സിലായോടാ? എടാ മക്കളെ, ഒരു പ്ലാന്റ് എടുത്താൽ സൈഗോട്ട് കുറച്ച് നാൾ അങ്ങനെ തന്നെ ഇരിക്കും. സൈഗോട്ടിനൊന്നും പറ്റില്ല. സൈഗോട്ട് എന്തിനാ അത്രയും കുറച്ച് നാൾ അങ്ങനെ തന്നെ ഇരിക്കണേ? സൈഗോട്ടിന് ആര് വലുതാകണം? സൈഗോട്ട് എംബ്രിയോ ആകണമെങ്കിൽ എൻഡോസ്പേം വലുതാകണം. എൻഡോസ്പേം വലുതാകുന്ന അത്രയും കാലവും സൈഗോട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും. എപ്പോഴാണോ എൻഡോസ്പേം വന്ന് സൈഗോട്ടിന് ഫുഡ് കൊടുക്കുക, അപ്പോഴേ സൈഗോട്ട് എംബ്രിയോ ആയിട്ട് വളരുള്ളൂ. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? സൈഗോട്ട് ഒന്നും പറ്റാതിരിക്കാൻ കാരണം എന്താ മക്കളെ? വേഗം പറയടാ. ചില ചെടികളില് സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഉടനെ മാറില്ല. സൈഗോട്ട് കുറച്ചു നാൾ വാഴയായിട്ടിരിക്കും. കാരണം എന്താ? ചില ചെടികളില് സൈഗോട്ട് വാഴയായിട്ട് തന്നെ ഇരിക്കും. സൈഗോട്ട് ഉടനെ എംബ്രിയോ ആകില്ല. കാരണം എന്താ? വേഗം പറ. കാരണം പറ മക്കളെ. കാരണം എന്താ സാറേ? സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറണമെങ്കിൽ ആദ്യമേ എൻഡോസ്പേം ഉണ്ടാകണം. ഈ എൻഡോസ്പേം ഉണ്ടാകുന്ന അത്രയും കാലമാ അവര് വാഴയായിട്ടിരിക്കുക. എൻഡോസ്പേം ഉണ്ടായി കഴിഞ്ഞോ, എൻഡോസ്പേം വന്നിട്ട് ഫുഡ് കൊടുക്കും, സൈഗോട്ടടനെ എംബ്രിയോ ആയിക്കോളും. കൺസെപ്റ്റ് ആണോടാ? മനസ്സിലായോടാ? കൺസെപ്റ്റാ മക്കളെ? ഒന്ന് മനസ്സിലായോ?
അപ്പൊ എന്താ സൈഗോട്ട് ഡോർമെന്റ് ആയിട്ട് ഇരിക്കാൻ കാരണം? ബിക്കോസ് സം ടൈംസ് ആർ റിക്വയർഡ്, സം ടൈം ഈസ് റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് എൻഡോസ്പേം. വെൻ എൻഡോസ്പേംസ് ആർ ഫോംഡ് ഇറ്റ് വിൽ നറിഷ് ദ സൈഗോട്ട് ആൻഡ് എംബ്രിയോ ഈസ് ഫോംഡ്. പറ കാരണം എന്താ? കാരണം എന്താ? സൈഗോട്ട് വാഴയായിട്ടിരിക്കാൻ കാരണം എന്താ? സൈഗോട്ട് വാഴയായിട്ടിരിക്കാൻ കാരണം എന്താ? എൻഡോസ്പേം ഉണ്ടാകാൻ വേണ്ടിയാ. എൻഡോസ്പേം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സൈഗോട്ട് വാഴയല്ല, അവൻ പിന്നെ എംബ്രിയോ ആയിക്കോളും. സം ടൈം ഈസ് റിക്വയർഡ് ഫോർ the formation of endosperm. After the endosperm is formed, this endosperm will nourish the zygote and embryo is formed. മനസ്സിലായോടാ? കുറച്ച് എന്താ പറയാ, കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ പഠിച്ചു വെക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഒന്നില്ലടാ, ഒരു പ്ലാന്റിൽ ഉടനെ സൈഗോട്ട് എംബ്രിയോ ആകില്ല. സൈഗോട്ട് അങ്ങനെ തന്നെ ഇരിക്കും കുറെ കാലം. കാരണം എന്താ? സൈഗോട്ട് അങ്ങനെ തന്നെ ഇരിക്കാൻ സൈഗോട്ടിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടല്ല. കാരണം എൻഡോസ്പേം ഉണ്ടായിട്ടില്ല. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എൻഡോസ്പേം ആകുന്ന അത്രയും കാലം സൈഗോട്ട് വെറുതെ ഇരിക്കും. എപ്പോഴാണോ എൻഡോസ്പേം ഉണ്ടായിക്കഴിഞ്ഞേ അപ്പൊ എൻഡോസ്പേം വന്ന് സൈഗോട്ടിന് ഫുഡ് കൊടുക്കും. അപ്പൊ സൈഗോട്ട് എംബ്രിയോ ആകും. എടാ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോടാ? എടാ ഞാൻ പറഞ്ഞത് മനസ്സിലായോടാ? കൺഫ്യൂഷൻ ആയോ മക്കളെ? ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? എടാ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയടാ. മനസ്സിലായിട്ടുണ്ടോ? സൈഗോട്ട് ഉടനെ എംബ്രിയോ ആകില്ല ചങ്ങായിമാരെ. സൈഗോട്ട് കുറച്ച് ടൈം എടുത്തിട്ട് എംബ്രിയോ ആകൂ. എന്തിനാ ഈ ടൈം എടുക്കണേ സൈഗോട്ട് എംബ്രിയോ ആകാന്? കാരണം എൻഡോസ്പേം വരണ്ടേ ന്യൂട്രിയൻസ് കൊടുക്കാൻ. എൻഡോസ്പേം ഉണ്ടാകുന്ന അത്രയും കാലം സൈഗോട്ട് വാഴയായിരിക്കും. എൻഡോസ്പേം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സൈഗോട്ട് എംബ്രിയോ ആയിക്കോളും. ഡോർമെന്റ് എന്ന് പറഞ്ഞാൽ വാഴയായിട്ടിരിക്കും, ഒരു പണിയില്ലാതിരിക്കും, അങ്ങനെ തന്നെ ഇരിക്കും. ഓ പഠിച്ചോനെ മനസ്സിലായി, അത് മതിയടാ. ആയിക്കോട്ടെ, പറ. അപ്പോമിറ്റിക് സീഡ്സ് ആർ യൂസ്ഡ് ഇൻ ഹൈബ്രിഡ് ഇൻഡസ്ട്രി. എന്താ അപ്പോമിറ്റിക് സീഡ് ഉപയോഗിക്കാൻ കാരണം എന്താ? അപ്പോമിറ്റിക് സീഡുകളാണ് ഹൈബ്രിഡ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കല്. കാരണം എന്താ? പറ ഇതിന്റെ ഉത്തരം പറ. എന്തുകൊണ്ടാ ഹൈബ്രിഡ് ഇൻഡസ്ട്രിയില് ഹൈബ്രിഡ് സീഡുകൾക്ക് പകരം അപ്പോമിറ്റിക് സീഡുകളാ ഉപയോഗിക്കല്? കാരണം എന്താ മക്കളെ? ഞാൻ പറഞ്ഞു തന്നതാ. പറ. അത് തന്നെ. ഒന്നാമത്തെ കാരണം എന്താടാ? ഹൈബ്രിഡ് സീഡുകൾ എന്താ ഉണ്ടാക്കൽ ഭയങ്കര എന്താ മോർ എക്സ്പെൻസാ. ഹൈബ്രിഡ് സീഡ് ഉണ്ടാക്കൽ മോർ എക്സ്പെൻസാ. പക്ഷെ അപ്പോമിറ്റിക് ഉപയോഗിച്ചാലോ ലെസ് എക്സ്പെൻസാ. അടുത്ത ഹൈബ്രിഡ് സീഡുകൾ മോർ ടൈം കൺസ്യൂമിങ്ങാ, കുറെ ടൈം എടുക്കുന്ന പരിപാടിയാ. പക്ഷെ അപ്പോമിറ്റിക് സീഡോ ലെസ് ടൈം കൺസ്യൂമിങ്ങാ. ലാസ്റ്റ് എന്താണെന്നറിയാമോ? ലാസ്റ്റ് അപ്പോമിറ്റിക് സീഡുകളിൽ വേരിയേഷൻസ് കുറവായിരിക്കും. വേരിയേഷൻസ് അധികം ഉണ്ടാകില്ല. വേരിയേഷൻ ഉണ്ടാക്കൽ ഭയങ്കര കുറവാ. അച്ഛൻ നല്ല പോലെ വിളവെടുക്കുന്ന ചെടിയാണെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന സീഡുകൾക്ക് നല്ല വിളവെടുപ്പ് കാണും. അച്ഛന്റെ സവിശേഷത എന്താണോ അത് മക്കൾക്കും കിട്ടും അപ്പോമിക്സിസ് വഴി. അച്ഛൻ ചെടി നല്ല പോലെ വിളവെടുപ്പ് തരുന്ന ചെടിയാന്നിരിക്കട്ടെ, ഈ അച്ഛൻ ചെടി വഴി ഉണ്ടാക്കുന്ന സീഡുകളും നല്ല വിളവെടുപ്പ് തരുന്ന ചെടിയായിരിക്കും. അതാണ് വേരിയേഷൻ ഉണ്ടാക്കൂല അപ്പോമിക്സിസിൽ. കാരണം അവിടെ എന്തില്ല? ഫെർട്ടിലൈസേഷൻ ഇല്ല. ഇത് മാത്രം പഠിച്ചാൽ മതിയടാ. അപ്പോമിക്സിസ് ഉപയോഗിക്കുന്നത് ലെസ് എക്സ്പെൻസീവ് ആണ്, ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്, വേരിയേഷൻ കുറവാണ്. ഈ 3 കാരണങ്ങൾ കൊണ്ടാ അപ്പോമിറ്റിക് സീഡുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതൊന്നും അധികം എന്താ പറയാ, കുറച്ച് ടഫ് ആക്കുവാണെങ്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ മക്കളെ. ഓക്കേടാ. അടുത്ത ക്വസ്റ്റ്യൻ പറയടാ. പറ. കൊള്ളാം. ഗീവ് റീസൺസ് പറ. പോളൻ ടാബ്ലറ്റ്സ് ആർ യൂസ്ഡ് ഇൻ ബൈ പീപ്പിൾസ് ദിസ് ഡേയ്സ്. പോളൻ ഗ്രെയിൻസ് ഉപയോഗിക്കാൻ കാരണം എന്താ? വേഗം പറ. പോളൻ ഗ്രെയിൻസ് ഉപയോഗിക്കാൻ കാരണം എന്താ? എന്താ ചങ്ങായിമാരെ ഒന്നും പറയാത്തെ? പോളൻ ഗ്രെയിൻസ് ഉപയോഗിക്കാൻ കാരണം എന്താ? ഈ കാലയളവില് ഈ സമൂഹത്തില് ഒരുപാട് പേരുകൾ പോളൻ ഗ്രെയിൻസിന് ഉപയോഗിക്കലുണ്ട്. കാരണം എന്താടാ? അത് തന്നെ, പോളൻ ഗ്രെയിൻസിന്റെ ഉള്ളിൽ നിറച്ചെന്താടാ? റിച്ച് ന്യൂട്രിയൻസ് ആ കാണുക. പോളൻ ഗ്രെയിൻസിന്റെ ഉള്ളിൽ നിറച്ച് എന്തുണ്ട് സാറേ? ന്യൂട്രിയൻസ് ഉണ്ട്. പോളൻ ഗ്രെയിൻസ് ന്യൂട്രിയൻസ് ഉള്ളതുകൊണ്ടാ ആരുപയോഗിക്കണേ? നമ്മുടെ മനുഷ്യന്മാരുപയോഗിക്കണേ. രണ്ടാമത്തെ കാരണം എന്താണ്? എന്താ? പോളൻ ടാബ്ലറ്റ്. പോളൻ ഗ്രെയിൻസ് വഴി എന്തുണ്ടാക്കാം? ടാബ്ലറ്റുകളും ഉണ്ടാക്കാം. ഈ 2 കാരണമുള്ളത് കൊണ്ടാ പോളൻ ഗ്രെയിൻസിനെ നമ്മൾ മനുഷ്യന്മാർ ഉപയോഗിക്കണേ. കാരണം എന്തൊക്കെ? റിച്ച് ന്യൂട്രിയൻസ്. എന്താണ്? പോളൻ ഗ്രെയിൻസ് വഴി ടാബ്ലറ്റ് ഉണ്ടാക്കാം. ഈ ടാബ്ലറ്റ് മറ്റേ ഓട്ടക്കുതിരയും ഓടുന്നവരും ചാടുന്നവരൊക്കെ ഉപയോഗിക്കാറുണ്ട് എഫിഷ്യൻസി കൂടാൻ വേണ്ടി. നല്ല ന്യൂട്രിയൻസ് ഉള്ള കാരണം എഫിഷ്യൻസി കൂടും. ഓക്കെ അല്ലേടാ? അടുത്ത പറ. എന്താണ് സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി? അതെന്നാണ് ചോദ്യം. സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി ഡിസ്കറേജ് സെൽഫ് പോളിനേഷൻ. എന്താണ് സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി? പറ. എന്താ സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി? പറ. ഇറ്റ് ഈസ് എ ജനറ്റിക് മെക്കാനിസം. ഇത് ജീനുകളിൽ നിന്നുള്ള മെക്കാനിസമാ. ഇത് ജീനുകളിലുള്ള കഴിവാണ് ജനറ്റിക് മെക്കാനിസം. ബൈ വിച്ച് സിഗ്മ
പ്രിവെന്റ്, സിഗ്മ തടയും ആരെ? സെൽഫ് പോളനെ. ഇറ്റ് ഈസ് എ ജനറ്റിക് മെക്കാനിസം ബൈ വിച്ച് സിഗ്മ പ്രിവെന്റ് സെൽഫ് പോളൻ. പറ, എന്ത് കൂടെ പറ. ഞാൻ നാളെ വിശ്വസിക്കുന്ന ഒരു ക്വസ്റ്റ്യനാ. 1 മാർക്കിനെ 2 മാർക്കിനെ. സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്താന്ന് പറയും. പറ എന്താ സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി? ഇറ്റ് ഈസ് എ ജനറ്റിക് മെക്കാനിസം ബൈ വിച്ച് സിഗ്മ പ്രിവെന്റ് സെൽഫ് പോളൻ. പറ, ഇറ്റ് ഈസ് എ ജനറ്റിക് മെക്കാനിസം ബൈ വിച്ച് സിഗ്മ പ്രിവെന്റ് സെൽഫ് പോളൻ. എന്താ സാറേ സെൽഫ് പോളൻ എന്ന് പറഞ്ഞാൽ? ശ്രദ്ധിച്ചോടാ, ഞാൻ പറയാം, ശ്രദ്ധിച്ചോ. ഇത് ഒരു ഫ്ലവർ ആന്നിരിക്കട്ടെ കേട്ടോ. ഇതെന്താടാ? ഒരു ഫ്ലവർ ആന്നിരിക്കട്ടെ. ഈ ഫ്ലവറിൽ ആരുണ്ട് സാറേ? സിഗ്മ ഉണ്ടെന്നിരിക്കട്ടെ. ഈ ഫ്ലവറിൽ ആരുണ്ടടാ? സിഗ്മ ഉണ്ട്. ഫ്ലവറിൽ സിഗ്മ ഉണ്ടെങ്കിൽ എന്താ പറ്റുകയെന്നറിയാമോ? ഈ സിഗ്മയ്ക്ക് ഇതേ പ്ലാന്റിലെ ഇതേ പ്ലാന്റിൽ നിന്ന് വരുന്ന പോളൻ ഗ്രേസിന് ഇഷ്ടമല്ല. സ്വന്തം പ്ലാന്റിലെ തന്നെ പോളൻ ഗ്രേസിനെ ആരകറ്റി മാറ്റും? നമ്മുടെ സിഗ്മ അകറ്റി മാറ്റും. ചങ്ങായിയെ, ഇജ്ജ് വരണ്ടാടാ, ഇജ്ജ് വന്ന് എൻ്റെ തലയിൽ വീഴണ്ട, നമുക്ക് പോളിനേഷൻ നടത്തണ്ട. ഇജ്ജ് എൻ്റെ തന്നെ പോളൻ ഗ്രെയിൻസാ. ഞാൻ നിൽക്കുന്ന അതേ പ്ലാന്റിലെ പോളൻ ഗ്രെയിനാ നീ സെൽഫ് പോളനാ. നീ വന്ന് വീഴണ്ട. അങ്ങനെ സ്വന്തം പോളൻ ഗ്രെയിൻസിനെ അകറ്റി മാറ്റാനുള്ള സിഗ്മയുടെ കഴിവാണ് എന്ത്? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. പറ, എന്താ സാറേ സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി? സ്വന്തം പോളൻ ഗ്രെയിൻസ് വന്നാൽ, സ്വന്തം ചെടിയിലെ പോളൻ ഗ്രെയിൻസ് വന്നാൽ സിഗ്മ അകറ്റി മാറ്റും. സെൽഫ് പോളൻസിനെ റിജക്റ്റ് ചെയ്യും, അകറ്റി മാറ്റും സിഗ്മ. ഇങ്ങനെ അകറ്റി മാറ്റാനുള്ള സിഗ്മയുടെ കഴിവാണ് എന്ത്? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. എന്താ പറ, എന്താണ്? ഇറ്റ് ഈസ് എ ജനറ്റിക് മെക്കാനിസം ബൈ വിച്ച് സിഗ്മ പ്രിവെന്റ് സെൽഫ് പോളൻ. ഇറ്റ് ഈസ് എ ജനറ്റിക് മെക്കാനിസം ബൈ വിച്ച് സിഗ്മ പ്രിവെന്റ് സെൽഫ് പോളൻ. ഓക്കെ, സിഗ്മ റിജക്റ്റ് സെൽഫ് പോളൻ, അത് മതി. സിഗ്മ റിജക്റ്റ് സെൽഫ് പോളൻ. പക്ഷെ ഒരു കാര്യം കൂടെ എഴുതണം, ജനറ്റിക് മെക്കാനിസം ആണെന്നും കൂടെ എഴുതണം കേട്ടോ, അല്ലെ കിട്ടൂല മക്കളെ മാർക്ക്. എങ്കിൽ പറടാ, എക്സ്പ്ലെയിൻ പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ. വേഗം പറ, പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്താ? പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്താ? വേഗം പറയടാ. ഫാസ്റ്റ് ആക്കാനല്ലേ? കാരണം അതാ ഫാസ്റ്റ് ആക്കണം. കാരണം ഈ ചാപ്റ്ററിൽ കുറെ നേരം കൂടുന്നുണ്ട്, കാര്യമൊന്നുമില്ല. പറ, ഫാസ്റ്റ് ആക്കണം മക്കളെ, വേഗം പറ. പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാരാ സാറേ? സിഗ്മയ. ഇതാരാടാ? സൈല. ഇതാരാടാ? ഓവറിയ. ഇത് ഓവറിയ. ഇവിടെ ആര് വന്ന് വീഴും? ഈ സിഗ്മയിൽ ആര് വന്ന് വീഴും? ഇവിടെ പോളൻ ഗ്രെയിൻസ് വന്ന് വീഴും. പോളൻ ഗ്രൈൻസും സിഗ്മയും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് ഏത്? പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ. ഈ പോളൻ ഗ്രെയിൻസ് വന്ന് വീണാൽ എന്താ പറ്റുക? എന്താ പറ്റുക? നേരെ പോളൻ ട്യൂബ് ഉണ്ടാകും. പോളൻ ട്യൂബ് നേരെ പോയിട്ട് എങ്ങോട്ടാ കയറുക? നേരെ പോളൻ ട്യൂബ് എംബ്രിയോ സാക്കിന്റെ ഉള്ളിലേക്കാ കയറുക. എംബ്രിയോ സാക്കിന്റെ ഉള്ളിലേക്ക് കയറിയാൽ എന്താ പറ്റുക? ഈ പോളൻ ട്യൂബിലൂടെ 2 മെയിൽ ഗമേറ്റും എംബ്രിയോ സാക്കിന്റെ ഉള്ളിൽ വരും. 2 മെയിൽ ഗമേറ്റിന് എന്താ പറ്റുക? എന്റെ ചോദ്യം അതാ. 2 മെയിൽ ഗമേറ്റ് വന്നു. ആ 2 മെയിൽ ഗമേറ്റിന് എന്താ പറ്റുക? ഒരു മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടിച്ചേരും. എന്നിട്ട് എന്താ ഉണ്ടാകുക? 2 മെയിൽ ഗമേറ്റ് എംബ്രിയോ സാക്കിൽ വന്നു. ഈ 2 മെയിൽ ഗമേറ്റില് ഒരു മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടിച്ചേരും. എന്നിട്ട് എന്താ ഉണ്ടാകുക മക്കളെ? ഒരു മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടിച്ചേരും. എന്നിട്ട് എന്താ ഉണ്ടാകുക സാറേ? സൈഗോട്ട ഉണ്ടാകുക. സൈഗോട്ട്. അടുത്ത മെയിൽ ഗമേറ്റോ? രണ്ടാമത്തെ മെയിൽ ഗമേറ്റ് സെക്കൻഡറി ന്യൂക്ലിയസ്, പോളാർ ന്യൂക്ലിയെ. അടുത്ത മെയിൽ ഗമേറ്റ് പോളാർ ന്യൂക്ലിയുമായി കൂടിച്ചേരും. എന്നിട്ട് എന്തുണ്ടാകും? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാകും. എടാ, സൈഗോട്ടിന്റെ പ്ലോഡി എത്ര വരിക? 2 എന്നാ വരിക. പെണ്ണിന്റെ പ്ലോഡി എത്ര വരിക? 3 എന്നാ വരിക. ഇത് ഓർത്തോണം കേട്ടോ. ഒരു മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടിച്ചേർന്ന സൈഗോട്ടായി. അടുത്ത മെയിൽ ഗമേറ്റ് പോളാർ ന്യൂക്ലിയുമായി കൂടിച്ചേർന്ന പെണ്ണുണ്ടായി. ഈ മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടിച്ചേരുന്ന ഈ സ്റ്റെപ്പിന്റെ പേരാണ് സിംഗമി. പറ, എന്താ? സിംഗമി. അടുത്ത മെയിൽ ഗമേറ്റ് പോളാർ ന്യൂക്ലിയുമായി കൂടിച്ചേരുന്ന ഈ സ്റ്റെപ്പിന്റെ പേരാണ് എന്ത്? ട്രിപ്പിൾ ഫ്യൂഷൻ. പറ, എന്താണ് വിളിക്കുക? ട്രിപ്പിൾ ഫ്യൂഷൻ എന്നാ വിളിക്കുക. ആദ്യം മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടിച്ചേർന്ന് സൈഗോട്ട് ഉണ്ടാകുന്നത് സിംഗമി. അടുത്ത മെയിൽ ഗമേറ്റ് പോളാർ ന്യൂക്ലിയുമായി കൂടിച്ചേർന്ന് പെണ്ണുണ്ടാകുന്നത് എന്താ? ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമീനെയും ട്രിപ്പിൾ ഫ്യൂഷനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരെന്താ മക്കളെ? ഇത് അറിയാത്തവന്മാരൊക്കെ ഞാൻ തരും ഇപ്പം. ഇത് മര്യാദയ്ക്ക് പഠിച്ചോ. പറ, സിംഗമീനെയും ട്രിപ്പിൾ ഫ്യൂഷനെ ഒരുമിച്ച് വിളിക്കുന്ന പേരെന്താ? അയ്യോ എൻ്റെ പൊന്ന ചങ്ങായിമാരെ, എന്തേലും ഒന്ന് പറയടാ. സിംഗമീനെയും ട്രിപ്പിൾ ഫ്യൂഷനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരെന്തുവാടാ? പറ. അത് തന്നെ. സിംഗമീനെയും ട്രിപ്പിൾ ഫ്യൂഷനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാ സാർ എന്ത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. പറയടാ, ഡബിൾ ഫെർട്ടിലൈസേഷൻ. ടെൻഷനൊന്നും വേണ്ട. ബോട്ടണി പഠിച്ചിട്ട് എൻ്റെ അഭിപ്രായത്തിൽ സുവോളജി പഠിച്ചാൽ മതി. കാരണം എന്താ? കുറച്ച് 5 ചാപ്റ്റർ ഉള്ളെങ്കിലും നല്ല പോലെ സ്കോറും ചെയ്യാം കേട്ടോ. നല്ല പോലെ പഠിച്ചുകൊണ്ട് ടോട്ടൽ മാർക്കിലല്ലേ A+ വരിക. ഒന്നും ടെൻഷൻ അടിക്കണ്ട. പറ. ഓക്സാലിസ് കൊമലിന
പറയടാ. ഇത് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് പറ മക്കളെ. ഓക്സാലിസ് വയോള കൊമലിന. ഇവരിൽ രണ്ട് ചെടികളുണ്ട്. ഒന്നിന്റെ പേരെന്താടാ? ചാസ്മോഗ്യാമസ്. രണ്ടേതാ? ക്ലീസോഗ്യാമസ് എന്നാ വിളിക്കുക. ചാസ്മോഗ്യാമസും ക്ലീസോഗ്യാമസും. ചാസ്മോഗ്യാമസ് എന്താ? ഓപ്പൺ ആയി ഇരിക്കുന്ന ചെടി ഫ്ലവറുകളാ. ക്ലീസോഗ്യാമസ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോസ് ആയി ഇരിക്കുന്ന, ക്ലോസ്ഡ് ആണ് ആര്? ക്ലീസോഗ്യാമസ്. ഓപ്പൺ ആയിരിക്കുന്നവരാരാ? ചാസ്മോഗ്യാമസാ. അടഞ്ഞിരിക്കുന്നവരാരാ? ക്ലീസോഗ്യാമസുകളാ. അടഞ്ഞിരിക്കുന്ന കാരണം പോളൻ ഗ്രെയിൻസ് വേറെ എവിടെയും പോകില്ല. ഇവരിൽ നല്ല പോലെ എന്ത് നടക്കും? സെൽഫ് പോളിനേഷൻ നടക്കും. ക്ലീസോഗ്യാമസുകൾ അടഞ്ഞിരിക്കുന്ന കാരണം പോളൻ ഗ്രെയിൻസ് വെളിയിലേക്ക് പോകില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ പോളിനേഷൻ നടന്ന് സെൽഫ് പോളിനേഷൻ നടക്കും. എപ്പോഴും ക്ലീസോഗ്യാമസിൽ എന്താ നടക്കുക? സെൽഫ് പോളിനേഷൻ നടക്കുക. എന്നിട്ട് എന്തുണ്ടാക്കിക്കൂരും അവര്? സീഡ് ഉണ്ടാക്കിക്കോളും. ഈ കാര്യം ഓർത്ത് വെക്കണം. ചാസ്മോഗ്യാമസ് തുറന്ന ചെടികളാ. ക്ലീസോഗ്യാമസോ അടഞ്ഞിരിക്കുന്ന ചെടികളാ. അടഞ്ഞിരിക്കുന്ന കാരണം പോളൻ ഗ്രെയിൻസ് വെളിയിൽ പോകൂല. അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് സെൽഫ് പോളിനേഷൻ നടന്നോളും. സെൽഫ് പോളിനേഷൻ നടക്കുന്ന കാരണം എപ്പോഴും ക്ലീസോഗ്യാമസിൽ സീഡ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവർക്ക് ക്രോസ് പോളിനേഷനോ ജീറ്റിനോ ഗമിയോ ഒന്നും വേണ്ട. സെൽഫ് പോളിനേഷൻ അവർ ഉള്ളിൽ നടക്കും. എന്നിട്ട് അവരെപ്പോഴും സീഡിന് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ മക്കളെ. ഓക്കേടാ, എന്നാ എങ്കിൽ നിങ്ങൾ പറ. ഈ കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി ശ്രദ്ധിച്ചോടാ. വലീസ്നേറിയ സൊസ്റ്റീറ. ഇവരിൽ ഏത് പോളിനേഷൻ നടക്കുക? വലീസ്നേറിയയിലെ സൊസ്റ്റീറ ഏത് പോളിനേഷൻ നടക്കുക? വലീസ്നേറിയ സൊസ്റ്റീറ ഏത് പോളിനേഷൻ നടക്കുക? പറ. വലീസ്നേറിയ സൊസ്റ്റീറ ഏത് പോളിനേഷനാ? ഹൈഡ്രോഫിലിയാണോ എൻഡമോഫിലിയാണോ? പറ. അനിമോഫിലിയാണോ? ഏതാ നടക്കുക? വാട്ടറോ വിൻഡോ ഇൻസെക്റ്റോ? വലീസ്നേറിയ എന്ന് കേട്ടാൽ അത് ഏത് പോളിനേഷനാ? വാട്ടർ പോളിനേഷനാടാ. വാട്ടർ വഴി പോളിനേഷൻ നടക്കുന്നതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? വാട്ടർ വഴി പോളിനേഷൻ നടക്കണമെങ്കിൽ എന്താടാ? നമ്മുടെ പോളൻ ഗ്രെയിൻസ് എങ്ങനെ ആയിരിക്കണം? റിബൺ ലൈക്ക് ആയിരിക്കണം. പോളൻ ഗ്രെയിൻസിന് റിബൺ പോലായിരിക്കണം. റിബൺ ലൈക്ക് പോളൻ ഗ്രെയിൻസ് ആയിരിക്കണം. രണ്ടാമത്തെ എന്താ? പോളൻ ഗ്രെയിൻസിന് ഒരു കവറിങ് വേണം. അതിന്റെ പേരാണ് മ്യൂസിലേജിനസ് കവറിങ് എന്ന് വിളിക്കുക. പോളൻ ഗ്രെയിൻസിന് ഒരു കവറിങ് ഉണ്ട്. അതിന്റെ പേരെന്താ സാറേ? മ്യൂസിലേജിനസ് കവറിങ്. റിബൺ പോലായിരിക്കണം. മ്യൂസിലേജിനസ് കവറിങ്ങും വേണം പോളൻ ഗ്രെയിൻസിന് നശിക്കാതിരിക്കാൻ. പിന്നെന്താ? ഫ്ലവർ കളർഫുൾ ആകണം എന്നില്ല. നെക്ടർ ഉണ്ടാകണം എന്നില്ല. സ്മെൽ ഉണ്ടാകണം എന്ന് ഒരു നിർബന്ധമില്ല. സ്മെല്ലും തേനും കളർഫുൾ ഒക്കെ വേണ്ടത് ഇൻസെക്ട് പോളിനേഷനല്ല. ഓർത്ത് വെച്ചാൽ മതി. പറ. ABC. അയ്യോ സാറേ, ഇത് എത്ര വട്ട കണ്ട? പറ. ഇതേതാ? പറ. ABC ഏതാ ചങ്ങായിമാരെ? പറയടാ. ABC ഏതാ? എ എന്താ? ഏറ്റവും പുറത്തുള്ളത് എ. ബി അല്ല, എ ബി. എ എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ. എ എന്താ? എ ഇതാണ്. ബി ഇതാണ്. സി ഇതാണ്. ഡി ഇതാണ്. പറയടാ. എ എന്താ സാധനം? സാധനം? എ സാറേ എന്ത്? കണക്റ്റീവ്. ഈ കാണുന്ന സാധനം എന്താ? കണക്റ്റീവ് എന്നാ വിളിക്കുക. ബി എന്താടാ? ബി ആണ് ഏറ്റവും പുറത്തെ ലെയർ. അതിന്റെ പേരെന്താ? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റം. എപ്പി എന്തോ മിഡിൽ തപ്പി. അത് ഓർത്ത് വെക്കണം. അടുത്ത പറ. സി എന്ന് പറഞ്ഞാൽ എന്താ? ഈ സാധനം. സി എന്ന് പറഞ്ഞ സാധനം എന്താ? സി എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നിങ്ങൾ പറ. സി എന്താ സാധനം? ഇതാണ് സി എന്ന് ഉദ്ദേശിച്ചത്. ഈ സാധനം എന്താ? സി എന്താ? അത് തന്നെ. സി എന്ന് പറഞ്ഞാൽ എന്താ? സ്പോറോജീനസ് ടിഷ്യൂവാ. സി എന്താ? മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിൽ കാണുന്ന സ്പോറോജീനസ് ടിഷ്യൂവാ. ഓക്കെ, അല്ലെ മൈക്രോസ്പോർ മദർ സെൽ അങ്ങനെ എഴുതിയാലും മതി, അല്ലെ സ്പോറോജീനസ് സെൽ എന്ന് എഴുതിയാലും മതി, ഒരു കുഴപ്പമില്ല. ഡി എന്താ സാറേ? അവരെ ചുറ്റിപ്പറ്റുള്ള ഈ സാധനം എന്താ? ഈ ഡി എന്താ? ഈ ഡി ആണ് സാർ ഏറ്റവും ഉള്ളിലുള്ള ലെയർ. അതിന്റെ പേരെന്താ? ടപ്പീറ്റം എന്നാ വിളിക്കുക. ഓക്കെ, ഇത് അറിയുന്നതായിരിക്കുമല്ലോ, നോക്കി പഠിക്കുക. എ കണക്റ്റീവ്, ബി എപ്പിഡെർമിസ്, സി സ്പോറോജീനസ് ടിഷ്യൂ, ഡി എന്താ? ടപ്പീറ്റം. ഇത് പറയുമ്പോ എന്താ ഒഴുക്കം? ഓക്കെ, ഭയങ്കര ഒഴുക്കാണല്ലോ. ഉത്തരം നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ടല്ലേ? ഉഷാറായിട്ട് പഠിച്ചോ. എന്നാ പറ മക്കളെ. ഇത് സാറേ പോളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചറാ. രണ്ട് സെൽ ഏതൊക്കെ? പോളൻ ഗ്രെയിൻസിലെ രണ്ട് സെൽ ഏതൊക്കെ? വേഗം പറയടാ. പോളൻ ഗ്രെയിൻസിലെ രണ്ട് സെല്ലുകൾ ഏതൊക്കെ? ഇത് അറിയാത്തമാർക്ക് ഞാൻ തരകിട്ട. പോളൻ ഗ്രെയിൻസിലെ രണ്ട് സെൽ ഏതൊക്കെ? ഓക്കെ എടാ, ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ കണ്ടയാന്നറിയാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോടാ? നിങ്ങളുടെ നോട്ട് ബുക്ക് ഫ്രണ്ടിൽ വെക്കുക. ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പറയുമ്പോഴേക്കും ഇങ്ങനെ മറിച്ച് നോക്കുക. അവിടെ വേറെ ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ നോക്കി പഠിക്കുക. ടെൻഷൻ ഒന്നും വേണ്ടടാ. നിങ്ങൾ ഈ മോഡൽ എക്സാം എഴുതിയതല്ലേടാ? എനിക്ക് തോന്നുന്നു എല്ലാം കിട്ടണില്ലടാ, ഒട്ടുമിക്കതും. അപ്പൊ പിന്നെ ഒരു മാസം സ്റ്റഡി ലീവ് കിട്ടിയപ്പോൾ നിങ്ങൾ, ഒരു മാസം കിട്ടിയിട്ടില്ല എന്നാലും ഒരാഴ്ച കിട്ടിയല്ലോ, ഒരാഴ്ചക്ക് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പഠിച്ചു കാണും. എന്തായാലും കിട്ടുവാടാ, ഒന്നും പേടിക്കൊന്നും വേണ്ട. പറ. സെല്ല് ഒന്ന് ഏതാടാ? വെജിറ്റേറ്റീവ് സെല്ല്. രണ്ട് ഏതാ? ജനറേറ്റീവ് സെല്ല്. വെജിറ്റേറ്റീവ്, ജനറേറ്റീവ്.
പെക്യുലാരിറ്റി എന്താ? വെജിറ്റേറ്റീവ് സെല്ലാണ് എന്തായിട്ട് മാറുക? പോളൻ ട്യൂബായിട്ട് മാറുക. ജനറേറ്റീവ് സെല്ലാണ് എന്തായി മാറുക? 2 മെയിൽ ഗമേറ്റ് ആയി മാറുക. നോക്കണം, വലിയ സെല്ല് വെജിറ്റേറ്റീവ്, ചെറുതാ സാറേ ജനറേറ്റീവ്. വലിയ സെല്ലായ വെജിറ്റേറ്റീവ എന്തായിട്ട് മാറുക? പോളൻ ട്യൂബായിട്ട് മാറുക. ജനറേറ്റീവ പിന്നീട് 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറുക. വെജിറ്റേറ്റീവ് പോളൻ ട്യൂബാകും, ജനറേറ്റീവ് 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറും. ഓക്കെ സാർ, ഓക്കെ. എനിക്ക് പറ, ഇതറിയ എന്താണ് സാറേ ഡബിൾ ഫെർട്ടിലൈസേഷൻ 2 ഇവന്റുകൾ ഏതൊക്കെ? എനിക്ക് തന്നെ മടുത്തു ക്വസ്റ്റ്യൻ ചെയ്ത് എന്താ മക്കളെ, മര്യാദയ്ക്ക് പഠിച്ചോ മക്കളെ. അങ്ങോട്ട് നോക്കി മോനെ, മോനെ നിന്നോടാടാ, വേറെ മൊബൈലിൽ അങ്ങോട്ട് കൊണ്ട് നോക്കല്ലേ, കമ്പൈൻ സ്റ്റഡി ആയിരിക്കും, എന്നാലും നോക്കല്ലേ മോനെ. പറ, ഇതിന്റെ ഉത്തരം എന്താ? പറ മക്കളെ, ഈ 2 ഇവന്റ് ഏതൊക്കെ? ഡബിൾ ഫെർട്ടിലൈസേഷനിലെ 2 ഇവന്റ് ഏതൊക്കെ? ഞാൻ ഇപ്പൊ പഠിപ്പിച്ച ഡബിൾ ഫെർട്ടിലൈസേഷൻ 2 പേരുണ്ട്. ഒന്ന് ഏതാ? ഒന്ന് സിംഗമി, 2 ഏതാ? ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമീനെയും ട്രിപ്പിൾ ഫ്യൂഷനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. പറ, സിംഗമി പ്ലസ് ട്രിപ്പിൾ ഫ്യൂഷൻ, സിംഗമി പ്ലസ് ട്രിപ്പിൾ ഫ്യൂഷൻ, സിംഗമി പ്ലസ് ട്രിപ്പിൾ ഫ്യൂഷൻ. ഇതാണ് സാർ ഡബിൾ ഫെർട്ടിലൈസേഷൻ. കണ്ടോ? അന്ന് നമ്പർ കൊടുത്തതിന് ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക മക്കളെ. കോള് വന്നുകൊണ്ടിരിക്കുക. അന്ന് നമ്പർ തന്ന ശേഷം എൻ്റെ മിസ് കോൾ എത്രയാണെന്നറിയാം? 38 എണ്ണം. രാത്രി പാതിരാത്രി ഓരോരുത്തന്മാരെ വിളിച്ചോണ്ടിരിക്കുക. അഖിൽ സാറല്ലേ, കിങ്ങിണി സാറല്ലേ, നമ്പർ കണ്ടുകൊണ്ട് ചുമ്മാതെ വിളിച്ചാന്ന്. എൻ്റെ അവസ്ഥ പാതിരാത്രി വരെ. ഓക്കെ, പക്ഷെ ഭയങ്കര രസമാട്ടോ. ഓക്കെ, ഉറക്കം ചെറുതായിട്ട് പോകുന്നേ ഉള്ളൂ നമ്പർ കൊടുത്താലും, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, ശ്രദ്ധിച്ചോ. അടുത്ത പറ മക്കളെ, മെയിൽ ഗമേറ്റ് എഗ്ഗുമായിട്ട് കൂടിച്ചേർന്നിട്ടാ എന്തുണ്ടാകുക? സൈഗോട്ട് ഉണ്ടാകുക. ഈ സൈഗോട്ട് എന്തായിട്ടാ മക്കളെ വളരുക? പറ കേക്കട്ടെ. മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടിച്ചേർന്ന് സൈഗോട്ട് ഉണ്ടായി. ഈ സൈഗോട്ട് എന്തായിട്ടാ വളരുക? സൈഗോട്ട് എന്തായിട്ടാ വളരുക? പറ, സൈഗോട്ട് എന്തായിട്ടാ വളരുക? വേഗം പറ, സൈഗോട്ട് എന്തായിട്ടാ വളരുക? പഠിച്ചോനെ, എന്റെ കോൺസെൻട്രേഷൻ പോകുന്നു. സൈഗോട്ട് എന്തായിട്ടാ വളരുക ചങ്ങായിമാരെ? സൈഗോട്ട് എന്തായിട്ടാ വളരുക? എംബ്രിയോ ആയിട്ടാ വളരുക. അടുത്ത മെയിൽ ഗമേറ്റ് ആരുമായിട്ടാ കൂടിച്ചേരുക? പോളാർ ന്യൂക്ലിയമായ കൂടിച്ചേരുക. പോളാർ ന്യൂക്ലിയമായി കൂടിച്ചേർന്നിട്ട് പെണ്ണുണ്ടായി. പെൺ എന്തായിട്ടാ വളരുക? പറ, പെൺ എന്തായിട്ടാ വളരുക? എൻഡോസ്പേം ആയിട്ടാ വളരുക. സൈഗോട്ട് എംബ്രിയോ ആകും സാറേ, പെണ്ണ് എൻഡോസ്പേം ആകും സാറേ. പിന്നല്ല, പാവം സാർ. പാവൊക്കെ തോന്നിയാൽ നല്ലത്. ഓക്കെ, നല്ലപോലെ പഠിച്ചോടാ, നല്ലപോലെ പഠിച്ചോ. ഞാനിങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറയും മക്കളെ. ഞാനിപ്പോൾ എങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ പുറത്തിറങ്ങിയാലും എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. അല്ല, ഞാൻ പുറത്തിറങ്ങിയാൽ എന്താ, ഞാൻ ഭയങ്കര എന്താ സീരിയസ് ആണ്. അകത്ത് കയറുമ്പോൾ കുട്ടികളുടെ മുമ്പിൽ ചിരിച്ച് ഞാൻ പുറത്തും പൊട്ടണം അകത്തും പൊട്ടണം മക്കളെ. ഓക്കെ, ഇപ്പം തന്നെ ഞാനൊരു വീഡിയോ സ്റ്റാറ്റസ് ആക്കിയത് കേട്ടോ. എൻ്റെ സ്റ്റാറ്റസ് ആക്കിയപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ചങ്ങായിമാരൊക്കെ എടുത്തിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കണ്ടിട്ട് അവരൊരേ ചിരിയാ. ഓക്കെ, ഈ ചങ്ങായി കോളേജിൽ എന്തൊക്കെയാ കാട്ടിക്കൂട്ടണം, എന്നിട്ട് പിള്ളേരെ ഉപദേശിക്കാൻ പോവാൻ. ഓക്കെ, അങ്ങനെ ഞാനിപ്പോൾ എന്താ പറഞ്ഞേ? ആകെ പോട്ടെ, ആകെ ശ്രദ്ധിച്ചോ മക്കളെ. ഇതെന്തിന്റെ ചിത്രമാടാ? ഇതെന്തിന്റെ ചിത്രമാ? അതാണ് എന്റെ ചോദ്യം. പറ, ഇതെന്തിന്റെ ചിത്രമാ? പറ, ഇതെന്തിന്റെ ചിത്രമാ സാറേ? അറിയില്ലല്ലോ സാറേ. എങ്ങനെ കണ്ടുപിടിക്കാന്നറിയാമോ? ഈ ചിത്രത്തില് സ്ക്യൂട്ടെല്ലം എന്നുണ്ടടാ. സ്ക്യൂട്ടെല്ലം ഉള്ളവൻ ഡൈക്കോട്ട് സീഡ് അല്ലടാ. സ്ക്യൂട്ടെല്ലം ഉള്ളവൻ ഒറ്റൊരുത്തനാ. അതാരാ? മോണോകോട്ട് എംബ്രിയോകളാ, മോണോകോട്ട് സീഡുകളാ. എംബ്രിയോ എന്ന സീഡെന്ന് എഴുതാം. എംബ്രിയോ സീഡിന്റെ ഉള്ളിലാണല്ലോ കാണുക. മോണോകോട്ട് സീഡെന്ന് എഴുതാം, അല്ലെ മോണോകോട്ട് എംബ്രിയോ എന്ന് എഴുതാം, ഒരു പ്രശ്നമില്ല. മോണോകോട്ട് എംബ്രിയോയ്ക്ക് 1 കോട്ടിലിനെ ഉള്ളടാ. ഡൈക്കോട്ടിന് 2 കോട്ടിലിനെ ഉള്ളടാ. മോണോകോട്ടിന്റെ 1 കോട്ടിലിന്റെ പേരാണെന്ത്? സ്ക്യൂട്ടെല്ലം. പറടാ, എന്താടാ സ്ക്യൂട്ടെല്ലം എന്നാ വിളിക്കുക? സ്ക്യൂട്ടെല്ലം എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്യൂട്ടെല്ലം എന്ന് പറഞ്ഞാൽ എന്താടാ? മോണോകോട്ടിന്റെ ഒറ്റച്ചിറക്, അതാണ് സ്ക്യൂട്ടെല്ലം. ഇതാണ് മക്കളെ നമ്മുടെ എന്താ എംബ്രിയോണൽ ആക്സിസിന്റെ മുകൾ ഭാഗം. ഇതിനെ എന്താ വിളിക്കുക? പ്ലിമ്യൂൾ അല്ലെങ്കിൽ ഷൂട്ട് അപ്പെക്സ് എന്നാ വിളിക്കുക. പ്ലിമ്യൂളിനെ കവർ ചെയ്യുന്ന ഈ സാധനമാണ് ഏത്? കോളിയോപ്റ്റൈല്. എംബ്രിയോണൽ ആക്സിസിന്റെ ഏറ്റവും താഴ്ഭാഗത്തെ എന്ത് വിളിക്കുക? റാഡിക്കിൾ എന്ന് വിളിക്കുക. റാഡിക്കിളിനെ കവർ ചെയ്യുന്നവരാണ് ആര്? കോളിയോറൈസ. ഇതൊന്ന് പഠിച്ചു വെക്കണേ. എംബ്രിയോണൽ ആക്സിസിന്റെ മുകൾ ഭാഗം പ്ലിമ്യൂളിനെ കവർ ചെയ്യുന്നവർ കോളിയോപ്റ്റൈല്. നോക്കടാ, പ്ലിമ്യൂളിന്റെ പി, കോളിയോപ്റ്റൈലും കാണും ഒരു പി, അങ്ങനെ ഓർത്താൽ മതി. അടുത്ത എംബ്രിയോണൽ ആക്സിസിന്റെ താഴ്ഭാഗം എന്താ? റാഡിക്കിളാ. റാഡിക്കിളിനെ കവർ ചെയ്യുന്നവരാരാ? റാഡിക്കിളിനെ കവർ ചെയ്യുക? കോളിയോറൈസ. ആരാ കവർ ചെയ്യുക? കോളിയോറൈസ. കണ്ടോ, റാഡിക്കിൾ 6, കോളിയോറൈസയിൽ ഒരു 6. പറഞ്ഞ മനസ്സിലായോ? പ്ലിമ്യൂള് പി കാണും,
അത് കോളിയോപ്റ്റൈലിലും കാണും. റാഡിക്കിളിൽ 6 കാണും, അത് കോളിയോറൈസയിൽ കാണും. റൈസ കോളിയോപ്റ്റൈല് റാഡിക്കിളിനെ കവർ ചെയ്യുന്ന പറയില്ലേ, കോളിയോപ്റ്റൈല് പ്ലിമ്യൂളിനെ കവർ ചെയ്യുക. ഓക്കേടാ, ശ്രദ്ധിച്ചോളാം. സാറേ ഒരു മോട്ടിവേഷൻ, പോയിരുന്ന് പഠിക്കടാ. ശ്രദ്ധിച്ചോ, അടുത്ത പറ. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ സിഗ്മേനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം? പറയടാ. സിഗ്മേനെ എങ്ങനെ കാത്തു സൂക്ഷിക്കാം? വേറെ പോളൻ ഗ്രെയിൻസ് ഒന്നും വരാതിരിക്കാൻ എങ്ങനെ സിഗ്മേനെ കാത്തു സൂക്ഷിക്കാം? പറ കേക്കട്ടെ. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ വേറെ പോളൻ ഗ്രെയിൻസ് വരാതെ എങ്ങനെ സിഗ്മേനെ കാത്തു സൂക്ഷിക്കുക? പറ കേക്കട്ടെ. എങ്ങനെ സിഗ്മേനെ കാത്തു സൂക്ഷിക്കുക? എങ്ങനെ? അത് തന്നെ സാർ. എന്ത് ചെയ്താൽ മതി? ബാഗ് ചെയ്താൽ മതി. ബാഗിങ്, ഇമാസ്കുലേഷൻ ചെയ്യുക, പിന്നെ ബാഗും ചെയ്യുക. ഇമാസ്കുലേഷൻ ചെയ്തിട്ട് ബാഗ് ചെയ്യുക. എന്തിനാ ഇമാസ്കുലേഷൻ ചെയ്യണേ? അതെ, സ്വന്തം ഫ്ലവറിൽ ചിലപ്പം ആന്തർ കാണും. ആ ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിന്റെ സിഗ്മയിൽ വീഴാതിരിക്കാൻ, അതാണ് ഇമാസ്കുലേഷൻ. നോക്കണം, ഇതാണ് ഒരു ബൈസെക്സ് ഫ്ലവർ എന്നിരിക്കട്ടെ. ഇതിൽ ആന്തർ ഉണ്ട്, ഇതിലെന്തുണ്ട്? സിഗ്മയുണ്ടെന്നിരിക്കട്ടെ. ഈ സ്വന്തം ഫ്ലവറിലെ ആന്തറിന്ന് ഈ സിഗ്മയിലേക്ക് വീഴാതിരിക്കാൻ ഈ ആന്തറിനെ മുറിച്ച് കളയും. ഈ ആന്തറിനെ മുറിക്കുന്നതിനാ എന്ത് വിളിക്കുക? ഇമാസ്കുലേഷൻ എന്ന് വിളിക്കുക. ബൈസെക്ച്വൽ ചെടിയിലെ സെൽ പോളിനേഷൻ തടയാനാ നമ്മൾ ആന്തറിനെ മുറിക്കുക. ആന്തറിനെ മുറിക്കുന്നതിന് എന്താ വിളിക്കുക? ഇമാസ്കുലേഷൻ എന്നാ വിളിക്കുക. ആന്തർ ഇമാസ്കുലേഷൻ നടത്തുക, പിന്നെന്താ ചെയ്യുക? ഈ ചെടീനെ ഫുള്ള് മൂടി വെക്കുക. ചെടീനെ മൂടുന്നതിന് എന്താ വിളിക്കുക? ബാഗിങ് എന്നാ വിളിക്കുക. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ സ്റ്റെപ്പുകൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? സെലക്ഷൻ ഓഫ് പേരന്റ്, 2 പേരന്റിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ടോ ഈ സിഗ്മയുള്ളയിലെ ആന്തറിനെ കട്ട് ചെയ്യും, അതാണ് എന്ത്? ഇമാസ്കുലേഷൻ. കട്ട് ചെയ്തിട്ട് മൂടി വെക്കും, അതാണ് ബാഗിങ്. എന്നിട്ട് ആൺ ചെടീൻ്റെ കയ്യിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് എടുത്തുകൊണ്ട് വരും, ഈ മൂടി തുറക്കും, എന്നിട്ട് പെൺ ചെടിയിലെ സിഗ്മയിൽ ഇട്ട് കൊടുക്കും, വീണ്ടും മൂടി അടയ്ക്കും. വീണ്ടും മൂടി അടയ്ക്കുന്നതിന് വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ മക്കളെ? മൂടി തുറന്നിട്ട് വീണ്ടും അടയ്ക്കുന്നതിന് വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താടാ? റീബാഗിങ് എന്നാ വിളിക്കുക. റീബാഗിങ്. ഓക്കെ അല്ലേ? ഓക്കെ, ആദ്യം എന്താടാ? പേരൻസിനെ സെലക്ട് ചെയ്തു സാറേ, എന്നിട്ട് എന്താ? ഇമാസ്കുലേഷൻ നടത്തി സാറേ, എന്നിട്ട് ഫീമെയിലിനെ മൂടി വെച്ചു, എന്നിട്ട് മെയിലിന്റെ കയ്യിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് എടുത്തുകൊണ്ട് വന്നു, ഈ ബാഗ് തുറന്നിട്ട് ഈ പോളൻ ഗ്രെയിൻസിനെ സിഗ്മയിലേക്ക് ഇട്ടുകൊടുത്തു, എന്നിട്ട് വീണ്ടും ബാഗ് അടച്ചു വെച്ചു. അതിന് വിളിക്കുന്ന പേരെന്താ? റീബാഗിങ് എന്നാ വിളിക്കുക. ആദ്യമേ പെൺചെടീനെ വേറെ പോളൻ ഗ്രെയിൻസ് വരാതിരിക്കാൻ പ്രൊട്ടക്ട് ചെയ്യുക, എന്നിട്ട് ആൺചെടീൻ്റെ കയ്യിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് മൂടി തുറക്കുക, പോളൻ ഗ്രെയിൻസ് ഇട്ട് കൊടുക്കുക, മൂടി അടയ്ക്കുക. അത്ര ഉള്ളടാ റീബാഗിങ് എന്നാ വിളിക്കുക. പിന്നെ അല്ല സാർ, ഇത് കുറെ ആയല്ലോ സാറേ, കുറെ ക്വസ്റ്റ്യൻ ആയല്ലോ. എങ്കിൽ പറ മക്കളെ, ജീറ്റിനോഗമീനെ എന്തുകൊണ്ടാ ഓട്ടോഗമിയായും സീനോഗമിയായും പരിഗണിക്കണം? ഈ ക്വസ്റ്റ്യൻ കണ്ടു കാണില്ല. പറയടാ കേക്കട്ടെ. എന്താ സാറേ ജീറ്റിനോഗമീനെ ഓട്ടോഗമിയായും സീനോഗമിയായും പരിഗണിക്കണേ? സാറേ ഷർട്ട് നനയ്ക്കാനാ. എന്താണ് നീ ഉദ്ദേശിച്ചേ? ഞാൻ 2 ദിവസമല്ലേ ഇടുള്ളൂ. ഇത് കോളേജിൽ ഇട്ട് നടന്നതാണ്, നേരെ ഇട്ടുകൊണ്ട് പോകുന്നതാണ്. ഓക്കെ, പറ കേക്കട്ടെ. ഓക്കെ, പറ. എന്തുകൊണ്ടാ സാറേ ജീറ്റിനോഗമിനെ ഓട്ടോഗമിയായും സീനോഗമിയായും കണക്കാക്കണേ? പറ കേക്കട്ടെ. എന്തുകൊണ്ടാ സാറേ ജീറ്റിനോഗമീനെ ഓട്ടോഗമിയായും സീനോഗമിയായും കണക്കാക്കണേ? അത് തന്നെ. എടാ, ജീറ്റിനോഗമി എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഒരു പ്ലാന്റിലെ 2 ഫ്ലവർ തമ്മിൽ നടക്കുന്ന പോളിനേഷനാണ് എന്ത്? ഒരു പ്ലാന്റിലെ 2 ഫ്ലവർ തമ്മിൽ നടക്കുന്ന പോളിനേഷനാണ് ഏത്? ജീറ്റിനോഗമി. ഒരു പ്ലാന്റിലെ 2 ഫ്ലവർ തമ്മിൽ നടക്കുന്നതാണ് എന്ത്? ജീറ്റിനോഗമി. ഈ 2 ഫ്ലവർ തമ്മിൽ നടന്നാലും മക്കളെ, ഈ 2 പോളൻ ഗ്രെയിൻസും ഈ സെയിം പ്ലാന്റിന്റെ തന്നെ അല്ലേടാ 2 ഭാഗങ്ങളും. ഈ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും 2 ജീനുകളും, ഇവിടുള്ള ജീനുകളും രണ്ടും ഈ പ്ലാന്റിന്റെ തന്നെ അല്ലേ? ജീനുകളിൽ വ്യത്യാസമില്ല. ജീറ്റിനോഗമി നടക്കുമ്പം മെയില് പോളൻ ഗ്രെയിൻസ് വരുന്നതും മെയിൽ ഗമേറ്റും ഒരേ പ്ലാന്റിന് തന്നെ, ഫീമെയിൽ ഗമേറ്റും ഒരേ പ്ലാന്റിന് തന്നെ, 2 ഗമേറ്റും ഒരേ പ്ലാന്റിന് തന്നെ. ഒരേ പ്ലാന്റ് ആണ്, ഒരേ ജീനാണ്. ജീനുകളിൽ വ്യത്യാസമില്ലാത്തത് കൊണ്ടാ ജീറ്റിനോഗമി എന്തുപോലായത്? ഓട്ടോഗമി പോലായത്. എന്താ സാറേ ജീറ്റിനോഗമി സീനോഗമി ആയത്? സീനോഗമി ആകാൻ കാരണം എന്താണെന്നറിയാമോടാ? ഇവിടുള്ള പോളൻ ഗ്രെയിൻസ് ഈ ചെടിയിലേക്ക് വരണമെങ്കിലേ
നമ്മുടെ ഏജന്റുകൾ സഹായിക്കണം, പോളിനേറ്റിംഗ് ഏജന്റ് സഹായിക്കണം. ചിലപ്പോൾ എന്താ, ഇവിടെയുള്ള പോളൻ ഗ്രെയിൻസ് ഈ ഫ്ലവറിലേക്ക് വരണമെങ്കിൽ ചിലപ്പോൾ കാറ്റ് വഴിയായിരിക്കാം, ചിലപ്പം വെള്ളം വഴിയായിരിക്കാം, ചിലപ്പോൾ ഇൻസെക്റ്റിന്റെ ദേഹത്ത് പറ്റിപ്പിടിച്ചിട്ടായിരിക്കാം. ഇങ്ങനെ പോളിനേറ്റിംഗ് ഏജന്റ്സ് വരുന്നത് കൊണ്ടാ ജീറ്റുനഗമി എന്തുപോലായത്, സീനോഗമി പോലായത്. മക്കളെ ഒരു കാര്യം ഓർത്താ മതിയടാ, ഓട്ടോഗമിക്ക് ജീനുകളിൽ വ്യത്യാസം വരില്ല. ഇവിടെ ജീറ്റുനഗമി നടക്കുമ്പോഴോ രണ്ടും പോളൻ ഗ്രെയിൻസും അല്ലെങ്കിൽ എഗ്ഗും രണ്ടും ഒരേ പ്ലാന്റിൽ തന്നെ, അതുകൊണ്ട് ജീനുകളിൽ മാറ്റമില്ല. അതുകൊണ്ട് ജീറ്റുനഗമി എന്തായി, ഓട്ടോഗമിയായി. സീനോഗമി നടക്കാൻ നേരം ആ സത്യത്തില് പോളിനേറ്റിംഗ് ഏജന്റ്സ് വേണ്ടത്, ഏതാ, വിൻഡും വാട്ടറും ഇൻസെക്റ്റും ഒക്കെ വേണ്ടത്. ജീറ്റുനഗമി നടക്കുമ്പോഴും പോളിനേറ്റിംഗ് ഏജന്റുകൾ വരാറുണ്ട്. അതുകൊണ്ട് ആ ജീറ്റുനഗമിനെ എന്തുപോലെ കണക്കാക്കിയേ, സീനോഗമീനെ പോലെ കണക്കാക്കിയേ. പറഞ്ഞ മനസ്സിലായോ? ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലടാ. ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മക്കളെ? ഈ ക്വസ്റ്റ്യനൊക്കെ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാ സാറേ ജീറ്റുനഗമി ഓട്ടോഗമീനെയും സീനോഗമീനെയും പോലെ പ്രവർത്തിക്കുക? സാർ, ജീറ്റുനോഗമിയിലെ മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും രണ്ടും ഒരേ പ്ലാന്റിൽ നിന്നുള്ളതാ. അതപ്പം ഓട്ടോഗമീനെ പോലെ തന്നെ സാർ. സാറേ, ജീറ്റുനഗമി നടക്കുമ്പം ഒന്നെങ്കിൽ കാറ്റായിരിക്കും ഒരു ഫ്ലവറിൽ നിന്ന് വേറെ ഫ്ലവറിലേക്ക് കൊണ്ടുപോവാ, അല്ല വിൻഡ് ആയിരിക്കും, വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻസെക്റ്റ് ആയിരിക്കും. ഇതേപോലെ പോളിനേറ്റിംഗ് ഏജന്റ്സ് വേണം ജീറ്റുനഗമി നടക്കാനും. സാധാരണ പോളിനേറ്റിംഗ് ഏജന്റ്സ് വേണ്ടത് ക്രോസ് പോളിനേഷൻ സീനോഗമി നടക്കുമ്പോഴാ. ക്രോസ് പോളിനേറ്റിംഗ് ഏജന്റ്സ് ഈ ജീറ്റുനഗമിയിലും വേണം. ക്രോസ് പോളിനേഷനെ പോലെ ജീറ്റുനോഗമിയിലും പോളിനേറ്റിംഗ് ഏജന്റ്സ് ഉള്ളത് കൊണ്ടാ ഈ ജീറ്റുനോഗമി എന്തുപോലായത്, സീനോഗമി പോലായത്. സാറൊരു ഡോക്ടറാണോ? ഡോക്ടറാൻ പഠിക്കുകയാടാ. ഡോക്ടർ എന്നൊക്കെ വീട്ടുകാരൊക്കെ വിളിക്കുന്നുണ്ട്, പഠിക്കാൻ വിട്ടേക്കണേ. പഠിച്ച ഭാഗ്യം, പാസ്സായി. പറ മക്കളെ, അടുത്ത പറയടാ. എന്താടാ PMC, എന്താടാ MMC? വേഗം ഒന്ന് പറ. PMC MMC ഏതാ? ഇപ്പരൊന്നോ ആണോ? PMC MMC എന്താ? വേഗം പറ. PMC MMC എന്താ? വേഗം പറ. PMC MMC വേഗം ഒന്ന് ഫുൾ ഫോം പറയടാ. ഇതൊക്കെ സിമ്പിളാ ചങ്ങായിയെ, വേഗം പറ. ഇത് കഴിഞ്ഞടാ, ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇതെന്താ കഴിയാത്തെ? ചാപ്റ്റർ കഴിഞ്ഞു. പറടാ, പറ. PMC എന്താ? പറ. PMC ഈക്വൽ ടു പോളൻ മദർ സെല്ല്. MMC എന്താ? പറ. MMC എന്താ? മൈക്രോസ്പോർ മദർ സെല്ല്, അല്ലെങ്കിലോ മെഗാസ്പോർ മദർ സെല്ല്, ഇങ്ങനെ വിളിക്കാറുണ്ട്. PMC എന്ന് പറഞ്ഞാൽ പോളൻ മദർ സെല്ല, MMC എന്ന് പറഞ്ഞാലോ മെഗാസ്പോർ മദർ സെല്ലെന്നോ മൈക്രോസ്പോർ മദർ സെല്ലെന്നോ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ മക്കളെ, എങ്കിൽ പറയടാ. ഇതൊന്ന് പറ. കൊള്ളാലോ സാറേ, ഇതിന് ഉത്തരം ഞങ്ങൾ പറയണം അല്ലേ? വലീസ്നേറിയ എന്തു വഴിയാ പോളിനേഷൻ നടത്തുക? പറ. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, തീർന്നു. സെക്സ്വൽ റിപ്രൊഡക്ഷൻ തീർന്നടാ. വലീസ്നേറിയ എന്തു വഴിയാ പോളിനേഷൻ നടത്തുക? പറ. വലീസ്നേറിയ എന്തു വഴിയാ പോളിനേഷൻ നടത്തുക? വലീസ്നേറിയ എന്തു വഴിയാ? വാട്ടർ. പറ. റോസ് എന്ത് വഴിയാ? റോസ് എന്ത് വഴിയാ പോളിനേഷൻ നടത്തുക? റോസ് എന്ത് വഴിയാ നോക്കട്ടെ, ഇത് പറയാൻ നോക്കട്ടെ. റോസ് എന്ത് വഴിയാ? റോസ് അത് തന്നെയാടാ, ഇൻസെക്ട് വഴി. റോസുകൾ ഇൻസെക്ട് വഴിയാ പോളിനേഷൻ നടത്തുക. ഹൈഡ്രയിലെയോ? ഹൈഡ്ര വെള്ളം. ഹൈഡ്രില്ല എന്താ? ഹൈഡ്രിൽ എന്ത് വഴി എന്നാ? വാട്ടർ പോളിനേഷൻ വഴി എന്നാ. ഗ്രാസുകൾ എന്ത് വഴിയാ? ഗ്രാസുകളൊക്കെ ചെറിയ ഹൈറ്റ് ഉള്ളത്, അവർക്ക് കാറ്റാ നല്ലത്. കാറ്റ് എന്താ? കാറ്റ് വിൻഡ് വഴിയാ ഗ്രാസുകൾ ചെയ്യാം. സൊസ്തീറ എന്ത് വഴിയാ പോളിനേഷൻ നടത്തുക? അതും വാട്ടർ തന്നെ. വലീസ്നേറിയ, ഹൈഡ്രില്ല, സൊസ്തീറ, ഇവര് 3 പേരും വാട്ടർ വഴിയാ. റോസ് ഇൻസെക്ട് വഴിയാ, ഗ്രാസുകൾ വിൻഡ് കാറ്റ് വഴിയാ. ഓക്കെ അല്ലേടാ? വലീസ്നേറിയയും വാട്ടറാ, സൊസ്തീറയും വാട്ടറാ, ഹൈഡ്രില്ലയും വാട്ടറാ. റോസ് ഇൻസെക്റ്റാ, ഗ്രാസുകൾ എന്താ? വിൻഡാ. ഓക്കെ, നോർത്ത് വെക്കണം കേട്ടോ. കഴിഞ്ഞടാ. സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി അറിയാലോ. ജനറ്റിക് മെക്കാനിസം ബൈ വിച്ച് സിഗ്മ റിജക്ട് സെൽ പോളൻ, നിങ്ങൾക്ക് അറിയണ ക്വസ്റ്റ്യൻ ആണല്ലോ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഈ ചാപ്റ്റർ ഒന്ന് സെറ്റാണോടാ? വേഗം പറ. ഓടിച്ചാ ഞാൻ പറഞ്ഞെന്നറിയാലോ. ഇതായിട്ടും എന്താടാ എന്താ എൻ്റെ തലയെ കൂടെ ഒക്കെ നിങ്ങൾ കാണണേ? വിത്ത് സ്റ്റഡി മെറ്റീരിയൽ. കൊള്ളാലോ, ഇപ്പൊ കണ്ട. ഓക്കെ, എൻ്റെ തലയ്ക്കകത്തോടെ ഒന്നും ഇല്ലല്ലേ? എൻ്റെ തലയ്ക്കകത്ത് ഒന്നും ഇല്ലടാ. ഓക്കെ, തലയ്ക്കകത്ത് എന്തൊക്കെയൊക്കെ കയറിപ്പോണ്ട്. ഓക്കെ, സെറ്റ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോടാ മക്കളെ? എനിക്ക് മാത്രമല്ലല്ലോ അല്ലേ? തലയ്ക്കകത്ത് ഒന്നും ഇല്ലാത്തോണ്ടാ തോന്നുന്നു. ഓക്കെ, ആയിക്കോട്ടെ. സത്യം പറഞ്ഞ നിങ്ങൾ എന്നെ കാണാൻ ശൂന്യം തലയ്ക്കകത്ത് പിണ്ണാക്കില്ലേ സാറേ? പിന്നെ ഇങ്ങനെ കടണ്ട് കയറിപ്പിച്ചാ
ലൈറ്റ് കയറി പോവാ. ഓക്കെ മക്കളെ, ഇത് ലാസ്റ്റ് ചാപ്റ്റർ വേഗം നിർത്താൻ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളൂ. ആ ചാപ്റ്റർ ഞാൻ ഇട്ടേ കാര്യം എന്ന് ചോദിച്ചാൽ ഇന്നലത്തെ വീഡിയോയിൽ കുറേ ഒന്നും പറയാൻ പറ്റിയില്ല. അതിൽ വേണം വെറൈറ്റി ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കുക ആ ചാപ്റ്ററിൽ. അതുകൊണ്ടാട്ടോ. സാറ് വെറ്റിനറി ഡോക്ടറാണോ? ആടാ, എൻ്റെ ആദ്യത്തെ രോഗി നീ അഭിനവേ. ഓക്കെ, ശ്രദ്ധിച്ചോ. സാറൊരു ബുദ്ധിജീവി തന്നെ. താങ്ക് യൂടാ മക്കളെ, ഊക്കി എന്നെ ഏറിക്കയറ്റ്. ഓക്കെ, ആയിക്കോട്ടെ മക്കളെ, വേഗം പോടാ. എക്കോസിസ്റ്റം 6 മുതൽ 7 മാർക്കിന് ചോദിക്കുമ്പോടാ. 6 മുതൽ 7 മാർക്കിന് ചോദിക്കും മക്കളെ. അടിച്ചു പൊളിച്ചോ, കുറച്ച് റിലാക്സ് ചെയ്യ്. എന്റെ കാട്ടിക്കൂട്ടിലെങ്ങനെ കണ്ട് റിലാക്സ് ചെയ്യും. ഓക്കെ, എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കണേ? പറ മക്കളെ, ഒരുപാട് ഫുഡ് ചെയിനുകളെ ലിങ്ക് ചെയ്തിട്ടാൽ എന്താ വിളിക്കാം? ഒരാളെ ഫുഡ് ചെയിൻ എന്നാ വിളിക്കാം. ഒരുപാട് ഫുഡ് ചെയിനുകളെ ലിങ്ക് ചെയ്താൽ എന്താ വിളിക്കുക? പറ. ഒരുപാട് ഫുഡ് ചെയിനുകളെ ലിങ്ക് ചെയ്താൽ എന്താ വിളിക്കുക സാറേ? ഒരുപാട് ഫുഡ് ചെയിനുകളെ ലിങ്ക് ചെയ്താൽ എന്താ വിളിക്കുക? ഒരുപാട് ഫുഡ് ചെയിനുകളെ ലിങ്ക് ചെയ്താൽ എന്താ വിളിക്കുക? സിമ്പിളാ സാറേ, എന്താ വിളിക്കുക? ഫുഡ് വെബ്. എന്താ വിളിക്കുക? ഫുഡ് വെബ് എന്നാ വിളിക്കുക. രണ്ട് നോക്കണം. ഇതിലേതാ സാറേ ഡെട്രിറ്റിവോറ്? ഇതിലേതാ സാറേ ചത്തതിനെ തിന്നുന്ന ആൾക്കാർ? ചത്ത സാധനങ്ങൾ തിന്നുന്നവരാണ് ഡെട്രിറ്റിവോറ്. ഈ ഡെട്രിറ്റിവോറിന് എക്സാമ്പിൾ ആരാ ഇതില്? ഇതൊന്നും പറഞ്ഞില്ലല്ലോ ഉണ്ടാ ചങ്ങമായിമാരെ. പറ. എർത്ത് വോം. ആരാടാ? മണ്ണിരയാ മക്കളെ. ഡെർത്ത് വോം അല്ല, എർത്ത് വോം. ഡെട്രിറ്റിവോറിന്റെ ഡിയും എർത്ത് മിക്സ് ആയി പോയാ. പറ. മണ്ണിരയ ഡെട്രിറ്റിവോറ്. ഇതിന് വേറൊരു പേരുണ്ട്, കർഷകന്റെ ചങ്ങായി, ഫാർമേഴ്സ് ഫ്രണ്ട്. ഓക്കെ മക്കളെ, അടുത്ത പറയടാ. ഇതെന്താ എല്ലാത്തിനും ഒരു ഗ്യാപ്പ് ഇട്ടേക്കണേ? ഓക്കെ, പറ. ഡെട്രിറ്റസ് ബിഗിൻസ് വിത്ത് ഏതാ? ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. പറ. 2 ഫുഡ് ചെയിൻ ഉണ്ടടാ. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഉണ്ടടാ, ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ഉണ്ടടാ. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ തുടങ്ങുന്നത് പ്ലാന്റ്സിൽ, പ്രൊഡ്യൂസർ ചെയ്യുന്ന. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എവിടെ നിന്നാ തുടങ്ങുക? ഡെട്രിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഡെഡ് ഓർഗാനിക് മാറ്റർ. ചത്ത സാധനങ്ങളുടെ പേരാണ് ഡെട്രിറ്റസ്. ഈ ചത്ത സാധനത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് ആര്? ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. ഡെഡ് ഓർഗാനിക് മാറ്റർ. അത് തന്നെടാ. ചത്ത സാധനത്തിൽ തുടങ്ങുന്നവരാണ് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ. ജീവനുള്ള പ്ലാന്റ്സിൽ തുടങ്ങുന്നവരാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. അത് ഓർത്ത് വെച്ചോ. എങ്കിൽ പറ മക്കളെ, അടുത്ത പറ. പാർ. ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. അത് എത്ര പെർസെന്റേജാ? ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതാ. ഇന്നലത്തെ ലൈവിൽ ഇത് ഉണ്ടായിരുന്നടാ. പാർ എത്ര പെർസെന്റേജാ? പറ കേക്കട്ടെ. ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ എത്ര പെർസെന്റേജാ? ഇതൊന്നും പഠിക്കാതെ പോകല്ലേടാ. 50%. ആകെ വരുന്ന സൺലൈറ്റിന്റെ 50% മാത്രമാ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ പറ. ടോട്ടൽ ബയോമാസ് ഓഫ് ലിവിങ് ഓർഗാനിസം അറ്റ് എ പർട്ടിക്കുലർ ടൈം ഇൻ എൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിലെ മുഴുവൻ ലിവിങ് ഓർഗാനിസത്തിന്റെയും വെയിറ്റിനെ വിളിക്കുന്ന പേരെന്താ? ഇത് നിങ്ങൾ കാണാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു എക്കോസിസ്റ്റത്തിലെ സകല ജീവനുള്ള ആൾക്കാരുടെയും സകല ജീവനുള്ള ജീവികളുടെയും ടോട്ടൽ ബയോമാസിനെ, ടോട്ടൽ വെയിറ്റിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരെന്താ? കേട്ടിട്ടുണ്ടോ? എന്താ വിളിക്കാന്നറിയാമോ? സാൻഡിങ് ക്രോപ്പ് എന്നാ വിളിക്കുക. എന്താടാ? സാൻഡിങ് ക്രോപ്പ്. എന്താ വിളിക്കുക? സാൻഡിങ് ക്രോപ്പ് എന്നാ വിളിക്കുക. ഒരു എക്കോസിസ്റ്റത്തില് ഒരുപാട് ജീവികൾ കാണുവടാ. ഈ ഒരുപാട് ജീവനുള്ള ലിവിങ് ഓർഗാനിസം ഉണ്ട്. എന്താ? പ്ലാന്റ്സ് ആയിരിക്കാം, ആനിമൽസ് ആയിരിക്കാം, ഏതെങ്കിലും കുരങ്ങന്മാരോ മനുഷ്യന്മാരോ എല്ലാവരും. ഈ ജീവികളുടെ ഒക്കെ ബയോമാസിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? സാൻഡിങ് ക്രോപ്പ്. എന്താ വിളിക്കുക? സാൻഡിങ് ക്രോപ്പ് എന്നാ വിളിക്കുക. സാൻഡിങ് ക്രോപ്പ്. ഓക്കെ, പറയടാ. എന്താ സാറേ എക്കോളജിക്കൽ പിരമിഡിന്റെ ലിമിറ്റേഷൻ? എന്താ? വേഗം പറ. ലിമിറ്റേഷൻ എന്താ? സാറ് കമ്മിറ്റഡ് ആണോ? അതെ. 2 പെൺകുട്ടികളുണ്ട്. ഒന്ന് തിരുവനന്തപുരം, ഒന്ന് കാസർഗോഡ്. ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കും വേറെ 2 കുട്ടി. സാറ് കമ്മിറ്റഡ് ആണ്. എക്സാമിന്റെ തലേന്ന് നിന്നോട് ഞാൻ എന്താ പറയാ? പെണ്ണുങ്ങൾ ഒരുങ്ങിപ്പോയിട്ട് പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ടിട്ട് പോലും ഒരു പെൺകുട്ടി നോക്കിയിട്ടില്ല. സാറേ കമ്മിറ്റഡ് ആണോ എന്ന് ചോദിക്കാൻ എങ്ങനെ തോന്നിയടാ? എങ്ങനെ? സാറിന് ലൈൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ ഇതുണ്ട്, കുഴപ്പമില്ല. സാർ കമ്മിറ്റഡ് ആണോന്ന്? എൻ്റെ മോന്ത. ഹൗ ഓക്കെ, ശ്രദ്ധിച്ചോ. പറയടാ. എക്കോളജിക്കൽ പിരമിഡിന്റെ ലിമിറ്റേഷൻ എന്താ സാറേ? പറ. ഞാൻ ഇന്ന് ഭയങ്കര സ്ട്രിക്റ്റാ മക്കളെ. എക്കോളജിക്കൽ പിരമിഡിന്റെ ലിമിറ്റേഷൻ എന്താ? ലിമിറ്റേഷൻ 1 എന്താണെന്നറിയാമോ? നോ റോൾ ഫോർ
ഡീകമ്പോസേഴ്സ്. അവരെന്തിന് കൊടുത്തിട്ടില്ല? ഒരു പിരമിഡിന്റെ ബോക്സിൽ പോലും ബാക്ടീരിയ, ഫംഗസ്, എർത്ത് ഡീകമ്പോസുകൾക്ക് റോൾ കൊടുത്തില്ല. രണ്ടാമത്തെ, ഒരു ഫുഡ് ചെയിൻ വരയ്ക്കാൻ നേരം ഒരു പിരമിഡ് വരയ്ക്കാൻ നേരം നമ്മൾ ഫുഡ് ചെയിൻ നോക്കിയിട്ടാ വരയ്ക്കുക. നമ്മൾ എന്തിന് കൊടുത്തില്ല? എന്തിന് റോൾ കൊടുത്തില്ല? ഫുഡ് വെബിന് റോൾ കൊടുത്തില്ല. ഈ രണ്ട് കാര്യം പഠിക്കണം. നോ റോൾ ഫോർ ഡീകമ്പോസേഴ്സ്, നോ റോൾ ഫോർ ഫുഡ് വെബ്. നോ റോൾ ഫോർ ഡീകമ്പോസേഴ്സ്, നോ റോൾ ഫോർ ഫുഡ് വെബ്. ഓക്കേടാ. അടുത്ത പറ മക്കളെ. NPP GPP മൈനസ് റെസ്പിറേഷൻ. NPP GPP എന്താ ഇവിടെ? NPP GPP എന്താ ഇവിടെ? പറ. NPP GPP ഇവിടെ എന്താടാ? NPP GPP എന്താടാ? പറ. NPP എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. 2 GPP എന്താ? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അടുത്തയാണ് മക്കളെ GPPന്റെ ഫാക്ടറുകൾ ഏതൊക്കെ? GPP എന്ന് ചോദിച്ചാലും NPP എന്ന് ചോദിച്ചാലും വെറും പ്രൊഡക്ടിവിറ്റി എന്ന് ചോദിച്ചാലും ഫാക്ടറുകൾ ഓർത്ത് വെച്ചോ. 4 ഫാക്ടറുകൾ ഞാൻ പറഞ്ഞുതരാടാ. ഒന്നാണ് മക്കളെ എന്ത്? സൺലൈറ്റ്. 2ആണ് മക്കളെ എന്ത്? ടെമ്പറേച്ചർ. 3ആണ് മക്കളെ എന്ത്? വാട്ടർ. 4ആണടാ എന്ത്? ന്യൂട്രിയന്റ് അവൈലബിലിറ്റി. 5ആടാ എന്ത്? ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി. ഈ 5 പോയിന്റ് ഓർത്ത് വെക്കണം. ഞാൻ പഠിപ്പിക്കാം. ഇനി ഞാൻ ടൈം എടുത്ത് പഠിപ്പിക്കാൻ പോവാ. പറയടാ പ്രൊഡക്ടിവിറ്റിന്റെ ഫാക്ടറുകൾ. GPP NPP വെറും പ്രൊഡക്ടിവിറ്റി, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ഏതും ചോദിച്ചോട്ടെ. നിങ്ങൾ ഇത് എഴുതിയാൽ മതിയടാ. സൺലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ, ന്യൂട്രിയന്റ് അവൈലബിലിറ്റി, ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്സ്. പഠിച്ചോ. വരും. ലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ, ന്യൂട്രിയന്റ് അവൈലബിലിറ്റി, ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി. ലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ, ന്യൂട്രിയന്റ് അവൈലബിലിറ്റി, ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി. പഠിച്ചു വെച്ചോ. ഓക്കെ, പറയണം. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കുറെ സ്റ്റെപ്പ് ഉണ്ട്. അത് 4 സ്റ്റെപ്പുകൾ ഏതൊക്കെ? 4 സ്റ്റെപ്പോ? അല്ല, 5 സ്റ്റെപ്പ് ഉണ്ട്. മിനറലൈസേഷൻ ഇസ് എ ലാസ്റ്റ് സ്റ്റെപ്പ്. ബാക്കി 4 സ്റ്റെപ്പ് ഏതൊക്കെയാന്ന് പറ. തിരിച്ചിടാൻ മാത്രം അറിയുള്ളൂ, പറയാൻ അറിയില്ലേ ചങ്ങായിമാരെ? ഒന്ന് പറ. ഞാൻ സ്ട്രിക്റ്റ് ആണ് മക്കളെ. പറയടാ. ഒന്നേതാടാ? പറ. ഫ്രാഗ്മെന്റേഷൻ. 1 ഫ്രോഗിന് ലൈനാരാ? ലീച്ചിങ്. 3 കാറ്റ് എന്താ? കാറ്റബോളിസം. 4 എന്താ? ഹുങ്ക് ഹ്യൂമിഫിക്കേഷൻ. ലാസ്റ്റ് എന്താടാ? 5ആമത്തെ സ്റ്റെപ്പാണ് ഇത്? മിനറലൈസേഷൻ. ഈ 5 സ്റ്റെപ്പ് പഠിച്ചോ. ഏതൊക്കെ? ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. ഓക്കേടാ. ന്യൂട്രിയൻസ് മണ്ണിന്റെ അടിയിലേക്ക് പോകുന്ന സ്റ്റെപ്പ് ഏതാ? ലീച്ചിങ്. ഇവനെ മാത്രം ഒന്ന് പഠിച്ചു വെച്ചോ. ന്യൂട്രിയൻസ് മണ്ണിന്റെ അടിയിലേക്ക് പോകുന്ന സ്റ്റെപ്പ് ഏതാ? ലീച്ചിങ് ആ മക്കളെ. ലീച്ചിങ്. എങ്കിൽ പറയടാ, ഏതൊക്കെയാണ് സാറേ ഡീകമ്പോസിഷന്റെ ഫാക്ടറുകൾ? ഡീകമ്പോസിഷനെ കൂട്ടുന്ന കുറയ്ക്കുന്ന ഫാക്ടറുകൾ ഏതൊക്കെ? ഡീകമ്പോസിഷനെ കൂട്ടുന്ന ഫാക്ടറുകളാണ് സാറേ നൈട്രജന്, ഓക്സിജന്, ഷുഗർ, പിന്നെ ഏതാ വരിക? മോയ്സ്ചറൊക്കെ. ഇവർക്ക് എന്താ ചെയ്യുക? ഡീകമ്പോസിഷൻ കൂട്ടുന്ന ആൾക്കാരാ. നോസ് മൂക്ക്. നൈട്രജൻ, ഓക്സിജൻ, നോസ്, മോയ്സ്ചർ. മൂക്കില് നോയ്സറല്ല, മോയ്സ്ചർ. നൈട്രജൻ, ഓക്സിജൻ, ഷുഗർ, മോയ്സ്ചർ. എങ്കിൽ പറ, ഡീകമ്പോസിഷനെ കുറയ്ക്കുന്നവരാടാ? മുളക്. കൈറ്റിൻ, ലിഗ്നിൻ. ചില്ലി. ഡീകമ്പോസിഷൻ കൂട്ടുന്നവരാരൊക്കെ? നൈട്രജന്, ഓക്സിജന്, ഷുഗർ. കുറയ്ക്കുന്നവരാരൊക്കെ? കൈറ്റിനും ലിഗ്നിനും. ഓക്കേടാ. എങ്കിൽ പറ, എന്താണ് സാറേ പ്രൊഡക്ടിവിറ്റി? പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. പറ. എന്താ പ്രൊഡക്ടിവിറ്റി? നാളെ ഇവിടുന്ന് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. മീശ എന്താടി മുടിക്കാൻ വടിക്കാൻ വയ്യ മക്കളെ. എക്സാം ആടാ, പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ, എക്സാം വരിക. അതുകൊണ്ടാണ്. പറ, എന്താ സാറേ പ്രൊഡക്ടിവിറ്റി? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. പറ. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. അതാണ് എന്ത് സാറേ? പ്രൊഡക്ടിവിറ്റി. യൂണിറ്റ് ഓർമ്മയുണ്ടല്ലോ. എന്താ? കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു ഇയർ. അല്ലെങ്കിലോ കിലോ കലോറി പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു ഇയർ. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു ഇയർ, അല്ലെങ്കിൽ കിലോ കലോറി പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു ഇയർ. ഗ്രാം പെർ മീറ്റർ സ്ക്വയറിന്റെ ഇയർ എന്നും പറയാറുണ്ട് കേട്ടോ. ഗ്രാം എന്നിട്ടാലും കുഴപ്പമില്ല, കിലോഗ്രാം ഇല്ലെങ്കിലും. ഓക്കെ മക്കളെ, പറയടാ. എന്താ സാറേ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും സെക്കൻഡറി പ്രൊഡക്ടിവിറ്റിയും നമ്മളെ വ്യത്യാസം? പ്രൈമറി പ്രൊഡക്ടിവിറ്റിയും സെക്കൻഡറി പ്രൊഡക്ടിവിറ്റിയും നമ്മളെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? പ്രൈമറിയും സെക്കൻഡറിയും നമ്മളെ വ്യത്യാസങ്ങൾ എന്തൊക്കെ? സാറിന് ബിഗ് ബോസിൽ പൊക്കൂടെ? ബിഗ് ബോസോ? ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോടാ? ബിഗ് ബോസ് എന്ന് പറഞ്ഞോ? ആയിക്കോട്ടെ. ഓക്കെ, ബിഗ് ബോസിൽ പോവാം. ഓക്കെ, ഞാൻ ആദ്യ റൗണ്ടിൽ തന്നെ പോരും.
പറ കേക്കട്ടെ. പറടാ. പ്രൈമറിയും സെക്കൻഡും നമ്മളെ വ്യത്യാസം എന്തൊക്കെ? പ്രൈമറിയും സെക്കൻഡും നമ്മളെ വ്യത്യാസങ്ങൾ എന്തൊക്കെ പറ? പ്രൈമറി ഏതി നടക്കുന്ന പ്രൊഡക്ടിവിറ്റിയാ? പ്ലാന്റ്സിലാ നടക്കുക. പ്ലാന്റ്സിലുള്ള പ്രൊഡക്ടിവിറ്റിയാ പ്രൈമറി പ്രൊഡക്ടിവിറ്റി. എന്താ സാറേ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി? കൺസ്യൂമറിലാ. കൺസ്യൂമറുകളില് പ്ലാന്റ്സിനെയും തിന്നുന്ന ജീവികളാണ് കൺസ്യൂമർ. കൺസ്യൂമറിലുള്ളവരാണ് ആര്? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. പ്ലാന്റ്സിലുള്ളവരാരാ? പ്രൈമറി പ്രൊഡക്ടിവിറ്റിയാ. കൺസ്യൂമറിലുള്ളവരാണ് ആര്? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. പ്ലാന്റ്സിലാണോ പ്രൈമറി, കൺസ്യൂമറിലാണോ സെക്കൻഡറി? ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. എങ്കിൽ പറയടാ, ഇത് ഏത് പിരമിഡാണ്? പിരമിഡ് ഓഫ് എനർജി ഓൾവേസ് അപ്രൈറ്റ്. എന്തുകൊണ്ട് ഇൻവേർട്ടഡ് അല്ല? പറഞ്ഞേ. പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് ആണ്, എന്തുകൊണ്ട് ഇൻവേർട്ടഡ് അല്ല? പറക്കേക്കട്ടെ. പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് ആണ്, എന്തുകൊണ്ട് ഇൻവേർട്ടഡ് അല്ല? പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് ആ, എന്തുകൊണ്ട് ഇൻവേർട്ടഡ് അല്ല? കാരണം എന്താടാ? 10% ലോ. 10% ലോ കാരണം എനർജി കുറഞ്ഞാ പോവാ. അപ്പൊ എന്താ? പിരമിഡും ചെറുതാകും. പറ ഏതൊക്കെയാണ് അടുത്ത 2 പിരമിഡുകൾ? പറയടാ, അടുത്ത 2 പിരമിഡ് ഏതൊക്കെ? പിരമിഡ് ഓഫ് നമ്പർ, പിന്നെ ഏതാ? പിരമിഡ് ഓഫ് ബയോമാസ്. പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്. പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് ആകുന്നത് എവിടാ? അതാണ് ചോദ്യം. പറ. പിരമിഡ് ഓഫ് നമ്പർ എവിടാണ് ഇൻവേർട്ടഡ് ആകുക? ഞാൻ പഠിപ്പിച്ചതാ. പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്താ? ഓൾവേസ് അപ്രൈറ്റാ. പിരമിഡ് ഓഫ് എനർജി ഓൾവേസ് അപ്രൈറ്റാ. എന്നാൽ പിരമിഡ് ഓഫ് നമ്പരോ അപ്രൈറ്റും ആകാറുണ്ട്, ഇൻവേർട്ടഡും ആകാറുണ്ട്. ഇൻവേർട്ടഡ് ആകുന്നത് എവിടാ മക്കളെ? ഫോറസ്റ്റിലാടാ. എവിടെ ഇൻവേർട്ടഡ് ആകുക? ഫോറസ്റ്റിലാ. ഓർത്ത് വെച്ചോ. പിരമിഡ് ഓഫ് നമ്പർ എവിടാ ഇൻവേർട്ടഡ് ആകുക? ഫോറസ്റ്റിലാ. അതേപോലെ പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ആകുന്നത് എവിടാ? അക്വാട്ടിക്കിലാ. പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് ആകുന്നത് ഫോറസ്റ്റില്, പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവേർട്ടഡ് ആകുന്നതോ അക്വാട്ടിക്കിലാ. ഓർത്ത് വെച്ചാൽ മതി. എന്താ സാറേ 10% ലോ? 10% ലോ എന്താടാ? എക്സിനെ വൈ കഴിച്ചു സാർ, വൈനെ സെഡ് കഴിച്ചു സാർ. എങ്കിലാ എക്സിന്റെ കയ്യിൽ എത്ര എനർജി ഉണ്ടോ അതിന്റെ 10% ആർക്ക് കിട്ടുക? വൈക്ക് കിട്ടുക. വൈന്റെ കയ്യിൽ എത്ര എനർജി ഉണ്ടോ അതിന്റെ 10% സെഡിന് കിട്ടുക. only 10% of energy is transferring from one trophic level to another trophic level. പറ എന്താ 10% ലോ? പറ. only 10% of energy is transferring from one trophic level to another. പറയടാ. എന്താ സാറേ 10% ലോ? എന്റെ കൂടെ പറ. only 10% of energy is transferring from one trophic level to another. only 10% of energy is transferring from one trophic level to another. ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്തതിലേക്ക് 10% മാത്രമേ പോകുള്ളടാ. ഇതാണ് 10% ലോ. ഇത് കണ്ടുപിടിച്ചവൻ ആരാ? ലിൻഡ്മാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റാ. ലിൻഡ്മാൻ. 10% ലോ കണ്ടുപിടിച്ചത് ആരാ? ലിൻഡ്മാൻ. ഓക്കേടാ. ഫ്ലോ ഓഫ് എനർജി ഈസ് ബേസ്ഡ് ഓൺ ഇത് ഈ ക്വസ്റ്റ്യൻ എൻട്രൻസിനൊക്കെ ചോദിക്കുന്നതാണ് മക്കളെ. NCERT ഒരു പോയിന്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം ഓർത്താൽ മതി. എനർജി ഫ്ലോ ഉണ്ടല്ലോ, നമ്മുടെ എക്കോസിസ്റ്റത്തിലെ എനർജി ഫ്ലോ ഉണ്ടല്ലോ, ഈ എനർജി ഫ്ലോ നടക്കുന്നത് 2 ലോയിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊക്കെയാണെന്നറിയാമോ? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും, പിന്നെ രണ്ടാമത്തെയോ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോ കാരണവും തെർമോഡൈനാമിക്സിലെ സെക്കൻഡ് ലോ, ഈ 2 ലോയുടെ അടിസ്ഥാനത്തിലാ എന്ത് നടക്കുക? എക്കോസിസ്റ്റത്തിലെ എനർജി ഫ്ലോ നടക്കുക. ഒന്ന് ഓർത്തിരുന്നാ മതി. എന്താ എനർജി ഫ്ലോ നടക്കുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെയും അടിസ്ഥാനത്തിലാ. ഒന്ന് ഓർത്ത് വെക്കണേടാ. ഓക്കെ മക്കളെ, നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആടാ. പറ. കൺസ്ട്രക്ട് എ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഫോളോയിങ് ദ ഓർഗാനിസം. പറ. ഒരു ഫുഡ് ചെയിൻ ഉണ്ടാക്കടാ. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഉണ്ടാക്കി. ഫ്രോഗ് ഉണ്ട്, ഗ്രാസ് ഉണ്ട്, ഗ്രാസ് ഹോപ്പർ ഉണ്ട്, സ്നേക്ക് ഉണ്ട്. പറ. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഉണ്ടാക്കടാ. വേഗം പറ. അത് തന്നെ സാർ. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഉണ്ടാക്കാനല്ലേ പറഞ്ഞത്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആരീന്നാ തുടങ്ങുക? പ്ലാന്റിൽ നിന്ന് വേണം തുടങ്ങാൻ. ഈ ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ ഈ തന്നിരിക്കുന്ന ആരാ പ്ലാന്റ്? ഗ്രാസ് ആണ് പ്ലാന്റ്. ഗ്രാസിനെ ആരാ തിന്നുക കൂട്ടത്തിൽ? ഗ്രാസ് ഓപ്പറാ തിന്നുക. ഗ്രാസ് ഓപ്പറിനെ ആരാ തിന്നുക കൂട്ടത്തിൽ? ഫ്രോഗാ തിന്നുക. ഫ്രോഗിനെ ആരാടാ തിന്നുക? സ്നേക്കാ തിന്നുക. കണ്ടോ, ഇങ്ങനെ വേണം ഉണ്ടാക്കാൻ. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണെങ്കിൽ പ്ലാന്റിൽ നിന്ന് വേണം തുടങ്ങാൻ. ഗ്രാസ് ആണ് പ്ലാന്റ്, ഗ്രാസിനെ ഗ്രാസ് ഓപ്പർ തിന്നും,
ഫ്രോഗ് തിന്നും സ്നേക്ക് തിന്നോടാ. എങ്കിൽ പറയടാ, ഗ്രാസിന്റെ ട്രോഫിക് ലെവൽ എത്ര? T1. ഗ്രാസ് ഓപ്പറിന്റെ എത്ര? T2. ഫ്രോഗിന്റെ എത്ര? T3. സ്നേക്കിന്റെ എത്ര? T4. ഇങ്ങനെ ഒന്നുമില്ല. ഒരു ഫുഡ് ചെയിന്റെ ആദ്യത്തെ ആൾക്ക് T1 കൊടുക്കുക, രണ്ടാമത്തെ T2, മൂന്നാമത്തെ T3, നാലാമത്തെ T4. നമ്മൾ ഗ്രാസ് ഓപ്പറിന്റെയും സ്നേക്കിന്റെ അല്ലേ ചോദിച്ചേ? ഗ്രാസ് ഓപ്പറിന്റെ എത്ര വരിക? T2 ആ വരിക. സ്നേക്കിന്റെ എത്ര വരിക? T4 ആ വരിക. T2 ആൻഡ് T4. T2 ആൻഡ് T4 ആ വരിക. സെറ്റ് അല്ലേടാ? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആടാ. ഇതൊന്ന് പറ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആടാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേടാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ, ഇതൊന്ന് പറയടാ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റിൻഷാദേ, ജി കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ വേണ്ടിട്ട് വന്നോ? പറ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറ. ഇതേത് ഷേപ്പാ സാറേ? ഇതേത് ഉണ്ടോ? ഇതേത് ഷേപ്പാ? മുകളിലേക്ക് പോകുമ്പോൾ സൈസ് കുറയുന്നത് ഏത് ഷേപ്പാ? ഇതേത് ഷേപ്പാടാ? അപ്പറൈറ്റാ അല്ലേ? നോക്കണം, ഇങ്ങനെ ഒരു ഷേപ്പ് ആണെങ്കിൽ മുകളിലേക്ക് പോകുമ്പോൾ സൈസ് കുറയാണെങ്കിൽ ഏതാ? അപ്പറൈറ്റാ. ഇങ്ങനെ ഒരു ഷേപ്പ് ആണെങ്കിലോ ഇൻവേർട്ടഡാ. അപ്പറൈറ്റ്, ഇൻവേർട്ടഡ്, തലകുത്തിയ പോയെ. മുകളിലേക്ക് പോകുമ്പോൾ കട്ടയിന്റെ സൈസ് കുറഞ്ഞാൽ അപ്പറൈറ്റ്, കട്ടയിന്റെ സൈസ് കൂടിയാൽ എന്താ? ഇൻവേർട്ടഡ്. അടുത്ത, ഇതേത് ടൈപ്പാ സാറേ? ഇതേത് ടൈപ്പാ? എങ്ങനെ ടൈപ്പ് കണ്ടുപിടിക്കുക? സൈഡിലുള്ള സംഖ്യകൾ നോക്കുക. സംഖ്യകൾക്ക് ജൂൾ എന്നാണെങ്കിൽ പിരമിഡ് ഓഫ് എനർജി, കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണെങ്കിൽ പിരമിഡ് ഓഫ് നമ്പർ. ഒരു യൂണിറ്റും ഇല്ല, കണ്ടോ? ഇവിടുത്തെ ഒരു യൂണിറ്റും ഇല്ലെങ്കിലോ പിരമിഡ് ഓഫ് നമ്പറാ. പിരമിഡ് ഓഫ് നമ്പറാ. അടുത്ത, ഡ്രോ ദ ഫുഡ് ചെയിൻ. കൊള്ളാലോ. ഈ പിരമിഡ് വന്നത് ഒരു ഫുഡ് ചെയിൻ നോക്കിയിട്ടാ. ആ ഫുഡ് ചെയിൻ ഏതാന്നാണ് ചോദ്യം. ഏതാ ഫുഡ് ചെയിൻ? പറ. എങ്ങനെ ഫുഡ് ചെയിൻ വരയ്ക്കുക? പിരമിഡ് തന്നിട്ട് എങ്ങനെ ഫുഡ് ചെയിൻ വരയ്ക്കുക? സിമ്പിളാ മക്കളെ, ഒന്നുമില്ല. ഈ ഫുഡ് ചെയിന്റെ താഴത്തെ ആളെ എടുക്കുക. ആ താഴത്തെ ആളാരാ? താഴത്തെ കട്ടയിൽ ആരാ? എക്സ്. എന്നിട്ടൊരു ആരോ മാർക്ക് ഇടുക. മുകളിലത്തെ ആളെ എഴുതുക, വൈ എഴുതുക. എന്നിട്ടൊരു ആരോ മാർക്ക് ഇടുക, സെഡ് എഴുതുക. ഇതാണ് ഇവിടുത്തെ ഫുഡ് ചെയിൻ. എക്സ് ആരോ മാർക്ക് വൈ ആരോ മാർക്ക് സെഡ്. ഇത്ര ഉള്ളടാ. കണ്ടോ? ഒരു കോളം കണ്ടോ? ഒരു ബോക്സ്. ഈ ബോക്സിലുള്ള താഴത്തെ ആളെ എടുക്കുക. താഴത്തെ ഒരു പിരമിഡിന്റെ താഴത്തെ ആൾ ആരാണോ അയാളായിരിക്കും ഫുഡ് ചെയിന്റെ ആദ്യത്തെ ആള്. താഴത്തെ ആൾ ആരാ? എക്സ്. അപ്പം എക്സിന്ന് തുടങ്ങി. പിന്നെ ആരാ? വൈ ആണ്. പിന്നെ ആരാ? സെഡ് ആണ്. എക്സ്, വൈ, സെഡ്. ഓക്കേടാ. എങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് കാണിക്കുന്നത് ഏത് എക്കോസിസ്റ്റമാണ്? അതാണ് ചോദ്യം. ഏത് എക്കോസിസ്റ്റമാണ് ഈ ടൈപ്പ് കാണിക്കുക? നമുക്ക് മനസ്സിലായി ഇത് പിരമിഡ് ഓഫ് നമ്പർ ആണെന്ന് മനസ്സിലായി. പിരമിഡ് ഓഫ് നമ്പറിൽ ഏത് ഷേപ്പാന്ന് മനസ്സിലായി? അപ്രൈറ്റ് ആണെന്ന് മനസ്സിലാക്കി. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? എടാ മക്കളെ, പിരമിഡ് ഓഫ് നമ്പറിൽ ഇൻവേർട്ടഡ് ആണെങ്കിൽ ആരാ കാണിക്കുക? ഫോറസ്റ്റാ കാണിക്കുക. പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് ആണെങ്കിൽ ഫോറസ്റ്റാ കാണിക്കുക. ബാക്കി അപ്രൈറ്റ് എല്ലാം, ബാക്കി എല്ലാ എക്കോസിസ്റ്റം എന്താ കാണിക്കുക? അപ്രൈറ്റാ കാണിക്കുക. എടാ, പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡ് കിട്ടുന്നത് എവിടെ മാത്രമാ? ഫോറസ്റ്റിൽ മാത്രമാ. പിരമിഡ് ഓഫ് നമ്പർ അപ്രൈറ്റ് ബാക്കി എല്ലായിടത്തും കിട്ടും, ഒരിടത്തും പ്രശ്നമില്ല. ഫോറസ്റ്റിൽ മാത്രമേ ഇൻവേർട്ടഡ് ഉള്ളൂ. ഇൻവേർട്ടഡ് എവിടെ മാത്രമേ കിട്ടൂ? ഫോറസ്റ്റിലെ കിട്ടൂ. ബാക്കി എല്ലാ എക്കോസിസ്റ്റങ്ങളിലും ഏതാ കിട്ടുക? അപ്രൈറ്റാ കിട്ടുക. ഗ്രാസ് ലാൻഡ് എഴുതാം, ഗ്രാസ് ലാൻഡ് എഴുതാം, പോണ്ട് എഴുതാം, റിവർ എഴുതാം, ലേക്ക് എഴുതാം, അക്വാട്ടിക് എഴുതാം, ഏത് വേണമെങ്കിലും എഴുതാം. മാൻ മെയ്ഡ്, ക്രോഫീൽഡ്, ഏത് എക്കോസിസ്റ്റം വേണമെങ്കിലും എഴുതാം. അക്വാട്ടിക് കുഴപ്പമില്ലടാ. ഫോറസ്റ്റ് എഴുതാൻ പറ്റുമോ? ഇല്ല. ഫോറസ്റ്റ് എഴുതണമെങ്കിൽ ഈ പിരമിഡ് എന്തായിരിക്കണം? ഇൻവേർട്ടഡ് ആയിരിക്കണമായിരുന്നു. പറഞ്ഞ മനസ്സിലായിടാ? കഴിഞ്ഞടാ. ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. കൂടി വന്നാൽ നിങ്ങൾക്ക് വരിക ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതൊന്നും അധികം അങ്ങനെ ചോദിക്കാറില്ല. എന്നാൽ നിങ്ങൾ നമ്മൾ ലെവലിൽ പഠിച്ചു വെക്കണല്ലോ, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരികയെന്ന് അറിയില്ലല്ലോ. സെറ്റായില്ലടാ? സെറ്റായില്ലേ? 2 ചാപ്റ്റർ സെറ്റാണോടാ? വേഗം ഒന്ന് പറയടാ. 2 ചാപ്റ്റർ സെറ്റാണോ? പിരമിഡ് ഓഫ് നമ്പർ ഇൻവേർട്ടഡും ഉണ്ട്, അപ്രൈറ്റും ഉണ്ട്. ഇൻവേർട്ടഡ് കിട്ടുന്നത് ഫോറസ്റ്റിലാ. ബാക്കി എല്ലാ എക്കോസിസ്റ്റങ്ങളിലും പിരമിഡ് ഓഫ് നമ്പർ അപ്രൈറ്റാ കിട്ടുക. അപ്പൊ നിങ്ങൾ എന്താ, ഫോറസ്റ്റ് അല്ലാത്ത ഏത് എക്കോസിസ്റ്റം വേണമെങ്കിലും ഇവിടെ എഴുതാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ഫോറസ്റ്റ് എഴുതാൻ പറ്റില്ല, കാരണം അവിടെ ഇൻവേർട്ടഡാ കിട്ടുക. ഇവിടെ നമുക്ക് വേണ്ടത് അപ്രൈറ്റ് അല്ലേ? ആയിക്കോട്ടെ മക്കളെ. ഓക്കേടാ. സെറ്റ് അല്ലടാ? സെറ്റ് അല്ലേ? അപ്പൊ എന്താ, ലാസ്റ്റ് ക്ലാസ് ആണ്, അടിച്ചു പൊളിച്ചോ. ഇപ്പൊ മാം വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഉഷാറായിട്ട് പഠിച്ചുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. മിസ് കുറച്ച് മോട്ടിവേഷനൊക്കെ തരും. ഞാൻ തളർത്തി വിടും, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ വാ തുറന്നത് നെഗറ്റീവാണ്. ഓക്കെ, ഞാൻ മിസ്സിന് കൊടുക്കാം കേട്ടോ. അടിച്ചു പൊളിച്ചോ, പിന്നെ കാണാം. ഇവിടുന്ന് ഒരു ആള് കയറി വന്നിട്ടുണ്ട്. ദേവാമയം എത്തിയിട്ടുണ്ട്. പൊളിച്ചടിച്ചോ. നോമ്പ് ഓക്കെ. അതെ. അപ്പൊ ശരി, ബൈ. ഹലോ. സ്ലൈഡ്സ് ഇതന്നെ. ഹലോ.
ഓ ഷാമിൽ സർ ഫാൻസ് ആണല്ലോ മൊത്തം. എനിക്ക് വയ്യ. സോ ഹലോ 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 ഹലോ, എന്തൊക്കെയാ? നമ്മളിങ്ങനെ വക്കത്തെത്തി നിക്കുക അല്ലേ? ഭയങ്കര. ശരിയാ, ഞാൻ ട്രാൻസ്പെറന്റ് അല്ലേ റിൻഷാദേ? അതെന്താ സംഭവം? ഇപ്പൊ ശരി ട്രാൻസ്പെറന്റ്. ഒരു മിനിറ്റടാ, ഇപ്പൊ ശരിയാക്കി തരും. ഞാൻ ഫുൾ ട്രാൻസ്പെറന്റാ. സ്ക്രീനിൽ കണ്ടോ? എന്താ? ഓ ഓക്കെ. ഇപ്പൊ ഞാനേ ഇല്ല. ടീച്ചർ പോയി. മിസ്സിന് ഇപ്പൊ കാണാലോ. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഓക്കെ. മൊത്തം പോയതല്ലടാ, സെറ്റിങ്സ് മാറ്റിയതാ. ഓക്കെ, സെറ്റ്, ഡൺ. കമ്മിങ് ടു ദ ചാപ്റ്റർ. നമുക്ക് 6:15 നോമ്പ് തുറക്കാനുണ്ട്. സോറി, 6:30 എല്ലാവർക്കും നോമ്പ് തുറക്കാനില്ലേ? അതിനു മുമ്പ് നമുക്ക് 3 ചാപ്റ്റേഴ്സ് പക്ക ആക്കി നിർത്തിയിരിക്കണം. ഓക്കെ, ഡൺ. ബ്രേക്ക് എത്ര മണിക്കാണെന്നോ? 6:30 ബ്രേക്ക് തരാണ്. 6:30 വരെ പോത്തില്ല, അതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക് തരാം. ഒരു 6:20 ആ ടൈമിലൊക്കെ നമുക്ക് നിർത്താമേ. അത്രേ ഉണ്ടാവുള്ളൂ, കുറച്ചല്ലേ ഉള്ളൂ. സോ സ്ട്രെയിറ്റ് ഇൻ ടു ദ ചാപ്റ്റർ പോവാണ്. എല്ലാവരും പഠിച്ച് സെറ്റ് ആയിട്ടൊക്കെ ഇരിക്കുകയല്ലേ? ഇതെന്താ, ഇത് നമ്മുടെ വെടിക്കെട്ട് റിവിഷൻ. എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എല്ലാം തീർന്നു, പഠിച്ചു കഴിഞ്ഞു, ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ ഇനിയും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കുന്നതാണ്. ഓക്കെ ഓക്കെ, ഡൺ. ബയോടെക്നോളജി, പ്രിൻസിപ്പൽസ് ആൻഡ് പ്രോസസ്സസ്, എന്റെ ഫേവറേറ്റ് ചാപ്റ്റർ. യാ ദേവു, ഇന്നങ്ങട് ദേവു വിളിയാണല്ലോ ഇവിടെ, മൊത്തം ദേവു വിളി. എടാ പാട്രിക് ബെയ്റ്റ്മാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി പറ, ഇനി ഉത്തരം പറ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഐഡന്റിഫൈ ദ സബ്സ്റ്റൻസ്. വെച്ചത് നാളത്തേക്ക്. Identify the substance used as a matrix in gel electrophoresis. പറഞ്ഞ എല്ലാരും യെസ്, ആ മാട്രിക്സിന്റെ പേരാണ് അഗറോസ് ജെൽ. വെരി ഗുഡ്. നെക്സ്റ്റ്, നെയിം ദ എൻസൈം that is used for the digestion of a bacterial cell wall. ഒരു ബാക്ടീരിയയുടെ സെൽ വോൾ, നിങ്ങൾക്ക് വേണ്ട ജീൻ ഒരു ബാക്ടീരിയയുടെ ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ബാക്ടീരിയയുടെ സെൽ വോൾ പൊട്ടിച്ചാൽ മാത്രമേ അതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റൂ. സോ വി നീഡ് ആൻ എൻസൈം ഫോർ ദ ഡൈജഷൻ ഓഫ് ബാക്ടീരിയൽ സെൽ വോൾ. എൻസൈമിന്റെ പേരാണ് യെസ്, ബാക്ടീരിയൽ സെൽ വോളിന് വേണ്ടി നമുക്ക് ലൈസോസൈം എന്ന് പറയുന്ന ആണ് വേണ്ടത്. നേരെ മറിച്ച് അവർ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി. അവർ പറയാണ് നമ്മളെ കയ്യിൽ ഇരിക്കുന്നത് ഒരു ഫംഗൽ സെൽ വോൾ ആണ്. ഈ ഫംഗൽ സെൽ വോൾ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ട എൻസൈമിന്റെ പേര് ഫംഗൽ സെൽ വോൾ. ഫംഗൽ സെൽ വോൾ ഇസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ. വെരി ഗുഡ്. സോ ഫംഗൽ സെൽ വോൾ ആണെങ്കിൽ കൈറ്റിനേസ് ആണ് വേണ്ടത്. വെരി ഗുഡ്. നെക്സ്റ്റ്, ഫംഗൽ സെല്ലും അല്ല, ഒരു പ്ലാൻ സെല്ലാണ് കയ്യിലിരിക്കുന്നത് എന്നാ അവര് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ഒരു പ്ലാൻ സെൽ വോൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലാൻ സെൽ വോളിന്റെ സെൽ വോൾ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സെല്ലുലേസ്. വെരി ഗുഡ്, സെല്ലുലേസ്. വട്ടിച്ചൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഇരിക്കുകയാണ് അല്ലേ? ഓക്കെ, സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യൻ ഇവിടുന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, which gene is used as an alternative selectable marker? So normally selectable marker ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആരെയാ? ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ലൈക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് ജീൻ, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ, ഇവരെ രണ്ടുപേരെയുമാണ് നമ്മൾ സെലക്ടബിൾ മാർക്കേഴ്സ് ആയിട്ട് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ, which gene is used as an alternative? വേറെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ അല്ലാതെ വേറെ, പറഞ്ഞല്ലോ ഉത്തരം. ഏത് ജീനെ നമ്മൾ യൂസ് ചെയ്യുക? വെരി ഗുഡ്, ബീറ്റ ഗലക്ടോസിഡേസ്. ബീറ്റ ഗലക്ടോസിഡേസ് എന്ന് പറയുന്ന ജീനെയാണ് യൂസ് ചെയ്യുക. സോ ഈ ബീറ്റ ഗലക്ടോസിഡേസ് ജീനെ യൂസ് ചെയ്താണ് നമ്മൾ റീകോമ്പിനൻസിനെയും നോൺ റീകോമ്പിനൻസിനെയും കണ്ടുപിടിക്കുന്നത് അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് ആരെയൊക്കെ തമ്മിൽ കണ്ടുപിടിക്കാം? റീകോമ്പിനന്റ് ആരാണെന്നും കണ്ടുപിടിക്കാം, നോൺ
റീകോമ്പിനന്റ് ആരാണെന്നും കണ്ടുപിടിക്കാം. ഇനി ആരാടാ കളേർഡ് കോമ്പിനേഷൻ, അതായത് കളേർഡ് കോളനീസ് ഫോം ചെയ്യുന്നത് ആരാ? ഈ റീകോമ്പിനന്റ് ആൾക്കാരായിരിക്കോ നോൺ റീകോമ്പിനന്റ് ആൾക്കാരായിരിക്കോ? റീകോമ്പിനന്റ് ആണോ നോൺ റീകോമ്പിനന്റ് ആണോ കളേർഡ് കോളനീസിനെ തരുന്നത്? വെരി ഗുഡ്. നോൺ റീകോമ്പിനന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കളേർഡ് കോളനീസിനെ തരിക. റീകോമ്പിനന്റ് ആയിരിക്കും നോ കളർ കോളനീസിനെ തരിക. അതെന്തുകൊണ്ടാ? ഡ്യൂ ടു ദ പ്രോസസ് കോൾഡ്, എന്ത് പ്രോസസ് കാരണമാണ് റീകോമ്പിനൻസ് നോൺ കളേർഡ് ആയി മാറുന്നത്? ഒരു പെർട്ടിക്കുലർ പ്രോസസ് അവിടെ നടക്കും, അതുകൊണ്ടാണ്. എന്താ സംഭവം? എന്താ? യെസ്, വെരി ഗുഡ്. ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ ടു ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. എന്ത് സമാധാനം എന്നറിയോ നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ? ശരിക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. സോ നോർമലി ആ ബീറ്റാ ഗലക്ടോസിഡേസ് എന്ന് പറയുന്ന ജീൻ ഉണ്ടായിരുന്നു. റീകോമ്പിനന്റിൽ എന്താ പറ്റിയേ? ആ ബീറ്റാ ഗലക്ടോസ് ജീനെ നമ്മൾ നടുക്ക് വെച്ച് മുറിച്ചിട്ട് അതിന്റെ ഇടയിലാണ് നമ്മളുടെ ജീനെ കുത്തിക്കയറ്റി വെച്ചത്. സോ ഡ്യൂ ടു ഇൻസേർഷൻ ബീറ്റാ ഗലക്ടോസ് ജീൻ ബിക്കം inactivated. That is insertional inactivation. So ഈ ബീറ്റാ ഗലക്ടോസിഡേസ് ഉണ്ടെങ്കിൽ മാത്രമേ ബ്ലൂ കളർ തരൂ. അതുകൊണ്ട് നോൺ റീകോമ്പിനൻസ് ബ്ലൂ കളർ തരും, റീകോമ്പിനൻസ് ബ്ലൂ കളർ തരില്ല. ഒരാൾ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ചോദിക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. വേണേ ചോദിക്കാം. നമുക്കറിയാവുന്ന കാര്യമല്ലല്ലോ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. വാട്ട് ഇസ് ദിസ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്? ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ബയോറിയാക്ടറിൽ കംപ്ലീറ്റ് സാധനവും കൾച്ചർ ചെയ്ത് വെച്ചിരിക്കുക. ഇനി ആ പ്രോഡക്റ്റിനെ നമ്മൾ സെപ്പറേറ്റും ചെയ്യണം, പ്യൂരിഫിക്കേഷൻ നടത്തണം. സോ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ ദ ബയോറിയാക്ടർ. ബയോറിയാക്ടറിലുള്ള ആ പ്രോഡക്റ്റിന്റെ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ, അതിനെ എല്ലാത്തിനെയും കൂടെ വിളിക്കുന്ന പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഓക്കെ, അത്രേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Distinguish spooling from elution. സ്പൂളിങ്ങും എല്യൂഷനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുക, അല്ലെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുക എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒരു ഡൗട്ട് ചോദിച്ച ക്വസ്റ്റ്യനും കൂടെ ആയിരുന്നു ഇത്. നിങ്ങൾ സ്പൂളിങ്ങിന് എല്യൂഷൻ എഴുതാമോ എന്നൊക്കെ ഏതോ മണ്ടൻ ഡൗട്ട് എന്നോട് ചോദിച്ചായിരുന്നു. എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു. വാട്ട് ഇസ് സ്പൂളിംഗ് ആൻഡ് വാട്ട് ഇസ് എല്യൂഷൻ? സ്പൂളിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്നതാണ്. സ്പൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് റിമൂവൽ ഓർ സെപ്പറേഷൻ. റിമൂവൽ വേണ്ട, കുറച്ചുകൂടെ ബെറ്റർ വാക്ക് സെപ്പറേഷൻ ആണ്. പ്രോസസ് ഓഫ് സെപ്പറേഷൻ ഓഫ് എന്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നതാ? precipitated DNA. Precipitated DNA. Precipitated DNA നെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്പൂളിംഗ് എന്ന്. ചിൽഡ് എത്തനോൾ ഒഴിച്ചു കഴിയുമ്പോൾ DNA ഫുൾ precipitate ചെയ്യും. ആ precipitate ചെയ്ത DNA നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് സ്പൂളിംഗ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഇസ് എല്യൂഷൻ? എല്യൂഷൻ ഏത് സ്റ്റെപ്പിലാണ്? എല്യൂഷൻ ജെൽ ഇലക്ട്രോഫോറസിസ്, മൂന്നാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്നതാണ് എല്യൂഷൻ എന്ന് പറയുന്നത്. സോ എല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കട്ടിംഗ് ഔട്ട് ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ഫ്രം ദി അഗറോസ് ജെൽ. സോ അഗറോസ് ജെല്ലിൽ നിന്നും ആ DNA ഫ്രാഗ്മെന്റ്സ് ഇങ്ങനെ കിടപ്പില്ലേ, അതിനെ ആ ജെല്ലിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നതിന് പറയുന്ന പേരാണ് എല്യൂഷൻ. ഓക്കെ, സോ എല്യൂഷൻ മീൻസ് ഇറ്റ് ഈസ് ദി cutting off of the DNA fragments which are separated by gel electrophoresis. Gel electrophoresis വഴി സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെന്റ്സിനെ എവിടെ നിന്നും കട്ട് ചെയ്യും നമ്മൾ? ഫ്രം ദി അഗറോസ് ജെൽ. അഗറോസ് ജെല്ലിൽ നിന്നും കട്ട് ചെയ്ത് പുറത്തെടുക്കുന്നതിന് പറയുന്ന പേരാണ് വാട്ട്? എല്യൂഷൻ. ഈ രണ്ട് സാധനങ്ങൾ തമ്മിൽ തെറ്റിപ്പോവരുത് കേട്ടോ. ഓക്കെ, സോ എല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗറോസ് ജെല്ലിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നതും, സ്പൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചിൽഡ് എത്തനോൾ ഒഴിച്ചതിന് ശേഷം precipitated DNA നെ റിമൂവ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നതും, അതിനാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, എക്സാം ടഫ് ആവുമെന്ന്. ഇനി ഏതൊക്കെ റേഞ്ചിൽ ടഫ് ആയാലും
എടാ നമ്മൾ ഇത്രയും പറഞ്ഞ സാധനങ്ങളൊക്കെ അവർക്ക് ചോദിക്കാനുള്ളൂ. അതിനപ്പുറത്ത് അത്ര അല്ലെങ്കിൽ ഭയങ്കര ടഫ് ആക്കണമെങ്കിൽ ഒരു NCERT-ൽ നിന്നും പുറത്ത് ചോദിക്കണം. അങ്ങനെയാണ് ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചാൽ ഫുൾ മാർക്ക് ഉറപ്പാ. കാരണം ഒരിക്കലും ടെക്സ്റ്റിന്റെ പുറത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു സിലബസ് തന്നിട്ടുണ്ട്, ആ സിലബസിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടുള്ളൂ. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉറപ്പായിട്ടും ആ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും തന്നിരിക്കണം. സോ ടെക്സ്റ്റിൽ നിന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായാലും എഴുതുമല്ലോ, നമുക്കൊരു പ്രശ്നമില്ല. എന്തിനാടാ അച്ചു പേടിയാവണേ? പേടിക്കണ്ട, നമ്മൾ പഠിച്ചിരിക്കല്ലേ. എടാ പഠിക്കാത്ത ഒരാൾക്കല്ലേ ടെൻഷൻ വേണ്ട? ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് അങ്ങനെ ഒരാൾക്ക് ടെൻഷൻ വേണ്ടേ? നിങ്ങൾ എല്ലാം പഠിച്ചവരാ, എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തവരാ, നിങ്ങൾക്ക് എന്തിനാ ടെൻഷൻ? ഒരു ടെൻഷനും വേണ്ട. നാളെ അടിപൊളിയായിട്ട് സമാധാനമായിട്ട് പോയിട്ട് വാ. നാളെ എക്സാം കഴിഞ്ഞ് എഴുതിയിട്ട് ഓഹ് നൈസ്, ഏറ്റവും എക്സാം എളുപ്പമുള്ളൊരു എക്സാം ആയിരുന്നു എന്ന് പറയാൻ പറ്റും കേട്ടോ. വാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Bioreactor is an apparatus used for large scale production of proteins. Yes, proteins അല്ലെങ്കിൽ നമ്മളുടെ enzymes ആ സാധനങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള large scale apparatus ആണ്. Name the 2 types of bioreactors. 2 ടൈപ്പ് ബയോറിയാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 2 ടൈപ്പ് ബയോറിയാക്ടേഴ്സ്? ഏതൊക്കെയാ? ഒന്ന് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. രണ്ടാമത്തത് എങ്ങനെയാ? സിമ്പിൾ അല്ല, സ്പാർജ്ഡ് ടാങ്ക് ബയോറിയാക്ടർ. രണ്ടാമത്തതാണ് സ്പാർജ്ഡ് ടാങ്ക് ബയോറിയാക്ടർ. ഓക്കെ, സോ 2 ബയോറിയാക്ടേഴ്സ് ഉണ്ട്. സിമ്പിളും ഉണ്ട്, സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറും ഉണ്ട്. ഓക്കെ, ക്ലിയർ? ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ബയോറിയാക്ടേഴ്സ്. ബയോറിയാക്ടേഴ്സിനുള്ള ഏതെങ്കിലും 2 ഫീച്ചേഴ്സ്. ഒന്ന്, അവര് ലാർജ് വെസൽസ് ആണ് അല്ലെ, ലാർജ് വെസൽസ് ആണ്. അവരുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ എത്ര തൊട്ട് എത്ര വരും? ഒരു 100 to 1000 ലിറ്റേഴ്സ് വരെ ആയിരിക്കും ഇവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതൊരു പോയിന്റ്, അവരെ കുറിച്ചുള്ള ഒരു ക്യാരക്ടറാ, ഫീച്ചർ അത്. ഇനി അവർക്ക് എന്തൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റംസ് ഉണ്ടടാ? അവർക്ക് pH കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട്, ഓക്സിജൻ അവൈലബിലിറ്റിക്കുള്ള സിസ്റ്റം ഉണ്ട്, ടെമ്പറേച്ചർ കൺട്രോളിനുള്ള സിസ്റ്റം ഉണ്ട്. സോ അങ്ങനെ ഏതെങ്കിലും 2-3 സാധനങ്ങളൊക്കെ എഴുതി വെക്കണം. ഓക്കെ, സോ വേണമെങ്കിൽ നമുക്ക് അവർക്ക് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ഉണ്ട് എന്ന് എഴുതാം. നിങ്ങൾക്ക് ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. പിന്നെ അവർക്ക് pH കൺട്രോളിംഗ് സിസ്റ്റം ഉണ്ട്, pH കൺട്രോൾ സിസ്റ്റം ഉണ്ട്. പിന്നെ അവർക്ക് ഓക്സിജൻ അവൈലബിലിറ്റി സിസ്റ്റം ഉണ്ട്, അവൈലബിലിറ്റി സിസ്റ്റം ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സാമ്പിൾ എടുത്ത് നോക്കാൻ വേണ്ടി സാമ്പിളിംഗ് പോർട്ടുകൾ ഉണ്ട്, സാമ്പിളിംഗ് പോർട്ടുകൾ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും കുറച്ച് ഫീച്ചേഴ്സ് എടുക്കണം. ഓക്കെ, ഡൺ. ഈ ക്വസ്റ്റ്യൻസ് ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചാൽ ഫുൾ കിട്ടുമെന്നു ഉറപ്പായിട്ടും. ഷുവർ ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ട് പോകണം, ഒരെണ്ണം പോലും വിടരുത് കേട്ടോ. ഫുൾ അടിച്ചിട്ടുള്ളടാ ബാക്കി കാര്യം. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ORI ആൻഡ് സെലക്ടബിൾ മാർക്കേഴ്സ്. ORI എന്താണ്, സെലക്ടബിൾ മാർക്കർ എന്താണ് എന്നാ ക്വസ്റ്റ്യൻ. ORI എന്താടാ? ORI മീൻസ് ഇറ്റ് ഈസ് ദി ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്നാണ് ORIയുടെ ഫുൾ ഫോം. ഇനി ORI എന്ന് പറഞ്ഞാൽ എന്ത് പണിയാ ORI ചെയ്യുക? ഇറ്റ് ഈസ് ദ പ്ലേസ് വെയർ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്. ഇറ്റ് ഈസ് ദ പ്ലേസ് വെയർ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ORIയിൽ വെച്ചിട്ടാണ്. ഒരു പോയിന്റ് കൂടെ ഉണ്ട്, ഇറ്റ് സപ്പോർട്ട്സ് ദി കോപ്പി നമ്പർ. കറക്റ്റ്, ഇറ്റ് കൺട്രോൾസ് ഓർ സപ്പോർട്ട്സ് ദി കോപ്പി നമ്പർ ഓഫ് പ്ലാസ്മിഡ്. ആ പ്ലാസ്മിഡ് എത്ര കോപ്പീസിനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആരാ? അത് ഈ ORI. ORIയെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. നെക്സ്റ്റ് ആരാ? സെലക്ടബിൾ മാർക്കർ. സെലക്ടബിൾ മാർക്കറിന്റെ പ്രത്യേകത എന്താ? സെലക്ടബിൾ മാർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are genes that helps to differentiate between ആരെയൊക്കെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാ നമ്മൾ സെലക്ടബിൾ മാർക്കേഴ്സ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ, ആദ്യം ട്രാൻസ്ഫോർമൻസ് നെയിം, നോൺ ട്രാൻസ്ഫോർമൻസ് നെയിം, ബിറ്റ്വീൻ ട്രാൻസ്ഫോർമൻസ് ആൻഡ് നോൺ ട്രാൻസ്ഫോർമൻസ്. അവരെ രണ്ടുപേരെയും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി. ആൻഡ് പിന്നെ ആരെയൊക്കെ തമ്മിൽ? ആൻഡ് ഓൾസോ ബിറ്റ്വീൻ വേറെ രണ്ടുപേരെ തമ്മിൽ തിരിച്ചറിയാനും. റീകോമ്പിനൻസ് ആൻഡ് നോൺ റീകോമ്പിനൻസ്, ആൻഡ് റീകോമ്പിനൻസ് ആൻഡ് നോൺ റീകോമ്പിനൻസ്. സോ ട്രാൻസ്ഫോർമൻസിനെയും നോൺ ട്രാൻസ്ഫോർമൻസിനെയും തമ്മിൽ തിരിച്ചറിയാനും
റീകോമ്പിനൻസിനെയും നോൺ റീകോമ്പിനൻസിനെയും തമ്മിൽ തിരിച്ചറിയാനുമാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? സെലക്ടബിൾ മാർക്സ്. എന്നിട്ട് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കണം. 2 സെലക്ടബിൾ മാർക്കേഴ്സിന്റെ പേര് പറഞ്ഞേ. ഒന്ന് ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ, രണ്ടാമത്തത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീൻ. ക്ലിയർ? ടീച്ചർ ഫ്ലാറ്റ് ഇത്രേ ഉള്ളൂ മാക്സിമം. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ജെൽ ഇലക്ട്രോഫോറസിസ്? ജെൽ ഇലക്ട്രോഫോറസിസ് എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ദ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്. അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താ? DNA നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളാ. സോ നമ്മൾ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് നെഗറ്റീവ്ലി ചാർജ് DNA particles will move towards the positive electrode. So DNA സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയാൻ നേരത്തെ സെപ്പറേഷൻ ഓഫ് DNA ബേസ്ഡ് ഓൺ വാട്ട് എന്ന് എഴുതണോടാ. എന്തിന്റെ ബേസിസിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് എഴുതിയിരിക്കണം. സോ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം DNA is നെഗറ്റീവ്ലി ചാർജ്. ഇത് 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് എന്ന് എഴുതിയാൽ ഒരു ഫുൾ മാർക്ക് തരില്ല. ഫുൾ മാർക്കാണ് ഉദ്ദേശമെങ്കിൽ ഇത്ര എഴുതിയിരിക്കുന്നത്. അതിന്റെ പ്രിൻസിപ്പിൾ ഇത്രയാ. DNA is negatively charged. So when electricity is applied, so electricity കൊടുത്തു കഴിഞ്ഞാൽ the DNA fragments will move towards the anode. ആനോഡിലേക്ക് മൂവ് ചെയ്യും അല്ലേ? എന്തിലൂടെയാ മൂവ് ചെയ്യുക? ത്രൂ ദി അഗറോസ് ജെല്ലിലൂടെ മൂവ് ചെയ്യും. ഇതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇനി smaller the fragment farther it moves. ഇനി ചെറിയ ഫ്രാഗ്മെന്റ് ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ദൂരം മൂവ് ചെയ്യും. ഇതാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ ബേസ് ചെയ്താണ് നമ്മൾ DNA സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ്. ഓക്കെ, ക്ലിയർ? ഡൺ. ഓക്കെടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Multiple copies of gene of interest can be synthesized through PCR. Expand PCR and write its steps. Expand PCR. PCR means it is polymerase chain reaction. So polymerase chain reaction ആണ് PCR. Write its steps. അതിന് 3 steps ആണ്. First step ആണ് denaturation. ഹീറ്റ് അപ്ലൈ ചെയ്ത് നമ്മൾ ആദ്യം ഡീനാച്ചുർ ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് ആണ് പ്രൈമർ അനീലിംഗ് ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് പ്രൈമർ എക്സ്റ്റൻഷൻ. ഓക്കെ, നെക്സ്റ്റ്. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ. നെയിം ദ ടെക്നിക്. എന്താ സാധനം? എന്താ? ഇതാണ് പടം കാണുന്നുണ്ടോ? സൈഡിൽ വിചാരിച്ച് കാണാതിരിക്കരുത്. ഇതാണ് നമ്മളുടെ പടം. വാട്ട് ഇസ് ദിസ് പടം? യെസ്, ദിസ് പടം ഷോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. വെരി ഗുഡ്. എന്താ അതിനകത്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെൽ ഇലക്ട്രോഫോറസിന്റെ പടമാണ്. വെരി ഗുഡ്. യെസ്, ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ വി സെപ്പറേറ്റ് DNA ഫ്രാഗ്മെന്റ്സ് യൂസിങ് ദിസ് ടെക്നിക്? എങ്ങനെയാണ് നമ്മൾ DNA ഫ്രാഗ്മെന്റ്സ് ഈ ടെക്നിക് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത്? ബൈ അപ്ലൈയിങ് ഇലക്ട്രിസിറ്റി. സോ എങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ അപ്ലൈയിങ് ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്താണ് നമ്മൾ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, റൈറ്റ് ദ നെയിം ഓഫ് ദ ടെക്നിക് യൂസ്ഡ് ടു റിമൂവ് DNA ഫ്രം ദ ജെൽ. ജെല്ലിൽ നിന്നും DNA റിമൂവ് ചെയ്യാൻ, അതായത് അഗറോസ് ജെല്ലിൽ നിന്നും DNA ഫ്രാഗ്മെന്റിനെ കട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് എല്യൂഷൻ. ഗുഡ്, എല്യൂഷൻ. വെരി ഗുഡ് കേട്ടോ. നെക്സ്റ്റ്, observe the figure and answer the questions. Write the name of the process given in the figure. Figure ഇതാ. ഫിഗർ കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ഫിഗർ. എന്താ? ഒരു DNA പീസ് ഉണ്ടായിരുന്നു. അതിനെ എന്തൊക്കെയോ പ്രോസസ് ചെയ്ത് 2 DNA പീസ് ആക്കി. 30 സൈക്കിൾ കഴിഞ്ഞപ്പോൾ 1 ബില്യൺ പീസ് ആക്കി. സോ ദിസ് പ്രോസസ് ഇസ് കോൾഡ് പോളിമറേസ് ചെയിൻ റിയാക്ഷൻ അഥവാ PCR. ഫസ്റ്റ് വൺ കിട്ടി. നെക്സ്റ്റ്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദിസ് ടെക്നിക് ഇൻ RDNA ടെക്നോളജി? എന്തിനാ ഈ PCR ചെയ്യുന്നത്? അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നിനെ
ബില്യൺ കോപ്പീസ് ആക്കാൻ വേണ്ടി. സോ വാട്ട് ഇസ് ദ പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA. DNA ആംപ്ലിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ യെസ് വെരി ഗുഡ് ആംപ്ലിഫിക്കേഷൻ നടത്താനാണ് PCR ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ആര്യ പറഞ്ഞിട്ടുണ്ട് ടു ടേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ബില്യൺ കോപ്പീസ് ഓഫ് ദ ഡിസൈർഡ് ഫ്രാഗ്മെന്റ്. അങ്ങനെ എഴുതിയാലും മതി, കറക്റ്റാ. അതിനെ നമ്മൾ ചുരുക്കി ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് എൻസൈം യൂസ്ഡ് ഇൻ ദിസ് ടെക്നിക്? ഇവിടെ യൂസ് ചെയ്യുന്ന ആ തെർമോസ്റ്റേബിൾ എൻസൈം, ടെമ്പറേച്ചർ കൂടിയാലും സ്റ്റേബിൾ ആയി നിൽക്കുന്ന എൻസൈമിന്റെ പേര് വെരി ഗുഡ്, ടാക് പോളിമറേസ്. ടാക് പോളിമറേസ് എന്നാണ് ആ എൻസൈമിന്റെ പേര്. ഫൈനലി ഒരെണ്ണം കൂടെ ഉണ്ട്. നെയിം ദ ബാക്ടീരിയം ഫ്രം വിച്ച് ദിസ് DNA പോളിമറേസ് ഇസ് എക്സ്ട്രാക്റ്റഡ്. സോ ആ ടെമ്പറേച്ചറിൽ നിൽക്കാൻ പറ്റുന്ന സാധനം ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്ത ആ ബാക്ടീരിയയുടെ പേരാണ്, പിന്നെ ടാക് പോളിമറേസ് എഴുതി തെർമസ് അക്വാട്ടിക്കസ്. സോ തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾ ഈ ടാക് പോളിമറൈസിനെ ഐസൊലേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഡൺ. Next question. What are the two kinds of nuclease enzyme? രണ്ട് ടൈപ്പ് nuclease enzyme ഉണ്ട്. ഏതൊക്കെയാണ് ആ രണ്ട് ടൈപ്പ് nuclease enzyme? യെസ്, നമുക്കറിയാം ന്യൂക്ലിയേസസ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ന്യൂക്ലിയേസിന്റെ പേരാണ് എക്സോന്യൂക്ലിയേസസ്. രണ്ടാമത്തെ ന്യൂക്ലിയേസസിന്റെ പേരാണ് എൻഡോന്യൂക്ലിയേസസ്. സോ രണ്ട് ടൈപ്പ് ന്യൂക്ലിയേസസ് ഉണ്ട്, എക്സോന്യൂക്ലിയേസസും ഉണ്ട്, എൻഡോന്യൂക്ലിയേസും ഉണ്ട്. വാട്ട് ഇസ് ദെയർ ഫംഗ്ഷൻ? എക്സോന്യൂക്ലിയേസ് ആൻഡ് എൻഡോന്യൂക്ലിയേസ്. എക്സോന്യൂക്ലിയേസും എൻഡോന്യൂക്ലിയേസും DNA കട്ട് ചെയ്യുന്നവരാ. ന്യൂക്ലിയേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA കട്ട് ചെയ്യുന്നവരാ. അതില് എക്സോന്യൂക്ലിയേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they cut DNA at its ends. DNAയുടെ എൻഡിൽ കട്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ എക്സോന്യൂക്ലിയേസ് എന്ന് പറയാം. എൻഡോന്യൂക്ലിയേസ് ആണെങ്കിലോ they cut within the DNA. DNA ഉള്ളിൽ കട്ട് ചെയ്യുന്ന ആളാണ്. ദാ എന്ന് പറഞ്ഞൊരു പടവും കൂടെ വരയ്ക്കണം ചുമ്മാ ഇങ്ങനെ. ദാ ഇതൊരു DNA, ദാ ഇതും ഒരു DNA. ഓക്കെ, DNA. എന്നിട്ട് ദാ ഇവരാണെങ്കിൽ ഇങ്ങനെ അറ്റത്ത് കട്ട് ചെയ്യും, ഇവരാണെങ്കിൽ ഇങ്ങനെ നടുക്ക് കട്ട് ചെയ്യും. ചുമ്മാ ടീച്ചറിനെ പറ്റിക്കാൻ ചുമ്മാ ഇങ്ങനെ പടവും കൂടെ വരച്ച് വെച്ചിരിക്കണം. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദെയർ റോൾ ഇൻ rDNA ടെക്നോളജി. ഓക്കെ, അവരുടെ റോൾ എന്താ rDNA ടെക്നോളജിയിൽ? അവരുടെ റോൾ എന്താ? ഫോർ ദി fragmentation of DNA. They are used for fragmentation of DNA. DNAയുടെ ഫ്രാഗ്മെന്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? ദിസ് ന്യൂക്ലിയേസസ്. സോ ഫ്രാഗ്മെന്റേഷൻ ഓഫ് DNAക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് കാരണം they are also known as molecular scissors. സോ ആരാണ് മോളിക്കുലാർ സിസേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് അല്ലെങ്കിൽ ന്യൂക്ലിയേസ് എൻസൈംസ് ആണ് മോളിക്കുലാർ സിസേഴ്സ്. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഹൂ ഇസ് നോൺ ആസ് ദ മോളിക്കുലാർ ഗ്ലൂ? മോളിക്കുലാർ സിസേഴ്സ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് അല്ലെങ്കിൽ ന്യൂക്ലിയേസ് എൻസൈംസ്. അങ്ങനെയാണെങ്കിൽ മോളിക്കുലാർ ഗ്ലൂ എന്നറിയപ്പെടുന്നത് ആരാ? യെസ്, വെരി ഗുഡ്, ലൈഗേസസ്. ലിഗേസസ് അല്ലെ, ലൈഗേസസിനെയാണ് നമ്മൾ മോളിക്കുലാർ ഗ്ലൂ എന്നറിയപ്പെടുന്നത്. ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ്, കോളം എയും കോളം ബിയും തന്നിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ്. ക്ലോണിംഗ് വെക്ടർ, ഈ തന്നിരിക്കുന്നതിൽ ക്ലോണിംഗ് വെക്ടർ ആരാ? താണ്ടേ നമ്മുടെ PBr322. അയാളൊരു ക്ലോണിംഗ് വെക്ടറാ. DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ജെൽ ഇലക്ട്രോഫോറസിസ്. ഇവിടെ ഇലക്ട്രോഫോറസിസ് എന്ന് തന്നിട്ടുണ്ട്. PCR പോളിമറൈസ് ചെയിൻ റിയാക്ഷന് വേണ്ട സാധനങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ട്. ടാക് പോളിമറൈസ്. കൺവേർട്സ് റോ മെറ്റീരിയൽ ഇൻടു സ്പെസിഫിക് പ്രോഡക്ട്സ്. ഇതിൽ ആരാ ചെയ്യുക? ബയോറിയാക്ടേഴ്സ്. ഓക്കെ, ഗുഡ്, നൈസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Different steps in rDNA technology are given below. Arrange them in correct sequential order. So, പല സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ട്, കറക്റ്റ് ഓർഡറിൽ എഴുതണം. എന്താണ് rDNA ടെക്നോളജിയിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്? DNA കംപ്ലീറ്റ് ജനറ്റിക് മെറ്റീരിയലിനെ മാത്രം ഐസൊലേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഐസൊലേഷൻ ഓഫ് DNA. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, C. അടുത്ത സ്റ്റെപ്പ്, ആ കംപ്ലീറ്റ് DNA നമുക്ക് ആവശ്യമില്ല, വി നീഡ് ടു ഫ്രാഗ്മെന്റ് ഇറ്റ് യൂസിങ് restriction endonuclease. So രണ്ടാമത്തേതാണ് fragmentation of DNA using restriction endonuclease. അത്രയും സാധനത്തിനെ ഫ്രാഗ്മെന്റ് ചെയ്തേക്കുന്നതിൽ നമുക്ക് നമ്മളുടെ ആളെ മാത്രം മതി. സോ വി ഹാവ് ടു സെപ്പറേറ്റ്, സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് ദി ഡിസയർഡ് ഫ്രാഗ്മെന്റ് യൂസിങ്
gel electrophoresis. So separation of the desired DNA fragment. പിന്നീട് അതിനെ ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിഫിക്കേഷൻ എന്നൊരു ടോപ്പിക് ഇതിനകത്ത് ഒരു തന്നിട്ടില്ല. വേണ്ട, ആംപ്ലിഫൈ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ കിട്ടിയ ജീനെ എവിടേക്ക് ഒട്ടിച്ച് ചേർക്കും? നമ്മളുടെ വെക്ടറിലേക്ക് ഒട്ടിച്ച് ചേർക്കും. നെക്സ്റ്റ് ഇസ് ദ ലൈഗേഷൻ ഓഫ് ദി DNA ഫ്രാഗ്മെന്റ് ഇൻ ടു ദി വെക്ടർ. വെക്ടറിലേക്ക് ഒട്ടിച്ചിട്ട് ആ വെക്ടറിനെ ഇനി എങ്ങോട്ടേക്ക് എടുത്തിട്ട് കൊടുക്കും? ഹോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കും. നെക്സ്റ്റ് ഇസ് ട്രാൻസ്ഫറിങ് ഓഫ് ദിസ് rDNA ഇൻ ടു ദി ഹോസ്റ്റ്. ഫൈനലി ലാസ്റ്റ് ആ ഹോസ്റ്റിനെ നമ്മൾ കൾച്ചർ ചെയ്തെടുക്കും. അതാണ്ട് കൾച്ചറിങ് ഓഫ് ഹോസ്റ്റ് ഇൻ ലാർജ് സ്കെയിൽ. ഇതാണ് വരിക CEFADB. കംപ്ലീറ്റ് RDNA ക്വസ്റ്റ്യൻസ്, ആ കംപ്ലീറ്റ് RDNAയുടെ ആ സ്റ്റെപ്സ് ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം. സപ്പോസ് അവര് ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാ, അതായത് ഉത്തരം അവർ തന്നിട്ടുണ്ട്, നമ്മൾ ഓർഡർ ആക്കിയാൽ മാത്രം മതി. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല, ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ RDNA ടെക്നോളജി, 3 മാർക്ക്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. സ്റ്റെപ്സ് ഇൻ RDNA ടെക്നോളജി 3 മാർക്ക് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, ബാ നെക്സ്റ്റ്. ഹൗ ക്യാൻ വി വിഷ്വലൈസ് DNA ഫ്രാഗ്മെന്റ്സ് ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ്? ജെൽ ഇലക്ട്രോഫോറസിസ് ആ DNA ഫ്രാഗ്മെന്റ്സ് നിങ്ങൾ കാണുന്നത് എങ്ങനെയാ? വിഷ്വലൈസ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യുക? യെസ്, വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആഡ് എ സ്റ്റെയിൻ. ആ സ്റ്റെയിൻ്റെ പേരാണ് എത്തിഡിയം ബ്രോമൈഡ്. നമ്മൾ എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ ആഡ് ചെയ്യും. വെറുതെ എത്തിഡിയം ബ്രോമൈഡ് ഒഴിച്ചാൽ കാണാൻ പറ്റില്ല. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ UV ലൈറ്റും കൂടി അപ്ലൈ ചെയ്യും. സോ UV ലൈറ്റും എത്തിഡിയം ബ്രോമൈഡും കൂടി ഇടുമ്പോഴത്തേക്കും ആ DNA fragments will appear as ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ കാണാൻ പറ്റും. ഇങ്ങനെയാണ് DNA ഫ്രാഗ്മെന്റ്സ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കും. ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് എല്യൂഷൻ. ഓക്കെ, വെരി ഗുഡ്, നൈസ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതോടെ ഉള്ളൂ, ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. EcoR1 is a restriction endonuclease. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ പേരാണ് EcoR1. What does this EcoR and 1 represent? എന്താ ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ എന്താ? സോ EcoR1 ഇതാണ് സംഭവം. അതിൽ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ബാക്ടീരിയയിൽ നിന്നാണോ എടുത്ത ആ ബാക്ടീരിയയുടെ ജീനസ് നെയിം. ഇവിടെ ഏത് ബാക്ടീരിയയിൽ നിന്നാണ് എടുത്ത? E. coli. അതിന്റെ ജീനസ് നെയിം എസ്കരീഷ്യ എന്ന് പറയുന്നതാണ് E. നെക്സ്റ്റ് അതിന്റെ CO എന്ന് പറയുന്നത് അത് ഏത് ബാക്ടീരിയയിൽ നിന്നാണോ എടുത്ത് അതിന്റെ സ്പീഷീസ് നെയിം. ഇവിടെ എസ്കരീഷ്യ കോളയിൽ നിന്ന് എടുത്ത, സോ സ്പീഷീസ് നെയിം കോളൈ, അതാണ് CO. നെക്സ്റ്റ് ഇത് ഏത് ബാക്ടീരിയയിൽ നിന്നാണോ എടുത്ത ആ ബാക്ടീരിയയുടെ ഏത് സ്ട്രെയിനിൽ നിന്നാണ് എടുത്തത്. എസ്കരീഷ്യ കോളൈ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ തന്നെ പല സ്ട്രെയിൻസ് ഉണ്ട്. അതിൽ ഏത് സ്ട്രെയിനിൽ നിന്നാണ് ഇത് എടുത്തതെന്നാ ചോദിക്കും. ഇത് ഏത് സ്ട്രെയിനിൽ നിന്നാണ് എടുത്തത്? സ്ട്രെയിൻ എഴുതിയില്ലല്ലോ. സ്ട്രെയിൻ ഇത് ഏത് സ്ട്രെയിനിൽ നിന്നാണ് എടുത്തത്? ഇത് RY13 എന്ന് പറയുന്ന സ്ട്രെയിനിൽ നിന്നാണ് എടുത്തത്. നെക്സ്റ്റ് ഫൈനലി ലാസ്റ്റ് 1, 2, 3 എന്നുള്ള നമ്പർ കാണിക്കുന്നത് ഇറ്റ് ഈസ് ദി ഓർഡർ ഓഫ് ഇൻവെൻഷൻ. ആ അത്രയും ബാക്ടീരിയയിൽ നിന്ന് തന്നെ, ഇപ്പോൾ എസ്കരീഷ്യ കോളൈ RY13 നിന്ന് തന്നെ കുറേ എൻസൈംസിനെ എടുക്കാം. അതിൽ എത്രാമത് എടുത്ത എൻസൈം ആണ്? സോ ഓർഡർ ഓഫ് ഇൻവെൻഷൻ ഇവിടെ എത്രാമത് എടുത്തതാണ്? ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്ത എൻസൈം ആണ്. ഓക്കെ, ഗുഡ്. ഓ, എന്തൊരു എനർജിയാണ് മക്കളെ നിങ്ങൾക്ക്. നൈസ്, വെരി നൈസ്. സോ കഴിഞ്ഞു. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമ്മൾ ഇത്രയും കാലം ഒന്നും വേണ്ട, ഇന്നലെയും മെനഞ്ഞാന്നും ഇന്നും ഒക്കെ ആയിട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഡൺ. എനിക്ക് ഒരു കാര്യത്തിൽ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. കാരണം ഇന്ന് കഴിഞ്ഞ ഇനിയിപ്പോ നിങ്ങൾ പോവല്ലേ, അയ്യോ ഇനി ബയോളജി പഠിപ്പിക്കാനില്ല, മീൻസ് ഈ ഒരു ബാച്ച് പോവുക, അതൊരു ഭയങ്കര സങ്കടമാണ്. ഇതൊരു ലാസ്റ്റ് അല്ലെങ്കിൽ നാളത്തെ ആ ഒരു റോക്കറ്റ് റിവിഷൻ ആണ് ലാസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ച് ഫീൽ ആവുന്നൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ ആരും തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളെ ആരും കണ്ടിട്ടില്ല അല്ലേ? നിങ്ങൾ പിന്നെയും എൻ്റെ ഫോട്ടോ എങ്കിലും ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, പക്ഷെ അല്ലാതെ കാണുന്നില്ലല്ലോ. ബട്ട് സ്റ്റിൽ ഒരു ഭയങ്കര ഒരു അടുപ്പം ഫീൽ ചെയ്യും നമുക്ക്. ഇപ്പൊ ഈ ഇതിനകത്ത് കുറച്ച് പേരെ പേരുകളൊക്കെ ഒരു ആര്യ പേരുകൾ, അങ്ങനെ ചില പേരുകളൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള പേരുകളുണ്ട്. കാരണം എല്ലാ ലൈവിലും അവര് കാര്യങ്ങൾ പറയും, നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സ്പോട്ടിൽ ഉത്തരം തരും. സോ അങ്ങനെയുള്ള കുറച്ച് പേര്. പിന്നെ നമ്മളെ ബെയ്റ്റ്മാൻ, അവനെയും അറിയാം, എല്ലാരെയും അറിയാം. അപ്പൊ നമുക്ക് കുറച്ച്
വിഷമമൊക്കെ വരും. ഇല്ല, നിങ്ങൾക്ക് വിഷമില്ല, എനിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അഡോണേനെ എനിക്കറിയാം. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ക്ലാസ് ഒക്കെ ഒന്ന് ഓൺ ആക്കുന്നേ. നമ്മളൊരു കുടുംബം പോലെ അല്ലേ ടീച്ചർ? നാണടാ, നമ്മളൊരു കുടുംബം പോലെയാ. സാരില്ല. അടുത്തെന്താ? നീറ്റിന് കാണാം അല്ലേ? ഇനി നിങ്ങളൊക്കെ എന്താ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ജൂനിയേഴ്സ് ആയിട്ട് വരുമ്പോൾ എനിക്കിങ്ങനെ നിങ്ങളെ കുറിച്ച് റാഗ് ഒക്കെ ചെയ്യാലോ. ചുമ്മാ റാഗിങ് ഒന്നുമില്ല. അപ്പൊ നിങ്ങൾ പറയണം, ചേച്ചി പണ്ട് നമ്മൾ ലൈവില് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ചാറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ. ഓക്കെ, യെസ്. കമ്മിങ് ടു നെക്സ്റ്റ് ചാപ്റ്റർ. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ്. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. നോക്കാം ആപ്ലിക്കേഷൻസിൽ എന്തൊക്കെയാണെന്നുള്ളത്. നെയിം എ ബയോ ഇൻസെക്ടിസൈഡ്. നെയിം എ ബയോ ഇൻസെക്ടിസൈഡ്. യെസ്. എടാ, ബയോ ഇൻസെക്ടിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വയമേ ഇൻസെക്ടിസൈഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ബയോളജിക്കൽ ഓർഗാനിസം. ഇറ്റ് ഈസ് അവർ GM പ്ലാന്റ്. നമ്മുടെ ആ GM പ്ലാന്റിന്റെ പേരാണ് BT കോട്ടൺ. വെരി ഗുഡ്, BT കോട്ടൺ. നിങ്ങൾ BT ബ്രിഞ്ചോൾ എഴുതിയാലും കറക്റ്റ് ആട്ടോ. അതിനകത്ത് BT ജീൻ ഉണ്ടല്ലോ. BT ജീൻ ഉള്ള ഒരാളെ എഴുതിയാൽ മതി. BT കോട്ടൺ നമ്മൾ പഠിച്ച BT കോട്ടൺ. സോ വി റൈറ്റ് BT കോട്ടൺ. വെരി ഗുഡ്. നെക്സ്റ്റ്, the regeneration of whole plant from any part of the plant grown under sterile condition. sterile conditionൽ ഒരു ഹോൾ പാർട്ടായിട്ട് ഒരു ചെറിയ പീസ് ഓഫ് പ്ലാന്റിന്റെ പാർട്ടിന് റീജനറേറ്റ് ചെയ്ത് വരാൻ പറ്റും. ദിസ് റീജനറേഷൻ ഇസ് കോൾഡ്, ആ ഒരു കപ്പാസിറ്റി അതിന് വിളിക്കുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി. വെരി ഗുഡ്, ടോട്ടിപൊട്ടൻസി. ഇത് തിരിച്ചും ചോദിക്കാം. ഡിഫൈൻ ടോട്ടിപൊട്ടൻസി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. തിരിച്ചും ചോദിക്കാം ക്വസ്റ്റ്യൻ. ഡിഫൈൻ ടോട്ടിപൊട്ടൻസി. ഇറ്റ് ഇസ് ദി റീജനറേഷൻ ഓഫ് ദിസ് ഹോൾ പ്ലാന്റ് ഫ്രം എ piece of plant under sterile conditions. Okay, next, BT toxin does not kill bacillus. ശരിയാ, BT toxin ഉണ്ടാവുന്നത് ബാക്ടീരിയല, പക്ഷെ അത് ബാക്ടീരിയ കൊല്ലുന്നില്ല. but it kill insects. അത് ഇൻസെക്റ്റിനെ കൊല്ലും. റൈറ്റ് ദ റീസൺ. അതിന്റെ റീസൺ എന്താ? എന്തുകൊണ്ടാ? ബിക്കോസ് BT toxin in bacteria അല്ലെങ്കിൽ in bacillus is in its inactive form. അതെങ്ങനെയായിരിക്കുന്നത്? ബാസിലസിൽ അതിന്റെ ഇനാക്റ്റീവ് ഫോം ആയിട്ടാണ് ഇരിക്കുന്നത്. ഇറ്റ് ഗെറ്റ്സ് ആക്ടിവേറ്റഡ് ബൈ the alkaline pH of the gut of insect. ഇൻസെക്റ്റിന്റെ ഗട്ടിലെ ആൽക്കലൈൻ pH ആണ് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. That is why BT toxin does not kill bacillus, but it kills insects. Clear? Just alkaline pH എന്ന് മാത്രം പറയരുത്. ബാക്ടീരിയ എന്തുകൊണ്ട് കൊല്ലുന്നില്ല എന്നൂടെ നിങ്ങൾ പറയണം. ബാക്ടീരിയയിൽ ഇനാക്റ്റീവ് ഫോമിലാണ് എന്ന് പറയണം കേട്ടോ. Okay, very good. Next question. Name the nematode which infect the roots of tobacco plants, resulting in reduction of yield. ടൊബാക്കോ പ്ലാന്റിനെ റൂട്ടിനെ ഉപദ്രവിച്ച് അതിന്റെ ആ ഒരു വിളവ് കുറയ്ക്കുന്ന വൃത്തികെട്ട നെമറ്റോഡിന്റെ പേരാണ് സ്റ്റൈലിഷ് നെയിം ദ മെലോയിഡിഗൈൻ ഇൻകൊഗ്നീഷ്യ. വെരി ഗുഡ്, അതിന്റെ പേരാണ് മെലോയിഡിഗൈൻ ഇൻകൊഗ്നീഷ്യ. ഓക്കെ, ക്ലിയർ ആണോ? ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം 2 genes that control cotton bollworms. കോട്ടൺ ബോൾവോമിനെ കൺട്രോൾ ചെയ്യുന്ന 2 ജീൻ, അതായത് കോട്ടൺ ബോൾവോമിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന 2 ക്രൈ ജീൻസ്. ഒരു ക്രൈ ജീന്റെ പേര് ക്രൈ 1AC എന്നും രണ്ടാമത്തെ ക്രൈ ജീന്റെ പേര് ക്രൈ 2AB എന്നും. ഓക്കെ, വെരി ഗുഡ്. അല്ല, ഇതും കൂടെ പറയണമല്ലോ. അങ്ങനെയാണെങ്കിൽ കോൺ ബോററിനെ കൊല്ലുന്നത് ആരാ? വിട്ടുപോകരുത്. കോൺ ബോററിനെ കൊല്ലുന്നതാണ് ക്രൈ 1AB. ഓക്കെ, അതുകൂടെ ഞാൻ ഇങ്ങനെ സൈഡിലൊന്ന് പറഞ്ഞു തരും. ഓക്കെ, നെക്സ്റ്റ്. എക്സ്പാൻഡ് എലൈസ. എലൈസ എന്താ? എലൈസ എക്സ്പാൻഡ് ചെയ്യുക. ഇറ്റ് ഈസ് എൻസൈം ലിങ്ക്ഡ് immunosorbent assay. So enzyme linked immunosorbent assay, അതാണ് എലൈസ. What is the principle of this process?
ഈ പ്രോസസ്സിന്റെ പ്രിൻസിപ്പിൾ എന്താ? രണ്ട് പേര് തമ്മിലുള്ള ഇന്ററാക്ഷൻ. യെസ്, വെരി ഗുഡ്. ആന്റിജൻ ആന്റിബോഡി ഇന്ററാക്ഷൻ. ഗുഡ്. ആന്റിജൻ ആന്റിബോഡി interaction. Very good. Next, Meloidy gynecognesia. നമ്മളിപ്പോ പറഞ്ഞ ആള് Meloidy gynecognesia is a nematode parasite which infect the roots of tobacco plants. Yes, tobacco plant നെ ഉപദ്രവിക്കുന്ന infect ചെയ്യുന്ന parasite ആണ്. Its infection can be prevented by a biotechnological method. ഒരു ബയോടെക്നോളജിക്കൽ മെത്തേഡ് അത് പ്രിവെന്റ് ചെയ്യാം. What is that strategy? It is called RNA interference. Very good. RNA interference എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. Yes, RNA interference. ഒരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ സ്ട്രാറ്റജി. എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ? അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. സോ എന്താണ് നടക്കുന്നത് എന്ന് എഴുതിയിരിക്കണം. സൈലൻസിങ് ഓഫ് എംആർഎൻഎ. നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് സൈലൻസിങ് ഓഫ് എംആർഎൻഎ എന്ന്. എടാ, അങ്ങനെ ഒരു ജസ്റ്റ് ഒരു സാധനം ഈ സൈലൻസിങ് ഓഫ് എംആർഎൻഎ എന്ന് എഴുതിയാൽ 2 മാർക്ക് അവർക്ക് തരാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു മാക്സിമം പോയ ഒരു 1 മാർക്ക് അല്ലെങ്കിൽ ഒരു 1/2 മാർക്കേ തരത്തുള്ളൂ. സോ നമ്മൾ എഴുതണം അതെന്താ അവിടെ നടക്കുന്നത് എന്നുള്ളത് എഴുതണം. നമ്മൾ എന്താ ചെയ്യുക? we insert the nematode specific gene into the tobacco plant. ആ ടൊബാക്കോ പ്ലാന്റിലേക്ക് നമ്മൾ നെമറ്റോഡ് സ്പെസിഫിക് ജീനെ ഇൻസേർട്ട് ചെയ്തു. സോ നെമറ്റോഡ് സ്പെസിഫിക് ജീൻ ടൊബാക്കോ പ്ലാന്റിലെത്തി. അത് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? ദിസ് ജീൻ വിൽ produce sense RNA and antisense RNA. സെൻസ് RNAനെയും പ്രൊഡ്യൂസ് ചെയ്യും, ആന്റിസെൻസ് RNAനെയും പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ സെൻസ് RNAയും ആന്റിസെൻസ് RNAയും ഇവരെ രണ്ടുപേരുടെയും പ്രത്യേകത എന്താ? രണ്ടുപേരും കോംപ്ലിമെന്ററി. സോ രണ്ടുപേരുടെ കയറി ബൈൻഡ് ചെയ്യും. രണ്ടുപേരുടെ ബൈൻഡ് ചെയ്തിട്ട് they will form a double stranded RNA. എന്നിട്ട് ഇവരൊരു ഡബിൾ സ്ട്രാൻഡഡ് RNA പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ മാം, എന്നെ ഓർമ്മയുണ്ടോ? നിഗേഷ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. നിഗേഷ് എന്നുള്ള പേര് എനിക്ക് ഓർമ്മയില്ലല്ലോടാ. ചുമ്മാ ഇത് കണ്ടു വന്നതിൻ്റെ ഇടയിൽ. മാളവിക കണ്ടു, നിന്റെ കമന്റ് കണ്ടു പോരെ. സോ ഡബിൾ സ്ട്രാൻഡഡ് RNA ഫോം ചെയ്തു. ഈ ഡബിൾ സ്ട്രാൻഡഡ് RNAയുടെ പ്രത്യേകത എന്താ? ഇയാള് ആ mRNA നശിപ്പിച്ച് കളയും. സോ ദിസ് ഡബിൾ സ്ട്രാൻഡഡ് RNA will destroy the mRNA of nematode. So ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA നെമറ്റോഡിന്റെ mRNA കൊന്നുകളയും. This is called silencing of mRNA. ഇനി ആ mRNAക്ക് പ്രോട്ടീൻ ആവാൻ പറ്റുമോ? പറ്റത്തില്ല. അതിനെ അവിടെ വെച്ച് സൈലൻസ് ചെയ്ത് കളഞ്ഞു. This process is RNA interference. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാ. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. സോ മറക്കരുത്, 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, സോ നോക്ക്. അപ്പൊ എന്താ? നെമറ്റോഡിലേക്ക് ആ ജീൻ ഇട്ട് കൊടുത്തു. നെമറ്റോഡ് സ്പെസിഫിക് ആയിട്ടുള്ള ആ ജീൻ എന്തിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? സെൻസ് RNAനെയും പ്രൊഡ്യൂസ് ചെയ്യും, ആന്റിസെൻസ് RNAനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഇവർ രണ്ടുപേരും കൂടെ ബൈൻഡ് ചെയ്ത് ഡബിൾ സ്ട്രാൻഡഡ് RNA മാറും. ഈ ഡബിൾ സ്ട്രാൻഡഡ് RNA will destroy the mRNA of the nematode. This is called silencing of mRNA and this is RNA interference. Okay? Okay. Hi തരാമോ എന്നൊക്കെ ചോദിച്ചു. നെക്സ്റ്റ്, how gene therapy is practiced for the permanent cure of a disease. എങ്ങനെയാണ് ജീൻ തെറാപ്പി ഒരു പെർമനന്റ് ക്യൂറിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നത്? എങ്ങനെയാ പെർമനന്റ് ക്യൂറിന് വേണ്ടി നമുക്ക് ജീൻ തെറാപ്പി ചെയ്യാൻ പറ്റുക? ADAയുടെ കാര്യമല്ല അവർ ചോദിക്കുന്നത്. ജസ്റ്റ് ഒരു 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ഹൗ ജീൻ തെറാപ്പി ഈസ് പ്രാക്ടീസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം ജീൻ തെറാപ്പി വെൻ കണ്ടക്റ്റഡ് ഇൻ ഏത് സ്റ്റേജിലാണ് ജീൻ തെറാപ്പി ചെയ്യണം? ജീൻ തെറാപ്പി വെൻ കണ്ടക്റ്റഡ് ഇൻ ഏത് സ്റ്റേജിൽ? എംബ്രിയോണിക് സ്റ്റേജ്. ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ permanently cure എന്ന് എഴുതണേടാ. It can permanently cure the disease. So എപ്പോഴും ആലോചിക്കണം ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ, എംബ്രിയോണിക് എന്ന് എഴുതിയുള്ളൂ, ഏർലി മറന്നു എഴുതാൻ. ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ ചെയ്താൽ മാത്രമേ ഈ ജീൻ തെറാപ്പി ഒരു പെർമനന്റ് ക്യൂർ ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമാണ്. ഓക്കെ ഓക്കെ, ഡൺ.
ഇനി ADA ഡെഫിഷ്യൻസി എങ്ങനെയാ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ, അതുകൂടെ പറയട്ടെ, ചിലപ്പോൾ അതായിരിക്കും നാളത്തെ ക്വസ്റ്റ്യൻ. സോ ADA ഡെഫിഷ്യൻസി എങ്ങനെയാണ് ജീൻ തെറാപ്പി വഴി ചെയ്യാന്ന് പറഞ്ഞാൽ ആ സ്റ്റെപ്സ് എഴുതണം. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. എങ്ങനെയാ? ആദ്യം നമ്മൾ കുട്ടിയുടെ ബോഡിയിൽ നിന്നും ലിംഫോസൈറ്റ്സിനെ എല്ലാം എടുക്കും. ആ ലിംഫോസൈറ്റ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ADA ജീനിനെ ട്രാൻസ്ഫർ ചെയ്യും ത്രൂ റിട്രോവൈറസ്. എന്നിട്ട് ആ ലിംഫോസൈറ്റ്സിനെ നമ്മൾ കൾച്ചർ ചെയ്യും. കൾച്ചർ ചെയ്ത ലിംഫോസൈറ്റിനെ തിരിച്ച് ബാക്ക് ഇൻ ടു ദി കുട്ടിയുടെ ബ്ലഡ്. സോ ആ ജീൻ എത്തി. ക്ലിയർ? Okay, very good. First isolate the lymphocytes, then transfer the gene into the lymphocytes, then culture the lymphocytes, then put these lymphocytes back into the child's blood. Okay? നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുമോന്നോ? എടാ, ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇനി ഞാൻ എന്ത് മോട്ടിവേഷൻ തരാനാ? മോട്ടിവേഷന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഞങ്ങളെ വിശ്വസിക്കുക, നിങ്ങളെ വിശ്വസിക്കുക. എനിക്ക് സ്ഥിരം പറയാനുള്ള കാര്യം ഇത് മാത്രമേ ഉള്ളൂ, ഇപ്പോഴും പറയാനുള്ളത്. ഞങ്ങളെ വിശ്വസിക്കുക, നിങ്ങളെ വിശ്വസിക്കുക. ഞങ്ങളെ വിശ്വസിച്ചല്ലെങ്കിൽ ഇരിക്കുന്നത് ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളും അതുപോലെ തന്നെ. മീൻസ് എനിക്ക് എൻ്റെ സ്വന്തം അനിയത്തി എത്ര മാർക്ക് മേടിക്കുന്നോ അതേ കണക്ക് തന്നെയാണ് നിങ്ങൾ എല്ലാവരും മാർക്ക് മേടിക്കുന്നത്. കാരണം എന്താ, ഞാൻ പഠിപ്പിച്ച പിള്ളേരെ, ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടാന്ന് പറയുമ്പോൾ ഈശ്വര എനിക്ക് എൻ്റെ മാർക്ക് നഷ്ടപ്പെടുന്ന അതിലും ഫീൽ ആവുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് മാർക്ക് മേടിക്കുക. ഞങ്ങളെ വിശ്വസിച്ച് ഇത്രയും സമയവും നിങ്ങൾ ഇരുന്ന് ഈ ലൈവ് കാണുന്നത് നാളെ ഫുൾ മാർക്ക് അടിക്കാൻ വേണ്ടിയിട്ടല്ലേ? എടാ, അതിനുള്ളത് ദൈവം ഉറപ്പായിട്ടും തന്നിരിക്കും. ഇത്രയും പോയിരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാം, എന്തൊക്കെയോ ചെയ്യാം, ചെയ്തൂടെ? അതൊന്നും ചെയ്യാതെ നിങ്ങൾ കറക്റ്റായിട്ട് വന്നിരുന്ന് ഈ ലൈവ് കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പഠിക്കാൻ, പഠിച്ചു മാർക്ക് മേടിക്കാൻ ആണോ? അങ്ങനെ അത് ദൈവം കാണാതെ പോകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഈ വെറുതെ കിടക്കുന്നവർക്കൊന്നുമല്ല, നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് ഉണ്ടാവും. ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഫുൾ മാർക്ക് തന്നിരിക്കടാ, കിട്ടിയിരിക്കും ഫുൾ മാർക്ക് ഷുവർ കേട്ടോ. സുവോളജി എപ്പോഴാന്ന് ചോദിച്ചിട്ടുണ്ട്. സുവോളജി നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ബ്രേക്ക് കഴിഞ്ഞിട്ടായിരിക്കും സുവോളജി തുടങ്ങുക കേട്ടോ. ബിലാൽക്ക് ഇവിടെ ഉണ്ട്, ബട്ട് സ്റ്റിൽ നോമ്പ് കഴിഞ്ഞിട്ടായിരിക്കും. നെക്സ്റ്റ്, റൈറ്റ് ദ 3 uses of transgenic animals. ട്രാൻസ്ജെനിക് ആനിമൽസിന്റെ 3 യൂസസ് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാടാ ട്രാൻസ്ജെനിക് ആനിമൽസിന്റെ യൂസസ്? ഒന്ന്, they can be used to study the normal physiology and development. Normal physiology and development. അവർ നമ്മളെ നോർമൽ ഫിസിയോളജിയും ഡെവലപ്മെന്റും പഠിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇനി ഫിസിയോളജിയും ഡെവലപ്മെന്റും മാത്രം പഠിക്കാനാണോ? എന്തെങ്കിലും അസുഖം വന്നാൽ പഠിക്കാൻ പറ്റുമോ? പഠിക്കാം. they can be used to study a disease. ഒരു അസുഖത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും ഇവരെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇവരെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബയോളജിക്കൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കും. സോ ദേ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് ബയോളജിക്കൽ പ്രോഡക്ട്സ്. ബയോളജിക്കൽ പ്രോഡക്ട്സിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിന് എക്സാമ്പിൾ പറയണം. എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ 2 എക്സാമ്പിൾ നിങ്ങൾ പറയണം. ഒരു ബയോളജിക്കൽ പ്രോഡക്റ്റിന്റെ പേരാണ് ആൽഫ-1 ആന്റിട്രിപ്സിൻ. ഈ ആൽഫ-1 ആന്റിട്രിപ്സിൻ എന്ത് സാധനം അല്ലെങ്കിൽ ഏത് അസുഖത്തെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാ? വെരി ഗുഡ്, എംഫിസിമ എന്ന് പറയുന്ന അസുഖത്തെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അടുത്തത്, ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള മിൽക്ക് കിട്ടും. ആ ഹ്യൂമൻ പ്രോട്ടീന്റെ പേരാണ് ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ എന്നാ പേര്. ഹ്യൂമൻ ആൽഫ ലാക്റ്റാൽബുമിൻ. ഇത് ഏത് പശുവിൽ നിന്നാ കിട്ടുന്നത് നമുക്ക്? യെസ്, നമ്മളെ ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗവായ റോസി പശുവിൽ നിന്നാ കിട്ടുക. ഓക്കെ, യെസ്. സോ 3 യൂസസ് ആയി. എന്നാലും ഒരു യൂസും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചോ. പിന്നെ ഒരു യൂസ് നമ്മൾ എന്താ, നമുക്ക് വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഈ ട്രാൻസ്ജെനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു വാക്സിൻ ഇതുപോലെ ട്രാൻസ്ജെനിക് ആനിമൽസ് വഴി യൂസ് ചെയ്ത് നിങ്ങൾക്ക് അറിയോ? ഒരു എക്സാമ്പിൾ അറിയോ അതിന്? പോളിയോ ഇല്ലേ, പോളിയോ വാക്സിൻ നമ്മൾ മൈസിനെ ഉപയോഗിച്ചാണ് ടെസ്റ്റ് ചെയ്തത്. സോ അതിനൊരു എക്സാമ്പിൾ പോളിയോ ആലോചിക്കണം കേട്ടോ. അഞ്ചാമത്തത്, വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിംഗ് അല്ലാതെ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്ങിനും നമുക്ക് ഇവരെ യൂസ് ചെയ്യാം. കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്ങിനും നമുക്ക് ട്രാൻസ്ജെനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. ഇത്രയും സാധനങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഫിസിക്സ് ആൻഡ് ഡെവലപ്മെന്റ് അല്ല എന്റെ മോസസേ, നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ്. ഓട്ടോ കറക്ഷൻ ആയിരിക്കും അല്ലേ? ഓട്ടോ കറക്ഷൻ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ BT ടോക്സിൻ കിൽ ദ ഇൻസെക്ട്. എങ്ങനെയാണ് അത് പറയണം. BT ടോക്സിൻ എങ്ങനെയാണ്? ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഞാൻ ഈ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നത് എടുത്ത് പറയുന്നുണ്ട്.
3-mark question. ഈസ് റോസി സ്റ്റിൽ അലൈവ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. റോസി ഇല്ലടാ, റോസിയുടെ കുട്ടികളുണ്ട് കേട്ടോ. റോസിയുടെ പല പല തലമുറകൾ പിന്നീട് ഇങ്ങനെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. ഹൗ BT ടോക്സിൻ കിൽ ദി ഇൻസെക്ട്. എങ്ങനെയാണ് BT ടോക്സിൻ ഇൻസെക്റ്റിനെ കൊല്ലുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാ കൊല്ലുക? BT ടോക്സിൻ gets activated by the alkaline pH of the gut of insect. ഇൻസെക്ട് അതിനെ കഴിച്ചു കഴിയുമ്പോൾ ഇൻസെക്റ്റിന്റെ ഗട്ടിലെ ആൽക്കലൈൻ pH വഴി BT ടോക്സിൻ ആക്ടിവേറ്റഡ് ആയി. ഈ ആക്ടിവേറ്റഡ് BT ടോക്സിൻ എന്ത് ചെയ്യും? It binds to the gut cells of the insect. ആ ഇൻസെക്റ്റിന്റെ ഗട്ട് സെൽസുമായിട്ട് കയറി ബൈൻഡ് ചെയ്തിട്ട് വെറുതെ ഇരിക്കും ഇല്ല, ആ സെല്ലുകളെല്ലാം ഹോൾസ് ഉണ്ടാക്കും. ഇറ്റ് ക്രിയേറ്റ്സ് pores in the gut cells of insect. ഇൻസെക്റ്റിന്റെ ഗട്ട് സെൽസിൽ ഫുള്ള് പോർസ്, കുഴികൾ ഉണ്ടാക്കും. ഇനി ആ കുഴികൾ വരുന്ന കാരണം അപ്പൊ സെല്ലിനകത്തേക്ക് കുറെ വെള്ളം കയറി സെല്ലിന് സ്വെല്ലിംഗ് ഉണ്ടാവും. വീർത്ത് സെല്ല് നശിച്ചു പോകും. ദിസ് കോസസ് സ്വെല്ലിംഗ് ആൻഡ് ലൈസിസ് ഓഫ് ദി സെൽസ്. ആ സെല്ലുകളെല്ലാം വീർത്ത് പൊട്ടി ചത്തുപോകും. ചത്ത് അത് പറയത്തില്ലേ, സെയിം അത് തന്നെ. ഈശ്വര ചത്ത് അത് തന്നെ. ഞാൻ മുകേഷിന്റെ നാട്ടുകാരിയാണ്. സോ the swelling and lysis ഉണ്ടാവുമ്പോൾ this causes death of the insect. ഇങ്ങനെയാണ് ഇൻസെക്ട് ചത്തു പോകുന്നത്. ചത്ത് ഓക്കെ. കൊല്ലങ്കാരിയാണ്. എന്തിനാടാ കൊല്ലത്തിന് ഇത്രയും കിടന്ന് കുറ്റം പറയുന്നത്? എന്റെ അറിവിൽ ഇങ്ങനെ കൊല്ലംകാര് അത്ര പ്രശ്നക്കാരൊന്നും അല്ല. നിങ്ങൾ ഈ കൊല്ലത്തിന് ഇത്രയും കുറ്റം പറയേണ്ട ആവശ്യം. കോളേജിലായാലും കൊല്ലം ഫ്യൂരി എന്നൊക്കെ എന്നെ വിളിക്കുകയും ചെയ്യും. എന്നിട്ട് പറയും ആ കൊല്ലംകാരുടെ ഈ പറയുന്ന ഫ്യൂരിത്തരൊന്നും നിനക്ക് ഇല്ല എന്നൊക്കെ പറയും. ബട്ട് സ്റ്റിൽ ആരുടെങ്കിലും സ്ഥലം ചോദിച്ചാൽ ഞാൻ കൊല്ലത്താന്ന് പറഞ്ഞാൽ അപ്പോഴേ ചോദിക്കുന്നത് ആ കൊല്ലത്താണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കളിയാക്കല. എന്തിനാണോ? എടാ പപ്പടത്തിന് അടിയിട്ട കൊല്ലത്തല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് ഹരിപ്പാട് ആലപ്പുഴ ജില്ലയാ. പപ്പത്തിന് അടിയിട്ട പച്ചലൈസ് അടി ഞങ്ങൾക്കായിരുന്നു, അതൊക്കെ അത് ഞാൻ സമ്മതിക്കുന്നു. പച്ചലൈസ് ഓക്കെ, ഇത് ഞങ്ങളല്ലടാ പപ്പടത്തിന് അടിയിട്ടത്. പോടുന്നു. Next question. The first clinical gene therapy was given to a 4-year-old girl child. ഒരു 4 വയസ്സുള്ള കുട്ടിക്കാണ് ആദ്യമായിട്ട് ജീൻ തെറാപ്പി കൊടുത്തത്. വാട്ട് വാസ് ഹെർ ഡിസോർഡർ ആൻഡ് വാട്ട് ഇസ് ദ കോസ് ഓഫ് ദി ഡിസോർഡർ? ആ കുട്ടിയുടെ അസുഖം എന്തായിരുന്നു? 4 വയസ്സുള്ള കുട്ടിക്ക് കൊടുത്തത് എന്തിനാ കൊടുത്തത്? യെസ്, ADA ഡെഫിഷ്യൻസി. കുട്ടിയുടെ അസുഖത്തിന്റെ പേരാണ് ADA ഡെഫിഷ്യൻസി, അതായത് അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസി. വാട്ട് ഇസ് ദ കോസ് ഓഫ് ദിസ് ഡിസോർഡർ? എന്തുകൊണ്ടാണ് ഈ ADA ഡെഫിഷ്യൻസി വന്നേ? ഡ്യൂ ടു ദി ഡിലീഷൻ ഓഫ് ADA ജീൻ. ആ കുട്ടിയുടെ ബോഡിയിൽ ഈ ADA ജീൻ ഇല്ല, അത് എന്തായിപ്പോയി? ഡിലീറ്റഡ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് ദിസ് എൻസൈം. അത് ശരി, ആബ്സെൻസ് ഓഫ് ദിസ് എൻസൈം ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആ എൻസൈം ഡിലീറ്റഡ് ആയത്? അല്ല, എൻസൈം ഇല്ലാത്തത് ഡ്യൂ ടു ദി ഡിലീഷൻ ഓഫ് ദിസ് ADA ജീൻ. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the structural difference between proinsulin and mature insulin? Mature insulin proinsulin തമ്മിലുള്ള structural difference. എടാ proinsulin എന്ന് പറയുമ്പോൾ it has 3 peptides. അതിന് എത്ര പെപ്റ്റൈഡ്സ് ഉണ്ട്? 3 പെപ്റ്റൈഡ്സ് ഉണ്ട്. A പെപ്റ്റൈഡ് ഉണ്ട്, B പെപ്റ്റൈഡ് ഉണ്ട്, C പെപ്റ്റൈഡ് ഉണ്ട്. എന്നിട്ട് പടം നമ്മൾ എങ്ങനെ വരച്ചു വെക്കുക? വേണ്ടേ, A പെപ്റ്റൈഡ്, A പെപ്റ്റൈഡ്, C peptide, B peptide. So ഇത് B, ഇത് A, ഇത് C. ഓക്കെ, അങ്ങനെ 3 പെപ്റ്റൈഡ് ഉണ്ടെന്ന് പറഞ്ഞൊരു പടം വരച്ചു വെക്കണം. നേരെ മറിച്ച് മെച്ചുവർ ഇൻസുലിൻ ആണെങ്കിൽ മെച്ചുവർ ഇൻസുലിൻ എത്ര പെപ്റ്റൈഡേ ഉള്ളൂ? 2 പെപ്റ്റൈഡേ ഉള്ളൂ. 2 പെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ A പെപ്റ്റൈഡും B പെപ്റ്റൈഡും. ആൻഡ് ദീസ് 2 A പെപ്റ്റൈഡ് ആൻഡ് B പെപ്റ്റൈഡ് ആർ ജോയിൻഡ് ബൈ ഡൈസൾഫൈഡ് ബോണ്ട് ഉപയോഗിച്ചാണ് അവർ തമ്മിൽ ജോയിൻ ചെയ്ത് വച്ചിരിക്കുന്നത്.
ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇതിൽ ഏതാ ആക്റ്റീവ്, ഏതാണ് ഇനാക്റ്റീവ് ആയിട്ടുള്ളത്? പ്രോ ഇൻസുലിൻ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ഫോം ആണ്. ഈ മെച്ചുവർ ഇൻസുലിൻ എന്ന് പറയുന്നതാണ് ആക്റ്റീവ് ഫോം. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഡൺ. നെക്സ്റ്റ്, ഹെൽത്തി പ്ലാന്റ്സ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ, അല്ല ലാസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. Healthy plants can be recovered from the diseased plants by tissue culture. Yes, tissue culture വഴി അസുഖം വന്ന പ്ലാന്റിൽ നിന്നും പുതിയ നല്ല പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. Which plant part should be selected as explant? അങ്ങനെയാണെങ്കിൽ ഏത് പ്ലാന്റ് പാർട്ടിനെയാണ് നമ്മൾ എക്സ്പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക? വെരി ഗുഡ്, മെരിസ്റ്റത്തെ വേണം അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. സെക്കൻഡ്, സ്റ്റേറ്റ് ദ റീസൺ ഫോർ ദ സെലക്ഷൻ ഓഫ് ദിസ് പ്ലാന്റ് ആസ് എക്സ്പ്ലാന്റ്. ഈ മെരിസ്റ്റത്തെ എന്തുകൊണ്ടാണ് നമ്മൾ എക്സ്പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്യുക? മെരിസ്റ്റത്തിനെ ഒരിക്കലും വൈറസ് ഇൻഫെക്ട് ചെയ്യില്ല. സോ മെരിസ്റ്റമാറ്റിക് സെല്ലുകളിൽ വൈറസ് ഉണ്ടാവില്ല. സോ അവരെ വെച്ച് കൾച്ചർ ചെയ്താലും വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ നമുക്ക് കിട്ടുക. സോ അതിന്റെ ഉത്തരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെരിസ്റ്റംസ് ആർ ഓൾവേസ് വൈറസ് ഫ്രീ. വൈറസ് ഫ്രീ ആയതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ, പിന്നെ ഇവിടെ ആക്റ്റീവ് സെൽ ഡിവിഷൻ നടക്കും. അതൊക്കെ ഇതിന്റെ ഇടയിൽ കുറച്ച് കോഴിത്തരൊക്കെ നടക്കുന്നുണ്ടല്ലോടാ. എക്സ്പ്ലാന്റ് എന്താ മിസ്സേ? അനാമിക ചോദിച്ചിരുന്നു, എന്താണ് എക്സ്പ്ലാന്റ്? ദ പ്ലാന്റ് പാർട്ട് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത ആ പ്ലാന്റിന്റെ പാർട്ടില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് എക്സ്പ്ലാന്റ്. മറന്നു പോകരുത്. സോ ദ പ്ലാന്റ് പാർട്ട് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ടിഷ്യൂ കൾച്ചർ to regenerate as the whole plant, it is called explant. മറന്നു പോയത് കേട്ടോ. നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതോടെ നമ്മളുടെ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് കഴിഞ്ഞു. കമോൺ, അടുത്തതിന് നമുക്ക് ഓർഗാൻസ് ആൻഡ് പോപ്പുലേഷൻ കൂടി. എക്സ്പ്ലെയിൻ ഹൗ എലി ലില്ലി കമ്പനി പ്രൊഡ്യൂസ് ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ. അതിനപ്പുറം താഴോട്ട് ചോദിക്കത്തില്ല. എലി ലില്ലി കമ്പനി എങ്ങനെയാണ് നമ്മളുടെ മെച്ചുവർ ഇൻസുലിൻ, അതായത് ഹ്യൂമൻ ഇൻസുലിനെ ബയോടെക്നോളജി വഴി പ്രൊഡ്യൂസ് ചെയ്തെടുത്തത്? എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതണം. ഇവർ ആദ്യം എന്ത് ചെയ്തു? ദേ ഐസൊലേറ്റഡ് ജീൻസ് ഫോർ എ ആൻഡ് ബി പെപ്റ്റൈഡ്. അവർ എ പെപ്റ്റൈഡിനും ബി പെപ്റ്റൈഡിനും ഉള്ള ജീൻസ് ഐസൊലേറ്റ് ചെയ്തു. എങ്ങനെ ഐസൊലേറ്റ് ചെയ്തേ? സെപ്പറേറ്റ്ലി ഐസൊലേറ്റ് ചെയ്തു. സെപ്പറേറ്റ് ആയിട്ട് എ പെപ്റ്റൈഡും ബി പെപ്റ്റൈഡും ജീൻസ് ഐസൊലേറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു? ദേ ഇൻസേർട്ടഡ് these genes into 2 E. coli separately. 2 E. coliയിലേക്ക് ഇവര് സെപ്പറേറ്റ് ആയിട്ട് ഈ ജീൻസിനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? they cultured these E. coli separately. ആ E. coliനെ എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൾച്ചർ ചെയ്തു. കൾച്ചർ ചെയ്തിട്ട് പ്രോഡക്റ്റിനെ സെപ്പറേറ്റ്ലി ഐസൊലേറ്റ് ചെയ്തു. they produced and peptide. Oh, sorry. അയ്യോ, തൊണ്ട എന്തോ കുത്തി ചുമക്കുന്നു. സോ ഇവര് they produced A and B peptide separately. A പെപ്റ്റൈഡിനെയും B പെപ്റ്റൈഡിനെയും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് joined using disulfide bond. അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പ്, they joined A and B peptide using disulfide bond. disulfide bond ഉപയോഗിച്ച് അവര് disulfide bond A പെപ്റ്റൈഡിനെ B പെപ്റ്റൈഡിനെ ജോയിൻ ചെയ്തു. ഫൈനലി വി ഗോട്ട് മെച്ചുവർ ഇൻസുലിൻ. ഇങ്ങനെയാണ് എലി ലില്ലി കമ്പനി എന്തിനെ പ്രൊഡ്യൂസ് ചെയ്തത്? നമ്മളെ ഹ്യൂമൻ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്തെടുത്തത്. മറന്നു പോവരുത്. ഓക്കെ, മലബാറിന്റെ അത്ര ഉണ്ടോ കൊല്ലം? എടാ അടോണാ. നെക്സ്റ്റ് ചാപ്റ്റർ, കമ്മിങ് ടു ദ ഫൈനൽ ചാപ്റ്റർ. നോമ്പ് തുറക്കാറായില്ലേ? വാ പെട്ടെന്ന് തീർത്തിട്ട് പോവാം. ഓക്കെ, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ. ഐ എം സ്ട്രൈക്കിംഗ് ദിസ് ഓഫ്. ഇത് വേണ്ട നമുക്ക്. മിസ് നമ്മളെ ആദ്യമായി പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോന്ന്? ആദ്യമായിട്ട് എപ്പോഴാടാ? കുറെ കൊല്ലം മുന്നേ ആയിരിക്കുമല്ലോ. അല്ല, നിങ്ങൾ 2 കൊല്ലം അല്ലേ ആയിട്ടുള്ളൂ. ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറച്ചു കാലമായി, ഈ പഠിപ്പിക്കൽ തുടങ്ങിയിട്ട്. എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു, പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു.
അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എഡ്യൂപോർട്ടിന്റെ ഒരു കോള്, എന്തോ ഒരു ബ്രോഷറോ എന്തോ ഞാൻ കണ്ടതാ, ഇങ്ങനെ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. തുടക്കത്തില്ല, ഒരു 3 years ബാക്ക് ആണെന്ന് എന്റെ ഓർമ്മ. 3.5 years ബാക്കാ. ഞാനപ്പോ സെക്കൻഡ് ഇയർ ആയിട്ടേ ഉള്ളൂ. കൊറോണ ഒക്കെ കഴിഞ്ഞു വന്നിരിക്കുന്ന സമയം. കൊറോണ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ക്ലാസ്സിന് വന്നു, സെലക്ട് ആയി. പിന്നെ ഇവിടെ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. ഞാനും കുറച്ചും കൂടെ ലൈക്ക് ഏജസ് ലൈക്ക് വൈൻ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ആദ്യമൊന്നും ഇത്രയും നന്നായിട്ട് എനിക്ക് പഠിപ്പിക്കാൻ അറിയുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതൊക്കെ പിന്നെ പഠിച്ചു വന്നതാ. പിന്നീട് കുറച്ചും കൂടെ നന്നായി പഠിച്ചു ഇപ്പൊ അത്യാവശ്യം ബയോളജി മൊത്തത്തിൽ പറയാൻ പറ്റില്ലല്ലോ, ബോട്ടണിയുടെ ഏത് ചാപ്റ്റർ നിങ്ങൾ തന്നാലും അതെനിക്കിഷ്ടമാണ്. അതുപോലെ സുവോളജിയുടെ ഇത് മാത്രം, നമ്മളുടെ ഹ്യൂമൻ ഫിസിയോളജി ഞാൻ പഠിച്ച സാധനമായിട്ട് എനിക്കറിയാം. ബാക്കിയൊന്നും എന്നോട് ചോദിക്കരുത്, സുവോളജി എന്താന്ന് പോലും എനിക്കറിയത്തില്ല. സുവോളജി ബാക്കി ഫുൾ ഫ്ലോപ്പാടാ. ആനിമൽ കിങ്ഡം ഒക്കെ ഞാൻ ഫുൾ മറന്നിട്ടുണ്ട്. ആകെ പോറിഫെറ, ടീനോഫോറ, നിഡേറിയ, അങ്ങനെ കുറച്ച് പ്ലാറ്റി ഹെൽമിന്തസ്, അങ്ങനെ എന്തൊക്കെയോ മാത്രം ഒരു ഓർമ്മ, അല്ലാതൊന്നും എനിക്കറിയത്തില്ല. വാ, ഇത് പെട്ടെന്ന് തീർക്കാം, എന്നിട്ട് പെട്ടെന്ന് പോവാം. വാ, എനിക്ക് ഡ്യൂട്ടിക്ക് തരണം. നോക്കിയേ, സ്പീഷീസും ഇന്ററാക്ഷനും പറയാനാ പറഞ്ഞിരിക്കുന്നത്. സ്പീഷീസ് എ, സ്പീഷീസ് ബി, നെയിം ഓഫ് ഇന്ററാക്ഷൻ, ഇങ്ങനെ അവർ ചോദിച്ചിരിക്കുന്നത്. ഒരാൾ പ്ലസും ഒരാൾ മൈനസും പാരസൈറ്റിസം എന്ന് അവർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2 പേരും മൈനസ് ആവുന്ന ഇന്ററാക്ഷൻ ഇസ് കോൾഡ് കോമ്പറ്റീഷൻ. 2 പേരും പ്ലസ് ആവുന്ന ഇന്ററാക്ഷൻ ഇറ്റ് ഇസ് കോൾഡ് മ്യൂച്വലിസം. വെരി ഗുഡ്. ഒരാൾ പ്ലസും ഒരാൾ 0, ഒരാൾക്ക് ഗുണം ഒരാൾക്ക് ഒന്നുമില്ല, ഇറ്റ് ഇസ് കോൾഡ് കമൻസാലിസം. ഒരാൾക്ക് മൈനസും ഒരാൾക്ക് 0യും, ഇറ്റ് ഇസ് കോൾഡ് അമൻസാലിസം. ഓക്കെ, ഇതെന്തായാലും നിങ്ങൾ പറയുമല്ലോ, നിങ്ങൾ പറയും എന്നുള്ളത് എനിക്കറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ഇന്ററാക്ഷൻ in which one organism captures and feeds on another. ഒരാള് മറ്റൊരാളെ പിടിച്ച് തിന്നുന്ന ആ ഇന്ററാക്ഷന് വിളിക്കുന്ന പേരാണ് പ്രിഡേഷൻ. വെരി ഗുഡ്, പ്രിഡേഷൻ എന്നാണ് ആ ഇന്ററാക്ഷൻ നമ്മൾ പറയുന്ന പേര്. നെക്സ്റ്റ്, നെയിം ദ ഇന്ററാക്ഷൻ ഇൻ വിച്ച് one species is harmed, അതായത് മൈനസ്, and the other is neither benefited nor harmed, 0. മൈനസ് 0 വരുന്ന ഇന്ററാക്ഷൻ, അതിന് പറയുന്ന പേരാണ് അമൻസാലിസം. ചിലപ്പോൾ അവര് ഇങ്ങനെ -0 എന്ന് തന്നെ ചോദിക്കും, ചില സമയത്ത് സെന്റൻസ് ആക്കി ചോദിക്കും ഇതുപോലെ. സോ എങ്ങനെയായാലും നിങ്ങൾ അത് ആലോചിക്കണം. നെക്സ്റ്റ്, ലൈക്ക് അടിക്കടാ, ഹാർട്ട് വരുന്നത് കുറയുന്നുണ്ട്. നേരെ നിങ്ങൾ കുറെ ലൈക്ക് അടിക്കും, എനിക്കിവിടെ കുറെ ഹാർട്ട് വരും. നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, എവിടെ പോയി, ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പ്രസന്റ് പെർ യൂണിറ്റ് ഏരിയ അറ്റ് എ ഗിവൺ ടൈം. ഒരു സ്ഥലത്ത് യൂണിറ്റ് ഏരിയ അറ്റ് എ ടൈമിലുള്ള അതിനെ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. വെരി ഗുഡ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇന്നലെ തെറ്റിച്ചോണ്ട് ഞാൻ പിന്നെ ചെയ്തിട്ടതാ. പോപ്പുലേഷൻ ഡെൻസിറ്റി കംപ്ലീറ്റ് എഴുതണേ, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് തന്നെ എഴുതണേ. ഓക്കെ, റിലേഷൻഷിപ്പ് നോക്കുക. മൈക്കോറൈസ മ്യൂച്വലിസം ആണെങ്കിൽ ലൈസ് ഓൺ ഹ്യൂമൻസിലെ ലൈസ് വരുന്നത് എന്താ? ഇറ്റ് ഇസ് പാരസൈറ്റിസം. അത് പാരസൈറ്റ് ആണ് ഈ ലൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പോപ്പുലേഷൻ ഡ്യൂറിംഗ് എ ഗിവൺ പീരീഡ്, ഇറ്റ് ഇസ് മോർട്ടാലിറ്റി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബർത്തിന് വിളിക്കുന്ന പേരാണ് നെയ്റ്റാലിറ്റി. വെരി ഗുഡ്, നെയ്റ്റാലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മെക്കാനിസം ദാറ്റ് പ്രൊമോട്ട് കോഎക്സിസ്റ്റൻസ് റാദർ ദാൻ എക്സ്ക്ലൂഷൻ. സോ 2 പേര് തമ്മിൽ ഒരേ റിസോഴ്സിന് വേണ്ടി മത്സരിക്കുമ്പോൾ കോഎക്സിസ്റ്റൻസ് പ്രൊമോട്ട് ചെയ്തിട്ട് എക്സ്ക്ലൂഷനെ എടുത്തു കളയുന്ന, അതായത് എക്സ്ക്ലൂഷൻ വേണ്ട കോഎക്സിസ്റ്റൻസ് മതി എന്ന് പറയുന്നത് ഏത് മെക്കാനിസം ആണ്? യെസ്, വെരി ഗുഡ്, റിസോഴ്സ് പാർട്ടീഷനിങ്. വെരി ഗുഡ്. ഈ ക്വസ്റ്റ്യൻ നാളെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര പാടാണെങ്കിൽ ഇതൊക്കെ ചോദിക്കും. പാർട്ടീഷനിങ്. ഓക്കെ, റിസോഴ്സ് പാർട്ടീഷനിങ്. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, 2 ഡയഗ്രാം തന്നിട്ട്, ഒറ്റ ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിനകത്ത് 2 ഗ്രോത്ത് മോഡൽസ് ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് മോഡലും ബി എന്ന് പറയുന്ന ഒരു ഗ്രോത്ത് മോഡലും. ഐഡന്റിഫൈ ദ ഗ്രോത്ത് മോഡൽസ് എ ആൻഡ് ബി. ഇതിൽ എ ഏതാ ബി ഏതാന്ന് പറയണം. എ ഏതാടാ? ഏതാ ഇങ്ങനെ മുകളിലേക്ക് കയറി പൊക്കൊണ്ടേയിരിക്കുക. സോ എ എന്ന് പറയുന്ന ഗ്രോത്ത് മോഡൽ ഇറ്റ് ഇസ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ്. അതാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്നത് എന്താ? ബി ഇങ്ങനെ കൂടി എന്നിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ
കൂടി ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ, അതായത് ക്യാരിങ് കപ്പാസിറ്റി എത്തിയപ്പോൾ മാക്സിമം എത്തി അവിടെ നിന്നു. സോ അതാണ് എന്ത്, അതാണ് നമ്മളുടെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്. സോ എ എക്സ്പോണൻഷ്യലും ബി ലോജിസ്റ്റിക്കും. ഗുഡ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഗ്രോത്ത് മോഡൽ വിച്ച് ഇസ് കൺസിഡർഡ് ടു ബി മോർ റിയലിസ്റ്റിക് ആൻഡ് വൈ. രണ്ടെണ്ണം തന്നിട്ടുണ്ടെങ്കിലും ഇതിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നടക്കാൻ സാധ്യതയുള്ള സാധനം എന്ന് പറയുന്നത് ഏതാ? അത് ലോജിസ്റ്റിക്, കുറച്ചുകൂടെ ലോജിക്കുള്ള സാധനം എന്ന് ആലോചിച്ചാൽ മതി. സോ രണ്ടാമത്തെ ആൻസർ മോർ റിയലിസ്റ്റിക് ആയിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്. ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ളത്. ഓക്കെ, യെസ്. വൈ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇൻ എ നോർമൽ ഹാബിറ്റാറ്റ്, ബിക്കോസ് ഇൻ എ നാച്ചുറൽ ഹാബിറ്റാറ്റ്, ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ എങ്ങനെ ആയിരിക്കും? ഹാബിറ്റാറ്റ്, the resources are limited. The resources are limited. Resources എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. സോ അത് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിന്റെ ഗ്രാഫ് ആണ് നമ്മളുടെ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിന്റെ. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, നെയിം ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു ഓർഗാനിസംസ് ഫോർ സെയിം റിസോഴ്സ്. ഒരേ സാധനത്തിന് വേണ്ടി രണ്ട് പേര് തമ്മിലുള്ള ഇന്ററാക്ഷൻ, ഇറ്റ് ഇസ് കോൾഡ് കോമ്പറ്റീഷൻ. ഗുഡ്, കോമ്പറ്റീഷൻ എന്നാണ് പറയാം. ഓക്കെ, നെക്സ്റ്റ്, what is meant by interspecific competition? Give example. Interspecific competition എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിലുള്ള കോമ്പറ്റീഷൻ. ഇന്റർസ്പെസിഫിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ മീൻസ് ബിറ്റ്വീൻ, സ്പെസിഫിക് ടു സ്പീഷീസ്. സോ ഇറ്റ് ഇസ് ദി കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ടു ഡിഫറെന്റ് സ്പീഷീസ്, ഫോർ ദി സെയിം റിസോഴ്സ്. ഒരേ റിസോഴ്സിന് വേണ്ടിയിട്ട്, ഫോർ ദി സെയിം റിസോഴ്സ്, രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പറ്റീഷൻ, ഇന്റർസ്പെസിഫിക് കോമ്പറ്റീഷൻ. എക്സാമ്പിൾ, അബിങ്ടൺ ടോട്ടോയ്സും ഗോട്ടും എഴുതാം, രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് അല്ലേ. അല്ലെങ്കിൽ നമ്മളുടെ ഫ്ലാമിംഗോസും ഫിഷസും എഴുതാം, അബിങ്ടൺ ടോട്ടോയ്സും ആൻഡ് ഗോട്ടും തമ്മിലുള്ളത്. അല്ലെങ്കിൽ എഴുതാം ഫ്ലാമിംഗോസും ഫിഷസും തമ്മിലുള്ളത്, ഫ്ലാമിംഗോസ് ആൻഡ് ഫിഷസ്. ഇതും രണ്ട് ഡിഫറെന്റ് സ്പീഷീസാ, ഇത് രണ്ടും എഴുതാം. ഓക്കെ, ഓക്കെ, ഡൺ. നെക്സ്റ്റ്, predation is an interaction which has great significance in nature. Write down two significance of predation. predation രണ്ട് significance എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സ്പീഷീസ് ഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട്, പ്രിഡേഷൻ നടന്നേ പറ്റൂ. രണ്ടാമത്തത്, ഫോർ ട്രാൻസ്ഫർ ഓഫ് എനർജി ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്ത് നടക്കണം? ഫുഡ് ചെയിൻ നടക്കണം. ഫുഡ് ചെയിൻ നടക്കണമെങ്കിൽ പ്രിഡേഷൻ ഉറപ്പായിട്ട് നടന്നിരിക്കണം. മൂന്നാമത്തത്, പ്രിഡേഷൻ ഇല്ലെങ്കിൽ ആ പ്രേഡ സ്പീഷീസ് ഭയങ്കരമായിട്ട് വളർന്നു പോവും. സോ പ്രേഡ സ്പീഷീസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ടു കൺട്രോൾ ദി പ്രേ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് എന്ത് വേണം? ഓക്കെ, പ്രിഡേറ്റേഴ്സ് വേണം. പ്രിഡേഷൻ എന്തായാലും വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇക്വേഷൻ നോക്കിയേ. dn/dt is equal to rn into k minus n by k. അത് എഴുതാൻ നേരത്ത് അവരൊരു സുഖമില്ലാത്ത എഴുത്താ എഴുതിയിരിക്കുന്നത്. dn/dt is equal to rn into k minus n by the whole k. ഇങ്ങനെയാണ് ഇക്വേഷൻ. അതിന് മുന്നേ ചോദിക്കട്ടെ, ഇത് ഏത് ഇക്വേഷനാ? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവിന്റെ ആണോ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിന്റെ ആണോ? ആദ്യം അത് പറ. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് ആണോ ലോജിസ്റ്റിക് ആണോ? വെരി ഗുഡ്, ഇത് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് n, r and k represent? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്ഥിരം സാധനം പോപ്പുലേഷൻ ഡെൻസിറ്റി. ഓക്കെ, n is population density. What is r? r എന്ന് പറയുന്നത് it is intrinsic rate of natural increase. It is the intrinsic rate of natural increase. ഇതിന്റെ ഇക്വേഷൻ ആണ് b minus d. What is k? k എന്ന് പറയുന്നതാണ് carrying capacity. Second question, define k. എന്താണ് ഈ k എന്ന് പറയുന്ന carrying capacity എന്ന് പറഞ്ഞാൽ?
Carrying capacity means it is the maximum number of individuals of that population that can exist in that habitat. ആ ഹാബിറ്റാറ്റിൽ താമസിക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിന്റെ എണ്ണം അതിന് വിളിക്കുന്ന പേരാണ് carrying capacity. So carrying capacity K എന്ന് പറഞ്ഞാൽ it is the maximum number of individuals that can live in that habitat. ആ ഹാബിറ്റാറ്റിൽ താമസിക്കാൻ പറ്റിയ ഇൻഡിവിജ്വൽസിന്റെ മാക്സിമം എണ്ണം. ക്ലിയർ? ആദിത്യൻ ഓക്കെടാ, ഡൺ. നീ പറഞ്ഞു, അത് ഞാൻ ശ്രദ്ധിച്ചു. നെക്സ്റ്റ്, population has certain attributes കൈ ഇടിച്ചു that an individual organism does not. ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിന് ഇല്ലാത്ത കുറച്ച് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് പോപ്പുലേഷന് മാത്രമാണ്. അത് ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിന് പറയാൻ പറ്റില്ല. ഏതൊക്കെയാണ് അത്? വാട്ട് ആർ ദേ? 3 എണ്ണം ഉണ്ട് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്. 1 2 3. 1 ജനന നിരക്ക്, 2 മരണനിരക്ക്, 3 സെക്സ് റേഷ്യോ. അതിന്റെ മലയാളം എനിക്ക് അറിയത്തില്ല. സോ ഫസ്റ്റ് ഇസ് ഡെത്ത് റേറ്റ്, മരണനിരക്ക്. നെക്സ്റ്റ് ഇസ് ബർത്ത് റേറ്റ്, ജനന നിരക്ക്. നെക്സ്റ്റ് ഇസ് സെക്സ് റേഷ്യോ, അതായത് അവിടെ എത്ര മെയിൽസ് ഫീമെയിൽസ് ഉണ്ട് എന്നുള്ള ആ റേഷ്യോ ആണ് സെക്സ് റേഷ്യോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് ഏജ് പിരമിഡ് ആണ് തന്നിരിക്കുന്നത്. അവർ പറഞ്ഞിട്ടില്ല ഇത് എന്താ സാധനം, ഇതിന്റെ പേര് എന്താടാ? ഏജ് പിരമിഡ് എന്ന് നമ്മൾ പറയാം. അതായത് നമ്മളൊരു പോപ്പുലേഷൻ നോക്കുമ്പോൾ ഒരിക്കലും ആ പോപ്പുലേഷനിലെ എല്ലാ ആൾക്കാരും ഒരേ ഏജിലുള്ളവരല്ല, ഡിഫറെന്റ് ഏജിൽ വരുന്നവരാ. സോ അതിൽ തന്നെ ഡിഫറെന്റ് ഏജിൽ വരുന്നവരെ നമ്മൾ 3 ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏറ്റവും ഇളയ ആൾക്കാരെ നമ്മൾ പ്രീ റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് എന്നും, റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പിലുള്ളവരെ റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് എന്നും, പിന്നീട് ഏറ്റവും അപ്പൂപ്പന്മാരെയൊക്കെ നമ്മൾ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഗ്രൂപ്പ് എന്നാണ്. സോ ഈ ബേസിക്കലി ഏറ്റവും താഴെ പ്രീ റീപ്രൊഡക്റ്റീവ്, നടുക്ക് റീപ്രൊഡക്റ്റീവ്, ഏറ്റവും മുകളിൽ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് എന്ന രീതിയിൽ നമ്മൾ വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുമ്പോൾ ഈ 3 ഏജ് പിരമിഡിന്റെയും പ്രത്യേകത അവരെങ്ങനത്തെയാണ് എന്ന് പറയണം. എ, പ്രീ റീപ്രൊഡക്റ്റീവ് ആണ് ഏറ്റവും കൂടുതൽ. പ്രീ റീപ്രൊഡക്റ്റീവ് ഏറ്റവും കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇറ്റ് ഈസ് ആൻ എക്സ്പാൻഡിങ് ഏജ് പിരമിഡ് എന്ന് പറയണം. ഓക്കെ. ബി, പ്രീ റീപ്രൊഡക്റ്റീവ് രണ്ടും ഈക്വൽ ആയി നിൽക്കുക. സോ നമ്മൾ പറയുന്ന പേര് അത് സ്റ്റേബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ ആണെന്ന് പറയാം. പ്രീ റീപ്രൊഡക്റ്റീവ് ഭയങ്കര കുറവ് റീപ്രൊഡക്റ്റീവിനേക്കാളും, സോ അത് കുറഞ്ഞു വരുന്ന പോപ്പുലേഷൻ ആണ്. ഇറ്റ് ഈസ് എ ഡിക്ലൈനിങ് പോപ്പുലേഷൻ. ഇതാണ് 3 പോപ്പുലേഷൻ. നെക്സ്റ്റ്, കമ്പയർ ദ നേച്ചർ ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഗ്രോത്തിന്റെ നേച്ചർ എങ്ങനെയായിരിക്കും? എക്സ്പാൻഡിങ് എന്ന് പറയുമ്പോൾ അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് എങ്ങനെയായിരിക്കും? പോപ്പുലേഷൻ ഗ്രോത്ത് വിൽ ഇൻക്രീസ്, അതായത് പോപ്പുലേഷൻ വിൽ ഇൻക്രീസിങ് ആയിരിക്കും. സ്റ്റേബിൾ എന്ന് പറയുകയാണെങ്കിലോ നോ ഇൻക്രീസ് ഓർ ഡിക്രീസ്, അവിടെ ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല എന്നുള്ളൊരവസ്ഥയാണ്. ഡിക്ലൈനിങ് എന്ന് പറഞ്ഞാണല്ലോ നശിച്ചുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് പോപ്പുലേഷൻ അവിടെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഓക്കെ, ഡൺ. ഓക്കെ, നെക്സ്റ്റ്, ദിസ് ഇസ് ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞു, ഇതോടെ നമ്മൾ പൂട്ടിക്കെട്ടുകയാണ്. അയ്യോ എടാ പോണ്ടടാ. സോ നോക്ക്, പല ടൈപ്സ് ഓഫ് പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് തന്നിരിക്കുകയാണ്. എക്സാമ്പിൾസ്, പ്ലസ് മൈനസ് ഇട്ടല്ല, എക്സാമ്പിൾ തന്നിരിക്കുക. ആ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഏതാണ് എന്ന് പറയണം. നോക്കണം മക്കളെ. ഫസ്റ്റ് വൺ, ഓർക്കിഡ് ഓഫ്രിസും ബീസും. ഓർക്കിഡ് ഓഫ്രിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിറ്ററേനിയൻ ഓർക്കിഡ്, അതിന് പ്ലസ് പോപ്പുലേഷൻ പോളിനേഷൻ നടക്കും. ബീസിനാണെങ്കിലോ അയാൾക്കും പ്ലസ് കോപ്പുലേഷൻ നടക്കും, സെക്ഷൽ പ്ലഷർ കിട്ടി. സോ ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ മ്യൂച്വലിസം. സോ മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ടിക്സും ഡോഗ്സും. ടിക്സ് എന്ന് പറയുമ്പോൾ അത് പാരസൈറ്റാ. ടിക്സിന് പ്ലസും ഡോഗ്സിന് മൈനസും ആണ്. ഇറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ പാരസൈറ്റിസം. ബർണക്കിൾസ് വെയിൽ. ബർണക്കിൾസ് ഇങ്ങനെ വെയിലിന്റെ പുറത്തിരിക്കുമ്പോ ബർണക്കിളിന് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബർണക്കിളിന് ഗുണമുണ്ട്. വെയിലിന് ഗുണമുണ്ടോ? വെയിലിന് ഗുണമില്ല, ദോഷമില്ല. സോ ബർണക്കിൾസിന് പ്ലസും വെയിൽസിന് 0. ഇറ്റ് ഇസ് കോൾഡ് കമൻസാലിസം. നെക്സ്റ്റ്, ഫംഗസും ഫോട്ടോസിന്തറ്റിക് ആൽഗയും. ആൽഗയും ഫംഗസും ആയിട്ടുള്ള ആ ഒരു അസോസിയേഷൻ, സിംബയോട്ടിക് അസോസിയേഷന്റെ പേരാണ് ലൈക്കൻസ്. അതായത് 2 പേർക്കും ഗുണമുള്ള സാധനമാണ്. അതിന് എക്സാമ്പിൾ ആണ്. എന്തിന് എക്സാമ്പിളാ? മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ്, അബിങ്ടൺ ടോർട്ടോയ്സും ഗോട്ടും. 2 പേരും മത്സരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ മത്സരിക്കുക?
ഗ്രാസിന് വേണ്ടിയിട്ട്. സോ രണ്ടുപേർക്കും മൈനസ് മൈനസ് മൈനസ്, അതാണ് കോമ്പറ്റീഷൻ. നെക്സ്റ്റ്, സീ അനിമോൺ ക്ലൗൺ ഫിഷ്. ഈ ക്ലൗൺ ഫിഷ് സീ അനിമോണിന്റെ സ്റ്റിങ്ങിങ് ടെന്റക്കിൾസിന്റെ ഇടയിൽ കയറിയിരിക്കും. അപ്പൊ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീ അനിമോണിന് ഗുണമൊന്നുമില്ല, സീറോയാ. ക്ലൗൺ ഫിഷിന് ഗുണമുണ്ട്, ആരും വന്ന് ഉപദ്രവിക്കത്തില്ല. ഇതിന്റെ പേര് +0 ഇന്ററാക്ഷൻ ആണ്, കമൻസാലിസം. ഓക്കെ, ക്ലിയർ? സോ ദിസ് കംപ്ലീറ്റ്സ് ആ ബോട്ടണി. ബോട്ടണി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, എടാ അടുത്ത ലൈവ് നമുക്ക് 7:30 സ്റ്റാർട്ട് ചെയ്യട്ടോ. ബിലാലിക്ക് ഒരു 7:30 ആകുമ്പോഴത്തേക്കും എത്തും. നിങ്ങൾ എല്ലാവരും ആ സമയത്ത് എത്തണം. ഇനി ലാസ്റ്റ് ആണ്, എനിക്ക് ശരിക്കും ഇറങ്ങിപ്പോകാൻ നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് എഴുതാം. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളെ ഞാൻ ഇപ്പൊ ശരിക്കും ഒരു ടീച്ചർ എന്നൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങളെക്കാളും കുറച്ച് മൂത്തൊരു ചേച്ചി ഇല്ലേ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ അനിയത്തി ഈ സെയിം എക്സാം നാളെ എഴുതാൻ പോവാ. അവള് മൊത്തം പഠിച്ചു എന്നൊക്കെ അവള് പറയുന്നത്, പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളെ പോലെ തന്നെയാണ്. അവൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അവളും ഈ ലൈവ് തന്നെ കാണുക. ഞാൻ കോഴിക്കോടും അവള് കൊല്ലത്തും അല്ലേ. സോ ബേസിക്കലി അവളും ഈ ലൈവ് ഒക്കെ തന്നെ കാണുക. എന്നിട്ട് അവളും ഇങ്ങനെ തന്നെ പഠിക്കുക. അപ്പം നിങ്ങളെല്ലാവരും അവളെപ്പോലെ തന്നെ ഫുൾ മാർക്ക് മേടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മാത്രമല്ല, നമ്മൾ കംപ്ലീറ്റ് എഡ്യൂപോർട്ട് ഫാമിലി അതിന് വേണ്ടിയിട്ടാണ് നിന്നിട്ടുള്ളത് അല്ലേ? നിങ്ങൾ എല്ലാവരെ കൊണ്ടും ഫുൾ മാർക്ക് മേടിക്കുക. ജസ്റ്റ് A+ അല്ല, ഫുൾ മാർക്ക് മേടിക്കുക എന്ന് തന്നെ നമ്മൾ ഇപ്പോഴും പറയുന്നത്. സോ മാക്സിമം ഹാപ്പി ആയിട്ടിരുന്നിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് വാ. നാളെ ഫുൾ മാർക്ക് ഉറപ്പാണ്. ഇത്രയും സാധനം മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. ഓക്കെ, ടെൻഷൻ ഒന്നും വേണ്ട. ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച്, നോമ്പല്ലേ, നോമ്പാകുമ്പോൾ വേണ്ട ഫുഡ് കഴിക്കണ്ട, അല്ലാതെ പോയി സമാധാനമായിട്ട് എക്സാം എഴുതിയിട്ടോ. എക്സാം എഴുതിയിട്ട് തിരിച്ചു വരുമ്പോൾ മനസ്സിലാവും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ +2 ബയോളജി. വൺ ഓഫ് ദി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നാളെ, കേട്ടോ? അപ്പൊ വൈൻഡപ്പ് ചെയ്താലോ? ഇനി നോമ്പ് തുറക്കാനൊക്കെ ടൈമായി. ഈ സെയിം ലിങ്കിൽ തന്നെ ആയിരിക്കും കേട്ടോ അടുത്ത ലൈവും സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ ലിങ്ക് അല്ലടാ, ഈ സെയിം തന്നെ ആയിരിക്കും. 7:30. അത് ഞാൻ പറഞ്ഞായിരുന്നു, 7:30 മറന്നുപോലെ. ബിലാലിക്ക വെയിറ്റിംഗ്. ബിലാലിക്ക നോമ്പ് പറഞ്ഞിട്ട് ബിലാലിക്ക ഓടിയെത്തും. എന്നിട്ട് സുവോളജിയും കൂടെ സെറ്റ് ആക്കാം നമുക്ക്. ഓക്കെ, ശരിയടാ. ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളി പരീക്ഷ എഴുതിട്ടോ കേട്ടോ. ബൈ, സീ യു.
ഹായ് മക്കളെ, ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണോ അതോ കുറച്ച് സങ്കടമാണോ ഉള്ളത് കൃത്യമായിട്ട്
സന്തോഷമാണോ അതോ കുറച്ച് സങ്കടമാണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അതായത് ഒരു ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. നിങ്ങൾക്കറിയാം നീറ്റിൻ്റെയും കീമിൻ്റെയും ക്രാഷ് പ്രോഗ്രാം എഡ്യൂപോർട്ടിൽ 2 രീതിയിലുണ്ട്. ഒന്നാമതായിട്ട് ഓൺലൈൻ ആയിട്ടുള്ളതും രണ്ടാമതായിട്ട് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ ക്യാമ്പസിൽ താമസിച്ച് 1 മാസത്തെ റെസിഡൻഷ്യൽ ക്രാഷ് പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്കറിയാം ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീറ്റുകളൊക്കെ ലിമിറ്റഡ് ആണെന്നുള്ളത്. ആൻഡ് ഇന്നലെ രാത്രിയോടുകൂടി നമ്മളുടെ ആ ഒരു റെസിഡൻഷ്യൽ ക്രാഷ് പ്രോഗ്രാമിൻ്റെ ബോയ്സിൻ്റെ ഫുൾ സീറ്റും ഫില്ലായിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനി നമുക്ക് ബോയ്സിന് ക്രാഷിന് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. ഐ ആം റിയലി സോറി. ആൻഡ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ഒരു ഓൺട്രപ്രണർ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്, സന്തോഷം നൽകുന്ന വാർത്തയാണ്. കാരണം എന്താ, നമ്മളെ സീറ്റൊക്കെ വേഗം ഫുള്ളാവാന്നുള്ളത്. പക്ഷേ എനിക്കറിയാം എന്താ, ഒത്തിരി കുട്ടികൾ എന്താണ് നമ്മൾ ക്യാമ്പസിൽ വന്ന് ക്രാഷ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ ബോയ്സിൻ്റെ കേസിൽ ഇനി നമുക്ക് വേറെ നിർവാഹമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒരിക്കലും അവിടെ പഠിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല. നമ്മൾ റിപ്പീറ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റിയും ബാക്കി ഫെസിലിറ്റിയൊക്കെ 3 times ആവും. അതുകൊണ്ട് തന്നെ എന്താണ്, റിപ്പീറ്റർ ബാച്ചിലേക്കുള്ള ബോയ്സ് അഡ്മിഷൻ സ്റ്റിൽ കണ്ടിന്യൂയിങ് ചെയ്യുന്നുണ്ട്. നീറ്റിനായിക്കോട്ടെ, ജെയ് മെയിൻസ് ആയിക്കോട്ടെ, ജെയ് അഡ്വാൻസ് ആയിക്കോട്ടെ, ബോയ്സ് അഡ്മിഷൻ ഇസ് സ്റ്റിൽ ഓപ്പൺ ഫോർ റിപ്പീറ്റർ ബാച്ച്. പക്ഷേ ക്രാഷ് പ്രോഗ്രാമിലേക്ക് ബോയ്സ് അഡ്മിഷൻ ക്ലോസ് ആയിട്ടുണ്ട്. ഐ ആം സോറി ഫോർ ദാറ്റ്. ആൻഡ് വൺസ് അഗൈൻ താങ്ക് യു. കാരണം എന്താ, നിങ്ങൾ നെഞ്ചിലേറ്റുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ക്ലോസ് ആവുന്നത് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഗേൾസിൻ്റെ കേസിൽ എക്സിസ്റ്റിംഗ് ക്യാമ്പസിൽ വളരെ കുറച്ച് സീറ്റുകളും കൂടെ ബാക്കിയുണ്ട്. അത് ഇന്നത്തോടു കൂടി ഫില്ലാവും. പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലവിലെ ക്യാമ്പസിൻ്റെ തൊട്ടടുത്തായിട്ട്, അതായത് ഒരു 20 മിനിറ്റ് അകലെ എന്താണോ നിങ്ങൾ നിലവിലെ ക്യാമ്പസ് കണ്ടത് അതുക്കും മേലെയുള്ള ഒരു എക്സ്ക്ലൂസീവ്ലി ഗേൾസ് ഓൺലി ഒരു പുതിയ ക്യാമ്പസും കൂടെ നമ്മൾ ഈ ക്രാഷോട് കൂടി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ക്യാമ്പസിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണോ നിങ്ങൾ അവിടെ കണ്ടത് അതുക്കും മേലെ തന്നെയാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂളുള്ള ക്യാമ്പസുകൾ തന്നെ ഇന്ത്യയിൽ വളരെ കുറവായിരിക്കും. ഉറപ്പായിട്ടും എൻട്രൻസ് മേഖലയിൽ അങ്ങനെ ഒരു ക്യാമ്പസ് ഉണ്ടാവില്ല. ആൻഡ് നിങ്ങളുടെ ഈ ഗേൾസ് ഓൺലി എക്സ്ക്ലൂസീവ് ക്യാമ്പസിൽ സ്വിമ്മിംഗ് പൂൾ അടക്കമുണ്ട്. ക്യാമ്പസിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് തരാം. ഈ ക്രാഷിലേക്ക് തന്നെ എന്താണ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ റെഡിയാണ്. അതായത് ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഒരു ക്യാമ്പസിൽ നിന്നും മറ്റൊരു ക്യാമ്പസിലേക്ക് മാറുമെന്ന് മാത്രം. സെയിം ടീച്ചേഴ്സാണ് ക്ലാസ് എടുക്കുക, സെയിം സിലബസ് ആണ് ഫോളോ ചെയ്യുക, സെയിം ക്വാളിറ്റി ആയിരിക്കും, സെയിം ഫുഡായിരിക്കും. ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ക്യാമ്പസ് മാത്രമേ മാറുള്ളൂ. ആൻഡ് ഈ ക്യാമ്പസ് ഗേൾസ് ഓൺലിയാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ബിൽഡിംഗ് ആണ്. നിങ്ങളെ രണ്ടാളെയും ഒരൊറ്റ ബിൽഡിങ്ങിൽ താമസിപ്പിക്കുന്നത് വളരെ വളരെ റിസ്ക് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ചുരുക്കി പറഞ്ഞാൽ നീറ്റിൻ്റെയും കീമിൻ്റെയും ഓഫ്ലൈൻ റെസിഡൻഷ്യൽ ക്രാഷ് ബാച്ചിലേക്കുള്ള ബോയ്സ് അഡ്മിഷൻ എന്താണ്, കംപ്ലീറ്റ്ലി ഫുള്ളാണ്. ഇനി നിങ്ങൾക്കുള്ള ചാൻസ് റിപ്പീറ്റർ ബാച്ചിലേക്ക് മാത്രമാണ്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ബ്ലോക്ക് ചെയ്യുക. ആൻഡ് അതേപോലെ തന്നെ ഗേൾസിൻ്റെ കേസിൽ നമ്മളൊരു പുതിയ ക്യാമ്പസും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് സീറ്റ്സ് ആർ ഫില്ലിംഗ് വെരി ഫാസ്റ്റ്. നിങ്ങൾ റെസിഡൻഷ്യൽ ക്രാഷിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ റിപ്പീറ്റർ ബാച്ചസിൻ്റെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ബാച്ച് മെയ് 15 സ്റ്റാർട്ട് ചെയ്യും. അതിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളെ സീറ്റുകൾ ബ്ലോക്ക് ചെയ്യുക. എന്താടാ ദേവപ്രിയ, വെർ ഈസ് അൽ ബിലാൽ? ഇതെല്ലാം ഔട്ട് പോകുന്നുണ്ട്. ഒന്നല്ല എന്റെ പണി എന്താന്ന് അറിയോ? ഓക്കെ, മുടിയെല്ലാം കൊളായില്ലടാ മക്കളെ. ഞാൻ നെസ്റ്റോയിൽ ഓടിപ്പോയി നോമ്പ് തുറന്ന് വന്നതാണ്. മുടിയെല്ലാം കൊളായിട്ടുണ്ട്. വാർന്നു നോക്കെ ഒന്നും ചെയ്യാനില്ല. ഹായ് ഗായ്സ്, ഹലോ മക്കളെ. നിങ്ങൾ എന്നോട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമല്ലേ, സാർ ഇത് പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമോ? ഇന്നിപ്പോൾ ചോദിച്ചോ, ഇത് പഠിച്ചാൽ കിട്ടും. ഓക്കെ, ഇത് പഠിക്കുക. പിന്നെ അതിന് കൂടെ ഞാൻ 2 കാര്യങ്ങളൂടെ പറഞ്ഞുതരും. അതുകൂടെ പഠിച്ചാൽ ഇപ്പം ഞാൻ ഇന്നത്തെ ഈ ലൈവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിക്കുക. അതിന് കൂടെ 2-3 കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, NCERT നോക്കാൻ വേണ്ടി പറയും. വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞിട്ട് NCERT നോക്കാൻ വേണ്ടി പറയും. അതുകൂടെ ചെയ്താൽ ഉറപ്പായിട്ടും ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഒരു 4-5 പിക്ചേഴ്സ് ഞാൻ NCERT നോക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഈ ലൈവ് കണ്ടോ ഉറപ്പിക്കാം കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ? ഹലോ ഗുഡ് ഈവനിങ് ഓൾ.
ഫീവറൊക്കെ മാറിയോ? കുഴപ്പമില്ലടാ, ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ല. ഇന്നലെ രാവിലെയൊക്കെ ആയിരുന്നു ഭയങ്കര ഇടങ്ങറ്. ഓക്കെ, ഇന്നൊക്കെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, സുഖമായിരിക്കുന്നുണ്ട്. സോ മക്കളെ, ഹായ്. ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സെറ്റാക്കി തരും, ആരും പേടിക്കേണ്ട, ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നാളത്തെ എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് സോളജി ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഒരു 99.9% ഞാൻ ഉറപ്പ് തരികയാണ്. ഒരു 0.1% ഉറപ്പൊന്ന് മാറ്റി വെക്കണം. ഓക്കെ, ചോദ്യ പേപ്പർ ചോർത്തിയതല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്നാലും എന്തായാലും നിങ്ങൾക്ക് കിട്ടട്ടെ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമുക്ക് അവസാനമാകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു 3 മണിക്കൂറാണ് ഞാൻ ഈ ലൈവ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്തിട്ട ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഞാൻ ഫുൾ മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഞാൻ ഇരുന്നിട്ട ക്വസ്റ്റ്യൻസ് ആണ്, ഇരുന്ന് സെലക്ട് ചെയ്ത് ഓൾമോസ്റ്റ് ചിലപ്പോൾ നമ്മൾ യെസ്റ്റർഡേ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് പുറമെ വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും എവറിത്തിങ് യു കവർ എവറിത്തിങ്. നിങ്ങൾ ഈ ഒരു ലൈവിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ NCERT ഈച്ച് ആൻഡ് എവറി പോയിന്റ് യു വിൽ കവർ. ഓക്കെ, ആൻഡ് അതിന് കൂടെ ഒരു കാര്യം കൂടിയുണ്ട്, ചിലപ്പോൾ കുറച്ച് പിക്ചേഴ്സ് ഞാൻ വീട്ടിൽ പോയിട്ട് നോക്കാൻ പറയും. ആ കാര്യങ്ങളിലൂടെ നിങ്ങൾ നോക്കണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ബാക്കി നമുക്ക് അവസാനം കുറച്ച് മോട്ടിവേഷനൊക്കെ തന്ന് ഞങ്ങൾ അങ്ങ് പറഞ്ഞേക്കാം. അതിൽ നല്ല നമ്മുടെ ലാസ്റ്റ് ലൈവാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഒന്നിച്ചിട്ടുണ്ട്. അതിൽ നാളത്തെ റോക്കറ്റ് റിവിഷൻ ഒക്കെ നിങ്ങൾ എത്ര ആൾ വരുന്നൊന്നും എനിക്കറിയില്ല, അതൊക്കെ വളരെ കുറവല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഇൻഫാക്ട് നമ്മുടെ ലാസ്റ്റ് ലൈവാണെന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ലൈവ് കൃത്യമായിട്ട് കണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് ഒരു കൊഴിഞ്ഞു പോക്കുണ്ട് ആൾക്കാർ. അങ്ങനെ കൊഴിഞ്ഞു പോകണ്ട, ഞാൻ ഗ്യാരണ്ടി തന്നല്ലോ നിങ്ങളോട്. നാളത്തെ എക്സാമിന് ഈ ലൈവ് മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ബട്ട് ഈ സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് കുറച്ച് ലവ് സിമ്പിൾ വരുമോ? ഓക്കെ, അപ്പോൾ നിങ്ങളെ ഞാനും മിസ് ചെയ്യും കേട്ടോ, ശരിക്കും മിസ് ചെയ്യും. അങ്ങനെയല്ല, എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമാണ്. നമ്മൾ ഈ ഒരു 2 വർഷം നമ്മളിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടല്ലേ. അപ്പോൾ തീരാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ഇനി വലിയ ക്യാമ്പസുകളിലേക്കും വലിയ സ്വപ്നങ്ങളിലേക്കൊക്കെ യാത്രയാവുന്ന ആൾക്കാരാണ്. അങ്ങനെ യാത്രയായിട്ട് നിങ്ങൾ എവിടെന്നെങ്കിലൊക്കെ നമ്മളൊക്കെ കാണും എന്ത് ചെയ്യുക, വരിക വിലാൽ സാർ നിങ്ങൾ പഠിപ്പിച്ച ആളാന്നൊക്കെ പറയാം കേട്ടോ. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സോ മക്കളെ, യെസ് കമോൺ. ഓക്കെ, അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒന്നാമത്തെ ചോദ്യം, നമ്മൾ അങ്ങ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ മുതലുള്ള 8 ചാപ്റ്റേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒരൊറ്റ സ്ട്രെച്ചിൽ അങ്ങ് പോകാൻ പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. നിങ്ങൾക്ക് തന്നെ ആൻസർ എന്നാണ് നിങ്ങൾ ആൻസർ പറയാൻ നോക്കണം. കമൻറ്റ് സെക്ഷനിൽ ആൻസർ പറയണം. കമൻറ്റ് സെക്ഷനിൽ വേറെ വർത്താനൊന്നും ദയവേത് ഇന്നത്തെ ഒരു ദിവസം പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. നിങ്ങൾക്ക് എന്നോട് ഇത്തിരി സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ വർത്താനൊന്നും പറയരുത്. നിങ്ങൾക്ക് വർത്താനം പറയാനുള്ള ടെൻഡൻസി ഉണ്ടാവും, എനിക്കറിയാം. പ്ലീസ് ഞാൻ കാല് പിടിക്കാം. ഇന്ന് ഞാൻ പറയുന്നു, നിങ്ങൾ ആൻസർ പറയും. നമുക്ക് അങ്ങനെ ഒരു അടിപൊളിയായിട്ട് ഈ ഒരു ഇൻട്രസ്റ്റിൽ നിങ്ങൾ ആൻസർ ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആ ഒരു ഇൻട്രസ്റ്റിൽ അങ്ങ് പോകാം കേട്ടോ. ഓക്കെ, എല്ലാവരും തന്നെ ആ ഒരു മൂഡിൽ ഇന്നത്തെ ക്ലാസ്സിന് ഒന്ന് സെറ്റ് ആയിട്ടിരിക്കണം മക്കളെ. പ്ലീസ് ഇതെൻ്റെ ഏറ്റവും ഞങ്ങളെ കാല് പിടിച്ച് റിക്വസ്റ്റ് ചെയ്യാണ്. ദയവേത് കമൻറ്റ് ബോക്സിൽ വേറെ വർത്താനങ്ങളൊന്നും പറയരുത് ഇന്നത്തെ ദിവസം. ഓക്കെ, സോ ലുക്ക്, ദ ഗ്രാഫ് ഗിവൺ ബിലോ ഷോസ് ഒവേറിയൻ ഇവൻറ്റ്സ് ആൻഡ് ഒവേറിയൻ ഹോർമോൺസ് അല്ലേ. ഈ ഹോർമോൺ A ആൻഡ് B ഏതാന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാടാ ബി ഏതാ? നമുക്കറിയാം 2 തവണ ഇങ്ങനെ പീക്ക് വരുന്നുണ്ടെങ്കിൽ അയാൾ ഈസ്ട്രോജൻ ആണ്. നോക്കുന്നത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഡയഗ്രം ആണ്. വെരി ഗുഡ്, നിങ്ങളെല്ലാം ആൻസർ പറയുന്നുണ്ട്. വെരി ഗുഡ്. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം ആൻസർ. നിങ്ങൾ കരുതും ബിലാൽ സാർ ആൻസർ പറയുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ ആൻസർ പറയുന്നത്? എടാ മക്കളെ, ദിസ് ഈസ് കോൾഡ് ആക്റ്റീവ് റീകോൾ എന്നാണ് നമ്മൾ ശരിക്കും ഇതിനെ പറയാം. നിങ്ങൾ എത്രയൊക്കെ റിവൈസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ദിസ് ആക്റ്റീവ് റീകോൾ ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ വരും, നിങ്ങളുടെ മെമ്മറിയിൽ അത് കൂടുതൽ പ്രോസസ്സ് ചെയ്ത് നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും ഓർത്തിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ശരി, കം ഹിയർ. ഒരൊറ്റ തവണ നോക്ക്, ഈ ഒരൊറ്റ തവണ പൊന്തുന്ന ആരാടാ? ദറ്റ് ഈസ് പ്രൊജസ്റ്റിറോൺ. വെരി ഗുഡ്, പ്രൊജസ്റ്റിറോൺ. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് ആർ ദ ഫേസസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ? മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫേസുകൾ ഏതൊക്കെയാടാ? വി ഹാവ് മെൻസ്ട്രൽ ഫേസ് അല്ലേ, നമുക്ക് മെൻസ്ട്രൽ ഫേസ് ഉണ്ട്. രണ്ടാമത്തെ ഫേസ് ഏതാ? ഫോളിക്കുലാർ ഫേസ്. മൂന്നാമത്തെ ഫേസ് ഏതാ? ലൂട്ടിയൽ ഫേസ് അല്ലേ. അത് കഴിഞ്ഞാൽ ഐ എം സോറി, മൂന്നാമത്തെ ഫേസ് നമുക്ക് ഓവുലേറ്ററി ഫേസ് അല്ലേ മക്കളെ. 14ാമത്തെ ദിവസം ഓവുലേഷൻ നടക്കും, ആൻഡ് ദാറ്റ് ഈസ് ഓവുലേറ്ററി ഫേസ്. അതാണ് മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, 14ാമത്തെ ദിവസം മിഡ് സൈക്കിളിൽ ഓവുലേഷൻ നടക്കും, ദാറ്റ് ഈസ് ഓവുലേറ്ററി ഫേസിലെ ഈ ഒരു സമയത്ത്. അങ്ങനെ ഓവുലേറ്ററി ഫേസ് കഴിഞ്ഞാൽ അടുത്ത ഫേസ് ഏതാ മക്കളെ? ലൂട്ടിയൽ ഫേസ്. വെരി ഗുഡ്. ഇനി നമ്മളോട് ചോദിക്കാം, അപ്പോൾ 4 ഫേസുകൾ കേട്ടോ. മെൻസ്ട്രൽ ഫേസ്, ഫോളിക്കുലാർ ഫേസ്, ഓവുലേറ്ററി ഫേസ്, ലൂട്ടിയൽ ഫേസ്. മറ്റൊരു ചോദ്യം, ഞാൻ എല്ലാം കണക്ട് ചെയ്താണ് പോകുന്നത്. നോക്ക്, നമ്മൾ ഫോളിക്കുലാർ ഫേസിനെ മറ്റൊരു പേര് കൂടെ വിളിക്കാറുണ്ട്. എന്താണെന്നറിയോ? പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് വിളിക്കാറുണ്ടടാ. എന്താ വിളിക്കുക? പ്രോലിഫറേറ്റീവ് ഫേസ് എന്നൂടെ വിളിക്കാറുണ്ട്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ മെൻസ്ട്രൽ ഫേസിൽ എൻഡോമെട്രിയം നശിച്ചു പോകും അല്ലേ. ആ മെൻസ്ട്രൽ ഫേസിൽ മെൻസ്ട്രുവേഷൻ ഉണ്ടാകുമ്പോൾ എൻഡോമെട്രിയം നശിച്ചു പോവുകയാണ്. ആ നശിച്ചു പോകുന്ന എൻഡോമെട്രിയം വീണ്ടും റീജനറേറ്റ് ചെയ്ത് വരുന്നത് ഈ ഫേസിലാണ്, ഫോളിക്കുലാർ ഫേസിലാണ്. അതുകൊണ്ട് അതിനെ പ്രോലിഫറേറ്റീവ് ഫേസ് എന്നുകൂടെ വിളിക്കാറുണ്ട്. ലൂട്ടിയൽ ഫേസിൽ എന്താ ഉണ്ടാവുക? നോക്കൂ, ഓവുലേഷൻ നടന്ന ശേഷം കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്നു. ഇതാണല്ലോ നിങ്ങളുടെ കോർപ്പസ് ലൂട്ടിയം. ഇറ്റ് പ്രൊഡ്യൂസ് പ്രൊജസ്റ്റിറോൺ. അങ്ങനെ സെക്രീഷൻ നടക്കുന്ന ഫേസ് ആയതുകൊണ്ട് ലൂട്ടിയൽ ഫേസിനെ നമ്മൾ സെക്രീറ്ററി ഫേസ് എന്നൂടെ വിളിക്കാറുണ്ട് അല്ലേ. എന്തൂടെ വിളിക്കാറുണ്ട്? സെക്രീറ്ററി ഫേസ് എന്നൂടെ വിളിക്കാറുണ്ട്. ആ പോയിന്റ് ഓർത്തിരിക്കണം.
ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് 14ാമത്തെ ദിവസം ഓവുലേഷൻ നടക്കുന്നത്? നമ്മുടെ ഗ്രേഫിയൻ ഫോളിക്കിളാണ് ഇയാൾ. നമ്മുടെ ഓവറിയിലെ ഏറ്റവും വലിയ ഫോളിക്കിളുകളെയാണ് ഗ്രേഫിയൻ ഫോളിക്കിൾ എന്ന് പറയുക. ഗ്രേഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഓവുലേഷൻ നടക്കുന്നത്? വെരി ഗുഡ് നജ്മലാണ് ആദ്യ ആൻസർ പറഞ്ഞത്. ഇറ്റ് ഈസ് ഡ്യൂ ടു LH സർജ്. 14ാമത്തെ ദിവസമാകുമ്പോൾ ഫീമെയിലിൻ്റെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ധാരാളം LH വരും. അങ്ങനെ ദർ ഈസ് ആൻ ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് LH ഇൻ ദ ബ്ലഡ് അറ്റ് 14th ഡേ. ദറ്റ് ഈസ് കോൾഡ് LH സർജ് അല്ലേ? ആ LH സർജ് കാരണമാണ് 14ാമത്തെ ദിവസം എന്ത് നടക്കുന്നത്? ഉറക്കെ പറ, ഓവുലേഷൻ നടക്കുന്നത്. വെരി ഗുഡ്. സോ ലുക്ക്, റൈറ്റ് ഡൗൺ ദ ഒവേറിയൻ ഇവൻറ്റ്സ് ഡ്യൂറിംഗ് ലൂട്ടിയൽ ഫേസ്. എന്താ ലൂട്ടിയൽ ഫേസിൽ ഓവറിയിൽ സംഭവിക്കുക? കോർപ്പസ് ലൂട്ടിയം ഫോംസ് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് പ്രൊജസ്റ്റിറോൺ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പ്രൊജസ്റ്റിറോൺ? ഇറ്റ് മെയിൻറ്റെയിൻസ് ദ എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തെ ഡീജനറേറ്റ് ചെയ്ത് പോവാതെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ ഇടാ? കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫംഗ്ഷൻ. വെരി ഗുഡ്, നമ്മളത് പഠിച്ചു കേട്ടോ. നൗ ലുക്ക്, റൈറ്റ് ദ പാർട്ട് ഓഫ് ഫലോപ്പിയൻ ട്യൂബ് വെർ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്. എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക? വേഗം പറ. ഫലോപ്പിയൻ ട്യൂബിൻ്റെ എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക? ഫലോപ്പിയൻ ട്യൂബിന് കുറേ ഭാഗങ്ങളുണ്ട്. ഇതിൽ ഏത് ഭാഗത്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുക? ഇവിടെ യൂട്രസ് ഉണ്ടാവും. ഇത് ഭാഗത്ത്. വെരി ഗുഡ്, ആംബ്യുല്ല. ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് ആംബ്യുല്ല അല്ലേ? ആ ആംബ്യുല്ലയിലാണ് എന്ത് നടക്കുക? ഫെർട്ടിലൈസേഷൻ നടക്കുക. വെരി ഗുഡ്, ആംബ്യുല്ല. വെരി ഗുഡ്. അടുത്ത ചോദ്യം, ഡിഫൈൻ പ്ലാസെൻറ്റ. പ്ലാസെൻറ്റയുടെ ഡെഫിനിഷൻ. നമ്മൾ പ്ലാസെൻറ്റയുടെ ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കും. ബട്ട് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പ്ലാസെൻറ്റ? എന്താ പ്ലാസെൻറ്റയുടെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കണക്ഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് ഫീറ്റസ്. അമ്മയെയും ഗർഭസ്ഥ ശിശുവിനെയും കണക്ട് ചെയ്യുന്ന ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞ്, ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കണക്ഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് ഫീറ്റസ്. ക്ലിയർ ആണ് കുട്ടികളെ? മദറിനെയും ഫീറ്റസിനെയും കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കണക്ഷനാണ് പ്ലാസെൻറ്റ. നൗ പ്ലാസെൻറ്റയുടെ ഫങ്ഷൻസിനെ നമുക്ക് 2 തരത്തിൽ ഡിവൈഡ് ചെയ്തൂടെ? നോക്കൂ, കണക്ഷൻ എന്ന് പറഞ്ഞാൽ പോലെ ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കണക്ഷൻ കേട്ടോ. ഞാൻ ഒന്ന് വെള്ളം കുടിച്ചോട്ടെ, പ്ലീസ്. താങ്ക് ഗോഡ്. ഓക്കെ, നൗ പ്ലാസെൻറ്റയുടെ ഫംഗ്ഷൻസിന് നമുക്ക് 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ജസ്റ്റ് വെറുതെ പ്ലാസെൻറ്റയുടെ ഫംഗ്ഷൻ പറഞ്ഞാൽ പോരാ. വി ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. ഏതൊക്കെയാ? എൻഡോക്രൈൻ ഫംഗ്ഷനും ഉണ്ട്, നോൺ എൻഡോക്രൈൻ ഫംഗ്ഷനും ഉണ്ട്. എന്താ എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? പ്ലാസെൻറ്റ പല ഹോർമോണുകളെയും ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അതാണ് എൻഡോക്രൈൻ ഫംഗ്ഷൻ. പ്ലാസെൻറ്റയുടെ എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാസെൻറ്റ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ഹോർമോൺസ്. ഇനി പ്ലാസെൻറ്റയുടെ നോൺ എൻഡോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്, ഹോർമോൺ ഉണ്ടാക്കുക എന്നല്ലാത്ത ഫംഗ്ഷൻ ഉണ്ട്. അത് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. പ്ലാസെൻറ്റ ഏതൊക്കെ ഹോർമോൺ ഉണ്ടാക്കുന്നത്? അതാണ് എൻഡോക്രൈൻ ഫംഗ്ഷൻ, ഹോർമോൺ ഉണ്ടാക്കുക. വെരി ഗുഡ്. HCG, HPL, പിന്നെ കുറച്ച് ഈസ്ട്രോജൻ ഉണ്ടാക്കും, കുറച്ച് പ്രൊജസ്ട്രോജൻ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ക്ലാസ് കണ്ട ഫുൾ മാർക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഐ വിൽ കവർ എവറിത്തിങ്. ഈ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു 3 മണിക്കൂർ ക്ലാസ്, 3.5 മാക്സിമം 11 മണിക്കുള്ളിൽ ഞങ്ങൾ ഇവിടെ വിടും. 10:30-11 മണിക്കുള്ളിൽ ഞാൻ നിങ്ങൾ ഉറപ്പായിട്ടും വിടും. അതിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ, HCG, HPL, ഈസ്ട്രോജൻ, പ്രൊജസ്റ്റിറോൺ. എന്നാൽ നോൺ എൻഡോക്രൈൻ ഫംഗ്ഷൻ എന്താ? ഇറ്റ് പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ഫീറ്റസ്. അമ്മയിൽ നിന്ന് കുട്ടിക്ക് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസും പ്ലാസെൻറ്റ കൊടുക്കും. ആൻഡ് ഇറ്റ് റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വേസ്റ്റ് ഫ്രം ഫീറ്റസ്. ആ ഫീറ്റസിൽ നിന്ന്, ഗർഭസ്ഥ ശിശുവിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെയും മറ്റ് വേസ്റ്റിനെയും അമ്മയിലേക്ക് വലിച്ചെടുത്ത് വിടും. അമ്മയിൽ നിന്ന് ഓക്സിജനും ന്യൂട്രിയൻസും കുട്ടിക്ക് കൊടുക്കുകയും ചെയ്യും. സെറ്റാണോ? പിന്നെ എനിക്ക് ആ എജുപോർട്ട് നീറ്റ് ബാച്ചിലുള്ള കുട്ടികളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ നീറ്റ് ലെവലിൽ പഠിപ്പിച്ചു തന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും നിങ്ങൾ ബോർഡ് എക്സാമിന് കൊണ്ടുപോയിട്ട് എഴുതരുത്. ബോർഡ് എക്സാമിന് അതുകൊണ്ട് എഴുതരുത് കേട്ടോ. എജുപോർട്ട് നീറ്റ് ബാച്ചിൻ്റെ കുട്ടികളോട് ഞാൻ പ്രത്യേകം പറയുന്ന കാര്യമാണത്. ഞാൻ നീറ്റിന്, കാരണം നിങ്ങളെ ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ഇടുന്ന പലർക്കും NCERT നിലവാരം പോലും കറക്റ്റ് അറിയില്ല. ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തില്ല, ഉള്ളത് പറയാണ്. അപ്പോൾ ദയവേത് ഞാൻ നീറ്റിന് പഠിപ്പിച്ചെന്ന പോയിന്റുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ട് എഴുതരുത് കേട്ടോ. ഓക്കെ, നീറ്റിനാകുമ്പോൾ നമുക്കത് കോർട്ടിലെല്ലാം പോയിട്ട് ഇൻ കേസ് അവരടുത്ത് മിസ്റ്റേക്ക് ചെയ്താൽ കോർട്ട് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു കോപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ പഠിപ്പിച്ചത് മാത്രം ബോർഡിൻ്റെ ലെവൽ മാത്രം മതി കേട്ടോ. നിങ്ങൾ ആ റിലാക്സിൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നൗ ഒബ്സർവ് ദ ഗിവൺ ഫിഗർ A and B. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ഏതാടാ? A ഏതാ? വെരി ഗുഡ്, മോറുലയാണല്ലേ. A മോറുലയാണ്, B ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. വെരി ഗുഡ്. നോക്കൂ, മോറുല എന്ന് പറഞ്ഞാൽ എത്ര സെല്ലുള്ള സ്റ്റേജാടാ? എത്ര സെല്ലുള്ള സ്റ്റേജ്? ഉറക്കെ പറ. 8 മുതൽ 16 സെല്ലുള്ള സ്റ്റേജാണ്. ഏകദേശം 32 സെല്ല് വരുന്ന സ്റ്റേജാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഇനി ദ ഔട്ടർ ലെയർ ഈസ് ട്രോഫോബ്ലാസ്റ്റ് അല്ലേ? ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഔട്ടർ ലെയറിനെ എന്താ വിളിക്കുക? ട്രോഫോബ്ലാസ്റ്റ് എന്നാണ് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്നർ ഗ്രൂപ്പ് ഓഫ് സെൽസ് കോൾഡ്, ഇന്നർ സെല്ലിന് നമ്മൾ എന്താ വിളിക്കുക? ഇന്നർ സെൽ മാസ്. വെരി ഗുഡ്. ഈ ഉള്ളിലുള്ള ഈ ആളെ ഇന്നർ സെൽ മാസ് എന്നാണ് വിളിക്കല്ലേ. സോ വി ഹാവ് ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് വി ഹാവ് ഇന്നർ സെൽ മാസ്. ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് ഇന്നർ സെൽ മാസ്. വെരി ഗുഡ്. അടുത്ത ചോദ്യം നോക്ക്. ഡിഫൈൻ ഇംപ്ലാന്റേഷൻ. എന്താ ഇംപ്ലാന്റേഷൻ? ഒന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ഇംപ്ലാന്റേഷൻ? പെട്ടെന്ന് പറ. വാട്ട് ഈസ് ഇംപ്ലാന്റേഷൻ?
അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റിന് ട്രോഫോബ്ലാസ്റ്റ് ഉണ്ട് പുറത്ത്, ഉള്ളിൽ ഇന്നർ സെൽ മാസ് ഉണ്ട്. 8 മുതൽ 16 സെല്ലുള്ള സ്റ്റേജിനെ നമ്മൾ മോറുല എന്നാണ് വിളിക്കുക. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. വാട്ട് ഈസ് ഇംപ്ലാന്റേഷൻ? ഇറ്റ് ഈസ് ദ അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ടു ദ എൻഡോമെട്രിയം ഓഫ് യൂട്രസ്. യൂട്രസിന്റെ ഏറ്റവും ഉള്ളിലെ ലെയറിനെ വിളിക്കുന്ന പേരാണ് എൻഡോമെട്രിയം. ആ എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇംപ്ലാന്റേഷൻ എന്ന് പറയുക. വെരി ഗുഡ്. എന്നാൽ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ബ്ലാസ്റ്റോസിസ്റ്റിലും മോറുലയിലൊക്കെ ഉള്ള ഈ സെല്ലുകൾ ഉണ്ടല്ലോ, ഈ ഇൻഡിവിജ്വൽ സെല്ലുകൾ, ഇവന്മാരെ നമ്മൾ എന്താ വിളിക്കുക ശരിക്കും? ഈ സെല്ലുകൾ എന്താ വിളിക്കുക? ദ ഇൻഡിവിജ്വൽ സെൽസ്. നമ്മുടെ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകുന്ന ഇൻഡിവിജ്വൽ സെല്ലുകൾ എന്താ വിളിക്കുക? ഇൻഡിവിജ്വൽ സെല്ലുകളെ നമ്മൾ ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാ വിളിക്കുക. നോക്ക്, നമ്മൾ പറഞ്ഞു 8 to 16 സെല്ലുള്ള സ്റ്റേജ് ആ മോറുലാന്ന്. ആ സെല്ലുകളെ എന്താ വിളിക്കുക എന്ന് വെച്ചാൽ ഉത്തരം ദാറ്റ് ഈസ് ബ്ലാസ്റ്റോമിയർ. സെറ്റാണോടാ മക്കളെ? ബ്ലാസ്റ്റോമിയർ. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് ഫസ്റ്റ് മെൻസ്ട്രേഷൻ ദാറ്റ് ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി ഈസ് കോൾഡ്. ഫസ്റ്റ് മെൻസ്ട്രേഷൻ എന്താ വിളിക്കുക? വേഗം ആൻസർ പറ, വേഗം. ആദ്യത്തെ MS ഒക്കെ പോരട്ടെ പോരട്ടെ, പെട്ടെന്ന് പെട്ടെന്ന്. ഫസ്റ്റ് മെൻസ്ട്രേഷൻ മെനാർക്കേ. വെരി ഗുഡ്, മെനാർക്കേ. ഫസ്റ്റ് മെൻസ്ട്രേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെനാർക്കേ. എന്താണ്? മെനാർക്കേ. ഇനി ഒരു 50 വയസ്സൊക്കെ ആകുമ്പോൾ മെൻസ്ട്രേഷൻ നിൽക്കും. അതിനെന്താ വിളിക്കുക? മെൻസ്ട്രേഷൻ സ്റ്റോപ്സ് അറ്റ് അറൗണ്ട് ദ ഏജ് ഓഫ് 50 years. ദാറ്റ് ഈസ് കോൾഡ് മെനോപോസ് അല്ലേ? മെനാർക്കേ ഉണ്ട്, അതുപോലെ മെനോപോസ്, ലാസ്റ്റ് ആ മെൻസ്ട്രേഷൻ നിൽക്കുന്നത്. വാട്ട് ഈസ് ദ ആവറേജ് ഡ്യൂറേഷൻ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ? മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ആവറേജ് ഡ്യൂറേഷൻ എത്രയാ? 28 to 29 days അല്ലേ? ഇതാണ് ആവറേജ് ഡ്യൂറേഷൻ. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത ചോദ്യം. ഐഡന്റിഫൈ ദ ഫിഗർ ആൻഡ് ലേബൽ ദ പാർട്സ് ABC. ഈ ഭാഗങ്ങൾ മാർക്ക് ചെയ്യാനാണ് നമ്മളെ സ്പേമിൻ്റെ അല്ലേ? A എന്ന് പറയുന്ന ഭാഗം ഏതാ മക്കളെ? പെട്ടെന്ന് പറ. യെസ്, A ഈസ് അക്രോസും. എടാ നമ്മൾ പരമാവധി നിങ്ങൾ ലൈക്ക് ചെയ്യണേ, പരമാവധി ലൈക്ക് ചെയ്യണം നമ്മുടെ വീഡിയോ, നമ്മളെ ലൈവിൽ ലൈക്കൊന്നും കുറക്കല്ലേ നിങ്ങൾ. ഇന്നത്തെ ലൈവ് പ്ലീസ്, ഇവിടെ അവസാനത്തെ ലൈവ് അല്ലേ, നിങ്ങൾ ഒന്ന് എന്നെ ഒന്ന് ഉഷാറാക്കി വിട്ടെ. സോ ലുക്ക്, വാട്ട് ഈസ് ദിസ്? നിങ്ങൾ ആൻസർ പറഞ്ഞു അക്രോസോം അല്ലേ? അക്രോസോം. വെരി ഗുഡ്. ഈ B എന്ന് പറയുന്ന ഭാഗം ഏതാണ് ആക്ച്വലി? നമുക്ക് സ്പേമിന് ഹെഡ് ഉണ്ട്, പിന്നെ നെക്ക് ഉണ്ട് ഇവിടെ. ഇത് കഴിഞ്ഞാൽ ദിസ് പാർട്ട് ഈസ് കോൾഡ് മിഡിൽ പീസ്. യു ആർ റൈറ്റ്, മിഡിൽ പീസ്. മിഡിൽ പീസിൽ ധാരാളം മൈറ്റോകോൺട്രിയ ഉണ്ട് അല്ലേ? C ഏതാ മക്കളെ? C ടെയിൽ. നിങ്ങൾ ആൻസർ പറഞ്ഞു T. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മളെ സ്പേമിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെ? ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ. ഈ ചിത്രം തരിക കേട്ടോ. ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ. ഹെഡിൽ ന്യൂക്ലിയസ് ഉണ്ട്, ആൻഡ് ഹെഡിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അക്രോസോം ഉണ്ട് അല്ലേ? മിഡിൽ പീസിൽ മൈറ്റോകോൺട്രിയകളുണ്ട്. സ്പേമിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ട എനർജി കിട്ടുന്നത് ഈ മൈറ്റോകോൺട്രിയയിൽ നിന്നാണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് അക്രോസോം? അക്രോസോമിൻ്റെ ഫംഗ്ഷൻ എന്താ? ഈ അക്രോസോമിൽ ധാരാളം എൻസൈമുകളുണ്ട്. എന്താ ഉള്ളത്? എൻസൈം. അക്രോസോം കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് എൻസൈംസ് വിച്ച് ഹെൽപ്സ് ഇൻ ദ പെനട്രേഷൻ ഓഫ് ഓവം. ഓവത്തിലേക്ക് നമ്മുടെ സ്പേമിന് പെനട്രേറ്റ് ചെയ്ത് കയറി പോകണം, അതിനാണിത് സഹായിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഓവത്തിൻ്റെ സ്ട്രക്ചറുമായി ബേസ് ചെയ്ത് പലതവണ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ NCERT-യിലുള്ളൊരു പിക്ചർ വെച്ചിട്ടാണ് ചോദിക്കുക. അപ്പോൾ നമ്മുടെ ശരിക്കും ഓവുലേഷൻ നടന്ന് പുറത്തോട്ട് റിലീസ് ചെയ്യുന്ന ഓവം എന്ന് പറയുന്നത് ആക്ച്വലി സെക്കൻഡറി ഊസൈറ്റ് ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. സെക്കൻഡറി ഊസൈറ്റ് എന്ന് പറയുന്ന ആളെയാണ് ശരിക്ക് പുറത്തോട്ട് റിലീസ് ചെയ്യുക. അയാളെയും നമ്മൾ ഓവം എന്നാണ് വിളിക്കുക. നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് ഓവറിയിൽ നിന്ന് പുറത്തോട്ട് റിലീസ് ചെയ്യുന്ന ആളാരാണ്? ഉറക്കെ പറ. സെക്കൻഡറി യൂസൈറ്റ് ആണ്. പക്ഷെ അയാൾ നമ്മൾ ഓവം എന്ന് വിളിക്കും. ആ ഓവത്തിന് ചുറ്റും ഒരു ലെയർ ഉണ്ടാവുമല്ലോടാ, അതിൻ്റെ പേര് നിങ്ങൾക്ക് എന്താ അറിയോ? സോണ പെല്ലൂസിഡ. എന്താണ് കുട്ടികളെ? വെരി ഗുഡ്, സോണ പെല്ലൂസിഡ. ആ സോണ പെല്ലൂസിഡയിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിളിലെ ചില സെല്ലുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ആ സെല്ലുകളെ നമ്മൾ എന്താ വിളിക്കുക? ഉറക്കെ പറയോ. ആ സെല്ലുകൾ എന്താ വിളിക്കുക? സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റ. എന്താണ് കുട്ടികളെ? ഈ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽസ് ഓഫ് കൊറോണ റേഡിയേറ്റ അല്ലേ? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് സോണ പെല്ലൂസിഡ. സോണ പെല്ലൂസിഡ. അങ്ങനെ ഒരു ഓവം ഉണ്ട് അല്ലേ? ഈ സോണ പെല്ലൂസിഡയുടെയും ഓവത്തിൻ്റെയും ഇടയിലുള്ള ഈ സ്പേസിന് എന്താ മക്കളെ വിളിക്കുക? ദ സ്പേസ് ബിറ്റ്വീൻ സോണ പെല്ലൂസിഡ ആൻഡ് ഓവം. സോണ പെല്ലൂസിഡയുടെയും ഓവത്തിൻ്റെയും, ഇത് പലതവണ ചോദിച്ചിട്ടുള്ള, 2 തവണ ചോദിച്ചിട്ടുള്ള, നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും മിസ്സാവരുത്. അതുകൊണ്ടാണ്. വെരി ഗുഡ്. പെരിവിറ്റലൈൻ സ്പേസ് അല്ലേ? പെരിവിറ്റലൈൻ സ്പേസ് എന്നാണ് നമ്മൾ വിളിക്കുക. പെരിവിറ്റലൈൻ സ്പേസ്. ഒരു മാർക്ക് പോലും പോകരുതിച്ചിട്ടാണ് സാറ് ഇതെല്ലാം പറയുന്നത്. പെരിവിറ്റലൈൻ സ്പേസ്. വെരി ഗുഡ്. പെരിവിറ്റലൈൻ സ്പേസ്. നമ്മുടെ ലാസ്റ്റ് ലൈവ് അല്ലേ? ഇത് നിങ്ങൾക്ക് വെറുതെ ആവരുത്. യു ഷുഡ് ഗെറ്റ് ഫുൾ മാർക്ക് അല്ലേ? നിങ്ങൾക്ക് പരമാവധി കിട്ടും. ഞാൻ ഉൾപ്പെടുത്താൻ പറ്റുന്ന എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇൻ കേസ് 1 or 2 ഒക്കെ ചോദ്യത്തിന് അപ്പുറത്തേക്ക് വന്ന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇത്രയല്ലേ എനിക്ക് പറ്റുള്ളൂ. ഐ ആം ഡൂയിങ് മൈ മാക്സിമം. സത്യമായിട്ടും നമ്മൾ ലാസ്റ്റ് ലൈവാണ്, അതുകൊണ്ട് ഐ ഡിഡ് മൈ മാക്സിമം. എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും
ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ലുക്ക്, ദ മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോമിയേഴ്സ് ഈസ് കോൾഡ്. ആ ബ്ലാസ്റ്റോമിയറെ നമ്മൾ എന്താ വിളിക്കുക? ആ മൈറ്റോട്ടിക് ഡിവിഷൻ നമ്മൾ എന്താ വിളിക്കുക? മൈറ്റോട്ടിക് ഡിവിഷൻ എന്താ വിളിക്കുക? ക്ലീവേജ് അല്ലേ? ക്ലീവേജ് എന്നാണ് നമ്മൾ ആ മൈറ്റോസിസിനെ വിളിക്കുക. അങ്ങനെയാണ് നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റും മോറുലയും ഒക്കെ രൂപപ്പെടുന്നത്. ആ സെല്ലുകൾ നമ്മൾ ബ്ലാസ്റ്റോമിയർ എന്നാണ് വിളിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ സൈഗോട്ടിന് സംഭവിക്കുന്ന മൈറ്റോസിസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. വെരി ഗുഡ്. Okay, that's it. Now, write the function of following structure in human reproduction. What is the function of Leydig cell? നമ്മൾ മെയിൽസിൻ്റെ ടെസ്റ്റിസിൻ്റെ ഉള്ളിലുള്ള സെല്ലുകളാണ്. നമ്മുടെ ടെസ്റ്റിസിൻ്റെ ഉള്ളിലുള്ള സെല്ലുകളാണ് ഇതല്ലേ Leydig cells. അവരുടെ ഫംഗ്ഷൻ എന്താ? ദേ പ്രൊഡ്യൂസ് ആൻഡ്രോജൻ അല്ലേ? ആൻഡ്രോജൻ ഉണ്ടാക്കും. വെരി ഗുഡ്. മെയിലിൻ്റെ സെക്സ് ഹോർമോണായ ആൻഡ്രോജൻ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം? കോർപ്പസ് ലൂട്ടിയം എന്താടാ? ഇറ്റ് പ്രൊഡ്യൂസ് പ്രൊജസ്റ്റിറോൺ. ഇയാൾ പ്രൊജസ്റ്റിറോണിനെ ഉണ്ടാക്കും. സെറ്റേഷ് പവർ. അടിപൊളി, അടിപൊളി. അടുത്ത ചോദ്യം. നെയിം ദ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ പ്രസന്റ് ഇൻ സ്പേം ഹെഡ്. സ്പേമിന്റെ ഹെഡിലുള്ള ക്യാപ് ലൈക്ക് സ്ട്രക്ചർ ഓൾറെഡി പറഞ്ഞു. എന്താ? അക്രോസോം. റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഇറ്റ് ഹെൽപ്സ് ദ സ്പേം ടു പെനട്രേറ്റ് ഓവം അല്ലേ? ഓവത്തിന്റെ ഈ സോണ പെല്ലൂസിഡെയൊക്കെ മറികടന്ന് ഉള്ളിലേക്ക് കയറി പോവാൻ സഹായിക്കും. ഇറ്റ്സ് ഹെൽപ്പ് ദ സ്പേം ടു പെനട്രേറ്റ് ദ ഓവം. ഓവത്തിന്റെ ഉള്ളിലേക്ക് പെനട്രേഷൻ നടത്തുക, കയറി പോകാൻ വേണ്ടി സഹായിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് അക്രോസോമിന്റെ ഫംഗ്ഷൻ. സെറ്റല്ലേ? ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, സെക്സ് ഓഫ് എ ചൈൽഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫാദർ. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. നോക്കൂ, നമ്മുടെ കേസിൽ ഫാദറാണ് സെക്സ് തീരുമാനിക്കുന്നത്. ശരിക്കും ഈ ചാപ്റ്ററും അതുപോലത്തെ നമ്മുടെ പ്രിൻസിപ്പിൾസും കൂടി ചേർന്നുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടാണ് ഫാദറാണ് സെക്സ് തീരുമാനിക്കുന്നത് പറയുന്നത്? ബിക്കോസ് ഫീമെയിൽസ് ആർ XX, മെയിൽസ് ആർ XY അല്ലേ? ആൻഡ് ലുക്ക്, ഫീമെയിൽസ് ഗാമീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെ പോയാലും X ഉള്ള ഗാമീറ്റ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ബട്ട് മെയിൽ ഗാമീറ്റ് ഉണ്ടാക്കുമ്പോൾ X ഉള്ള ഗാമീറ്റ് പോസിബിൾ ആണ്, Y ഉള്ള ഗാമീറ്റും പോസിബിൾ ആണ്. മെയിലിൻ്റെ ഈ ഗാമീറ്റാണ് അമ്മയുടെ എക്സുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ കുട്ടി പെൺകുട്ടിയായിട്ട് മാറും. അച്ഛൻ്റെ Y ഗാമീറ്റാണ് എക്സുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ കുട്ടി ആൺകുട്ടിയായിട്ട് മാറും. അപ്പോൾ ഈ കാര്യം എഴുതിയതിനു ശേഷം സെൻറ്റൻസ് ആയിട്ട് എഴുതി വെക്കുക. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ സെക്സ് ഓഫ് ഓഫ് സ്പ്രിങ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ തന്ത, നോട്ട് അമ്മ അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും. സെറ്റല്ലേ മക്കളെ? വെരി ഗുഡ്, വെരി ഗുഡ്. ബിക്കോസ് വി ആർ ഹാവിങ് മെയിൽ ഹെറ്റിറോഗാമിറ്റി. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഹെറ്റിറോ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തം എന്നാണ്, ഹോമോ എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഉള്ളത് എന്നാണ്. നോക്കൂ, ഫീമെയിൽ എങ്ങനെ ഗാമീറ്റ് ഉണ്ടാക്കിയാലും ഒരൊറ്റ ടൈപ്പേ ഉണ്ടാക്കുള്ളൂ. നമ്മുടെ കേസിൽ അമ്മമാർ ഫീമെയിൽ ഹോമോഗാമിറ്റിക് ആണ്, ഒരൊറ്റ ടൈപ്പ് ഗാമീറ്റ് ഉണ്ടാക്കുള്ളൂ. ബട്ട് അവർ തന്താസ്, അവർ അച്ഛൻസ്, അവന്മാരൊന്നും പറയരുതല്ലേ? ഓക്കെ, മെയിൽസ് നമുക്ക് അങ്ങനെ പറയാം. മെയിൽസ് പ്രൊഡ്യൂസ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മെയിൽ ഹെറ്റിറോ. അച്ഛന്മാർ കേൾക്കണ്ട, എൻ്റെ ലൈവൊക്കെ നിങ്ങൾ ഉറക്കട്ടെ കേൾക്കുന്നത്. ഈ നാറി എന്തായി പറയുന്നത്? ഇവൻ സാർ തന്നെയാണത്. അവന്മാരെന്നൊക്കെ തന്തമാരെ വിളിക്കുന്നു. ഓക്കെ, ഞാൻ തമാശ പറഞ്ഞതാണ്. ഓക്കെ, ബെഗിങ് യുവർ പാഡൻ. ഓക്കെ, സോ ലുക്ക് ഗൈസ്, ശ്രദ്ധിക്കുക. സോ മെയിൽ പ്രൊഡ്യൂസ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ്. സോ നമുക്ക് പറയാം മെയിൽ ഹെറ്റിറോഗാമിറ്റി എന്ന് പറയാം അല്ലേ? നമ്മൾ മനുഷ്യന്മാർക്ക് മെയിൽ ഹെറ്റിറോഗാമിറ്റി ആണ് ഉള്ളത് എന്ന് പറയാം അല്ലേ? ആരൊരാൾ എന്നെ തെറിയെല്ലാം വിളിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ശരി. എനി ബിലീവ് ഇറ്റ്. ഞാൻ ഇടയ്ക്കൊന്ന് തമാശയൊക്കെ പറയണല്ലോ. പരീക്ഷയുടെ തലേന്നത്തെ ലൈവ് വായിച്ചിട്ട് നമ്മളിങ്ങനെ ഫുൾ ആകെ ബേജാറായി. അയ്യോ, നാളത്തെ പരീക്ഷ എന്താവും, അയ്യോ. ഇങ്ങനെ പേടിച്ചൊന്നും ഇരിക്കണ്ട. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് മാക്സിമം ചെയ്യാനുള്ളത് എന്താ? ഇന്നത്തെ ലൈവ് കാണുക, പഠിക്കുക. ഇനിയിപ്പോൾ ആകാശം ഇടിച്ച് മറിച്ചിടാൻ പറ്റുമോ നിങ്ങൾക്ക്? നാളത്തെ ചോദ്യപേപ്പർ പോയി ചോർത്താൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം യു ആർ ഡൂയിങ്. നിങ്ങൾ വെറുതെ ഇങ്ങനെ ബേജാറാവേണ്ട. പരീക്ഷ കഴിഞ്ഞിട്ടില്ലല്ലോ, വെറുതെ ബേജാറ്. അയ്യോ എന്തുണ്ടാവും. ഒരു കാര്യമില്ല, ഒരു ഉപകാരം ഇല്ലാത്തൊരു പേടിയാണത്. വെറുതെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി പിശാച് ഉണ്ടാക്കുന്ന പേടിയും ഡിസ്ട്രസ്സും ആണത്. ഓക്കെ, ഇനി വെറുതെ ഇതിൻ്റെ അടിയിൽ പോയിട്ടോ, സാറേ പെട്ടെന്ന് ക്ലാസ് കൊടുക്കും. വേണ്ടടാ, യു ഗോ വിത്ത് റിലാക്സ്ഡ് മൈൻഡ്. ഗൈസ്, കഴിഞ്ഞ 3 ദിവസമായിട്ട് യു ആർ സ്റ്റഡിയിങ്. ഓൾ ദ വേ യു വർ സ്റ്റഡിയിങ് അല്ലേ? നിങ്ങൾ അറ്റ്ലീസ്റ്റ് യു ആർ വാച്ചിങ് അവർ വീഡിയോസ്, അവർ ലൈവ്സ്, എവറിഥിങ്. എനിക്കറിയാം, ഞാൻ യൂട്യൂബ് നോക്കുമ്പോൾ 40,000 വ്യൂവേഴ്സ്, 50,000 വ്യൂസ് ഓരോ ലൈവിനും. ലൈവ് വ്യൂസ് ഇല്ലെങ്കിലും ഒന്നുണ്ട്. അതിൻ്റെ അർത്ഥങ്ങൾ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ട് എന്നാണ്. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. യു നോ എവറിഥിങ് റൈറ്റ് നൗ. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നോ ഡിസ്ട്രസ്. നിങ്ങൾ ഏറ്റവും കൂളായിട്ട് എഴുതാൻ പോകുന്ന പരീക്ഷ ആയിരിക്കണം നാളത്തെ ബയോളജി എക്സാം. ബിലീവ് മീ പ്ലീസ്. വെറുതെ ഡിസ്ട്രസ് ആവണ്ട. ഓക്കെ, കം ഹിയർ. ഇടയ്ക്ക് ഒരു തമാശ ഒക്കെ പറയാം. Now look, identify the 2 types of cells lined on the inside of seminiferous tubule and distinguish their function. നോക്കട്ടെ, നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിൽ കാണുന്ന 2 ടൈപ്പ് സെല്ല്. നമ്മുടെ ടെസ്റ്റീസിൻ്റെ ഉള്ളിലുള്ള ഒരു ട്യൂബാണ് സെമിനിഫറസ് ട്യൂബ്യൂള്. ആ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിൽ 2 തരം സെല്ലാണ് ഉള്ളത്. ഒന്ന് സ്പെർമാറ്റോഗോണിയം എന്ന് പറയുന്ന സെല്ലും 2 സെർട്ടോളി സെല്ലുകൾ എന്നറിയപ്പെടുന്ന വലിയ സെല്ലുകളുമാണ്. ഓക്കെ, ഈ സെർട്ടോളി സെല്ലിൻ്റെ ഫംഗ്ഷൻ എന്താ? സെർട്ടോളി സെല്ലിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ ഇറ്റ് പ്രൊവൈഡ് നറിഷ്മെൻറ്റ്. നോക്കിട്ടോ, നറിഷ്മെൻറ്റ് ടു ഡെവലപ്പ്
ഡെവലപ്പിംഗ് സ്പേംസ്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്പേമുകൾക്ക് വേണ്ട നറിഷ്മെൻറ്റ്, ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സെർട്ടോളി സെല്ലിൻ്റെ ഒരു ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മുടെ സ്പേമാറ്റോജെനിസിസിൻ്റെ അവസാനത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് സ്പേമിയോജെനസിസ്. എന്താണ്? സ്പേമിയോജെനസിസ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ സ്പേമിയോജെനസിസ്. ഇയാൾ സ്പേമിയോജെനസിസിന് സഹായിക്കുകയും ചെയ്യും. രണ്ട് ഫംഗ്ഷനാണ് ഇയാൾക്കുള്ളത്. നൗ വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് ദീസ് സെൽസ്? ദീസ് ആർ കോൾഡ് സ്പേമാറ്റോഗോണിയം. എന്താ വിളിക്കുക? സ്പേമാറ്റോഗോണിയം. ഇയാളുടെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് അണ്ടർഗോ മിയോസിസ് ടു ഫോം സ്പേം. സ്പേം ഉണ്ടാവാൻ വേണ്ടി മിയോസിസ് നടത്തുന്നത് ഇയാളാണ്. സോ സ്പേമാറ്റോഗോണിയം അണ്ടർഗോ മിയോസിസ് ടു പ്രൊഡ്യൂസ് സ്പേം. സ്പേമാറ്റോഗോണിയം അണ്ടർഗോ മിയോസിസ് ടു പ്രൊഡ്യൂസ് സ്പേം അല്ലേ? സെർട്ടോളീസിലെ രണ്ട് ഫംഗ്ഷൻ, ഇറ്റ് പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ദ ഡെവലപ്പിംഗ് സ്പേം. രണ്ട്, ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ സ്പേമിയോജെനസിസ്. ശരിയല്ലേ കുട്ടികളെ? സെറ്റാണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോകാം. സെറ്റല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? റെഡി അല്ലേ? വെരി ഗുഡ്. അടുത്തത്, ഹൗ മെനി സ്പെർമാറ്റോസോവ ആൻഡ് ഓവ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം 25 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആൻഡ് 25 പ്രൈമറി oocytes റെസ്പെക്റ്റീവ്ലി. എടാ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിന് ഇപ്രാവശ്യത്തെ വെയിറ്റേജ് വെറും 3-4 മാർക്കേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യം എന്താ വെച്ചാൽ സ്പെർമാറ്റോജെനിസിസിനെ പറ്റിയിട്ടാണ്. ബിലീവ് മീ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാലോ. സ്പെർമാറ്റോജെനിസിസിൽ എന്താ സംഭവിക്കുക? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റോഗോണിയം നമ്മുടെ ടെസ്റ്റിസിലുണ്ട്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ഈ കാണിച്ചത്. ഈ സ്പെർമാറ്റോഗോണിയത്തിന് ആദ്യം കുറച്ച് മൈറ്റോസിസ് നടക്കും കേട്ടോ. കുറേ മൈറ്റോസിസ് നടന്ന് ഇവരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും അല്ലേ? അപ്പോൾ ആദ്യം ഇതാണ് സംഭവിക്കുക, ഇവർക്ക് മൈറ്റോസിസ് നടന്ന് എണ്ണം ഭയങ്കരമായിട്ട് കൂടും. അതിനുശേഷം അസലെക്സ് ആർ വരില്ല കേട്ടോ. അതിനുശേഷം എന്താ സംഭവിക്കുക? ഈ ചില സ്പെർമാറ്റോഗോണിയങ്ങളുടെ സൈസ് കൂടും. ദെൻ ദേ ആർ കോൾഡ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് അല്ലേ? അപ്പോൾ നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ്. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് മിയോസിസ് 1 നടക്കും. മിയോസിസ് 1 നടക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 ഒരേപോലെയുള്ള സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റുകൾ കിട്ടും അല്ലേ? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റുകൾ കിട്ടും. ഇയാൾ ഡിപ്ലോയിഡ് അല്ലേ? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഡിപ്ലോയിഡ് ആണ് കേട്ടോ. ഡിവിഷൻ നടന്നിട്ടില്ലല്ലോ. ഡിവിഷൻ നടന്നിട്ടുണ്ടായത് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആണ്. അയാൾ ഹാപ്ലോയിഡ് ആണ്. ഇനി ഈ 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റുകൾക്കും മിയോസിസ് 2 നടക്കും. ഇതാണ് നിങ്ങളുടെ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. അയാൾ ഹാപ്ലോയിഡ് തന്നെയാണ്. അയാൾക്ക് ഇനി അടുത്ത സ്റ്റെപ്പിൽ മിയോസിസ് 2 നടക്കും. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് എന്താ കിട്ടുക? 4 ഒരേപോലെയുള്ള ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റിഡ്സ് കിട്ടും അല്ലേ? സ്പെർമാറ്റിഡ്സ് കേട്ടോ, സ്പെർമാറ്റിഡ്സ് കിട്ടും. ഇവർ ഹാപ്ലോയിഡ് ആണല്ലോ. അതെ, ആ സ്പെർമാറ്റിഡുകളെല്ലാം ഇനി പിന്നീട് എന്തായിട്ട് മാറും? സ്പേം എന്ന് പറയുന്ന ഈ രൂപത്തിലേക്ക് മാറും അല്ലേ? ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ്, ഈ സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഉറക്കെ പറ. ഈ സ്റ്റെപ്പിനെയാണ് എന്ത് വിളിച്ചത്? സ്പേമിയോജെനസിസ് എന്ന് വിളിച്ചത്. എന്താണ് സ്പേമിയോജെനസിസ് എന്ന് വിളിച്ചത്? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 4 സ്പേം കിട്ടും. അപ്പോൾ 25 പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 25 സ്പേം കിട്ടും. വെരി ഗുഡ്. അടുത്ത ചോദ്യം നോക്ക്. ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്ന് എത്ര ഓവമാണ് കിട്ടുക? എത്ര ഓവാണ് കുട്ടികളെ കിട്ടുക? ഒന്ന് പറയാൻ പറ്റുമോ? നോക്ക്. ദിസ് ഈസ് യുവർ ഊഗോണിയം. നിങ്ങളുടെ എംബ്രിയോണിക് ലൈഫിൽ ഈ ഊഗോണിയത്തിന് കുറച്ചൊക്കെ മൈറ്റോസിസ് നടക്കും കേട്ടോ. അത് ഓൺലി ഇൻ എംബ്രിയോണിക് ലൈഫിലേ നടക്കുകയുള്ളൂ. എന്നതിന് ശേഷം, ഈ മൈറ്റോസിസ് നടന്ന ശേഷം, ഇത് എംബ്രിയോണിക് ലൈഫിലാണ്, ജനിച്ചതിന് ശേഷമല്ല. നോക്കൂ, ഈ ഊഗോണിയങ്ങളെല്ലാം മിയോസിസ് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അവർ ജസ്റ്റ് എൻ്റർ ദ പ്രോഫേസ് ഓഫ് മിയോസിസിലേക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യുള്ളൂ അല്ലേ? ദെൻ ദേ ആർ കോൾഡ് പ്രൈമറി ഊസൈറ്റ് അല്ലേ? പ്രൈമറി ഊസൈറ്റ് ഡിപ്ലോയിഡ് ആണ്, ഒരു കുഴപ്പമില്ല, ഡിപ്ലോയിഡ് ആണ്. ഈ പ്രൈമറി ഊസൈറ്റിന് എപ്പോഴാണ് മക്കളെ മിയോസിസ് 1 കംപ്ലീറ്റ് ആവുക? പ്യൂബർട്ടിക്ക് ശേഷം. നിങ്ങൾക്ക് പ്രായപൂർത്തിയായ ശേഷമേ മിയോസിസ് 1 കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു വലിയ സെക്കൻഡറി ഊസൈറ്റും കിട്ടും, ഒരു ഫസ്റ്റ് പോളാർ ബോഡിയും കിട്ടും, ഒരു ചെറിയ ഫസ്റ്റ് പോളാർ ബോഡിയും കിട്ടും. ശരിയാണോ? യെസ് ഓർ നോ?
അല്ലേ മക്കളെ? എന്നിട്ട് എന്താ സംഭവിക്കുക? ഒരു അൺഈക്വൽ ഡിവിഷൻ ആണിത് അല്ലേ? ഈ സെക്കൻഡറി യൂസൈറ്റിന് പിന്നെ മിയോസിസ് 2 നടക്കും. അപ്പോൾ നോക്കൂ, ഇത് ഹാപ്ലോയിഡ് ആണ്, ഇത് ഹാപ്ലോയിഡാ. പ്രൈമറി ഊസൈറ്റ് ഡിപ്ലോയിഡ് ആയിരുന്നു, കാരണം ഊഗോണിയൻ ഡിവിഷൻ നടന്നിട്ടില്ല. ഡിവിഷൻ നടന്നിട്ടായ സെക്കൻഡറി യൂസൈറ്റ് ഹാപ്ലോയിഡ് ആണ്. അയാൾക്ക് മിയോസിസ് 2 നടക്കും. എഗെയിൻ ഒരു ചെറിയ സെക്കൻഡ് പോളാർ ബോഡിയും കിട്ടും, ഒരു മെച്യൂർ ആയിട്ടുള്ള ഓവവും കിട്ടും. ശരിയാണോ? ഹാപ്ലോയിഡ് ഓവം. സോ ദാറ്റ് ഈസ് 1 പ്രൈമറി ഊസൈറ്റിൽ നിന്ന് ഒരൊറ്റ ഓവമേ കിട്ടുന്നുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ 25 പ്രൈമറി യൂസൈറ്റിൽ നിന്ന് 25 ഓവം മാത്രമേ കിട്ടുകയുള്ളൂ. ക്ലിയർ അല്ലടാ മക്കളെ? ക്ലിയർ അല്ലേ മക്കളെ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്ക്വിഷ്. ഞാൻ അടുത്ത ചോദ്യം ഞാൻ മനസ്സിൽ ഇങ്ങനെ കരുതിയത് ഈ ഒരു പോയിന്റ് ആയിരുന്നു. ഇനി നിങ്ങൾക്ക് അടുത്തത് പറഞ്ഞു തരണമെന്ന്. എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമിയോജനസിസ് ആൻഡ് സ്പെർമിയേഷൻ? സ്പെർമിയോജനസിസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു. നൗ വാട്ട് ഈസ് സ്പെർമിയേഷൻ? സ്പെർമിയോജനസിസ് നിങ്ങൾക്കറിയാം, ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സ്പെർമാറ്റോജനസിസ്. നൗ വാട്ട് ഈസ് സ്പെർമിയേഷൻ? ഉറക്കെ പറ, വാട്ട് ഈസ് സ്പെർമിയേഷൻ? ആൻസർ അത് തന്നെ. ഓക്കെ, വാട്ട് ഈസ് സ്പെർമിയേഷൻ? ഇതിന് ഉത്തരം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? 25 നിന്ന് 100 സ്പേം കിട്ടും. 25 പ്രൈമറി യൂസൈറ്റിൽ നിന്ന് വെറും 25 ഓവേ കിട്ടുള്ളൂ. അതല്ല, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് സ്പെർമിയേഷൻ? എൻ്റെ കൂടെ ഉറക്കെ പറ, റിലീസ് ഓഫ് സ്പേം ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾ. നോക്കടാ, ഫ്രം പുറത്തേക്ക്, നിങ്ങളുടെ പിനസിൽ നിന്ന് പുറത്തോട്ട് വരുന്നതിനല്ല മക്കളെ, അതിന് ഇജാക്കുലേഷൻ എന്നാ പറയുക. അതല്ല, ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾ. നമ്മുടെ ടെസ്റ്റിസിൻ്റെ ഉള്ളിലുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾ ഇതാണ്ടോ, ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഈ ട്യൂബുകളിലല്ലേ സ്പേം ഉണ്ടാവുക. ആ ട്യൂബുകളിൽ നിന്ന് ആക്സസറി ഡക്റ്റുകളിലേക്ക് റിലീസ് ആവുക. റിലീസ് ഓഫ് സ്പേം ഔട്ട് ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ, അങ്ങനെ തന്നെ പറയണം. റിലീസ് ഓഫ് സ്പേം ഔട്ട് ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾ ഈസ് കോൾഡ് സ്പെർമിയേഷൻ. വെരി ഗുഡ്. നൗ ദ യൂട്രസ് ഹാസ് 3 layers. ഓക്കെ, നെയിം ദ 3 layers ഓഫ് യൂട്രൈൻ വാൾ. യൂട്രസിൻ്റെ വാളിലുള്ള 3 ലെയർ. ഏറ്റവും ഉള്ളിലുള്ള ഗ്ലാൻഡുലാർ ലെയർ ഉണ്ട്, അത് കഴിഞ്ഞാൽ ഒരു മിഡിൽ മസിൽ ലെയർ ഉണ്ട്, ഏറ്റവും പുറമേയുള്ള ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ലെയർ. ഇങ്ങനെ 3 ലെയറാണുള്ളത്. ഏറ്റവും ഉള്ളിലെ ഗ്ലാൻഡുലാർ ലെയർ വിച്ച് അണ്ടർഗോ സൈക്ലിക്കൽ ചേഞ്ച് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ. മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഇങ്ങനെ നശിക്കാണ്ടാവുക, അതൊരു ഗ്ലാൻഡുലാർ ലെയർ. ഏതാ? വെരി ഗുഡ്, എൻഡോമെട്രിയം. ഏറ്റവും യൂട്രസിൻ്റെ ഗർഭപാത്രത്തിൻ്റെ ഏറ്റവും ഉള്ളിൽ എൻഡോമെട്രിയാണ്. അത് കഴിഞ്ഞാൽ ഏതാ? മയോമെട്രിയം അല്ലേ, നടുവിലുള്ള മസിൽ ലെയർ. ഏറ്റവും പുറത്ത് ഏതാ കുട്ടികളെ? പെരിമെട്രിയം. നിങ്ങൾ വേണമെങ്കിൽ EMP എന്നൊക്കെ പഠിച്ചോ, നിങ്ങൾ +1 പഠിച്ചില്ലേ EMP പാത്വേ അല്ലേ? EMP പാത്വേ +1 പഠിച്ചില്ല, അതേപോലെ പഠിച്ചത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കേട്ടോ. EMP, എൻഡോമെട്രിയം, മയോമെട്രിയം, പെരി എന്ന് പറഞ്ഞാൽ പുറത്ത് എന്നാണ് അർത്ഥം. പെരി എന്ന് പറഞ്ഞാൽ പുറത്ത്, എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ്. ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ മസിൽ ലെയർ, മയോമെട്രിയം. സെറ്റ് അല്ലേ? വെരി ഗുഡ്. ഇനി ഗ്ലാൻഡുലാർ ലെയർ ഏതാ വെച്ചാൽ നമുക്ക് പറയാമല്ലോ, അതേ, ദാറ്റ് ഈസ് എൻഡോമെട്രിയം. ഇനി കൺട്രാക്ഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ലെയർ ഏതാ? മയോമെട്രിയം അല്ലേ? കൺട്രാക്ഷൻ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് മയോമെട്രിയം. നോ, ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് ഓവിഡക്റ്റ് ഫ്രം ബിലോ ഡിസ്ക്രിപ്ഷൻ. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഓഫ് ഓവിഡക്റ്റ് ദാറ്റ് ഹെൽപ്സ് ഇൻ കളക്ഷൻ ഓഫ് ഓം ആഫ്റ്റർ ഓവുലേഷൻ. നമുക്കറിയാം, നമ്മുടെ ഓവിഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഫസ്റ്റ് ഭാഗം അല്ലേ, നോക്കൂ, ഇത് യൂട്രസ് ആണെങ്കിൽ ഇതേണ്ടേ ഇങ്ങനെയാണ്. സോ യു ക്യാൻ സീ, ഇതൊരു ഫണൽ ഷേപ്പ്ഡ് പാർട്ടാണ്. ഈ ഫണൽ ഷേപ്പ്ഡ് പാർട്ടിനെ നമ്മൾ എന്താ വിളിക്കുക? ഇൻഫണ്ടിബുലം എന്നല്ലേ വിളിക്കുക? ഇൻഫണ്ടിബുലം എന്നാ വിളിക്കുക. ആ ഇൻഫണ്ടിബുലത്തിലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. ഈ പ്രൊജക്ഷൻസിൻ്റെ പേര് എന്താടാ? ഫിംബ്രിയേ അല്ലേ? ഫിംബ്രിയ സിംഗുലർ, അതിൻ്റെ പ്ലൂരല ഫിംബ്രിയെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്ത് നോക്കിട്ടോ, ദ പാർട്ട് ഓഫ് ഓവിഡക്റ്റ് വിത്ത് എ നാരോ ല്യൂമൻ ദാറ്റ് ജോയിൻ ദ യൂട്രസ്. യൂട്രസിനോട് ജോയിൻ ചെയ്യുന്ന, ഇവിടെയാണ് യൂട്രസിനോട് ജോയിൻ ചെയ്യുന്ന ഏറ്റവും നാരോ ആയിട്ടുള്ള ഭാഗം ഏതാടാ? ഇസ്തമസ് അല്ലേ? ഇസ്തമസ്. വെരി ഗുഡ്. നൗ ദ ഫണൽ ഷേപ്പ്ഡ് പാർട്ട് വിച്ച് ഈസ് ക്ലോസർ ടു ഓവറി, അത് നമ്മൾ പറഞ്ഞു ഇൻഫണ്ടിബുലം. എവിടെയാണ് ഓവറി ഉണ്ടാവുക? ഇൻഫണ്ടിബുലം. സെറ്റാണോ? ഇവിടെയല്ലേ ഫെർട്ടിലൈസേഷൻ നടക്കുക? ദിസ് ഈസ് കോൾഡ് ആംബ്യുല്ല. അപ്പോൾ ഇൻഫണ്ടിബുലം, ആംബ്യുല്ല, ഇസ്തമസ്. ഇൻഫണ്ടിബുലത്തിൽ എന്തിട്ട്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്, എന്താ വിളിക്കുക? ഫിംബ്രിയ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. തീരാൻ പോകും. ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ദിസ് ചാപ്റ്റർ ഈസ് അബൌട്ട് ടു എൻഡ്. നോക്കടാ, ഫസ്റ്റ് മന്തിൽ എന്താ ഉണ്ടാവുക? തീർന്നു. ഫസ്റ്റ് മന്തിൽ എന്താ? ഹാർഡ് സൗണ്ട് നോട്ടീസ്ഡ് ത്രൂ സ്റ്റെതസ്കോപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. ശരിക്കും 6ാം മാസമൊക്കെ ആയാലേ ഹാർഡ് സൗണ്ട് കേൾക്കുള്ളൂ. പക്ഷെ നിങ്ങൾ NCERT പറയാണ് ആദ്യത്തെ മാസം ഹാർഡ് സൗണ്ട് കേൾക്കുന്നു. കുട്ടിയുടെ ഹാർട്ട് ഫോം ചെയ്യും, ഹാർഡ് സൗണ്ട് കേൾക്കുന്നു. അപ്പം നിങ്ങൾ അങ്ങനെ പഠിച്ചോ. യാഥാർത്ഥ്യമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ കരുതും, നിങ്ങൾ ഇനി കുറേ കഴിഞ്ഞ് പെണ്ണെല്ലാം കെട്ടിയിട്ട് കുട്ടികളെ വൈഫെല്ലാം പ്രഗ്നൻ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ കരുതും, ദൈവമേ 1ാം മാസം എൻ്റെ കുട്ടീൻ്റെ ഹാർഡ് സൗണ്ട് കേൾക്കാത്ത എൻ്റെ കുട്ടി സെത്ത് പോയി എന്നൊന്നും കരുതണ്ട. 1ാം മാസം ഒന്നും കേൾക്കൂല സ്റ്റെതസ്കോപ്പിലൂടെ കേട്ടോ. ഓക്കെ, സോ എനിവേ ഫസ്റ്റ് മന്ത് ഹാർഡ് സൗണ്ട് ത്രൂ സ്റ്റെതസ്കോപ്പ്. സെക്കൻഡ് മന്ത്
രണ്ടാം മാസം എന്താ ഉണ്ടാവുക കുട്ടികളെ? വേഗം പറ. ലിംസ് ആൻഡ് ഡിജിറ്റ് ഫോം ചെയ്യല്ലേ? ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ഫോം ചെയ്യും. ഇനി 5th മന്തിൽ എന്താ ഉണ്ടാവുക? ഫസ്റ്റ് മൂവ്മെൻറ്റും അപ്പിയറൻസ് ഓഫ് ഹെയർ ഓൺ ഹെഡ്, തലയിൽ ഹെയർ വരും, ഫസ്റ്റ് മൂവ്മെൻറ്റ്, കുട്ടി മൂവ് ചെയ്യാനും തുടങ്ങും അല്ലേ? ഇനി 6ാം മാസം ഞാൻ കരുതും എൻ്റെ കുട്ടി പെരുമനം പോറ്റി ആയേന്നൊക്കെ കരുതും അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. അനക്കല്ല കുട്ടിക്ക് ജീവനുണ്ട്. അപ്പം എന്താ സംഭവിച്ചു കരുതും നമ്മൾ. ഇത് അങ്ങനെ പരീക്ഷയ്ക്ക് അങ്ങനെയാണ് പഠിക്കുക. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. ഇനി അടുത്ത 6th മന്തിൽ എന്താ ഉണ്ടാവുക? ഐലിഡ് സെപ്പറേറ്റ്, കണ്ണിങ്ങനെ അടച്ചിട്ടായിരിക്കുക, കണ്ണ് തുറക്കും. ഐലിഡ് സെപ്പറേറ്റ് ആൻഡ് ഐലാഷസ് ആർ ഫോംഡ്. കണ്ണിൻ്റെ പീലികളെല്ലാം ഉണ്ടാവും, ഈ മനോഹരമായ പീലികൾ ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ടാവും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ LH and FSH play significant role in spermatogenesis. Write the function of LH and FSH in spermatogenesis. സ്പെർമാറ്റോജെനിസിസിൽ LH എന്താ ചെയ്യുക? നമുക്കറിയാം, നമ്മുടെ ഹൈപ്പോതലാമസ് നോക്കൂ, നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്ന് പ്യൂബർട്ടി എത്തുമ്പോൾ GnRH എന്ന് പറയുന്ന ഹോർമോൺ വരും. ഈ GnRH ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ പോയിട്ട് ആക്ട് ചെയ്യും. നമ്മൾ പഠിച്ച കാര്യമാണ്. നമുക്ക് എന്തുകൊണ്ടാണ് സ്പെർമാറ്റോജെനിസിസ് പ്യൂബർട്ടി എത്തുമ്പോൾ തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ, പ്യൂബർട്ടി എത്തുമ്പോൾ ഹൈപ്പോതലാമസിൽ നിന്ന് GnRH വരികയും GnRH ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി FSHനെയും ഉണ്ടാക്കും, LHനെയും ഉണ്ടാക്കും. LH എന്നതാ ചെയ്യുക? LH ആക്ട് ഓൺ ദ ലേഡിക് സെൽ, ടെസ്റ്റിസിലെ ലേഡിക് സെല്ലിൽ പോയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ലേഡിക് സെൽ എന്തിനുണ്ടാക്കൂടാ മക്കളെ? ആൻഡ്രോജൻ ഉണ്ടാക്കും. ആൻഡ്രോജനോ? ഇറ്റ് സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജെനസിസ്. സ്പെർമാറ്റോജെനസിസിനെ ആൻഡ്രോജൻ സ്റ്റിമുലേറ്റ് ചെയ്യും. സെറ്റേഷ് അല്ലേ? പവർ അല്ലേ? ഇനി വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് FSH? FSH ആക്ട് ഓൺ ദ സെർട്ടോളി സെൽ. FSH സെർട്ടോളി സെല്ലിൽ പോയി ആക്ട് ചെയ്യും. അപ്പോഴോ സെർട്ടോളി സെൽ പ്രൊഡ്യൂസ് ഫാക്ടേഴ്സ് നീഡഡ് ഫോർ സ്പെർമിയോജെനസിസ്. ആ ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, ആ സ്പെർമിയോജെനസിസ് നടക്കാനുള്ള ഫാക്ടറുകളെ സെർട്ടോളി സെൽ ഉണ്ടാക്കും. ഈ പോയിന്റ്സ് എല്ലാം റെഡിയാണോ? റെഡിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേടാ മക്കളെ പ്ലീസ്. നല്ല ദാഹമുണ്ട്, നോമ്പ് പോയിട്ട് നോമ്പ് തുറന്ന പാട് വന്നതാ. ഓക്കെ, സെറ്റല്ലേ? ക്ലിയർ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. തീർന്നു. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക്. അടുത്ത ചാപ്റ്റർ എത്തിയില്ലേ? ദൈവമേ, എവിടെ അടുത്ത ചാപ്റ്റർ? 1 സെക്കൻഡ്, ആരും തെറ്റിപ്പോകരുത്. ഇപ്പോൾ ശരിയാക്കി തരും. ഓക്കെ, യെസ് എത്തി. ഒരു 3 ചോദ്യം കൂടി കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്റർ എത്തി. പലതും നമ്മൾ ഡിസ്കസ് ചെയ്താണ്, പേടിക്കണ്ട. ബേജാർക്ക ബാത്ത് നഹി, അടുത്ത ചാപ്റ്റർ എത്തിയിട്ടുണ്ട്. ഞാൻ നോക്കി എൻ്റെ ദൈവമേ തീരാത്തത്. ഞാൻ കറക്റ്റ് സമയം ഞങ്ങളോട് പറഞ്ഞിട്ട് 11 മണിക്കുള്ളിൽ 10-11 മണിക്കുള്ളിൽ ഞങ്ങൾ വിട്ടിരിക്കും കേട്ടോ. പേടിക്കണ്ട, എല്ലാം ഡിസ്കസും ചെയ്യും. സോ ലുക്ക്, ഈ സ്ട്രക്ചർ നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. വാട്ട് ഈസ് ദിസ്? ഇതെന്താ? ടെസ്റ്റിസ് ആണ്, നമുക്കറിയാം. ടെസ്റ്റിസിൽ നിന്ന് ഇവിടേക്കുള്ള എല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാലും ഇപ്പോൾ നമുക്ക് ചോദ്യം ചോദിച്ചാൽ PYQവിൽ ഉള്ളത് അതേപോലെ നോക്കാം. ഇതെന്താ മക്കളെ? ഈ ഭാഗത്തിൻ്റെ പേരെന്താ? എപ്പിഡിഡൈമിസ്. വാസ് ഡിഫറൻസോ? ഇതോ? ഇത് കറക്റ്റ് വ്യക്തമല്ലേ? അവരിപ്പോൾ ഏതാ മാർക്ക് ചെയ്തുള്ളതെന്ന്. ഈ ഒരു ഭാഗം ആക്ച്വലി എപ്പിഡിഡൈമിസ് ആണ്. നിങ്ങളോട് പരീക്ഷ കറക്റ്റ് അവർ മാർക്ക് ചെയ്യാൻ വേണ്ടി തരും. ഇവിടെ എപ്പിഡിഡൈമിസ് ആണ്, അതാണെങ്കിൽ. ഇനി ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ നമുക്കുള്ളതാണ് നിങ്ങൾ പറഞ്ഞ വാസ എഫറൻഷ്യ. പിന്നെ ഈ ഒരു ഭാഗത്താണ് റെറ്റേ ടെസ്റ്റിസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് റെറ്റേ ടെസ്റ്റിസിൽ നിന്ന് ആദ്യം പുറത്തോട്ട് വരുന്നു. പിന്നെ ഈ ഭാഗത്ത് വാസ എഫറൻഷ്യ ഉണ്ടാകും. ഇവിടെ നമുക്ക് എപ്പിഡിഡൈമിസ് ഉണ്ടാകും. ഇത് നമുക്ക് കറക്റ്റ് പറയാം വാസ് ഡിഫറൻസ് അല്ലേ? വാസ് ഡിഫറൻസ് ആണെന്ന് പറയാം. ഇവിടെ നമ്മുടെ സെമിനൽ വെസിക്കിൾ കാണുന്നുണ്ടോ? ഇത് രണ്ടുമാണ് സെമിനൽ വെസിക്കിൾ. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു സാധനം കാണാം, ഇങ്ങനെ. ഇതാണ് പ്രോസ്റ്റേറ്റ്. പിന്നെ ഇവിടെ കാണുന്ന ആളാണ് ബൾബോയുറീത്രൽ ഗ്ലാൻഡ്. ക്ലിയർ അല്ലേ? ഇനി ഇതെന്താ? ഇത് നമ്മുടെ യുറീത്ര അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂടാ. ഓക്കെ, നൗ വാട്ട് ഈസ് ദിസ് എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് പിനസ്. പിനസിൻ്റെ ഏറ്റവും പുറത്തുള്ള ഓപ്പണിങ്ങിന് എന്താ വിളിക്കുക? ഡി ടെസ്റ്റിസ് ആണ്, എനിക്കറിയാം. ഓക്കെ, നിങ്ങൾക്കും അറിയാം അല്ലേ? ശരി. ആ പിനസിൻ്റെ ഏറ്റവും പുറത്തുള്ള എക്സ്റ്റേണൽ ഓപ്പണിങ്ങിന് എന്താ വിളിക്കുക? ഇത് ചോദിച്ചിട്ടുണ്ട് 1 മാർക്കിന്. ദ എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് പിനസ് അല്ല, ഈ ഭാഗത്തെയാണ് നമ്മൾ ഗ്ലാൻസ് പിനസ് എന്ന് വിളിക്കുക. ആ എൻലാർജ്ഡ് പാർട്ടിനെയാണ് ഗ്ലാൻസ് പിനസ് എന്ന് വിളിക്കുക. ഇതിനെ ഗ്ലാൻസ് പിനസ് എന്നാണ് വിളിക്കുക. അത് നിങ്ങൾക്ക് അറിയാം. ഞാൻ ചോദിക്കുന്നത് ഈ ഓപ്പണിങ്ങിൻ്റെ പേരാണ്, അത് ചോദിക്കും. എക്സ്റ്റേണൽ യുറീത്രൽ മിയാറ്റസ്. എന്താണ്? എക്സ്റ്റേണൽ യുറീത്രൽ മിയാറ്റസ്. ക്ലിയർ ആണല്ലോ? ദിസ് ഈസ് കോൾഡ് ഗ്ലാൻസ് പിനസ് അല്ലേ? ഇനി മറ്റൊരു ചോദ്യം, വൈ ടെസ്റ്റിസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ സ്ക്രോട്ടം? ഒരു സഞ്ചിക്കകത്തല്ലേ നമ്മുടെ ടെസ്റ്റിസ് ഇരിക്കുന്നത്. എന്തിനാ മക്കളെ ആ സഞ്ചിക്കകത്ത് ഇട്ട് വെച്ച്? ശരിക്കും ഭയങ്കര ഇടങ്ങറല്ലേ? ഫുട്ബോളായിട്ടൊക്കെ ഒരു അടി കൊണ്ടു കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. ലാസ്റ്റ് ടെസ്റ്റിസ് എടുത്ത് ഒഴിവാക്കേണ്ടി വരും. അത്രയും ഡേഞ്ചറാ. സത്യം, നമ്മൾ എത്ര കേസ് കണ്ടിട്ടുണ്ട് അറിയോ? സർജറിയിൽ, മെഡിക്കൽ കോളേജിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ പാഡ് യൂസ് ചെയ്തുകൊണ്ടിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതം തീരും. സത്യം, ഞാൻ ഉള്ളത് പറഞ്ഞ തള്ളിയതല്ല, സത്യമായിട്ട് എൻ്റെ ഉമ്മയാണ് സത്യം.
യു ഗോട്ട് ഇറ്റ്. എന്നിട്ടും ദൈവം എന്തുകൊണ്ട് വൈ പ്ലേസ്ഡ് ഇൻ സ്ക്രോട്ടം, ഈ സ്ക്രോട്ടം എന്ന് പറയുന്ന സാക്കിനകത്ത് എന്തുകൊണ്ടാണ് കൊണ്ടുപോയി വെച്ചത്? ടു മെയിൻറ്റെയിൻ എ ലോവർ ടെമ്പറേച്ചർ ദാൻ അവർ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും ചെറിയ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി വെച്ചത്, വിച്ച് ഈസ് നീഡഡ് ഫോർ സ്പോമാറ്റോജെനിസിസ്. സ്പോമാറ്റോജെനിസിസ് നടക്കണമെങ്കിൽ ആ ലോ ടെമ്പറേച്ചർ വേണം. ലോ ടെമ്പറേച്ചർ ഈസ് നീഡഡ് ഫോർ സ്പോമാറ്റോജെനസിസ് ടു പ്രൊവൈഡ് ദാറ്റ്. ഉറക്കെ പറഞ്ഞേ, എൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു, ടു പ്രൊവൈഡ് ദാറ്റ്. സെറ്റ് അല്ലേ? വെരി ഗുഡ്. ഓക്കെ, ആരൊരാൾ എൻ്റെ തിരിഞ്ഞു പോയി എന്ന് പറയുന്നുണ്ടല്ലോ. ആരുടെ തിരിഞ്ഞു പോയത്? ചിലപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും, പക്ഷേ തിരിഞ്ഞു പോയി കുറേ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സീരിയസ്ലി പറയാം കേട്ടോ, കളിക്കുന്നതിൻ്റെ ഇടയിൽ ആ ഭാഗത്തേക്ക് വല്ല ഫുട്ബോളായിട്ടോ ബോളായിട്ടോ ആൾ ചവിട്ടിയതോ അടി കുടിയതോ ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് ഡോക്ടർ അടുത്ത് പോകണം. ചിലപ്പോൾ തിരിഞ്ഞു പോയിട്ട് അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ നിന്നിട്ടുണ്ടെങ്കിൽ സാധനം മുറിച്ച് കളയേണ്ടി വരും. ടെസ്റ്റിസ് കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. ഓക്കെ, ഒരു കുട്ടിയൊന്നും ഉണ്ടാവില്ലടാ, പ്രശ്നമാണ്. അടുത്ത ചോദ്യം, റീ അറേഞ്ച് ദ ഫോളോയിങ് ഇവൻറ്റ്സ്. ഈ ഇവൻസിനെ റീ അറേഞ്ച് ചെയ്യാനാണ്. വാട്ട് ആർ ദ ഇവൻറ്റ്സ് ഇൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ? ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഫസ്റ്റ് ഇവൻ്റ് എന്താ? ഗാമിറ്റോജെനസിസ് അല്ലേ? അങ്ങനെ മെയിലിൻ്റെ ഗാമീറ്റ് ഉണ്ടായിട്ട് അത് പിന്നെ ഫീമെയിലിൻ്റെ ബോഡിയിലേക്ക് എത്തണം. ദാറ്റ് ഈസ് കോൾഡ് ഇൻസെമിനേഷൻ. അങ്ങനെ ഇൻസെമിനേഷൻ നടന്ന് ഫീമെയിലിൻ്റെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഫീമെയിലിൻ്റെ ഗാമീറ്റുമായി ഫ്യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ഫെർട്ടിലൈസേഷൻ. അങ്ങനെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഗോട്ട് ഉണ്ടാകും. ദാറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് സൈഗോട്ട്. അങ്ങനെ സൈഗോട്ട് ഉണ്ടായാൽ സൈഗോട്ടിന് ക്ലീവേജ് നടന്ന അവസാനം ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറും. അയാൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കണം. ശരിയാണോ? ഇംപ്ലാന്റേഷന് ശേഷമുള്ള കാലയളവിനെയാണ് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ജസ്റ്റേഷൻ പീരീഡ്. ഞാൻ ഫുട്ബോൾ കളി നിർത്തി പറയുന്നത്, എല്ലാവരും കളി നിർത്തണ്ട, പക്ഷെ പാഡ് യൂസ് ചെയ്താൽ ഞാൻ 100-200 റുപ്യ ഉള്ളൊരു പാഡിന്, മറ്റേ എന്താ പറയുക, ഞങ്ങളതിന് വേറെ പേരാ പറയല്. ഓക്കെ, എനിവേ നിങ്ങൾ പ്രൊട്ടക്ഷൻ പാഡ് ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. ഞങ്ങൾ പറയുന്ന പേര് ഞാൻ പറയുന്നില്ല, ഒരു ലൈവ് പറയാൻ പറ്റിയ പേരല്ല. ഓക്കെ, ദെൻ അവസാനം പാർച്ചുറീഷൻ, കുട്ടിയെ ഡെലിവറി ചെയ്യും അല്ലേ? പാർച്ചുറീഷന് ശേഷം എന്നാ സംഭവിക്കുക? ലാക്ടേഷൻ. നമ്മൾ കുട്ടിക്ക് പാല് കൊടുക്കും. ദാറ്റ് ഈസ് കോൾഡ് ലാക്ടേഷൻ. സെറ്റാണോ? റെഡി അല്ലേ? ഓക്കെ, ആരൊക്കെ കമൻ്റ് ഇടുന്നുണ്ട് ആ പേര്. ഓക്കെ, ലീവ് ഇറ്റ്. ഓക്കെ, വാ, ജസ്റ്റേഷൻ അല്ലേ? സെറ്റ് അല്ലേ? റെഡി അല്ലേ മക്കളെ? സെറ്റേഷൻ ആണോ? ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, ഓക്കെ, ലീവിച്ച് ഓൾ കോപ്പുലേഷൻ ലീഡ് ടു ഫെർട്ടിലൈസേഷൻ ആൻഡ് പ്രഗ്നൻസി. എല്ലാ കോപ്പുലേഷനും പ്രഗ്നൻസിയിലേക്ക് നയിക്കുമെന്നാണ് പറയുന്നത്. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഇല്ല, നമ്മൾ എഗ്രി ചെയ്യുന്നില്ല. എല്ലാ സെക്സും എല്ലാ കോപ്പുലേഷനും ഫെർട്ടിലൈസേഷനിലേക്ക് നയിക്കൂല. അതിൻ്റെ കാരണം എന്താണെന്നാണ് ഈ ചോദ്യം. ഡു യു എഗ്രി? നോ. ദെൻ ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? ഫോർ ഫെർട്ടിലൈസേഷൻ ടു ടേക്സ് പ്ലേസ്. ഇതാണ് നിങ്ങളുടെ ആംബ്യുല്ല, ഫലോപ്പിയൻ ട്യൂബിൻ്റെ ആംബ്യുല്ലയാണിത്. ഈ ആംബ്യുല്ലയിലേക്ക് നോക്കൂ, ഓവവും, ദിസ് ഈസ് യുവർ ovum and this is your sperm. നോക്കൂ, both for fertilization to takes place, both sperm and ovum need to be simultaneously, നോക്ക്, ഒരേ സമയത്ത്, need to be simultaneously transported to ambulla. ആംബ്യുല്ലയിലേക്ക് രണ്ട് പേരും ഒരേ സമയത്ത് എത്തിയാലേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. എന്ന് ഉറക്കെ പറഞ്ഞേ, for fertilization to takes place, both sperm and ovum need to be simultaneously transported to ambulla. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ LH സർജറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് LH? ഓവുലേഷൻ നടക്കാൻ സഹായിക്കും. FSHന്റെ ഫംഗ്ഷൻ ഫീമെയിലിൽ എന്താ? വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് FSH ഇൻ ഫീമെയിൽ? ഇറ്റ് സ്റ്റിമുലേറ്റ് ഗ്രോത്ത് ഓഫ് ഫോളിക്കിൾ അല്ലേ? ദ മിൽക്ക്, ഓവറിയിലെ ഫോളിക്കിൾസിൻ്റെ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ദ മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ, അതിനെന്താ വിളിക്കുക? കൊളസ്ട്രം എന്നാ വിളിക്കുക. കൊളസ്ട്രം കേട്ടോ, പഠിച്ചല്ലോ. എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഓഫ് പീനസ് നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഞാൻ ഇതിലേക്ക് പോണ്ട. നോ, ചൂസ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ്. ഏതാടാ? ഈസ്ട്രോജന്, പ്രൊജസ്റ്റിറോൺ, റിലാക്സിന്. ശരിക്കും ഈ റിലാക്സിൻ്റെ നീറ്റ് ലെവൽ ഞാൻ പഠിക്കണ്ട. ശരിക്കും നിങ്ങളുടെ NCERT പറയുന്നത് പ്രസവം അടുക്കാൻ സമയമാകുമ്പോൾ ഫീമെയിലിൻ്റെ ഓവറി ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് റിലാക്സിൻ എന്നാണ് ആര് പറയുന്നത്? NCERT പറയുന്നത്. അതേപോലെ പഠിച്ചോ, റിലാക്സിൻ ഈസ് എ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ഓവറി ടുവേർഡ്സ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി അവസാനമാകുമ്പോൾ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ ഏതാ ഓഡ് വൺ? ആൻഡ്രോജന്. ബാക്കിയെല്ലാം ഫീമെയിലുള്ള ഹോർമോണാണ്, ആൻഡ്രോജൻ മാത്രം മെയിലിൽ. ഈ ചിത്രം കണ്ടോ,
ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇത് നിങ്ങളുടെ NCERT ചിത്രം, ഞാൻ പല തവണ പറഞ്ഞു തന്ന ചിത്രമാണിത്. വാട്ട് ഈസ് ദിസ്? നിങ്ങളുടെ NCERT ഒരു പിക്ചറാണ്. ഇത് സ്പെർമാറ്റോഗോണിയമാണെടാ മക്കളെ, സ്പെർമാറ്റോഗോണിയാണിത് കേട്ടോ. ആൻഡ് വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് യുവർ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് കേട്ടോ. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആണിത്. ആൻഡ് വാട്ട് ഈസ് ദിസ്? സി ദ ഇങ്ങനെ മണ്ടത്തരാണ്, ഈ അടയാളപ്പെടുത്തി ഒക്കെ തെറ്റാ, പക്ഷെ അതേപോലെ പഠിച്ചോളൂ കേട്ടോ. ദിസ് ഈസ് യുവർ സെർട്ടോളി സെൽ. NCERT മാർക്ക് ചെയ്തത് അതേപോലെ പഠിക്കണം. ഞാൻ എഴുതിയ വർഷമായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിൽ, ഇത് എൻ്റെ മോഡൽ എക്സാമിനാണോ +2 ബോർഡ് എക്സാമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിരുന്നു കാരണം നോക്കി പഠിച്ചിരുന്നു. ഓക്കെ. ആൻഡ് വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് യുവർ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. ദിസ് ഈസ് യുവർ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. ഈ ചിത്രം നോക്കി വെച്ചോ, ഇനി സമയമില്ലെങ്കിൽ NCERT നോക്കുക, ഈ ചിത്രം പഠിക്കുക കേട്ടോ. ഓക്കെ. നൗ വാട്ട് ഈസ് ദിസ്? ദീസ് ആർ സ്പെർമാറ്റോസോവ. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ NCERT ഫുള്ള് പൊട്ടയാണോ എന്ന് ചോദിക്കുന്നത്. ഫുള്ള് പൊട്ടയല്ല, പക്ഷെ ഒരുപാട് പൊട്ടത്തരങ്ങളുണ്ട്, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, സെറ്റല്ലേ? റെഡിയാണോ? ഓക്കെ, ശരി. അപ്പോൾ ഇനി ഈ ഒരു ചിത്രം കൂടിയിട്ട്, ഇത് നിങ്ങളെ NCERT ചിത്രം, അതും ചോദിക്കും. ഇത് ആക്ച്വലി നിങ്ങളുടെ പ്രൈമറി ഫോളിക്കിളാണ്, ഇത് ടേർഷ്യറി ഫോളിക്കിളാണ്. അതറിയാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു. ഇതുപോലെ സാർ ഫാസ്റ്റ് എന്ന് ആരോ പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞല്ലോ 11 മണിക്കുള്ളിൽ വിടുന്നു പറഞ്ഞാൽ വിട്ടിരിക്കും. അതിൽ നിങ്ങൾക്കൊരു പേടിയും വേണ്ട, കുറേ ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ മൈക്രോബ്സ് ഡിസ്കസ് ചെയ്യാൻ ഞാൻ വെറും ഒരു 15 മിനിറ്റ് എടുക്കുകയുള്ളൂ. ബയോഡൈവേഴ്സിറ്റിയിൽ 10 ചോദ്യം ഞാൻ ആഡ് ചെയ്തുള്ളൂ, 10 ചോദ്യമേ ഉള്ളൂ അതിന്, അങ്ങനെ ചോദിക്കലുള്ളൂ. ഓക്കെ. അതുപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വളരെ ചെറുതാണ്, എവല്യൂഷൻ ചെറുതാണ്, പേടിക്കേണ്ട. ചില ചാപ്റ്റർ ഞാൻ കുറച്ച് അധികം പറയുന്നത് വെച്ച് നിങ്ങൾ സമയം പോകണത് ബേജാറാവണ്ട കേട്ടോ. ഓക്കെ, ഞാൻ ആ സമയത്തിട്ടുള്ള നിങ്ങളെ വിടും. സോ ദിസ് ഈസ് ഒരിക്കലും നീട്ടൂല. പ്രൈമറി ഫോളിക്കിള്, ടേർഷ്യറി ഫോളിക്കിൾ, ഇത് ഏതാ? ഗ്രേഫിയൻ ഫോളിക്കിൾ. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ. നൗ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്, പേടിക്കേണ്ട. വാട്ട് ഈസ് STI? എന്താ STI? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. സെറ്റ് അല്ലേ? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്. ഓക്കെ. നൗ ഗീവ് 2 എക്സാമ്പിൾസ്. ഇത് പഠിക്കുമ്പോൾ ഞാൻ എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞെന്നുള്ളത്, കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റാത്തത് ആരൊക്കെ? H വെച്ച് തുടങ്ങുന്ന ആളുകൾ, HIV ഇൻഫെക്ഷൻ, ഹെപ്പറ്റൈറ്റിസ് B ഇൻഫെക്ഷൻ, പിന്നെ ഏതാ? ഹെർപ്പിസ് അല്ലേ? അത് ഏത് ഹെർപ്പിസാ? പലതരം ഹെർപ്പിസ് ഉണ്ടല്ലോ, അതിൽ ജനൈറ്റൽ ഹെർപ്പിസ്. ഇത് 3 കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റാത്തതാണ്. അത് 3 അങ്ങനെ തന്നെ പഠിച്ചോ. പിന്നെ ക്യൂർ ചെയ്യാൻ പറ്റുന്നത് ഗൊണേറിയ, സിഫിലിസ്, ക്ലാമിഡിയാസിസ്, ട്രൈക്കോമോണിയാസിസ്, ഒക്കെ ജനൈറ്റൽ വാർഡ്സ്, ഏതെങ്കിലും പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു 2 പഠിച്ചോ. ഗൊണേറിയ, സിഫിലിസ് പഠിച്ചോ. ഗൊണേറിയ, സിഫിലിസ് 2 പഠിച്ചോ. ഇത് 3 ക്യൂർ ചെയ്യാൻ പറ്റൂല, കനോട്ട് ബി കംപ്ലീറ്റ്ലി ക്യൂർഡ്. ഇനി വാട്ട് ആർ ദ പ്രിവെന്റീവ് മെഷേഴ്സ് ഓഫ് STI? അവോയ്ഡ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. കാണുന്ന ആൾക്കാരൊക്കെ ആയിട്ട് സെക്സ് തന്നെ, ആ പരിപാടി നിർത്തുക. അവോയ്ഡ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്. പിന്നെന്താ? ഓൾവേസ് യൂസ് കോണ്ടം അല്ലേ? ഓൾവേസ് യൂസ് കോണ്ടം. പിന്നെ അടുത്ത കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ, അല്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ച് ഓൾവേസ് യൂസ് കോണ്ടം ആയ നിങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ല. ഐ എം ടോക്കിംഗ് അബൌട്ട് വെൻ യു ആർ ഹാവിംഗ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ്, ഓൾവേസ് യൂസ് കോണ്ടം. ദെൻ ഇൻ കേസ് ഓഫ് ഡൗട്ട്, ഗോ ആൻഡ് ഗെറ്റ് ട്രീറ്റഡ് as early as possible. ഡൗട്ട് വന്നാൽ ഗോ ആൻഡ് ഗെറ്റ് ട്രീറ്റഡ് as early as possible. മാക്സിമം നേരത്തെ പോയി ട്രീറ്റ് ചെയ്യുക അല്ലേ? ഓൾവേസ് യൂസ് കോണ്ടം എന്നൊക്കെ പറഞ്ഞ ഒരു ചെങ്ങായി ഇത് കേട്ട് കാലം കൊണ്ട് ഉപയോഗിച്ച ഒരു മക്കളും ഉണ്ടാവില്ല. ലാസ്റ്റ് പറയും ബിലാൽ സാർ പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സെറ്റ് ആണല്ലോ മക്കളെ? ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വാട്ട് ആർ ദ പ്രിവെന്റീവ് മെഷേഴ്സ്? അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ ഓർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഓൾവേസ് യൂസ് കോണ്ടം. ഇൻ കേസ് ഓഫ് ഡൗട്ട്, ഗോ ആൻഡ് ഗെറ്റ് ട്രീറ്റഡ് as early as possible. ക്ലിയർ അല്ലേ? സെറ്റേഷ്. പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക കേട്ടോ. അടുത്ത് നോക്കൂ, കംപ്ലീറ്റ്ലി ക്യൂറബിൾ ഏതാണെന്ന് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. കംപ്ലീറ്റ്ലി ക്യൂറബിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഹെർപ്പിസ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല, ഹെപ്പറ്റൈറ്റിസ് ബിയും ക്യൂറബിൾ അല്ല, H വെച്ച് തുടങ്ങുന്ന ആൾ അല്ലേ, മറ്റേ 2 ക്യൂറബിൾ ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താടാ, അതിനകത്ത് ഇല്ല, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താൽ. ഇനി എക്സ്പാൻഡ് ദ ഫോളോയിങ് ടേംസ്. ഈ ടേം നമ്മളെ എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഈസ് MMR, വാട്ട് ഈസ് IMR? വേഗം ആൻസർ പറഞ്ഞേ. വാട്ട് ഈസ് MMR, വാട്ട് ഈസ് IMR? ആരൊരാൾ പറയുന്നുണ്ട് സാർ ഇയർഫോൺ നിർബന്ധമാണ്. വി ആർ സ്റ്റഡിങ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ തന്നെയല്ലേ ഇത്. സാറ് പറഞ്ഞില്ല, നിങ്ങൾക്ക് ആരാ പറഞ്ഞു തരിക? നാട്ടിലത്തെ മമ്മദ് കാക്കാനോട് ചോദിക്കാൻ പറ്റും, അയാൾക്കുണ്ടോ വിവരം? എന്നോട് ചോദിക്കണ്ടേ?
അല്ലേ? കൃഷ്ണൻകുട്ടിയേട്ടനോട് ചോദിച്ചാൽ അയാൾക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇത് സയന്റിഫിക്കലി പറഞ്ഞുതരാൻ. നോ, ഡോക്ടർ ക്യാൻ ടീച്ച് യു. ഹൂ ക്യാൻ ടീച്ച് യു ബെറ്റർ ദാൻ എ ഡോക്ടർ ദീസ് തിങ്സ്, അല്ലേ? വാട്ട് ഈസ് MMR? മെറ്റേർണൽ മോർട്ടാലിറ്റി റേറ്റ്. മെറ്റേർണൽ മോർട്ടാലിറ്റി റേറ്റ്. വാട്ട് ഈസ് IMR? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, അല്ലേ? വി ഹാവ് മെറ്റേർണൽ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. വെരി ഗുഡ്. ഇത് ചോദിക്കും. അടുത്തത്, മെൻഷൻ 2 പ്രോഗ്രാംസ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ടു അറ്റൈൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്ത 2 പ്രോഗ്രാമുകൾ ഉറക്കെ പറഞ്ഞ പേര് ഏതൊക്കെ കുട്ടികൾ? ഫസ്റ്റത്തത്, വെരി ഗുഡ്, ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. ഇന്ത്യയാണ് ലോകത്ത് ആദ്യമായിട്ട് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അറ്റൈൻ ചെയ്യാൻ പ്രോഗ്രാം ഉണ്ടാക്കിയത് നമ്മുടെ രാജ്യമാണ്. ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം, അല്ലേ? ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. രണ്ടാമത്തെ എന്താ? RCH പ്രോഗ്രാം. RCHന്റെ ഫുൾ ഫോം ചോദിക്കൂട്ടാ. വാട്ട് ഈസ് RCH? റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. ഉറക്കെ പറഞ്ഞേ, എൻ്റെ കൂടെ പറഞ്ഞേ, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത്. ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം ഒന്നും പറയരുത്, കാല് പിടിക്കുക. ഇത് രണ്ടുമാണ്. RCH പ്രോഗ്രാമും ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമും. സെറ്റല്ലേ? റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം, അതാണ് RCH പ്രോഗ്രാം. നൗ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രായൂട്രൈൻ ഡിവൈസസ് വിത്ത് ദെയർ എക്സാമ്പിൾസ്. IUDകളെ നമുക്ക് 3 ഗ്രൂപ്പായിട്ട് തിരിക്കാമല്ലോ. ഏതൊക്കെയാടാ? നോൺ മെഡിക്കേറ്റഡ് IUD, പിന്നെ എന്താ? കോപ്പർ അയോൺ റിലീസിങ്, അല്ലേ? കോപ്പർ റിലീസിങ് IUD, പിന്നെയോ ഹോർമോൺ റിലീസിങ് IUD. ഹോർമോൺ റിലീസിങ് IUD, അല്ലേ? നോക്കൂ, നോൺ മെഡിക്കേറ്റഡിൻ്റെ എക്സാമ്പിൾ എന്താ? ഈ എക്സാമ്പിളും ചോദിക്കൂട്ടോ 3 മാർക്കിന്. ലിപ്പീസ് ലൂപ്പ്, അല്ലേ? കോപ്പർ റിലീസിങ്ങോ? കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375, അല്ലേ? മൾട്ടിലോഡ് 375. ഹോർമോൺ റിലീസിങ്ങിൻ്റെ 2 എക്സാമ്പിൾ ഉണ്ട്, ഓർമ്മയുണ്ടാ? ഏതൊക്കെയാണ് ഹോർമോൺ റിലീസിങ്ങിൻ്റെ എക്സാമ്പിൾ? ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഹോർമോൺ റിലീസിങ്ങിൻ്റെ എക്സാമ്പിൾ ഏതാ? വെരി ഗുഡ്, പ്രൊജസ്റ്റാസേർട്ട്, അല്ലേ? പ്രൊജസ്റ്റാസേർട്ട്, പിന്നെ LNG-20. പ്രൊജസ്റ്റാസേർട്ടും LNG-20. വെരി ഗുഡ്. ഇനി വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് കോപ്പർ അയോൺ? ഈ കോപ്പർ റിലീസിങ് IUDയുടെ കോപ്പർ അയോണിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് സപ്രസ് സ്പേം മോട്ടിലിറ്റി, അല്ലേ? സ്പേമിൻ്റെ മോട്ടിലിറ്റി, സ്പേമിൻ്റെ മൂവ് ചെയ്യാനുള്ള കഴിവിനെ ഇത് സപ്രസ് ചെയ്യും. അവർക്ക് പറഞ്ഞതിൻ്റെ കൂടെ ഇറ്റ് സപ്രസ് സ്പേം മോട്ടിലിറ്റി, അങ്ങനെ തന്നെ ചോദിക്കും. ഓക്കെ, ഇറ്റ് സപ്രസ് സ്പേം മോട്ടിലിറ്റി. വെരി ഗുഡ്. നൗ എക്സ്പാൻഡ് ART. ART എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അസിസ്റ്റഡ്, അല്ലേ? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. സെറ്റാണോ? റെഡിയാണോടാ? വേഗം പറഞ്ഞേ, സെറ്റാണോ? വെരി ഗുഡ്. അടുത്തത്, ഇന്നബിലിറ്റി ഓഫ് മെയിൽ പാർട്ട്ണർ ടു ഇൻസെമിനേറ്റ് ഫീമെയിൽ. ഫീമെയിലിന് വെരി ഗുഡ്. എന്താ ചെയ്യാൻ പറ്റുക? മെയിലിന് ഫീമെയിലിനെ ഇൻസെമിനേറ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആണ് ചെയ്തു കൊടുക്കുക, അല്ലേ? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. വെരി ഗുഡ്. AI എന്ന് പരീക്ഷയ്ക്ക് ഉത്തരം എഴുതരുതേ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഫുൾ ഫോം എഴുതണം. നൗ ഫീമെയിൽ കനോട്ട് പ്രൊഡ്യൂസ് ആൻ ഓവം. ഒരു പെണ്ണിന് ഓവം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? മറ്റൊരാളിൽ നിന്ന് ഓവം എടുത്ത് ഇവർക്ക് കൊടുക്കും. അതായത് ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, അല്ലേടാ മക്കളെ? സിഫ്റ്റോ എന്നെ കൊല്ല്. ഒരു ഫീമെയിലിന് ഓവം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ബാക്കിയൊക്കെ ഓക്കെയാ. അപ്പം നമ്മൾ മറ്റൊരു ഫീമെയിലിൽ നിന്ന് ഓവം എടുക്കുക, ഈ ഫീമെയിലിന് വെച്ച് കൊടുക്കുക, അവരുടെ ഫെലോപ്പിയൻ ട്യൂബിൽ കൊണ്ടുപോയി വെച്ച് കൊടുക്കുക. ഏത് ഫീമെയിലിനാണോ ഉണ്ടാക്കാൻ പറ്റാത്തത് അവർക്ക് മറ്റൊരാളിൽ നിന്ന് ഓവം എടുത്ത് അവരുടെ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ച് കൊടുക്കുക. അതിനെയാണ് ഗിഫ്റ്റ് എന്ന് വിളിക്കുക, അല്ലേ? ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. വെരി ഗുഡ്. നൗ ഐഡന്റിഫൈ A ആൻഡ് B. A എന്താ? B എന്താ? IVF ഒന്നും ചെയ്യാൻ പറ്റൂല ഇതിനകത്ത്. IVF എപ്പോഴാ ചെയ്യുക? തെറ്റിക്കല്ലേ? ഞാൻ ഈ പഠിപ്പിച്ച് തരുന്ന പോലെ പഠിക്കുക കേട്ടോ. ഓക്കെ, നൗ വാട്ട് ഈസ് ദിസ്? A ഏതാ മക്കളെ? A വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുന്ന പരിപാടിയാണ്, അല്ലേ? ദിസ് ഈസ് കോൾഡ് വാസെക്ടമി. എന്താ വിളിക്കുക? വാസെക്ടമി എന്നാ വിളിക്കുക, അല്ലേ? നൗ അടുത്തത്, വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യാണ്. ദിസ് ഈസ് കോൾഡ് ട്യൂബെക്ടമി. ഈ വാസെക്ടമിയെയും ട്യൂബെക്ടമിയെയും കൂടി ഒന്നിച്ച് വിളിക്കുന്ന പേരെന്താ? ലുക്ക്, അത് രണ്ടിനെയും കൂടി ഒന്നിച്ച് വിളിക്കുന്ന പേരെന്താ? സ്റ്റെറിലൈസേഷൻ എന്നാണ് വിളിക്കുക കേട്ടോ. സ്റ്റെറിലൈസേഷൻ എന്നാണ് വിളിക്കുക. ഇത് ആക്ച്വലി സർജിക്കൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ്. രണ്ടിനും കൂടി ഒന്നിച്ച് സ്റ്റെറിലൈസേഷൻ എന്നാണ് വിളിക്കുക. വൈ ദിസ് മെത്തേഡ് ഈസ് ജനറലി അഡ്വൈസ്ഡ് ആസ് എ ടെർമിനൽ മെത്തേഡ്? എന്തുകൊണ്ടാണ് ഇതിനെ ടെർമിനൽ മെത്തേഡായിട്ട്, ഏറ്റവും അവസാനത്തെ ഒരു മെത്തേഡായിട്ട് വെക്കുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ.
ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് പോസിബിൾ അല്ല. പിന്നെ വീണ്ടും കുട്ടി ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇപ്പോൾ കോണ്ടം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ കുട്ടി ഉണ്ടാവില്ല. പക്ഷേ ഇനിയിപ്പോൾ കുട്ടി വേണം തോന്നിയാൽ കോണ്ടം വേണ്ട വെച്ചാൽ മതി. പക്ഷേ ഒരിക്കൽ സ്റ്റെറിലൈസേഷൻ ചെയ്താൽ അഞ്ഞിപ്പോൾ ആ സ്റ്റെറിലൈസേഷൻ പഴയ പോലെ ആക്കി പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. അപ്പോൾ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ. റെഡി ആണല്ലോ? വെരി ഗുഡ്. ഇനി ഫുൾ ഫോം എഴുതാനാണ് ചോദിച്ചത്. ഗിഫ്റ്റ്, ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. വാട്ട് ഈസ് സിഫ്റ്റ്? സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ അല്ലേ? വെരി ഗുഡ്. വാട്ട് ഈസ് ICSI? ICSI എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഒരു മൈക്രോ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് സ്പേമിനെ പുഷ് ചെയ്യുക, സ്പേമിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുക അല്ലേ? ദാറ്റ് ഈസ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. സ്പേമിനെ ഇൻട്രാ ഉള്ളിലേക്ക് സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലേക്ക് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. വെരി ഗുഡ്. വാട്ട് ഈസ് IUI? എന്താ IUI എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് IUI? എന്താ മക്കളെ IUI എന്ന് പറഞ്ഞാൽ എന്താ? ബിയോ? വാട്ട് ഈസ് IUI? ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ കേട്ടോ. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുമ്പോഴേ നമുക്ക് ഒന്നുകിൽ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ വജൈനയിലേക്ക് സ്പേമിനെ കൊണ്ടുപോയി വെച്ച് കൊടുക്കാം. നമ്മൾ യൂട്രസിലേക്ക് സ്പേമിനെ പറഞ്ഞേക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. വെരി ഗുഡ്. നൗ ആംനിയോസെൻറ്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ലീഗലി ബാൻഡ് നൗ. ഇപ്പോൾ ആംനിയോസെൻറ്റസിസ് നിരോധിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ആംനിയോസെൻറ്റസിസ്? എന്താണ് ആംനിയോസെൻറ്റസിസ്? ശരിക്കും അമ്മയുടെ ഗർഭപാത്രത്തിൽ, നോക്കടാ മക്കളെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ, ഇത് ഗർഭപാത്രം ഇമാജിൻ ചെയ്യൂ, കുട്ടി കിടക്കുന്ന ഒരു ഫ്ലൂയിഡിലാണ്. ദിസ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് ആംനയോട്ടിക് ഫ്ലൂയിഡ് അല്ലേ? ഈ ഫ്ലൂയിഡിനെയാണ് നമ്മൾ ആംനയോട്ടിക് ഫ്ലൂയിഡ് എന്ന് വിളിക്കുക. ഈ ആംനയോട്ടിക് ഫ്ലൂയിഡിൽ കുട്ടിയുടെ ക്രോമസോം ഉണ്ടാവും, കുട്ടിയുടെ സെല്ലുകൾ ഉണ്ടാവും. സോ ഇൻ ആംനയോസെൻറ്റസിസ് ആംനയോട്ടിക് ഫ്ലൂയിഡ് ഈസ് കളക്റ്റഡ്. നമ്മൾ ആംനയോട്ടിക് ഫ്ലൂയിഡിനെ കളക്ട് ചെയ്യുന്നു. ആംനയോട്ടിക് ഫ്ലൂയിഡ് ഈസ് കളക്റ്റഡ് ആൻഡ് എക്സാമിൻഡ് ഫോർ ഫീറ്റൽ ക്രോമസോം. കുട്ടിയുടെ ക്രോമസോമിന് വേണ്ടി നമ്മൾ എക്സാമിനേഷൻ ചെയ്യുന്നു, നമ്മൾ അതിനെ പരിശോധിക്കുന്നു. ക്ലിയർ അല്ലേ? ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ, നമുക്ക് കുട്ടിയുടെ ക്രോമസോം കിട്ടിയിട്ട് എന്താ ഉപകാരം? ഒന്ന്, നമുക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റൂലേ? ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റക്ട് ജനറ്റിക് ഡിസോർഡേഴ്സ് അല്ലേ? നോക്കൂ, ഇൻ ആംനിയോസെൻറ്റസിസ് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് കളക്റ്റഡ് ആൻഡ് എക്സാമിൻഡ് ഫോർ ഫീറ്റൽ ക്രോമസോം. ഇറ്റ് ക്യാൻ ബി ഡൺ ഫോർ ഡിറ്റക്ഷൻ ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ് ആൻഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് സെക്സ് അല്ലേ? സെക്സ് ഡിറ്റക്ഷൻ അല്ലെങ്കിൽ സെക്സ് ഡിറ്റർമിനേഷനും ചെയ്യാൻ പറ്റും. ഇനി എന്തുകൊണ്ടാണ് ഇത് ബാൻ ചെയ്തത്? പണ്ടൊക്കെ ഇത് ചെയ്തിട്ട് സെക്സ് നോക്കും, എന്നിട്ട് കുട്ടി പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യുമായിരുന്നു? MTP ചെയ്യുമായിരുന്നു, അബോർഷൻ ചെയ്ത് ഒഴിവാക്കുമായിരുന്നു. ആ പെൺകുട്ടിയെ, ആ ഫീറ്റസിനെ കൊന്നു കളയുമായിരുന്നു. അപ്പോൾ ടു പ്രിവെൻറ്റ് ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ ഫീറ്റസിനെ കൊല്ലുക. ഫീമെയിൽ ഫീറ്റിസൈഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ രാജ്യത്ത് നിരോധിച്ചത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് കേട്ടോ, ദർ ആർ സെവറൽ മെത്തേഡ്സ് ഓഫ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ബോഡിക്ക് പുറത്ത് ടെസ്റ്റ് ട്യൂബിൽ സ്പേമിനെയും ഓവത്തിനെയും ഇട്ടുകൊണ്ടുള്ള ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ മെത്തേഡുകളുണ്ട്. ഓക്കെ, ദെൻ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഗീവ് ദ പോപ്പുലർ നെയിം ഓഫ് ദിസ് പ്രോഗ്രാം. വെരി ഗുഡ്. എന്താ പറയുക? ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്നാ പറയുക. നിങ്ങൾ ടെസ്റ്റ് ട്യൂബിൽ സൈഗോട്ട് ഉണ്ടാക്കുകയാണ് ഇവിടെ. സോ ദിസ് ഈസ് കോൾഡ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്നാണ് വിളിക്കുക. ഓക്കെ, ശരീരത്തിന് പുറത്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതുകൊണ്ട് ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പുറത്തുനിന്ന് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ നിങ്ങൾക്ക് വിളിക്കാം. ഇനി അങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം നടത്തി, അങ്ങനെ സൈഗോട്ട് ഉണ്ടായി. ആ സൈഗോട്ട് അല്ലെങ്കിൽ അപ് ടു 8 ബ്ലാസ്റ്റോമിയർ അല്ലെങ്കിൽ ആ സൈഗോട്ടിനെ ടെസ്റ്റ് ട്യൂബിൽ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ബ്ലാസ്റ്റോമിയറുകളായിട്ട് മാറും. നോക്കൂ, നിങ്ങൾ ഈ സൈഗോട്ടിന്, ഇവിടെ സൈഗോട്ട് ഉണ്ടായി, ആ സൈഗോട്ടിനെ ഈ ടെസ്റ്റ് ട്യൂബിൽ തന്നെ വെച്ചാൽ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് 2 സെല്ല് 4 സെല്ല് 8 16 അങ്ങനെ ബ്ലാസ്റ്റോമിയറുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 8 ബ്ലാസ്റ്റോമിയർ വരെയുള്ള സ്റ്റേജിനെ നിങ്ങൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക? ടു ഫെലോപ്പിയൻ ട്യൂബ്, ഫീമെയിലിൻ്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമ്മൾ സിഫ്റ്റ് എന്ന് വിളിക്കും അല്ലേ? ഇനി മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ, 8 ബ്ലാസ്റ്റോമിയർ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ യൂട്രസിലേക്കല്ലേ പറഞ്ഞേക്കുക. അപ്പം നമ്മൾ അതിനെന്താ വിളിക്കുക? ഇൻട്രാ യൂട്ടറൈൻ ട്രാൻസ്ഫർ എന്നാണ് വിളിക്കുക. മറ്റേത് സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. 8 നിങ്ങൾ ടെസ്റ്റ് ട്യൂബ് തന്നെ സൈഗോട്ടിനെ വെച്ചാൽ അവിടെ കിടന്ന് ഡിവൈഡ് ചെയ്ത് 2 സെല്ല് 4 8 16 ഒക്കെ ബ്ലാസ്റ്റോമിയർ ആയിട്ട് മാറും. അതിൽ 8 ബ്ലാസ്റ്റോമിയർ വരെയുള്ള അവസ്ഥയിലാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ ആണെങ്കിൽ നിങ്ങൾ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പോഴോ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. വെരി ഗുഡ്. അതാണ് അടുത്ത ചോദ്യം.
ബി എന്ന് പറയുന്ന ചോദ്യം അതാണ് ബിയിലെ ചോദ്യം. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ സാർ, ഇപ്പോൾ ടൈ അല്ലേ ചെയ്യൂ, കട്ട് ചെയ്യൂലല്ലോ എന്ന് ആരോ ചോദിച്ചിട്ടുണ്ട്. ഏതാ അറിയോ അയാളുടെ ചോദ്യം? ഒരാൾ ചോദിച്ചാണ്, സാറ് ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് വെക്കൂലല്ലോ, ടൈ അല്ലേ ചെയ്യുള്ളൂ. അല്ലടാ, ഇപ്പം കട്ട് ചെയ്യോടാ, ഞാൻ അത് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. നമ്മൾ ഹൗസ് സർജൻസ് ആകുമ്പോൾ നമ്മളിത് ചെയ്യണം, നമ്മളിത് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യണം. പറഞ്ഞ മനസ്സിലായി? ഞാൻ ഒരു 6 ചെയ്തിട്ടുണ്ട് ട്യൂബെക്ടമി കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കെട്ടി വെക്കും, ടൈ അല്ല. നമ്മളെ ഷംല ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തത് ഓക്കെ, സെറ്റ് അല്ലേ? റെഡി, വെരി ഗുഡ്. അടുത്തത്, a wide range of contraceptive methods are presently available. If so, name the contraceptive method with the least side effect. ഏറ്റവും സൈഡ് എഫക്റ്റ് കുറവുള്ള ഒരു മെത്തേഡ് എന്ന നാച്ചുറൽ മെത്തേഡ്സ് ആണ്. നാച്ചുറൽ മെത്തേഡ്സിന് എഫക്ട്സും കുറവാണ്, സൈഡ് എഫക്ട്സും കുറവാണ്. ഓക്കെ, നാച്ചുറൽ മെത്തേഡുകളാണ്. നാച്ചുറൽ മെത്തേഡ് ഏതൊക്കെ നമുക്ക് അടുത്ത ചോദ്യം വരേണ്ട, അവിടെ നോക്കാം. പിന്നെ കോണ്ടം, ബാരിയർ മെത്തേഡുകൾക്കും, ബാക്കി ബാരിയർ മെത്തേഡുകൾ കോണ്ടം പോലെയുള്ള ബാരിയർ മെത്തേഡുകൾക്കും സൈഡ് എഫക്ട്സ് കുറവാണ്. സെറ്റ് അല്ലേ? വെരി ഗുഡ്. നൗ, വിച്ച് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഈസ് ജനറലി അഡ്വൈസ്ഡ് ആസ് എ ടെർമിനേഷൻ മെത്തേഡ്? അവസാനത്തെ മെത്തേഡ് ഏതാ? സ്റ്റെറിലൈസേഷൻ. ചോദ്യം അതല്ല, ഫീമെയിൽസിന് എന്താ കൊടുക്കുക? ദാറ്റ് ഈസ് ട്യൂബെക്ടമി. സ്പെസിഫിക്കലി പറയണം. പെണ്ണുങ്ങളുടെ കേസിൽ സ്റ്റെറിലൈസേഷനെ ട്യൂബെക്ടമി എന്നാണല്ലോ പറയുക. അടുത്തത്, ലിസ്റ്റ് ഔട്ട് എനി 2 പോസിബിൾ ഇൽ എഫക്റ്റ് ഓഫ് യൂസേജ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. കണ്ടോ, ഇത് ചിലപ്പോൾ ചോദിക്കും. കോൺട്രാസെപ്റ്റീവ് മെത്തേഡിൻ്റെ ഏതെങ്കിലും ഇൽ എഫക്റ്റ്, അതായത് സൈഡ് എഫക്റ്റ്, ഏതെങ്കിലും സൈഡ് എഫക്റ്റ് പറയാൻ പറ്റുമോ? യെസ്. ഒന്നാമത്തത് നോസിയ, ഓക്കാനം വരിക. 2, അബ്ഡോമിനൽ പെയിൻ, വയറ് വേദന ചിലർക്ക് ഉണ്ടാകും. ഓക്കെ, മൂന്നാമത്തത് ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്. ഒരു 3 പഠിച്ചാൽ മതിടാ. ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്, അതായത് 2 പീരീഡ്സിൻ്റെ ഇടയിൽ ബ്ലഡ് വരിക. സാധാരണ നമുക്ക് പീരീഡ്സ് ആകുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുക. ഇച്ചിങ് ഒന്നും ഉണ്ടാവില്ല. പോടാ അവിടുന്ന്, ചൊറിച്ചിലോ കോപ്പാണ്, അതൊന്നുമില്ല. ഇത് എഴുതി വെച്ചാൽ മതി, വെറുതെ എന്തെങ്കിലും പറയരുത്. ഓക്കെ, ദർ വിൽ ബി നോസിയ, ചിലർക്ക് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും, ബ്രേക്ക് ത്രൂ ബ്ലീഡിങ്. സെറ്റാണോ? ആ ഇറഗുലർ പീരീഡ്സ് ഒക്കെ നിങ്ങൾക്ക് പറയാം. ഞാൻ ഏറ്റവും സിമ്പിളായ 3 പറഞ്ഞെന്നുള്ളൂടെ, ഏറ്റവും സിമ്പിളായിട്ടുള്ള 3 പറഞ്ഞു. അടുത്തത്, ഡിഫറെൻറ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ ഗിവൺ ബിലോ, പിക്ക് ഔട്ട് ദ ഓഡ് വൺ. ഇതിലേതാ ഓഡ് വൺ? കോപ്പർ ടി, മൾട്ടി ലോഡ്, ലിപ്പീസ് ലൂപ്പ് ഒക്കെ അയ്യൂഡിയ. ഓഡ് വൺ ഏതാ? സഹേലി അല്ലേ? സഹേലിയുടെ പ്രത്യേകത എന്താ? ഇതൊരു പില്ലാണ്, അതായത് വായിലൂടെ കഴിക്കുന്ന ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് ആണ് അല്ലേ? സഹേലിയുടെ ഒരു പ്രത്യേകത എന്താ അറിയോ? ബാക്കി എല്ലാ വായിലൂടെ നിങ്ങൾ കഴിക്കുന്ന ഏത് കോൺട്രാസെപ്റ്റീവ് പില്ലെടുത്താലും, ഗുളിക എടുത്താലും അതിലൊക്കെ ഹോർമോൺ ഉണ്ടാകും. പക്ഷെ സഹേലി എന്ന് പറഞ്ഞാൽ ഹോർമോൺ ഇല്ലാത്ത, സ്റ്റിറോയിഡ് ഹോർമോൺ ഇല്ലാത്ത ഒരു നോൺ സ്റ്റിറോയിഡൽ പില്ലാണ്. സ്റ്റിറോയിഡ് ഹോർമോൺ ഇല്ലാത്ത പില്ലാണ് സഹേലി. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ വൺസ് എ വീക്ക്, ആഴ്ചയിൽ 1 കഴിച്ചാലും മതി, ആഴ്ച 1 മതി. കിടിലൻ സാധനം അല്ലേ? അടുത്ത് നോക്കട്ടോ, സമ്മറൈസ് ദ നാച്ചുറൽ മെത്തേഡ് ആൻഡ് ബാരിയർ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. കോൺട്രാസെപ്ഷൻ്റെ നാച്ചുറൽ മെത്തേഡും ബാരിയർ മെത്തേഡുകളും ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. നാച്ചുറൽ മെത്തേഡ് ഏതൊക്കെയാടാ? നാച്ചുറൽ മെത്തേഡ്. ഓക്കെ, ദെൻ ബാരിയർ. ഓക്കെ, നാച്ചുറൽ ഏതൊക്കെ? നമ്പർ 1, ലാക്ടേഷണൽ അമെനോറിയ. ഒന്നോർക്കെ പറഞ്ഞേ, ലാക്ടേഷണൽ അമെനോറിയ അല്ലേ? ലാക്ടേഷണൽ അമെനോറിയ ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താടാ? പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. ലാക്ടേഷണൽ അമെനോറിയ, പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. മൂന്നാമത്തെ എന്താ? പെട്ടെന്ന് ആൻസർ പറ. കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് അല്ലെങ്കിൽ വിത്ത്ഡ്രോവൽ മെത്തേഡ്. ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന പേര് എഴുതി വെക്കാം, വിത്ത്ഡ്രോവൽ മെത്തേഡ് അല്ലെങ്കിൽ കോയിറ്റസ് ഇൻറ്ററപ്റ്റസ്. ഈ ലാക്ടേഷണൽ അമെനോറിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രസവം കഴിഞ്ഞ ആദ്യത്തെ 6 മാസം കുട്ടിക്ക് പാല് കൊടുത്താൽ പുതിയ കുട്ടി ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ദൈവം കരുതുമോ ഇവൾ കഷ്ടപ്പെട്ട് ഈ കുട്ടിക്ക് പാല് കൊടുക്കല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ ഇവൾക്ക് ഇപ്പം തന്നെ ഒരു കുട്ടീനെ കൊടുക്കണ്ടെന്ന് ദൈവം കരുതിക്കോളൂ അല്ലേ? അതാണ്. സോ ഇറ്റ് ഈസ് എഫക്റ്റീവ് ഓൺലി അപ് ടു 6 months അല്ലേ? ഓൺലി അപ് ടു 6 months. ആ കുട്ടിക്ക് പാല് കൊടുക്കണം, അല്ലെങ്കിൽ ദൈവം കരുതും അവൾക്കൊരു പണി കൊടുക്കുള്ളൂ, അടുത്തെല്ലാം ഇനിയും പറട്ടെ എന്ന് കരുതും. ഓക്കെ, ഗോട്ട് ദ പോയിന്റ്. ഓക്കെ, സോ ഇതിൻ്റെ എക്സാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നീറ്റിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വേണ്ട. ഓക്കെ, അപ് ടു 6 months ആണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇനി പീരിയോഡിക് ആബ്സ്റ്റിനൻസ് ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെയാടാ? വാട്ട് ഈസ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്? ചില പ്രത്യേക ദിവസങ്ങളിൽ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടരുത്. ദ കപ്പിൾ ആബ്സ്റ്റെയിൻ ഫ്രം കോയിറ്റസ് during a period of day 10 to 17 of menstrual cycle. കാരണം ഈ പീരീഡിനെ നമ്മൾ ഫെർട്ടൈൽ പീരീഡ് എന്നാണ് വിളിക്കുക. ഈ പീരീഡിൽ കുട്ടി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ക്ലിയർ അല്ലേ? വെരി ഗുഡ്. അടുത്ത ബാരിയർ മെത്തേഡ് ഏതൊക്കെയാടാ?
കോണ്ടം. ഇറ്റ് ഈസ് ഫോർ മെയിൽ ആൻഡ് ഫീമെയിൽ, രണ്ട് പേർക്കും ഇത് അവൈലബിൾ ആണ്. ആൻഡ് കോണ്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് ദ ഓൺലി കോൺട്രാസെപ്റ്റീവ് ദാറ്റ് പ്രിവെൻറ്റ് STI. STIയെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരേ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് കോണ്ടമാണ് കേട്ടോ. പിന്നെ ഏതൊക്കെടാ? സെർവൈക്കൽ ക്യാപ്പ് യൂസ് ചെയ്യാം, പിന്നെ വോൾട്സ് യൂസ് ചെയ്യാം, ഡയഫ്രം യൂസ് ചെയ്യാം. ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമാണ്, സ്ത്രീകൾക്ക് മാത്രമാണ്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? സെറ്റാണോ? റെഡി അല്ലേ? തീരാൻ പോകട്ടെ. ഇതിപ്പോൾ തീരും. ഈ ചാപ്റ്റർ ചെറുതല്ലേ, ഇതാ തീർന്നു. നമ്മളിന്ന് അടുത്തതിലേക്ക് പോകും കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ അടുത്തതിലേക്ക് ഇപ്പോൾ പോകും. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ്. എടാ ഇത് കണ്ടോ പിന്നെ സോളജി നിങ്ങൾ ഇനി ഒന്നും നോക്കണ്ട, ഇത് മതി. ഞാൻ പറഞ്ഞു 11 മണിക്കുള്ളിൽ വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, 10:11 ഉള്ളിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് STD ഈസ് കംപ്ലീറ്റ്ലി ക്യൂറബിൾ? നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണിത്, അതിനി പറയണമെന്നില്ല. ഓക്കെ, നൗ ഇഫ് ദ മെയിൽ ഹാസ് ദ വുമണിന് ഒരു ഓവം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഒരു വുമണിന് ഓവം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവരുടെ കേസിൽ എന്താ ചെയ്യുക? ഒരു ഫീമെയിലിന് ഓവം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ബാക്കിയൊക്കെ ഓക്കെയാ. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ART ഏതാ? ഒരു അസിസ്റ്റഡ് ടെക്നോളജി പറ. ഗിഫ്റ്റ്, ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി മാനിന് ഫീമെയിലിനെ ഇൻസെമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഓക്കെ, ഇനി മെയിലിന് ലോ സ്പേം കൗണ്ട് ഇൻ സെമൻ, അവൻ്റെ സെമനിൽ സ്പേമിൻ്റെ കൗണ്ട് കുറവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? AI. എപ്പോഴും ചോദ്യം മെജോറിറ്റി ടൈം AIനെ കുറിച്ചും ഗിഫ്റ്റിനെ കുറിച്ചും കേട്ടോ വരിക. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്ത് കൊടുക്കാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? വെരി ഗുഡ്. അടുത്ത ചോദ്യം നോക്ക്. ഓക്കെ, ലാസ്റ്റ് ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതിൽ C മാത്രം നോക്കിയാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത C മാത്രം പറ. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ഫോളോവുഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ, അതായത് ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നടത്തി സൈഗോട്ട് ഉണ്ടാക്കുന്നു, അതിനുശേഷം നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ നടത്തുന്നു. എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഫ്റ്റിനെയും ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫറിനെയും കൂടി ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് എംബ്രിയോ ട്രാൻസ്ഫർ. ഈ ഒരു ടെക്നിക്കിൻ്റെ പേരെന്താ? ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. അതാണ് ചോദ്യം. ക്ലിയർ ആണോ? നമ്മൾ സിഫ്റ്റ് നോക്കൂ ഗൈസ്, നമ്മൾ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നടത്തി സൈഗോട്ട് ഉണ്ടാക്കുന്നു, അതിനുശേഷം അപ് ടു 8 ബ്ലാസ്റ്റോമിയർ ആണെങ്കിൽ ഫലോപ്പിയൻ ട്യൂബിലേക്കോ, മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയർ ആണെങ്കിൽ യൂട്രസിലേക്കോ പറഞ്ഞയക്കുന്നു. ഓക്കെ, ഐ ആം എഗ്രീസ്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എംബ്രിയോ ട്രാൻസ്ഫർ. അതിനൊന്നിച്ച് വിളിക്കുന്ന പേരാ. ആ ഒരു പ്രോഗ്രാമിന് എന്താ വിളിക്കുക? ദാറ്റ് ഈസ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. വെരി ഗുഡ്. ഇനി വൺ ഓഫ് യുവർ നൈബർ ഈസ് സഫറിങ് ഫ്രം ഇച്ചിങ്, ചൊറിച്ചിൽ, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, സ്ലൈറ്റ് പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഇൻ ജെനൈറ്റൽ റീജിയൻ. ഇത് ഏതിൻ്റെ സിംറ്റാ? നിങ്ങൾ അയൽവാസിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പിന്നെ അയൽവാസി ഇപ്പം നിങ്ങളോട് വന്ന് പറയാൻ നിൽക്കലടാ എനിക്ക് ചൊറിഞ്ഞിട്ട് നിൽക്കാൻ വയ്യാന്ന്. അപ്പോൾ അവിടെ നിന്നാലും പരീക്ഷയ്ക്കുള്ളൊരു ചോദ്യമല്ലേ, നമുക്ക് അങ്ങനെ വിചാരിക്കാം. സോ വാട്ട് ഈസ് ദിസ് ഡിസീസ്? ദിസ് ഈസ് STI അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. STIയുടെ സിംറ്റങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം. നമുക്ക് ഒരു തവണ ഇങ്ങനെ ചോദ്യം ചോദിച്ചു, സിംറ്റം തന്നിട്ട് ഏതാണ് രോഗം എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഈ STIയുടെ സിംറ്റങ്ങൾ എന്തൊക്കെയാ ചോദിച്ചാൽ ചൊറിച്ചിൽ, ഇച്ചിങ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, അവിടുന്ന് ഫ്ലൂയിഡ് ഒലിച്ചു വരിക, അല്ലെങ്കിൽ സ്ലൈറ്റ് പെയിൻ ഫ്രം ദ ജെനൈറ്റൽ റീജിയൻ, സ്വെല്ലിംഗ് ഇൻ ജെനൈറ്റൽ റീജിയൻ, അവിടെ തടിപ്പ് ഉണ്ടാവുക, സ്ലൈറ്റ് ചെറിയ വേദന, തടിപ്പ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ് ഫ്രം ജെനൈറ്റൽ റീജിയൻ, ഇച്ചിങ് ഇൻ ജെനൈറ്റൽ റീജിയൻ, ഇതൊക്കെയാണ്. ഇനി ഇപ്പോൾ ഡിസീസുകൾ പറഞ്ഞു കേട്ടോ. വാട്ട് ആർ ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ടു പ്രിവെൻറ്റ്? നമ്മൾ പറഞ്ഞു അവോയ്ഡ് സെക്സ് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഓർ അൺനോൺ പാർട്ട്നേഴ്സ്, പിന്നെ ഓൾവേസ് യൂസ് കോണ്ടം, ഇൻ കേസ് ഓഫ് ഡൗട്ട് ഗോ ആൻഡ് ഗെറ്റ് ട്രീറ്റഡ്. വാട്ട് ഈസ് MTP? ഈ ചാപ്റ്റർ തീർന്നു കേട്ടോ. ചാപ്റ്റർ തീർന്ന് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്റർ തീർത്തിട്ടുണ്ട്, 10-12 മിനിറ്റ് കൊണ്ട് കേട്ടോ. വാട്ട് ഈസ് MTP മുഴുവൻ പറഞ്ഞ് പേടിക്കണ്ട, വി ഹാവ് ഡിസ്കസ്ഡ് എവറിഥിങ്. ഓക്കെ, വാട്ട് ഈസ് MTP? എന്താടാ MTP? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലേ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ. മറ്റൊരു പേരാണ് കേട്ടോ ഇൻഡ്യൂസ്ഡ് അബോർഷൻ. നമ്മൾ അബോർഷനെ ഇൻഡ്യൂസ് ചെയ്യാണ്. നോ ലുക്ക്, അറ്റ് വിച്ച് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി ഇറ്റ് ഈസ് റിലേറ്റീവ്ലി സേഫ്? എപ്പോഴാണ് ഇത് സേഫ് ആയിട്ടുള്ളത്? വേഗം ആൻസർ പറ. എപ്പോഴത്? ഓക്കെ, ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആദ്യത്തെ 3 മാസത്തിലാണ് ഇറ്റ് ഈസ് സേഫ്. ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഇറ്റ് ഈസ് സേഫ്. ഹൗ വിൽ യു റെസ്പോണ്ട് ടു ദ ഡിസിഷൻ ഓഫ് എ ഫീമെയിൽ ഫീറ്റിസൈഡ് ബൈ ദ കപ്പിൾ? ഈ ചോദ്യം മുന്നേ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കപ്പിൾ പറയാണ് ഞങ്ങളത് പെൺകുട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അബോർഷൻ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ റെസ്പോണ്ട് ചെയ്യുക? ആദ്യം ഞങ്ങൾ ഡോക്ടറായിട്ട് ഇരിക്കുകയാണെങ്കിൽ വരൂ സാർ എന്ന് പറയുന്ന റൂമിലേക്ക് വിളിച്ച് കൊണ്ടുപോവുക, എന്നിട്ട് അവിടെ ഒരു 2 പൊട്ടിക്കാനെ കള്ള ചങ്ങായി എന്ത് പരിപാടി അത് ചോദിച്ചാൽ 4 പൊട്ടിക്കുക, എന്നിട്ട് വല്ല ഇത് പുറത്തൊന്നും പറയേണ്ടായിരുന്നു കൊണ്ടുവരിക, എന്നിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക അത് ശരിയായ നടപടിയല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് പ്രശ്നമാണെന്നൊക്കെ പറയാം. അങ്ങനെ നിങ്ങൾ ഉപദേശിക്കുക അല്ലേ? ആദ്യം കൊണ്ട് 2 പൊട്ടിക്കുക, എന്നിട്ട് മതി ഉപദേശം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയുന്നത് വി വിൽ നോട്ട് എഗ്രി വിത്ത് ദിസ് ആൻഡ് വി കൗൺസിൽ. ലുക്ക്,
We give counseling to this couple regarding the importance of female child. ഓക്കെ, നമ്മൾ ഫീമെയിൽ ചൈൽഡും മെയിൽ ചൈൽഡിനൊക്കെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ കപ്പിളിന് എന്താക്കുക, ഉപദേശിക്കുക. പക്ഷേ ആദ്യം കൊണ്ട് ഈ രണ്ടെണ്ണം പൊട്ടിക്കുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അതിന് മുമ്പ് ദ മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഡേയ്സ് ഓഫ് ലാക്ടേഷൻ്റെ ആദ്യത്തെ, നോക്കൂ ഗൈസ്, പാല് കൊടുക്കുന്ന ആദ്യത്തെ ദിവസം ഉണ്ടാകുന്ന മഞ്ഞപ്പാലിനെ വിളിക്കുന്ന പേരെന്താ? ദ മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് ഡേയ്സ് ഓഫ് ലാക്ടേഷൻ. നമ്മൾ കൊളസ്ട്രം, വെരി ഗുഡ്. കൊളസ്ട്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? കൊളസ്ട്രത്തിൽ ഏത് ആൻറ്റിബോഡിയാണ് ഉള്ളത്? കൊളസ്ട്രത്തിലുള്ള ആൻറ്റിബോഡി ഏതാ? അടുത്ത ചാപ്റ്ററിലേക്ക് പേടിക്കണം. കൊളസ്ട്രത്തിലുള്ള ആൻറ്റിബോഡി ഏതാ? കൊളസ്ട്രത്തിലേക്കുള്ള ആൻറ്റിബോഡി ഏതാ മക്കളെ? കൊളസ്ട്രത്തിൽ IgA, A ഫോർ അമ്മ. ആൻറ്റിബോഡികൾ മൊത്തം IG എന്നാ പറയുക. അപ്പോൾ IgA, അമ്മയുടെ ആൻറ്റിബോഡി IgA. വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ. അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, സോ നമ്മൾ പോകുന്ന അടുത്ത ചാപ്റ്ററിലേക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ആർ യു റെഡി? ഒരു 2 മിനിറ്റ് റിലാക്സേഷൻ ആയാലോ? പേടിക്കണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിരിക്കും. ഓക്കെ, ബേജാർ നെഹി. ഓക്കെ, നമ്മൾ കൊടുമൺ പോയിട്ട് കണ്ടിട്ടോ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഉത്തരം പറയുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഓക്കെ, ചാത്തൻ ആകെയാ. ഓക്കെ, എനിവേ സെറ്റാണ്. ഇനി ഒരു മിനിറ്റ് റിലാക്സേഷൻ തന്നാലോ നിങ്ങൾക്ക്? ഞാനൊരു മിനിറ്റ് റിലാക്സ് ചെയ്താലോ? വേണ്ടല്ലേ? നമ്മുടെ റിൻഷാദിനോട് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറയട്ടെ. റിൻഷാദ് വെള്ളം തീർത്തു, എനിക്ക് ദാഹിക്കുന്നുണ്ട്. ഓക്കെ, വൺ സെക്കൻഡ്, ഐ വിൽ ബി ബാക്ക്. ഒരൊറ്റ സെക്കൻഡ്. എടാ പെരിയേ, റിൻഷാദ് പെരിയ, വെള്ളം വേണം. ക്യാച്ച് ഇറ്റ് മാൻ. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മൾ പെരിയയോട് വെള്ളം ചോദിച്ചിട്ടുണ്ട്, പെരിയ വെള്ളം കൊണ്ടുവന്നു. ഇല്ല, പോയിട്ടില്ല, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, സെറ്റേജ്. അടുത്ത ഭാഗത്തേക്ക് പോവാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് നെക്സ്റ്റ് ചാപ്റ്റർ അല്ലേ. ഇവിടുന്ന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മുടെ TH മോർഗൻ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെ സെലക്ട് ചെയ്തത്? നമ്പർ 1, ഫസ്റ്റ് റീസൺ എന്താ? ഷോർട്ട് ലൈഫ് സൈക്കിൾ. എടാ ഇവന്മാരെന്താ പറയുക, ഇപ്പോൾ ഞാൻ ഡ്രോസോഫില ആണെങ്കിൽ എനിക്ക് കുട്ടി ഉണ്ടായി, ഇനി എൻ്റെ കുട്ടി 2 ആഴ്ച കൊണ്ട് ഓനക്കും കുട്ടി ഉണ്ടാവും. പിന്നെ അടുത്ത 2 ആഴ്ച കൊണ്ട് അടുത്ത കുട്ടി ഉണ്ടാവും. ഷോർട്ട് ലൈഫ് സൈക്കിൾ, അതായത് ഓരോ ജനറേഷൻ പെട്ടെന്ന് ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്താ? സിംഗിൾ മെയ്റ്റിംഗ്. ഒരൊറ്റ കോപ്പുലേഷനിൽ നിന്ന് ഇറ്റ് പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് പ്രോജനീസ്. ഇവിടെ ഏതെങ്കിലും ഒരു കൊണ്ടുവന്ന് വെച്ച ടൈം വെച്ചാൽ എന്തെങ്കിലും കൊണ്ടുവന്ന് നോക്ക്. ലാർജ് നമ്പർ ഓഫ് പ്രോജനീസ് അല്ലേ. ഒരൊറ്റ മീറ്റിങ്ങിൽ തന്നെ ഒരുപാട് പ്രോജനികൾ ഉണ്ടാവും. മറ്റൊരു കാര്യം എന്താ കുട്ടികളെ? ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഈസിലി ഗ്രോൺ ഇൻ ലാബ് അല്ലേ. ഈസി ടു ഗ്രോ ഇൻ ലാബ്. ഒരു 3 പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഞാൻ കുറേ എണ്ണം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കഴിഞ്ഞ ലൈവുകളിലായിട്ട്. തൽക്കാലം നിങ്ങൾ 3 പഠിച്ചോ. ലാബിൽ വളർത്താൻ ഭയങ്കര സുഖമാണ്. ഷോർട്ട് ലൈഫ് സൈക്കിളാണ്. ഒരൊറ്റ മീറ്റിംഗിൽ നിന്ന് ഒരുപാട് കുട്ടികളെ കിട്ടും. പിന്നെ എന്താ? ഈസി ടു ഗ്രോ ഇൻ ലാബ്. ക്ലിയർ അല്ലേ? ഒരുപാട് പോയിന്റുകൾ കേട്ടോ. നിങ്ങൾ ഏറ്റവും മിനിമം 3 പഠിച്ചോ. അടുത്തത് ക്യാരക്ടേഴ്സ് ഓഫ് സെർട്ടൈൻ ജെനറ്റിക് ഡിസോർഡേഴ്സ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ഗിവൺ ഡിസോർഡർ. നിങ്ങൾ പറയട്ടോ, ഉത്തരം പറയണേ. സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ദാറ്റ് അഫക്റ്റ് ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡിൻ്റെ ക്ലോട്ടിങ്ങിനെ അഫക്റ്റ് ചെയ്യണ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ഏതാ മക്കളെ? വേഗം പറ. ഹീമോഫീലിയ. വെരി ഗുഡ്. നോക്കൂ, ഹീമോഫീലിയ ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ്. അടുത്ത കേട്ടോ, ദ ഡിസോർഡർ കോസ്ഡ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. നമ്മുടെ ഹീമോഗ്ലോബിൻ ആൽഫ ചെയിൻ ഉണ്ട്, ബീറ്റാ ചെയിൻ ഉണ്ട്. അതിൽ ബീറ്റാ ഗ്ലോബിൻ്റെ 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന അമിനോ ആസിഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ വാലിൻ വരുന്ന അവസ്ഥ. വെരി ഗുഡ്. സിക്കിൾ സെൽ അനീമിയ എത്ര തവണ നമ്മൾ ഡിസ്കസ് ചെയ്തതാടാ? സിക്കിൾ സെൽ അനീമിയ. റൈറ്റ്. കിടിലൻ. അടുത്ത ചോദ്യം, ദ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. ഈ പേര് കേട്ട ഉത്തരം പറയണം. ഫീനൈൽ കീറ്റോൺ യൂറിയ കേട്ടോ. ഫീനൈൽ കീറ്റോൺ യൂറിയ. ഇതൊരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ്. അതിനപ്പുറത്ത് ഇതൊരു ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ആണ്. അതെന്താ അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ട് അതിന് ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്? ദർ ഈസ് എ റീസൺ. ബിക്കോസ് നമ്മുടെ ബോഡിയിൽ ഫീനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ട്. അത് നിരന്തരമായിട്ട് നമ്മുടെ ബോഡിയിൽ തൈറോസിൻ എന്ന് പറയുന്ന മറ്റൊരു അമിനോ ആസിഡായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഉണ്ട്. എൻസൈമിൻ്റെ പേരെന്താ? ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ഓർമ്മയുണ്ടാ? ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ഇത് നമ്മുടെ ബോഡി നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ചില ആളുകളിൽ നോക്കൂ, സെക്സിൽ ഒരു ഓട്ടോസോമൽ റെസസീവ് ഡിസോർഡർ ആണ് ഫീനൈൽ കീറ്റോൺ യൂറിയ. ഈ രോഗമുള്ള ആളുകളിൽ ദിസ് എൻസൈം ഈസ് ഡെഫിഷ്യൻറ്റ്. അത് കാരണം അയാളുടെ ബോഡിയിൽ ഫീനൈൽ അലാനിൻ തൈറോസിനായി മാറൂല. ഇത് ബോഡിയിൽ കെട്ടിക്കിടക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ക്ലിയർ അല്ലേ? ഇത്തരം ആളുകൾക്ക് മെൻ്റൽ റിട്ടാർഡേഷൻ, ബുദ്ധി വളർച്ച കുറവായിരിക്കും. ക്ലിയർ ആണ് കുട്ടികളെ? റെഡി അല്ലേ?
സതീഷ്. അപ്പോൾ ഇതിനോട് ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം എന്ന് വിളിക്കുന്നു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എപ്പോഴാ ലൈവ് കഴിയുക? 10:30 ടു 11 ഉള്ളിൽ കേട്ടോ. മാക്സിമം 10:45 ആകുമ്പോഴത്തേനും തീരും. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് ആൻസേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. ഞാനതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ഏറ്റവും കുറച്ച് പഠിച്ചെങ്ങനെ മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് കേട്ടോ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെയിൽ ഹെറ്ററോഗാമിറ്റി ആൻഡ് ഫീമെയിൽ ഹെറ്ററോഗാമിറ്റി. നമുക്കറിയാമല്ലോ, ഇൻ മെയിൽ ഹെറ്ററോഗാമിറ്റി മെയിൽ പ്രൊഡ്യൂസ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, മെയിൽ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് ഗാമീറ്റ്സ്, 2 വ്യത്യസ്ത ഗാമീറ്റ് മെയിൽ ഉണ്ടാക്കും. ഇതിൻ്റെ ഉദാഹരണം എന്താ? നമ്മൾ മനുഷ്യരുടെയും ഡ്രോസോഫിലയുടെയും മെക്കാനിസമാണ് XXXY മെക്കാനിസം. XXXY മെക്കാനിസം വിച്ച് ഈസ് സീൻ ഇൻ മനുഷ്യൻ, ഹ്യൂമൻസ് ആൻഡ് ഡ്രോസോഫില. നമ്മുടെ കേസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഫീമെയിൽ ഓൺലി പ്രൊഡ്യൂസ് X ക്രോമസോം, മെയിൽ പ്രൊഡ്യൂസ് ഗാമീറ്റ് വിത്ത് X ആൻഡ് ഗാമീറ്റ് വിത്ത് Y ക്രോമസോം. മറ്റൊരു എക്സാമ്പിൾ ആണ് ഗ്രാസ് ഹോപ്പർ. നമ്മുടെ ഗ്രാസ് ഹോപ്പറിൽ XXX0 മെക്കാനിസം ആണ്. അവിടെ ഫീമെയിൽ ഇതുപോലെ തന്നെ, ഫീമെയിൽ പ്രൊഡ്യൂസ് ഓൺലി ഗാമീറ്റ് വിത്ത് X ക്രോമസോം, ബട്ട് മെയിൽ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്. ഒന്നിൽ X ക്രോമസോം ഉള്ള ഗാമീറ്റ്, ഒന്ന് X ക്രോമസോം ഇല്ലാത്ത ഗാമീറ്റ്. ഇത് ക്ലിയർ ആണ്? ക്ലിയർ ആണോ കുട്ടികളെ? അപ്പോൾ ഇവിടെ 2 കേസിലും, സോ ഇറ്റ് ഈസ് ഇൻ ലുക്ക് XXXY സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം ഈസ് സീൻ ഇൻ ഹ്യൂമൻസ്. അതേ സമയത്ത് XXX0 മെക്കാനിസം ഈസ് സീൻ ഇൻ ഗ്രാസ് ഹോപ്പർ. ഓക്കെ, അപ്പോൾ 2 കേസിലും കാണാം. ഇനി ഫീമെയിലിൻ്റെ കേസിൽ എന്താ? ഫീമെയിൽ ഹെറ്ററോഗാമിറ്റി ആണ്. വേർ ZZ എന്ന് പറഞ്ഞാൽ മെയിലാണ്, ZW എന്ന് പറഞ്ഞാൽ ഫീമെയിലാണ്. സോ ഇൻ ബേർഡ്സ് ഫീമെയിൽ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ് വൈൽ മെയിൽ പ്രൊഡ്യൂസ് ഓൺലി 1 ടൈപ്പ് ഓഫ് ഗാമീറ്റ്. അപ്പോൾ ബേർഡിൻ്റെ കേസിൽ സെക്സ് ഓഫ് ഓഫ് സ്പ്രിങ് തീരുമാനിക്കുന്നത് ആരാ? അമ്മയാണ്, ഫീമെയിലാണ്. ക്ലിയർ ആണോ കുട്ടികളെ? ക്ലിയർ ആണോ? വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, റൈറ്റ് 1 എക്സാമ്പിൾ ഓഫ് ഈച്ച്. നമ്മൾ 2 എക്സാമ്പിളും പറഞ്ഞു അല്ലേ? സെറ്റേഷ് അല്ലേ? അടുത്തേക്ക് നോക്കാം. സെക്സ് ഓഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ. ഇത് അറിയാമല്ലോ, ഇത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, പലതവണ പറഞ്ഞു. നിങ്ങൾ ഇനി ആട്ടി തല്ലും. ഇത് ഇനിയും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ആട്ടി അടിക്കൂ അല്ലേ? ഞാൻ പറയൂല, നിങ്ങൾക്ക് അറിയത് എന്താണ്. ഓക്കെ, ഞാൻ അടുത്തത് ഞാൻ ഡിസീസ് നിങ്ങൾ ഏതാ പറയണം? ഓട്ടോസോം ലിങ്ക്ഡ് നോക്കൂ, ഹീമോഫീലിയയെ കുറിച്ച് ഇതിൽ ഏതാണ് കറക്റ്റ്, ഏതാണ് തെറ്റെന്നാ ചോദ്യം. ഇറ്റ് ഈസ് എൻ ഓട്ടോസോം ലിങ്ക്ഡ് ഡോമിനൻ്റ് ഡിസീസ്. അത് തെറ്റാണോ? തെറ്റാണ്. ശരി ശരി, ഓക്കെ. സോ ഇത് തെറ്റാണ്. അടുത്ത്, ദ ഹെറ്റിറോസൈഗസ് ഫീമെയിൽ ഫോർ ഹീമോഫീലിയ മേ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ടു സൺ. ഇത് ശരിയല്ലേ? എപ്പോഴും ഹീമോഫീലിയ എങ്ങനെ കിട്ടുക അറിയോ? നമ്മുടെ അമ്മ കാരിയർ ആണെങ്കിൽ, നമ്മുടെ അമ്മ X ക്യാപിറ്റൽ H X സ്മോൾ h, ഇവർ നമ്മൾ പറയുക കാരിയർ എന്നാണ് പറയുക. ഇത്തരത്തിലൊരു അമ്മയാണ് നമ്മുടെ എങ്കിൽ കാരിയർ മദറിൽ നിന്ന് അവരുടെ ആൺകുട്ടികൾക്ക് രോഗം കിട്ടുക. സെറ്റല്ലേ? റെഡിയാണോ? ഓക്കെ, വെരി ഗുഡ്. റെഡി അല്ലേ കുട്ടികളെ? വെരി ഗുഡ്. അടുത്തത്, പ്രസൻസ് ഓഫ് എൻ അഡീഷണൽ കോപ്പി ഓഫ് 21st ക്രോമസോം വാസ് ഒബ്സർവ്ഡ് ഇൻ എ പേഴ്സൺ. ഒരു മനുഷ്യനിൽ 21ാമത്തെ ക്രോമസോം ഒരെണ്ണം കൂടി ഉണ്ട്. നമുക്കൊക്കെ 2 ഉള്ളൂ, ഏതൊരാൾക്ക് 3 ഉണ്ട് അത്ര. ദാറ്റ് ഈസ് ട്രൈസോമി ഓഫ് 21st ക്രോമസോം. ഏതാ രോഗം? പെട്ടെന്ന് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം. അടുത്ത്, റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദിസ് ഡിസോർഡർ. ഈ ഡിസോർഡറിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളെ? നമ്പർ 1, ഇത്തരം ആളുകൾക്ക് ബുദ്ധി വളർച്ച കുറവായിരിക്കും, മെൻ്റൽ റിട്ടാർഡേഷൻ. ക്ലിയർ അല്ലേ കുട്ടികളെ? കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, ജന്മനാലുള്ള ഹാർട്ട് ഡിസീസ് ഉണ്ടാകും. ഇവരുടെ മൗത്ത് ഇവരിങ്ങനെ ഉണ്ടാവും. നോക്കിക്കോട്ടെ, ഒറ്റ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കരുത്. പഠിച്ചോനെ, ഇത് സ്ക്രീൻഷോട്ട് ആരെങ്കിലും എടുത്ത് തന്നെ കളിയാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട. അങ്ങനെ ആയിരിക്കും, അങ്ങനെ ഉണ്ടാവും. ദാറ്റ് ഈസ് ദെയർ മൗത്ത് വിൽ ബി പാർഷ്യലി. അപ്പോൾ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഉണ്ടാവും. പാർഷ്യലി ഓപ്പൺ മൗത്ത് ആയിരിക്കും. മൗത്ത് എപ്പോഴും പാർഷ്യലി ഓപ്പൺ ആയിരിക്കും. നാവ് ഭയങ്കര വലുതായിരിക്കും. നാവ് ഇങ്ങനെ ഫറോ ചെയ്തിട്ടുണ്ടാവുക. ഫറോവ്ഡ് ടങ്ക്, പാർഷ്യലി ഓപ്പൺ മൗത്ത്. പറഞ്ഞേടാ, ഫറോവ്ഡ് ടങ്ക്, പാർഷ്യലി ഓപ്പൺ മൗത്ത്, ജന്മനാലുള്ള ഹാർട്ട് ഡിസീസ്, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവും, മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചർ ഉണ്ട്, ഇതിൽ ഏതെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, ശരി. അടുത്തത്, ഇഫ് എ ഫാദർ ഈസ് വിത്ത് O ബ്ലഡ് ഗ്രൂപ്പ്. Okay, so if a father is with O blood group and mother is with B blood group, write the possible blood group of their children. Father O ആടാ, അപ്പോൾ സ്മോൾ ഐ. അമ്മ B ആണ്, then I B സ്മോൾ ഐ ആയിട്ട് എടുത്തോളൂ നിങ്ങൾ.
ഓക്കെ, അപ്പോൾ കുട്ടി ഏതൊക്കെ ഗ്രൂപ്പ് ആവാം? ഫാദർ സ്മോൾ ഐ ഉള്ള ഗ്യാമീറ്റ് മാത്രമല്ലേ ഉണ്ടാക്കുള്ളൂ. മദറോ ഐ ബി ഉള്ള ഗ്യാമീറ്റ് ഉണ്ടാക്കും, സ്മോൾ ഐ ഉള്ള ഗ്യാമീറ്റ് ഉണ്ടാക്കും. ഇതുകൂടെ ഫ്യൂസ് ചെയ്താൽ നമുക്ക് ഐ ബി സ്മോൾ ഐ, ഐ ബിയും സ്മോൾ ഐയും കൂടെ വരുമ്പോൾ കുട്ടി ബി ഗ്രൂപ്പ്. ഇതുകൂടെ ഫ്യൂസ് ചെയ്ത് സ്മോൾ ഐ കുട്ടി ഒ ഗ്രൂപ്പ്. സെറ്റേഷ് ആണോ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത ചോദ്യം, മൈക്രോഗ്രാഫ് ഓഫ് ആർ ബി സി ഓഫ് പേഴ്സൺ എ ആൻഡ് ബി ആർ ഗിവൺ, ഐഡന്റിഫൈ ദ ജനറ്റിക് ഡിസോർഡർ. ഇത് ഏതാ രോഗം? നോക്കടാ, ഇത് നോക്ക്, എ നോർമലാണ്, ബി എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതേതാ? ബി ഏതാ? സിക്കിൾ സെൽ അനീമിയ. വെരി ഗുഡ്. കാരണം ആർ ബി സിയുടെ ഷേപ്പേ ഇങ്ങനെ സിക്കിളായിട്ട് മാറും. റൈറ്റ് ദ റീസൺ ഫോർ ദിസ് ഡിസോർഡർ. ഈ ഡിസോർഡറിന്റെ റീസൺ എന്താ? നോക്കൂ, നമ്മുടെ നോർമൽ ബീറ്റാഗ്ലോബിന്റെ സീക്വൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കൂ, നോർമൽ ബീറ്റാഗ്ലോബിന്റെ സീക്വൻസ് പഠിക്കാൻ ഞാൻ ഒരു കോഡ് പഠിപ്പിച്ചു തരട്ടെ. ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. വാലിൻ ആൻഡ് ഹിസ് ല്യൂതർ. എന്താണ്? വാലിൻ ആൻഡ് ഹിസ് ല്യൂതർ, LEU, ല്യൂതർ പ്രൊമോട്ടഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ടു ഗ്ലൂട്ടാമിക് ആസിഡ്. പറഞ്ഞൂടെ? ഒന്ന് പഠിച്ചോക്ക്. വാലിൻ ആൻഡ് ഹിസ് ല്യൂതർ, വാലിനും അയാളുടെ ല്യൂതറും കൂടെ പ്രൊമോട്ടഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ടു ഗ്ലൂട്ടാമിക് ആസിഡ്. ഇതാണ് നോർമൽ ഹീമോഗ്ലോബിൻ്റെ ബീറ്റാ ചെയിന്. ഇതിൽ 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് സാധാരണ വരിക. അത് മാറിയിട്ട് സിക്കിൾ സെൽ അനീമിയ ഉള്ള ആളുടെ കേസിൽ അത് മാറിയിട്ട് അവിടെ പകരം വാലിൻ വരും. സോ റീപ്ലേസ്മെന്റ് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ, അതിനെ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. റീപ്ലേസ്മെന്റ് എന്നതിന് യൂസ് ചെയ്യുന്ന മറ്റൊരു പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് 6th പൊസിഷൻ ഓഫ് ബീറ്റാഗ്ലോബിൻ ചെയിൻ. അതാണ് റീസൺ. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം കേട്ടോ. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡീവിയേഷൻ ഫ്രം മെൻഡലിയൻ ഇൻഹെറിറ്റൻസ്. മെൻഡലിൻ്റെ കോൺസെപ്റ്റിൽ നിങ്ങളൊരു വേരിയേഷൻ അല്ലേ, ഒരു ഡീവിയേഷൻ ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇല്ലസ്ട്രേറ്റ് വിത്ത് യുവർ എക്സാമ്പിൾ. എന്താ എക്സാമ്പിൾ കുട്ടികളെ? നമുക്കറിയാം, ഫ്ലവർ കളർ ഇൻ സ്നാപ്പ് ഡ്രാഗൺ അല്ലെങ്കിൽ ഡോഗ് ഫ്ലവർ അല്ലേ? വെരി ഗുഡ്. ഇവിടെ എന്താ സംഭവം? നമ്മൾ ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള റെഡ് ഫ്ലവേർഡ് പ്ലാന്റ് ഉള്ള ചെടീനെ ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള വൈറ്റ് ഫ്ലവർ ചെടിയുമായിട്ട് ക്രോസ് ചെയ്യുന്നു. ട്രൂ ബ്രീഡിംഗ് റെഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ, ട്രൂ ബ്രീഡിംഗ് വൈറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആർ. ഇവിടെ നിന്ന് എത്ര ടൈപ്പ് ഗ്യാമീറ്റാ പോസിബിൾ? ഇവിടെ നിന്ന് എത്ര ടൈപ്പ് ഗ്യാമീറ്റാ പോസിബിൾ? വേഗം പറ. ഒരൊറ്റ ടൈപ്പ്, ക്യാപിറ്റൽ ആർ ഉള്ളത് മാത്രം. ഇവിടെ നിന്നോ സ്മോൾ ആർ ഉള്ളത് മാത്രം. ഇതൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതാണ് F1 ജനറേഷൻ. അയാൾ എന്തായിരിക്കും മക്കളെ? അയാൾ പിങ്ക് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പ്? F1 സെൽഫിങ്. അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനെ അയാളുമായി തന്നെ ഫെർട്ടിലൈസേഷൻ നടത്തുന്നു, അയാളുമായി തന്നെ നമ്മൾ ക്രോസ് ചെയ്യിക്കുന്നു അല്ലേ? ദാറ്റ് ഈസ് സെൽഫ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നു. അപ്പോൾ ഇവിടുന്ന് എത്ര ടൈപ്പ് ഗ്യാമീറ്റ് പോസിബിളാ? 2 ടൈപ്പ്. ഇവിടുന്നോ 2 ടൈപ്പ്. അല്ലേടാ മക്കളെ? പുന്നറ്റ് സ്ക്വയർ വരച്ച് വേണമെങ്കിലും എഴുതട്ടോ. ഇങ്ങനെ എഴുതിയാലും മതി. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ദെൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ദെൻ സ്മോൾ ആർ അല്ലേ? ഇതെന്തായിരിക്കൂടാ? ഇത് റെഡ് ആയിരിക്കും. ഇത് രണ്ടും എന്തായിരിക്കും? പിങ്ക് ആയിരിക്കും. ഇത് വൈറ്റ് ആയിരിക്കും. സോ വാട്ട് ഈസ് ദ F2 ജീനോടൈപ്പിക് റേഷ്യോ, F2 ഫീനോടൈപ്പിക് റേഷ്യോ? F2 ജീനോടൈപ്പിക് റേഷ്യോ ആയാലും ഫീനോടൈപ്പിക് റേഷ്യോ ആയാലും രണ്ടും എന്താ? 1:2:1 അല്ലേ? നമുക്ക് 1 ക്യാപിറ്റൽ ആർ ഈസ് ടു 2 ക്യാപിറ്റൽ ആർ ഈസ് ടു 1 സ്മോൾ ആർ. റെഡി അല്ലേ? സെറ്റാണ്. പിന്നെന്താ ഡൗട്ട്? ഇത് കണ്ട പരീക്ഷ ഫുൾ മാർക്ക് സെറ്റ് അല്ലേ? 99.9% കേട്ടോ. ഒരു 0.1% നിങ്ങൾ എനിക്ക് വിട്ടുതരണം. ഓക്കെ. സോ റെഡ്, 2 പിങ്ക്, 1 വൈറ്റ്. സോ ജീനോടൈപ്പിക് റേഷ്യോയും ഫീനോടൈപ്പിക് റേഷ്യോ രണ്ടും സെയിം ആണ് കേട്ടോ. ഞാൻ അടുത്തത്, മോണോഹൈബ്രിഡ് ക്രോസ് ഈസ് ഗിവൺ ബിലോ, ഫൈൻഡ് ദ F2. ഇത് നോർമൽ മോണോഹൈബ്രിഡ് ക്രോസ് അല്ലേ? നോക്ക്, ക്യാപിറ്റൽ ടി സ്മോൾ ടി കൂടി മെന്റലിന്റെ മോണോഹൈബ്രിഡ് ക്രോസ് എടാ. ഓർമ്മയില്ലേ? ഞാൻ വരക്കണോ? എഴുതേണ്ട കാര്യമുണ്ട്. മെന്റലിന്റെ മോണോഹൈബ്രിഡ് ക്രോസ്, അതിലെ F2 ജീനോടൈപ്പിക് റേഷ്യോയും ഫീനോടൈപ്പിക് റേഷ്യോയും എന്താ? മെന്റലിന്റെ മോണോഹൈബ്രിഡ് ക്രോസിലെ F2 ഫീനോടൈപ്പിക് റേഷ്യോ എന്താ? ആൻഡ് F2 ജീനോടൈപ്പിക് റേഷ്യോ. F2 ഫീനോടൈപ്പിക് റേഷ്യോ 3:1. അങ്ങനെ പറഞ്ഞാൽ 3 ടോൾ ഈസ് ടു 1 ഡോർഫ്. F2 ജീനോടൈപ്പിക് റേഷ്യോയോ 1:2:1 അല്ലേ? 1:2:1. വെരി ഗുഡ്. ഓക്കെ, അടുത്തത് ക്ലിൻഫെൽറ്റർ സിൻഡ്രോമിലെ പ്രത്യേകത എന്താ? ആള് ടോൾ, സ്റ്റെറൈൽ ആയിട്ടുള്ള മെയിലായിരിക്കും. നല്ല നീളം ഉണ്ടാവും, സ്റ്റെറൈലായിരിക്കും. പക്ഷെ കുട്ടീനെ ഉണ്ടാക്കാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ടാവില്ല. അങ്ങനത്തെ മെയിലായിരിക്കും അല്ലേ? പിന്നെന്താ? അയാൾക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ഗൈനക്കോമാസ്റ്റിയ. ഡെവലപ്മെന്റ് ഓഫ് ബ്രസ്റ്റ് ഇൻ മെയിൽ ഈസ് കോൾഡ് ഗൈനക്കോമാസ്റ്റിയ. ഓക്കെ, വെരി ഗുഡ്. ഇയാളുടെ ജീനോടൈപ്പ് എന്താ? വെരി ഗുഡ്. 44 ഓട്ടോസോം. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു X ക്രോമസോം അധികം ഉണ്ടാവും അല്ലേ? വെരി ഗുഡ്. ഇനി അടുത്തത് 44A+X0. ഇതേതാ കണ്ടീഷൻ? വെരി ഗുഡ്. ടേർണേഴ്സ് സിൻഡ്രോം അല്ലേ? ടേർണേഴ്സ് സിൻഡ്രോം ആണ്.
ടേണേഴ്സ് സിൻഡ്രോം ആണ്. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഷോർട്ട്, നീളം കുറവുള്ള സ്റ്റെറൈൽ ഫീമെയിൽ ആയിരിക്കും, കുട്ടി ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ഫീമെയിൽ ആയിരിക്കും. ഇവരുടെ ഓവറി റുഡിമെൻ്ററി ആയിരിക്കൂടാ, ഓവറി പൂർണ്ണ വളർച്ച എത്താത്ത ഓവറി ആയിരിക്കും, അതാണ് റുഡിമെൻ്ററി ഓവറി. ഇവർക്ക് പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന ബ്രസ്റ്റ് വളരുക, അത്തരത്തിലുള്ള സെക്കൻഡറി ക്യാരക്ടറുകൾ ഒന്നും ഉണ്ടാവില്ല. അതായത് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് ആർ ആബ്സെൻറ്റ്. നെഗറ്റീവ് പറഞ്ഞാൽ ആബ്സെൻറ്റ്. 3 കാര്യങ്ങൾ ഓർത്തോ. ഇനി ട്രൈസോമി 21 ഏതാ നമ്മൾ പറഞ്ഞു കേട്ടോ, ടേൺ ഡൗൺസ് അല്ലേ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നൗ ഒബ്സർവ് ബൈ യൂസിങ്, ഇതൊരു ജനറ്റിക് ക്രോസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചെന്താ പറയുക, F1 പ്രോജനി ഇയാളെ വെച്ചുകൊണ്ട് എന്താ പറയുക, ഡിസൈൻ എ ടെസ്റ്റ് ക്രോസ്, ഒരു ടെസ്റ്റ് ക്രോസ് ഉണ്ടാക്കാനാണ് പറഞ്ഞുള്ളത്. ഇയാളെ വെച്ച് ഒരു ടെസ്റ്റ് ക്രോസ് ഉണ്ടാക്കാനാണ് പറഞ്ഞ്. എന്താണ് ടെസ്റ്റ് ക്രോസ് ഉണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഓക്കെ, എന്താ ടെസ്റ്റ് ക്രോസ് ഉണ്ടാക്കാൻ ചെയ്യുക? നമ്മൾ ആരെയാണോ ക്രോസ് ചെയ്യേണ്ടത് അയാളെ റെസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുക അല്ലേ, അയാളെ റെസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുക. അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക നോക്കൂ, ഇയാൾ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്. പക്ഷേ ഇയാളോ ഇറ്റ് പ്രൊഡ്യൂസ് ഓൺലി സിംഗിൾ ടൈപ്പ് ഓഫ് ഗാമീറ്റ്. എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മതി ഇതിൻ്റെ റിസൾട്ട് എന്താവുന്നു, ഇതൂടെ ഫ്യൂസ് ചെയ്ത് എന്താവും, ഇതൂടെ ഫ്യൂസ് ചെയ്താൽ. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടെസ്റ്റ് ക്രോസ്? എന്താണ് ടെസ്റ്റ് ക്രോസിൻ്റെ സിഗ്നിഫിക്കൻസ്? ആൻസർ പറയാൻ പറ്റും. എന്തിനാണ് ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത്? നിങ്ങൾക്കൊരു പ്ലാന്റ് കിട്ടി, നിങ്ങൾക്കൊരു ടോൾ പ്ലാന്റ് കിട്ടി. ഇറ്റ് ക്യാൻ ബി ക്യാപിറ്റൽ ടി ഓർ ഇറ്റ് ക്യാൻ ബി ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ലേ. നിങ്ങൾക്കൊരു വയലറ്റ് പ്ലാന്റ് കിട്ടി, ക്യാപിറ്റൽ ഡബ്ല്യു ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു. സോ ടു ഫൈൻഡ് ദ ജീനോടൈപ്പ്, ഇതിലെ ജീനോടൈപ്പ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി, ടു ഫൈൻഡ് ദ ജീനോടൈപ്പ് ഓഫ് ആൻ അൺനോൺ പ്ലാന്റ്, ജീനോടൈപ്പ് അറിയാത്ത ഒരു പ്ലാന്റിൻ്റെ ജീനോടൈപ്പിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത ചോദ്യം. സെലക്ട് ദ ക്രോമസോമൽ ഡിസോർഡർ ഫ്രം ദ ഫോളോയിങ്. അറിയുന്നതാണല്ലോ, ആകെ 3 ക്രോമസോമൽ ഡിസോർഡർ നമുക്ക് പഠിക്കാമല്ലോ, ടർണർ, ഡൗൺസ്, ക്ലിൻഫെൽട്ടർ. ഓക്കെ, അടുത്ത് ദ സെക്സ് ഓഫ് ബേബി ഈസ് ഡിറ്റർമൈൻഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. നൗ ഇത് നിങ്ങൾക്ക് അറിയുന്നതാണ്, അല്ലേ. നോക്കൂ, നോർമൽ ബീറ്റാഗ്ലോബിൻ നിങ്ങൾക്കറിയാം, അബ്നോർമൽ ബീറ്റാഗ്ലോബിൻ അറിയാമല്ലോ. നോർമൽ എന്ന് പറഞ്ഞ 6ാമത്തെ പൊസിഷൻ. ആ കോഡ് എന്താ? ബീറ്റാഗ്ലോബിൻ ചെയിനിൻ്റെ നോർമൽ ചെയിൻ പഠിക്കാനുള്ള കോഡ് എന്താ? ഒന്ന് എഴുതി കാണിച്ചേ കമൻറ്റ് ബോക്സിൽ, ഞാൻ ഒന്ന് കാണട്ടെ. കമൻറ്റ് ബോക്സിൽ ഞാൻ കോഡ് കാണട്ടെ. കമൻറ്റ് ബോക്സിൽ കോഡ് കാണട്ടെ. നോർമൽ ബീറ്റാഗ്ലോബിൻ എഴുതാനുള്ള കോഡ് എന്താ? വേഗം 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 ഒന്ന് കമൻറ്റ് ബോക്സ്, ഒന്ന് കമൻറ്റ് ബോക്സ് ഇട്ടെ. കമൻറ്റ് ബോക്സ് ഇട്ട്. വാലിൻ ആൻഡ് ഹിസ് ലൂതർ പ്രൊമോട്ടഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ടു ഗ്ലൂട്ടാമിക് ആസിഡ് അല്ലേ. വാലിൻ ആൻഡ് ഹിസ് ലൂതർ പ്രൊമോട്ടഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ടു ഗ്ലൂട്ടാമിക് ആസിഡ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അത് വെച്ചാൽ നോർമൽ ബീറ്റാഗ്ലോബിൻ ചെയിൻ എഴുതുക. അബ്നോർമൽ ഏതാ? 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡിനെ മാറ്റിയിട്ട് പകരം വാലിനെ കൊണ്ടുവന്ന് വെച്ചാൽ അബ്നോർമലായി. അടുത്തത്, ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് എ ചൈൽഡ് ഈസ് O. കുട്ടിയുടേത് O ആണ്, അപ്പോൾ കുട്ടി സ്മോൾ ഐ ആണ്. എന്നിട്ട് പറയാ ഫാദറിന് A ഗ്രൂപ്പ് ആണെന്ന്. എടാ ഫാദർ A ഗ്രൂപ്പ്. അപ്പോൾ ശരി, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കുട്ടിക്ക് ഒരു സ്മോൾ ഐ ആരിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ഫാദറിൽ നിന്നാവുമല്ലോ. അപ്പോൾ നോക്ക്, ഫാദർ A ആണെങ്കിലും ഈ കുട്ടിയുടെ ഒരു സ്മോൾ ഐ ഫാദറിൽ നിന്നാണ്. അപ്പോൾ ഫാദർ A ആവണമെങ്കിൽ, കാരണം കുട്ടി സ്മോൾ ഐ ആവണമെങ്കിൽ ഒരെണ്ണം ഫാദറിൽ നിന്നും ഒരു സ്മോൾ ഐ മദറിൽ നിന്നും അല്ലേ കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങളിപ്പോൾ O ആണെങ്കിൽ നിങ്ങൾ ഒരു സ്മോൾ ഐ അച്ഛനിൽ നിന്നും ഒരു സ്മോൾ ഐ അമ്മയിൽ നിന്നുമാണ്. ഈ കുട്ടി O ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ഇനി നമ്മളോട് പറയാം കുട്ടിയുടെ അച്ഛൻ A ഗ്രൂപ്പ് ആണെന്ന്. അച്ഛൻ A ആവണമെങ്കിൽ ഒന്ന് സ്മോൾ ഐ ആണെങ്കിൽ മറ്റേത് IA ആയിരിക്കണം. അപ്പോൾ അച്ഛൻ്റെ ജീനോടൈപ്പ് IA സ്മോൾ ഐ. ഇനി കുട്ടി O ആണെങ്കിൽ അമ്മ B ആണെന്ന് പറയുന്നു. അമ്മ B ആവണമെങ്കിൽ അമ്മയുടേത് എന്തായിരിക്കണം? IB സ്മോൾ ഐ ആയിരിക്കണം. അപ്പോൾ അമ്മയുടെ ജീനോടൈപ്പും കിട്ടി. സെറ്റാണല്ലോ. അപ്പോൾ എല്ലാവരുടെയും ജീനോടൈപ്പ് നമുക്ക് കിട്ടി. ഇതാണ് ചോദ്യം. അടുത്തത്, ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ് ആർ എക്സാമ്പിൾ ഓഫ്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഏതിൻ്റെ എക്സാമ്പിളാണ്? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണോ, കോഡോമിനൻസ് ആണോ, ലിങ്കേജ് ആണോ? എന്തിൻ്റെ എക്സാമ്പിളാണ്? വേഗം ആൻസർ പറഞ്ഞേ. കോഡോമിനൻസിൻ്റെ എക്സാമ്പിൾ ആണല്ലേ. വെരി ഗുഡ്, ദിസ് ഈസ് ദ ആൻസർ. മറ്റൊന്നിൻ്റെ കൂടെ എക്സാമ്പിളാണിത്, വേറൊരു കാര്യത്തിൻ്റെ കൂടെ എക്സാമ്പിളാണ്. പറയാൻ പറ്റുമോ? മൾട്ടിപ്പിൾ അലീലിസത്തിൻ്റെ എക്സാമ്പിൾ കൂടിയാണ്. എന്താ മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറഞ്ഞാൽ? എന്താ മൾട്ടിപ്പിൾ അലീലിസം? നോക്ക്, ഒരു ജീനിന് രണ്ടിലധികം അലീൽ ഉണ്ടാവുക. സാധാരണ ഏതൊരു ജീനിനും 2 അലീൽ ഉണ്ടാവുക. പക്ഷേ ചില ജീനുകൾക്ക് 2-ലധികം അലീലുകൾ ഉണ്ടാവുക ഒരവസ്ഥയാണിത് അല്ലേ. മൾട്ടിപ്പിൾ അലീലിസത്തിൻ്റെ കൂടെ എക്സാമ്പിളാണ്. നൗ ലുക്ക്, അടുത്ത ചോദ്യം. എ ക്രോസ് ഈസ് മെയ്ഡ് ബിറ്റ്വീൻ എ ടോൾ പീ പ്ലാന്റ് വിത്ത് യെല്ലോ സീഡ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ T സ്മോൾ t, ക്യാപിറ്റൽ Y സ്മോൾ y. ശരി, ഈ ചെടിയും
ആൻഡ് ക്യാപിറ്റൽ ടി സ്മോൾ വൈ ഈ രണ്ട് ചെടികളും തമ്മിൽ ഒരു ക്രോസ് നടത്തി എന്ന് പറയുന്നു. ശരി, ഓക്കെ. സ്മോൾ വൈ ഇതാട്ടെ ചോദ്യം. ഇനി നമുക്ക് നോക്കാം എന്താ പറയുന്നത്. യൂസിങ് പുന്നറ്റ് സ്ക്വയർ വർക്ക് ഔട്ട് ദ പ്രപ്പോർഷൻ ഓഫ് ഫോളോയിങ് ഫീനോടൈപ്പ് ഇൻ ദ ഓഫ് സ്പ്രിംഗ് ടോൾ ആൻഡ് ഗ്രീൻ, ഡോർഫ് ആൻഡ് ഗ്രീൻ. ഒന്നുമില്ല, നിങ്ങൾ ഇതിൻ്റെ പുന്നറ്റ് സ്ക്വയർ വരച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് കിട്ടും ആരൊക്കെ ടോൾ ഗ്രീൻ, ആരൊക്കെ ഡോർഫ് ഗ്രീൻ എന്ന്. നോക്കടാ, ഇവിടെ നിന്ന് എത്ര ടൈപ്പ് ഗാമീറ്റ് പോസിബിൾ ആണ് ഒന്ന് ആലോചിച്ച് നോക്ക്. ക്യാപിറ്റൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. ഇവിടെ നിന്ന് എത്ര ടൈപ്പ് ഗാമീറ്റ് പോസിബിളാ? 9:3:3:1 അല്ല. അയ്യോ ദയവേത് അങ്ങനെയൊന്നും ഉത്തരം എഴുതരുത്. 9:3:3:1 അല്ല, ചെയ്ത് നോക്ക്. 9:3:3:1 എപ്പോഴാണ് കിട്ടുക? ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈനെ ക്യാപിറ്റൽ ആർ, അതുകൊണ്ട് തന്നെ ക്രോസ് ചെയ്യുമ്പോഴാണ്. ഇതങ്ങനെയല്ല. ഇവിടെ നോക്ക്, നിങ്ങൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ വൈ സ്മോൾ വൈനെ ക്രോസ് ചെയ്യുന്നത് അയാളുമായിട്ടല്ല, പകരം ക്യാപിറ്റൽ ടി സ്മോൾ വൈയുമായിട്ടാണ്. അപ്പോൾ അത് 9:3:3:1 അല്ലേ വരും. ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതി ഉത്തരം ഉള്ള മാർക്ക് കളയരുത് കേട്ടോ. ഇവിടെ എത്ര ടൈപ്പ് ഗാമീറ്റ് കിട്ടും? ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ ആണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ വൈ ഉള്ള ഗാമീറ്റ് പോസിബിൾ ആണ്. ഓക്കെ, ഞാൻ ചെറുതാക്കി എഴുതാം, സ്പേസ് ഉണ്ടാവില്ല. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ വൈ ഗാമീറ്റ് പോസിബിൾ ആണ്. പിന്നെയോ ക്യാപിറ്റൽ ടി സ്മോൾ വൈ ഗാമീറ്റ് പോസിബിൾ ആണ്. ഇനി സ്മോൾ ടി ക്യാപിറ്റൽ വൈ ഗാമീറ്റ് പോസിബിൾ ആണ്, സ്മോൾ ടി സ്മോൾ വൈ ഗാമീറ്റ് പോസിബിൾ ആണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണങ്ങളെ, നിങ്ങൾ നോക്കി ഇവിടെ എത്ര ടൈപ്പ് ഗാമീറ്റാണ് പോസിബിൾ? ക്യാപിറ്റൽ ടി സ്മോൾ വൈ, രണ്ട് ടൈപ്പേ പോസിബിൾ ഉള്ളൂ. ഇവിടെ നിങ്ങൾ നോക്ക്, സ്മോൾ വൈ അല്ലേ ഉള്ളൂ. ക്യാപിറ്റൽ ടിയുടെ ആയാലും സ്മോൾ ടിയുടെ ആയാലും കൂടെ വരാൻ ഒരൊറ്റ ആളേ ഉള്ളൂ. അപ്പോൾ രണ്ട് ടൈപ്പ് ഇവിടെ പോസിബിൾ ഉള്ളൂ. ഇനി എങ്ങനെ ഇപ്പോൾ ഇങ്ങനെ പുന്നറ്റ് സ്ക്വയർ വരയ്ക്കുക സാറേ? ഞങ്ങൾക്ക് ഇത് അറിയില്ലല്ലോ എന്ന് പറയില്ലേ. പുന്നറ്റ് സ്ക്വയർ വരക്കാനുള്ള ഐഡിയ എന്താ? അത് ഞങ്ങൾ പഠിപ്പിച്ചു തന്നില്ല. ഇങ്ങനെ വരയിട്ട് കൊടുക്കുക. എന്നിട്ടോ ഒരു സൈഡിലെ ഗാമീറ്റ് നിങ്ങൾ മുകളിൽ എഴുതിക്കോ. ഇപ്പോൾ കണ്ടോ, ഒരു സൈഡിലേതാ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ വൈ, സ്മോൾ ടി സ്മോൾ വൈ. ശരി, മറ്റേ സൈഡിൽ എഴുതി കൊടുത്തോടാ ക്യാപിറ്റൽ ടി സ്മോൾ വൈ അല്ലേ, സ്മോൾ വൈ ആണല്ലേ, ക്യാപിറ്റൽ ടി സ്മോൾ വൈ. പിന്നെയോ സ്മോൾ ടി സ്മോൾ വൈ. അത്ര മതി. ഇതെല്ലാം രണ്ടെണ്ണം എഴുതിയാൽ മതി, നോ പ്രോബ്ലം. ഇനി ഇവിടെ ഇപ്പോൾ 4 എണ്ണം ഉള്ളതുകൊണ്ട് 4 എണ്ണം താഴോട്ട് കോളങ്ങൾ വേണം. ഓക്കെ, ശരി, നോ പ്രോബ്ലം. സൈഡിലോ 2 എണ്ണേ ഉള്ളൂ, അപ്പോൾ ഇവിടെ 2 റോകൾ മതി. സെറ്റാണോ? ഇപ്പോൾ പുന്നറ്റ് സ്ക്വയർ കിട്ടിയില്ലേ? ഇങ്ങനെയാണ് പുന്നറ്റ് സ്ക്വയർ. ഓക്കെ, റെഡിയാണോ? സാറ് കുറച്ച് വൈബാക്കും. എന്നെ കൊണ്ട് പറ്റണീൻ്റെ മാക്സിമം വൈബ് ഇപ്പോൾ ഞാൻ ഇവിടെ ആക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ വൈബാക്കാൻ നിന്നാൽ പരിപാടി അങ്ങ് തീരും. ഓക്കെ, ഞാൻ തീർന്നടാ. സാർ ഒന്ന് ഫാസ്റ്റ് ആക്കൂല ഐശ്വര്യ പറയാം, സാർ ഒന്ന് ഫാസ്റ്റ് ആക്കൂനോ? ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് 11 മണിക്ക് ഞാൻ തീർക്കുന്നു. എങ്ങനെ ഇപ്പോൾ ഇതിൽ കൂടുതൽ ഫാസ്റ്റ് ആക്കുക? ഇത് അറിയാത്ത ആളുകൾ ഉണ്ടാവൂലേ? everyone need to know. നാളത്തെ പരീക്ഷ ഫുൾ മാർക്ക് ലൈവ് കൊണ്ടവർക്കൊക്കെ കിട്ടണം. ഓക്കെ, അത് ഉറപ്പാ. സോ ലുക്ക്, ഓക്കെ ശരി അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ടൈമിന് ഞാൻ തീർത്ത് തരുമെന്ന്. പിന്നെ എന്നോട് പറയാണ് സാർന്ന്. നമ്മൾ തുടങ്ങിയത് 7:30 7:30 തുടങ്ങിയത്. 9 മണി 3 ചാപ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ചെറിയ ചാപ്റ്ററല്ലേ? നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത വലിയ ചാപ്റ്ററുകളല്ലേ? ഇത് തീരാനായിപ്പോൾ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വെറുതെ ഇടയ്ക്ക് ഇങ്ങനെ ക്ഷമയില്ലാതെ കളിക്കല്ലേ എന്ന്. പ്ലീസ് എന്നെ അനുവദിക്കൂ. അടുത്ത്, വാട്ട് ഡു യു മീൻ ബൈ മെൻറ്റേലിയൻ ഡിസോർഡർ? എന്താണ് മക്കളെ മെൻറ്റേലിയൻ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നോക്കൂ, നമ്മൾ ജനറ്റിക് ഡിസോർഡേഴ്സ് 2 ടൈപ്പാണ്. ഏതൊക്കെയാ? വി ഹാവ് മെൻറ്റേലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഏതൊക്കെയാ? മെൻറ്റേലിയൻ ഡിസോർഡേഴ്സ് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. എന്താ മെൻറ്റേലിയൻ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ? ദീസ് ആർ ഡിസോർഡേഴ്സ് ഡ്യൂ ടു മ്യൂട്ടേഷൻ. ദീസ് ആർ ഡിസോർഡേഴ്സ് ഡ്യൂ ടു മ്യൂട്ടേഷൻ ഓഫ് എ സിംഗിൾ ജീൻ. ഒരൊറ്റ ജീനിന് മ്യൂട്ടേഷൻ നടക്കുന്നത് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? മെൻറ്റേലിയൻ ഡിസോർഡർ എന്ന് പറയുക. വാട്ട് ഈസ് ക്രോമസോമൽ ഡിസോർഡർ? ദീസ് ആർ ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് 1 ക്രോമസോം ഓർ എക്സസ് ഓഫ് ക്രോമസോം. ക്രോമസോമുകളുടെ എണ്ണം മൊത്തത്തിൽ ഒന്ന് കൂടെ കുറേയൊക്കെ ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക കുട്ടികളെ? എന്ത് വിളിക്കുക? ക്രോമസോമൽ ഡിസോർഡർ എന്ന് വിളിക്കുക. വിച്ച് ഓഫ് ദ എബോവ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. ഇൻബോൺ എറർ ഏതാ കുട്ടികളെ? ഫീനൈൽകീറ്റോണ്യൂറിയ അല്ലേ? വെരി ഗുഡ്. മെൻഷൻ ദ കോസ് ഓഫ് ദിസ് ഡിസോർഡർ. കണ്ടോ, നമ്മൾ നേരത്തെ ഞാൻ പഠിപ്പിച്ചിരുന്നു ഫീനൈൽകീറ്റോണ്യൂറിയയുടെ കോസ് എന്താ? ഇറ്റ് ഈസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ആൻ എൻസൈം. ഏത് എൻസൈമാ? ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് ആണോ? ഞാൻ പഠിപ്പിച്ചു തന്നതല്ലേ? ഫീനൈൽകീറ്റോണ്യൂറിയയുടെ കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ആൻ എൻസൈം കോൾഡ് ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്. ക്ലിയർ അല്ലേ കുട്ടികളെ? നമ്മൾ ഐശ്വര്യ പറയുന്നുണ്ട്, സാറേ ഞാൻ പറഞ്ഞു തുടങ്ങിയല്ലോ, നിങ്ങൾ മെല്ലെ എടുത്താൽ മതിയെന്ന്. ഐശ്വര്യ തമാശ പറഞ്ഞ കേട്ടോ. ഓക്കെ, നോ പ്രോബ്ലം. കം ഹിയർ. നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ സമയത്തിനോട് തീർത്ത് വിട്ടേരില്ലേ?
അത് ഞാനിവിടെ എഴുതി വെക്കണം, ഇവിടെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ മക്കളെ 11-ന് തീരുന്നു ഞാൻ ഓൾറെഡി എഴുതി വെക്കുമെന്ന്. നമ്മൾ റിൻഷാദ് വല്ല ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് കയറ്റി കൊടുക്കാൻ എവിടെയെങ്കിലും? ക്ലാസ് 11-ന് എന്തായാലും തീരുന്നു. അടുത്ത ചോദ്യം ഇതാണ്. നെയിം ദ പ്രോസസ് മാർക്ക്ഡ് എസ് ആൻഡ് സിഗ്നിഫിക്കൻസ്. ഈ കൊല്ലം ബിലാൽ സാർ ക്ലാസ് എടുത്തതിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണിത്. ഇതെന്താ സംഭവം നോക്കൂ. 11 മണിക്ക് ക്ലാസ് തീരുന്നു, ഇതിൽ എവിടെയെങ്കിലും എഴുതി കൊടുക്കാൻ പറ്റുമോ? ഇവരിങ്ങനെ ചോദിച്ചോണ്ട് സാറെ സ്പീഡാക്കി എന്നൊക്കെ പറയും. ഓക്കെ, ശരി, ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്താണ്ടി. ഇമാസ്കുലേഷൻ എന്നാ പറയുക അല്ലേ. നമ്മൾ നോക്കൂ, ഒരു ബൈസെക്ഷൽ പ്ലാന്റിനെ നിങ്ങൾക്ക് ക്രോസ് പോളിനേഷൻ ചെയ്യണമെങ്കിൽ ആ ബൈസെക്ഷൽ പ്ലാന്റിൽ നിന്ന് അതിൻ്റെ മെയിൽ സെക്സ് ഓർഗൻസ് ആയിട്ടുള്ള ഈ ആന്തറുകളെല്ലാം സ്റ്റെയിമെന്നെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കണം. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഇമാസ്കുലേഷൻ. എന്തിനാ? ഇറ്റ് ഈസ് ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ. ഈ ആന്തറുകൾ ഇവിടെ പോയി വീഴുന്നത് തടയാൻ വേണ്ടിയിട്ടാണല്ലേ. ഇവിടുന്ന് ഈ പോളൻ ഗ്രെയിൻ ഇവിടെ പോയി വീഴുന്നത് തടയാൻ വേണ്ടിയിട്ട്. സോ ടു പ്രിവെൻറ്റ് സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമാസ്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്. വെരി ഗുഡ്. പിന്നെ നോക്ക്, ടോളും ഡോർഫും തമ്മിലുള്ള മോണോഹൈബ്രിഡ് ഗ്രോസ് റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അറിയാലോ, ഇനി ഞാൻ പറയില്ല കേട്ടോ. മെൻഡൽസ് മോണോഹൈബ്രിഡ് ഗ്രോസ് അറിയാത്ത ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടോ? സമയമില്ലേ? ക്യാപിറ്റൽ ടി സ്മോൾ ടി എടുത്ത് ക്രോസ് നടത്തുക, F1 ഉണ്ടാക്കുക, F1 സെൽഫിങ് നടത്തുക, F2 ഉണ്ടാക്കുക. സെറ്റ് അല്ലേ? റെഡിയാണോ? Okay, now the following table shows F2 generation of a dihybrid cross. Identify the phenotype with homozygous recessive genotype. എടാ, ഒരു ജനറ്റിക് ക്രോസിലെ ഫീനോടൈപ്പുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചത് എന്താണെന്നറിയോ? ഇതിൽ ഹോമോസൈഗസ് റെസസീവ് ജീനോടൈപ്പ് ആരാന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞാൽ ഈ ആദ്യം നിങ്ങൾക്ക് ഇപ്പോൾ തന്ന എണ്ണം കണ്ടോ, ഏതോ ഒരു ക്രോസിലെ ഓഫ് സ്പ്രിങ്. ഇത് ഭയങ്കര ടഫ് ചോദ്യം കേട്ടോ. ഇത് അടുത്ത ദിവസം നിങ്ങൾ മാത്രമേ ആൻസർ ചെയ്യുള്ളൂ. എജുപോർട്ടിൻ്റെ ലൈവ് കാണാത്ത നിങ്ങൾ കേരളക്കരയിലെ ബാക്കി ഏത് ലൈവ് നോക്കിക്കോ, ഈ ചോദ്യം ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കാണൂല. ഈ ചോദ്യം നിങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒന്ന് കാണിച്ചു വേറെ ഏതെങ്കിലും ലൈവിൽ. നാളെ കണ്ടാൽ മതി ലൈവ്. ഇന്നിപ്പോൾ കണ്ടെന്ന് സമയമില്ലല്ലോ വേറെ ലൈവുകളൊന്നും കാണാം. നാളെ കണ്ടു നോക്കി, ഇത് നിങ്ങളെ പഠിക്കുള്ളൂ. ഓക്കെ, നാളെ ചോദിച്ചാൽ അങ്ങക്കെ കിട്ടുള്ളൂ. സോ ലുക്ക്, ഒരു ക്രോസിലെ പ്രോജനികളുടെ എണ്ണം തന്നിട്ടുണ്ട്, റേഷ്യോ അല്ല എണ്ണ തന്ന്. നമുക്ക് എണ്ണത്തിന് റേഷ്യോ ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഏറ്റവും ചെറിയ നമ്പറുമായിട്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 7 അല്ലേ? ആ 7 എല്ലാം കൂടി ഡിവൈഡ് ചെയ്ത് നോക്കി. 7/7 1, 7/21 3, 21/7 3, പിന്നെ 21/7 again 3, 63/7 എന്താ കിട്ടുക? നിങ്ങൾക്ക് 9 കിട്ടും അല്ലേ? 9 7 63. സോ ദിസ് ഈസ് ആക്ച്വലി യുവർ 9:3:3:1 റേഷ്യോ. ഈ 9:3:3:1 അല്ലേ? ഓരോരുത്തരെയും ഓർമ്മയുണ്ടോ? മെൻഡലിൻ്റെ ഡൈഹൈബ്രിഡ് ക്രോസിലെ റേഷ്യോ ആണിത്. 9 എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? റൗണ്ട് യെല്ലോ. 9 വാസ് റൗണ്ട് യെല്ലോ. 3 വാസ് റൗണ്ട് ഗ്രീൻ. ഇനി 3 വാസ് യെല്ലോ റിങ്കിൾഡ് യെല്ലോ അല്ലേ? റിങ്കിൾഡ് യെല്ലോ ആയിരുന്നു. ഓക്കെ, ദെൻ ലാസ്റ്റ് 1 വാസ് റിങ്കിൾഡ് ഗ്രീൻ. എപ്പോഴാടാ ഒരു പയർച്ചെടി റിങ്കിൾഡ് ഗ്രീൻ ആവുക? സ്മോൾ ഡബ്ല്യു ആവുമ്പോഴല്ലേ റിങ്കിൾഡ് ഗ്രീൻ. സ്മോൾ ഡബ്ല്യു ഐ എം സോറി സ്മോൾ ആർ സ്മോൾ വൈ ആകുമ്പോഴല്ലേ സ്മോൾ വൈ. ദാറ്റ് ഈസ് ഇതുണ്ടോ റൗണ്ട് ഷേപ്പ് നോക്ക്, റിങ്കിൾഡ്. ദെൻ ദിസ് ഈസ് ഗ്രീൻ. ദിസ് ഈസ് ഹോമോസൈഗസ് റെസസീവ് അല്ലേ? യെസ് ഓർ നോ? ഹോമോസൈഗസ് റെസസീവ് അല്ലേ? ഇത് ടഫ് ചോദ്യമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? ഇത് ഹോമോസൈഗസ് റെസസീവ് അല്ലേ? അപ്പോൾ ഹോമോസൈഗസ് റെസസീവ് എന്ന് പറഞ്ഞാൽ റിങ്കിൾഡ് ഗ്രീൻ ആണ്. അപ്പോൾ ഇതിൽ 1 ആയിട്ട് കിട്ടുന്ന ആൾ ശരിക്കും നമ്മുടെ മെൻഡലിൻ്റെ ഡൈഹൈബ്രിഡ് ക്രോസിലെ ലാസ്റ്റ് 1 റിങ്കിൾഡ് ഗ്രീൻ, ഈ 1 എന്ന് വരുന്ന സ്ഥാനത്ത് വരുന്ന ആൾ ഹോമോസൈഗസ് റെസസീവ് ആണ്. അപ്പോൾ ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് ആരാ? ബി ആണ്. അപ്പോഴത്തെ ചോദ്യം ഇതാണ്, ഐഡൻറ്റിഫൈ ദ ഫീനോടൈപ്പ് വിത്ത് ഹോമോസൈഗസ് റെസസീവ് ജീനോടൈപ്പ് ഏതാ? അത് ബി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി നമ്മളോട് A:B:C:D റേഷ്യോ ആണ് കാണാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. എത്രയാടാ? എന്റെ സ്ഥാനത്ത് 3, ബിയുടെ സ്ഥാനത്ത് 1, സിയുടെ സ്ഥാനത്ത് 9, ഡിയുടെ സ്ഥാനത്ത് 3. റെഡിയല്ലേ? സാർ ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ച ഫുൾ മാർക്ക് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, അത് എത്ര വട്ടം പറഞ്ഞ് വീണ്ടും അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടും. ഇനി ഐഡന്റിഫൈ ദ സിൻഡ്രോംസ് A and B. ഏതാ മക്കളെ? ഏതാ? അവർക്ക് പറ ഏതാ? ടോൾ മെയിൽ സ്റ്റെറൈൽ. ഏതാ? ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. ബി ഏതാ? ടെർണർ സിൻഡ്രോം. ഷോർട്ട് ഫീമെയിൽ അല്ലേ? ടെർണർ സിൻഡ്രോം. അതിൽ ക്രോമസോം നമ്പർ അറിയാമല്ലോ. എയിൽ എത്രയാണ് ഉണ്ടാവുക? 44A,
പ്ലസ് XXY, ദാറ്റ് ഈസ് ടോട്ടൽ 47. ഇവിടെയോ 44A പ്ലസ് X0, അപ്പോൾ ഒരു എക്സ് കുറവാണ്. അപ്പോൾ 46 വേണ്ടോട് 45 ഉള്ളൂ. സെറ്റല്ലേ? അടുത്തത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ പെഡിഗ്രി അനാലിസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് സിക്കിൾ സെൽ അനീമിയ ഈസ് ഷോൺ ബിലോ. നെയിം ദ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഷോൺ ഇൻ ദ ഫിഗർ. എടാ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിക്കിൾ സെൽ അനീമിയയുടെ ഇൻഹെറിറ്റൻസ് എന്താ? ഓട്ടോസോമൽ റെസസീവ് അല്ലേ? ഓട്ടോസോമൽ റെസസീവ്. നൗ റൈറ്റ് ദ ജീനോടൈപ്പ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ജീനോടൈപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്ക് നിങ്ങൾ, എയുടെയും ബിയുടെയും ജീനോടൈപ്പ് ശ്രദ്ധിക്കട്ടോ. നോക്ക് എടാ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇയാൾക്ക് സിക്കിൾ സെൽ അനീമിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഇയാൾ സിക്കിൾ സെൽ അനീമിയയുടെ എന്താ പറയുക, നമ്മൾ ജീനോ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ HBS. ഇയാൾ HBS ആവണമെങ്കിൽ ഇയാളുടെ 2 പാരൻറ്റും കാരിയർ ആയിരിക്കണം. HBS ഉള്ള കാരിയർ ആയിരിക്കണം. 2 പാരൻറ്റും കാരിയർ ആണെങ്കിൽ ഇയാൾക്ക് രോഗം കിട്ടുള്ളൂ. സെറ്റാണോ? അപ്പോൾ ഈ പാരൻസ് ഇതാ ഈ ബി എന്ന് പറയുന്ന ആളും ഇയാളും ഒക്കെ കാരിയർ ആണ്. അപ്പോൾ അയാളുടെ ജീനോ ടൈപ്പ് HBS ആയിരിക്കും. ഇനിയുടെ ഇയാൾക്ക് ഈ രോഗം കിട്ടിയിട്ടുണ്ടാവും, മിക്കവാറും ഇയാൾക്ക് ഈ ജീൻ കിട്ടിയിട്ടുണ്ടാവുക ഇയാളുടെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ ആയിരിക്കും. അപ്പോൾ ഇയാളുടെ പാരൻറ്റും എന്തായിരിക്കും? HBS. കണ്ടോ, പാരൻ്റ് ഇവരും കാരിയർ ആയിരുന്നു. HBS കാരിയർ ആയിരുന്നു. ഇയാൾ നോർമൽ ആണെന്ന് ഇമാജിൻ ചെയ്തോളൂ. HBA. അപ്പോൾ ഈ കാരിയറായ ഫാദറിൽ നിന്ന് ആ ജീന് ഈ അമ്മക്ക് കിട്ടി. കാരിയറായ ഫാദറിൽ നിന്ന് അവരുടെ ഈ കുട്ടിക്ക് ആ ജീന് കിട്ടി. പക്ഷെ അവർ രോഗം കിട്ടിയിട്ടില്ല, ജീനെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അയാൾ ഒരു കാരിയറായ പുരുഷനെ വിവാഹം കഴിച്ചപ്പോൾ അവരുടെ ഒരു കുട്ടിക്ക് രോഗം കിട്ടി. സെറ്റാണോ? റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. റെഡി ആണെങ്കിൽ. ഇത് ഡിലീറ്റഡ് പോർഷൻ അല്ലേ സാർ? ആരാണ് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക്? ഞങ്ങൾ അറിയാണ്ടൊരു ഡിലീറ്റ് എപ്പോഴാണ് നടന്നത്? സോ അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ സിൻഡ്രോം ഫ്രം ദ ഡയഗ്രാം ആൻഡ് റൈറ്റ് ദ ജീനോടൈപ്പ്. ഏതാണത്? ഈ ഡയഗ്രത്തിൽ നിങ്ങൾ എന്താ കാണുന്നത്? ഡൗൺ സിൻഡ്രോം. വെരി ഗുഡ്, ഡൗൺ സിൻഡ്രോം. ഇറ്റ് ഒക്കർ ഇൻ ബോത്ത് സെക്സസ്. ഗീവ് ദ റീസൺ. എന്തുകൊണ്ടാണ് കുട്ടികളെ 2 സെക്സിലും ഇതുണ്ടാവുന്നത്? ബിക്കോസ് ദ പ്രോബ്ലം ഈസ് വിത്ത് ഓട്ടോസോം. സെക്സ് ക്രോമസോമിലല്ലല്ലോ പ്രശ്നം. ഓട്ടോസോം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ക്രോമസോമുകളെ നമുക്ക് 2 ഗ്രൂപ്പ് ആക്കാം. നമുക്ക് 44 പ്ലസ് XX അല്ലെങ്കിൽ XY ആണ്. എക്സിനെയും വൈനെയും നമ്മൾ സെക്സ് ക്രോമസോം എന്നാണ് വിളിക്കുക, ബാക്കിയുള്ളവരെ നമ്മൾ ഓട്ടോസോംസ് എന്നാണ് വിളിക്കുക. സോ ഹിയർ ദ പ്രോബ്ലം ഈസ് ഇൻ ഓട്ടോസോം. അപ്പോൾ മെയിലും വരാം ഫീമെയിലും വരാം. സെറ്റ് അല്ലേ? വെരി ഗുഡ്. Now which of the following is the most probable mode of inheritance of this trait? ഇത് ഏത് ഇൻഹെറിറ്റൻസ് ആണെന്ന് പറ. നിങ്ങൾ നോക്ക്, ഞാൻ പഠിപ്പിച്ചു തന്നത്. നിങ്ങളൊരു പെഡിഗ്രി കിട്ടി. ആ പെഡിഗ്രിയിൽ നിങ്ങൾ നോക്ക്, ഇവർക്കൊക്കെ രോഗമുണ്ട്, ഈ മക്കൾക്കൊക്കെ രോഗമുണ്ട്, അച്ഛനും രോഗമില്ല, അമ്മക്കും രോഗമില്ല. അതായത് ഒരാൾക്ക് രോഗമുണ്ട്, അയാളുടെ അച്ഛനോ അമ്മക്കോ രോഗമില്ല. അങ്ങനെയാണെങ്കിൽ ആ ഡിസീസ് ഏതാ? റെസസീവ് ആണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഒരു പെഡിഗ്രിയിൽ നിങ്ങൾ കാണുകയാണ്, ഒരാൾക്ക് രോഗമുണ്ട്, ഒരാൾക്കെങ്കിലും മതി. ഇപ്പോൾ എല്ലാവർക്കും വേണമെന്നില്ല, ഒരാൾക്ക് മതി. പക്ഷേ അയാളുടെ അച്ഛനും ഇല്ല രോഗം, അമ്മക്കും ഇല്ല രോഗം. അങ്ങനെയാണെങ്കിൽ അത് റെസസീവ് ആയിരിക്കും എന്ന് പറയാം. ഇനി ആൺകുട്ടികൾക്ക് മാത്രമേ ഈ രോഗമുള്ളൂ, പെണ്ണുങ്ങൾക്കൊന്നും രോഗം വരുന്നില്ല. അതേതപ്പോൾ? ആണുങ്ങൾക്ക് കൂടുതൽ വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ എക്സ് ലിങ്ക്ഡ് റെസസീവ് ആണ്. ഏതാടാ? എക്സ് ലിങ്ക്ഡ് റെസസീവ് ആണ്. ആണുങ്ങൾക്ക് മാത്രം കണ്ടു കഴിഞ്ഞാൽ. അടുത്ത് ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്രോമസോം മാപ്പ് ഓഫ് ഡ്രോസോഫില ഈസ് ഗിവൺ ബിലോ. ഡ്രോസോഫിലയുടെ ക്രോമസോം മാപ്പാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ശരി. വിച്ച് ജീൻസ് ആർ മോർ ലിങ്ക്ഡ്? എന്താ ലിങ്ക്ഡ് ജീൻസ് എന്ന് പറഞ്ഞാൽ? വെൻ ജീൻസ് ആർ പ്രസൻറ്റ് ഓൺ സെയിം ക്രോമസോം ദേ ആർ കോൾഡ് ലിങ്ക്ഡ് ജീൻസ്. എന്താണ്? വെൻ മൾട്ടിപ്പിൾ ജീൻസ് ആർ പ്രസൻറ്റ് ഓൺ സെയിം ക്രോമസോം ദേ ആർ കോൾഡ് ലിങ്ക്ഡ് ജീൻസ്. ഇതിൽ ഏത് ജീനാണ് ഏറ്റവും അടുത്തടുത്തുള്ളത്? യെസ്, വെരി ഗുഡ്. അതാണ് ക്ലോസ്ലി ലിങ്ക്ഡ് ജീൻ, വൈയും ഡബ്ല്യുയും. ഹൂ മാപ്പ്ഡ് ദ ക്രോമസോം ഫസ്റ്റ്ലി? ആരാ ആദ്യമായിട്ട് ക്രോമസോം മാപ്പ് ഉണ്ടാക്കിയത്? ആൽഫ്രഡ് സ്റ്റുർട്ടിവൻ്റ് അല്ലേ? ആൽഫ്രഡ് സ്റ്റുർട്ടിവൻ്റ്. സെറ്റേഷ് ആണോ? ആൽഫ്രഡ് സ്റ്റുർട്ടിവൻ്റ് ആണ് ആദ്യമായിട്ട് ക്രോമസോം മാപ്പ് ഉണ്ടാക്കിയത്. ക്ലിയർ അല്ലേ? അത് മതി. അടുത്ത് ദ ഫസ്റ്റ് ചൈൽഡ് ഓഫ് കപ്പിൾ. വാട്ട് ഈസ് പെഡിഗ്രി അനാലിസിസ്? അത് പറ. വാട്ട് ഈസ് പെഡിഗ്രി അനാലിസിസ്? നമ്മളൊരു ഫാമിലി ട്രീ വരയ്ക്കുകയും ആ ഫാമിലി ട്രീയിൽ ഒരു രോഗം ആർക്കൊക്കെ ഉണ്ട് എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യുന്നു അല്ലേ? സോ ഇറ്റ് ഈസ് ദ representation of inheritance of a particular disease in family tree. ഒന്ന് പറഞ്ഞു നോക്ക്. It is the representation of inheritance of a particular disease in a family tree. നമ്മളൊരു ഫാമിലി ട്രീയിൽ ഇൻഹെറിറ്റൻസ് ഓഫ് എ പർട്ടിക്കുലർ ഡിസീസ്, ഒരു രോഗത്തിന് ഇൻഹെറിറ്റൻസ് എങ്ങനെയാണെന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പെഡിഗ്രി അനാലിസിസ്. നൗ ഡ്രോ സിമ്പിൾസ് ഫോർ അഫക്റ്റഡ് ഫീമെയിൽ. എന്താ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ റൗണ്ട് ഇട്ട് കൊടുക്കുക, അഫക്റ്റഡ് ആകുമ്പോൾ ഷെയ്ഡ് ചെയ്യുക അല്ലേ? അഫക്റ്റഡ് മെയിൽ ആണെങ്കിലോ നമ്മളിങ്ങനെ സ്ക്വയർ വരയ്ക്കുക, ഇങ്ങനെ ആക്കുക അല്ലേ? സെക്സ് അൺസ്പെസിഫൈഡ് ആകുമ്പോൾ ഇതേണ്ട ഇങ്ങനെ വരച്ചു കൊടുക്കുക. കൺസാങ്ക്യൂനസ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്. വെറും മീറ്റിംഗ് ആണെങ്കിൽ ഒരു വര മതി. മീറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് ആകുമ്പോൾ 2 വര ഇട്ട് കൊടുക്കുക. സെറ്റാണോ?
നൗ റെഡി അല്ലേ? ഇനി അച്ഛനും അമ്മയും O ഗ്രൂപ്പ്. അച്ഛനും O, അമ്മയും O. കുട്ടി ഏതാവാം? അച്ഛനും O, അമ്മയും O. 2 ബോട്ടിൽ വെള്ളമായി സാറേ, 2 ബോട്ടിൽ കുടിച്ചു തീർത്തു. അച്ഛനും O, അമ്മയും O. ദെൻ കുട്ടികൾ ഏതാവാം? O മാത്രം, ഓൺലി O. ഞാൻ അടുത്ത ചോദ്യം എന്താ അറിയോ? വെദർ എനി ചേഞ്ച് ഇൻ ബ്ലഡ് ഗ്രൂപ്പ് വിൽ ഒക്കർ ഇഫ് ദേ ഹാവ് 2 സൺസ് ഇൻസ്റ്റെഡ് ഓഫ് ഡോട്ടേഴ്സ്. അവർക്ക് ആൺകുട്ടിയോ പെൺകുട്ടിയോ അയച്ചിട്ട് അവരുടെ ബ്ലഡ് ഗ്രൂപ്പിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിൽ ആണുങ്ങൾക്ക് ഒരു ബ്ലഡ് ഗ്രൂപ്പ്, പെണ്ണുങ്ങൾക്ക് വേറെ ബ്ലഡ് ഗ്രൂപ്പ്, എന്താ 2 സ്പീഷീസുകളായിട്ട്? എനിക്ക് സ്വഭാവം കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, അയ്യോ എല്ലാവരും കാണുന്ന ലൈവല്ലേ, ഇനിയിപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിച്ചാലോ? നോ, ഇല്ലല്ലേ? എനിക്ക് ഇടയ്ക്ക് തോന്നലുണ്ട് കേട്ടോ, 2 സ്പീഷീസ് ആണെന്ന്. കാരണം നമ്മൾ അല്ലേ സാധാരണ എനിക്ക് തോന്നിയുള്ള കാര്യമാണ്. കാരണം 2 കൂട്ടരും ചിന്തിക്കുന്ന 2 ലെവലിലല്ലേ, 2 കാര്യങ്ങളല്ലേ. അതായത് നിങ്ങൾ ചെക്കന്മാരെടുത്ത് നോക്കി, മെജോറിറ്റി ചെക്കന്മാർ കുളിക്കാൻ തന്നെ മടിയായിരിക്കും. പെൺപിള്ളേരാകുമ്പോൾ ഭയങ്കര, ഞാൻ അത്ഭുതപ്പെടാറുണ്ട് മെഡിക്കൽ കോളേജിലൊക്കെ. കാരണം അല്ലെങ്കിൽ ഈ സമയം ഉണ്ടാവില്ല. ഈ സമയം ഇല്ലാത്തതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാ ദൈവം ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് അടിപൊളിയായി വരുന്നത്? ബാക്കിയുള്ളവർക്ക് കുളിക്കാൻ തന്നെ നേരമില്ല. ഓക്കെ, സോ ലീവ് ഇറ്റ്. അപ്പോൾ എനിവേ, ബട്ട് ബയോളജിക്കലി നമ്മൾ ഒരേ സ്പീഷീസ് ആണ്, പക്ഷേ സ്വഭാവം വെച്ച് എനിക്ക് 2 സ്പീഷീസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. സോ ലുക്ക്, ഓക്കെ സാർ ക്ലാസ് എടുക്കൂ. യെസ്, ക്ലാസ് എടുക്കാനല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കേണ്ട ചെക്കന്മാരെ. സോ ലുക്ക്, അപ്പോൾ ദർ ഈസ് നോ ചേഞ്ച് അല്ലേ? ബ്ലഡ് ഗ്രൂപ്പിൽ ആണാണിച്ചിട്ടോ പെണ്ണാണിച്ചിട്ടോ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അതാണ്. ഓക്കെ, ലീവ് ഇറ്റ്. അതേപോലെയാണ് ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെങ്കിൽ 5 ലക്ഷം സാലറി വാങ്ങുന്ന മെയിലാണെന്നുണ്ടെങ്കിലും അയാൾ എന്തോ ലോക്കൽ ഡ്രസ്സ് ഇട്ടാവും വരിക. പക്ഷേ 5000 രൂപ വാങ്ങുന്ന പെൺകുട്ടിയാലും അവൾ വരുന്നത് ഭയങ്കര ടിപ്പ് ടോപ്പിലായിരിക്കും. സോ ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, അടിപൊളിയാണ്. ഞാൻ നല്ല കാര്യമായിട്ടോ പറഞ്ഞു, നെഗറ്റീവായിട്ടല്ല. നമുക്ക് അടുത്തത് നമ്മളെ ഹീമോഫീലിയനെ കുറിച്ച് നിങ്ങൾ ഇനി ഇത് പറഞ്ഞു, അയ്യോ ബിലാൽ സാർ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറയുന്നത് തമാശ പറഞ്ഞതാ. ഓക്കെ, ക്യൂൻ വിക്ടോറിയ വാസ്. ഇനി അടുത്തത് കേട്ടോ, നമ്മളെ ഹീമോഫീലിയനെ കുറിച്ചുള്ള ചോദ്യമാണ്. സെറ്റ് കമോൺ. ഓക്കെ, ശരി ലീവ് ഇറ്റ്. സാർ സ്പിറ്റിംഗ്. ഓക്കെ, ശരി. ഞങ്ങൾ ഗേൾസും കുളിക്കലില്ല സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുളിക്കലുണ്ടാവില്ല, പക്ഷെ മുഖമൊക്കെ മേക്കപ്പ് ഇട്ട് വരുമ്പോൾ നമ്മളങ്ങനെ തോന്നും, അതാണ്. ഓക്കെ, ലീവ് ഇറ്റ്. ഗേൾസ് കുളിക്കാറില്ല എന്ന് അഭിമാനത്തോടെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടോപ്പ് മാത്രമേ ഉള്ളൂ. യെസ്, നമ്മുടെ അശ്ന അഭിമാനത്തോടെ പറയുന്നുണ്ട്. ഓക്കെ, എനിവേ ലീവ് ഇറ്റ്. കമോൺ. ഇനി മതി. ഇനി കുറച്ച് ലവ് സിമ്പിൾ ഇട്ട് ഞങ്ങൾ. എടാ, എനിക്ക് ഭയങ്കര എനർജി കുറഞ്ഞു. തീർന്നു കേട്ടോ, ഈ ചാപ്റ്റർ തീർന്നേ. നമ്മൾ വേണ്ടത് എത്തി അടുത്ത ചാപ്റ്ററിലേക്ക് എത്തി. ബേജാറിന് അടുത്ത ചാപ്റ്ററിലേക്ക് എത്തി. ഓക്കെ, റെഡി സതീഷ്? ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത് നോക്ക്, ഇത് നമ്മുടെ റോയൽ ഡിസീസിനെ പറ്റിയാണ്, അതായത് ഹീമോഫീലിയയെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സാണ്. ക്യൂൻ വിക്ടോറിയ വാസ് നോട്ട് ഹോമോസൈഗസ് ഫോർ ദ ഡിസീസ്. ക്യൂൻ വിക്ടോറിയ ഹോമോസൈഗസ് ആയിരുന്നില്ല. ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ എക്സ് സ്മോൾ എച്ച് അല്ല. അവർക്ക് രോഗം ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ് ക്യാപിറ്റൽ എച്ച് അവർ നോർമലാണ്. പക്ഷെ അങ്ങനെയല്ല, ക്യൂൻ വിക്ടോറിയ ഹെറ്റിറോസൈഗസ് ആയിരുന്നു. വിക്ടോറിയ രാജ്ഞി എക്സ് ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച് ആയിരുന്നു കേട്ടോ, അവർ ഹെറ്റിറോസൈഗസ് ആയിരുന്നു. ഇനി മെനി ഹെറ്റിറോസൈഗസ് എന്ന് പറഞ്ഞാൽ കാരിയർ എന്നാണ് അർത്ഥം. ഹീമോഫീലിയയുടെ കാരിയർ ഫീമെയിലുകളെ നമ്മൾ ഹെറ്റിറോസൈഗസ് എന്നാണ് പറയുക. ഇനി മെനി ഹെറ്റിറോസൈഗസ് ഫീമെയിൽസ് ആർ ഇൻ ദ റോയൽ ഫാമിലീസ്. അവിടെ ഒരുപാട് ഹെറ്റിറോസൈഗസ് ഫീമെയിൽസ് ഉണ്ട്. റോയൽ ഫാമിലി ഇഷ്ടം പോലെ ഹെറ്റിറോസൈഗസ് ഫീമെയിൽസ് ഉണ്ട്. ഇനി നോൺ റോയൽ ഫാമിലീസ് ആർ നോട്ട് അഫക്റ്റഡ് വിത്ത് ഹീമോഫീലിയ. പിന്നെ അതെന്താ പടച്ചോ തീരുമാനിച്ചതാ റോയൽ ആൾക്കാർക്ക് മാത്രമേ ഹീമോഫീലിയ കൊടുക്കുള്ളൂ? അങ്ങനെയൊന്നുമല്ല, ഇത് തെറ്റാ. നോൺ റോയൽ ആയുള്ള ആൾക്കാർക്ക്, നോൺ റോയൽ എന്നൊന്നും പറയരുത്. ബ്രിട്ടീഷ് ആ രാജകുടുംബത്തിലല്ലാത്ത ആൾക്കാർക്ക് ഹീമോഫീലിയ ഉണ്ട് ഒരുപാട് പേർക്ക്. ഇനി അടുത്ത ചോദ്യം കേട്ടോ, there is less possibility to become a female diseased. ഫീമെയിലിന് രോഗം ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അത് ശരിയാണ്. ഡിസീസ്ഡ് എന്നല്ല പറയേണ്ടത്, ടു ഗെറ്റ് അഫക്റ്റഡ് എന്നാണ് പറയുന്നത്. ഡിസീസ്ഡ് എന്ന് പറഞ്ഞാൽ മരിച്ച ആളെന്ന് അർത്ഥം. എന്തൊക്കെയോ എഴുതി വെച്ചേക്കുക. ഓക്കെ, എനിവേ, ഒരു ഫീമെയിലിന് രോഗം ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. എക്സ് ലിങ്ക്ഡ് റെസസീവ്. അടുത്തത്, ജനറലി ഡിസീസ്ഡ് ഫീമെയിൽ കനോട്ട് സർവൈവ് ആഫ്റ്റർ ദ ഫസ്റ്റ് മെൻസ്ട്രേഷൻ കഴിഞ്ഞാൽ ഫീമെയിൽ സർവൈവ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഒരു ഫീമെയിലിന് ഹീമോഫീലിയ ഉണ്ടെങ്കിൽ ഫസ്റ്റ് മെൻസസിൻ്റെ സമയത്ത് തന്നെ നല്ല ബ്ലീഡിങ് ഉണ്ടാവുകയും മരിക്കാനൊക്കെ സാധ്യത ഉണ്ടെന്നാണ് NCERT പറയുന്നത്. നിങ്ങൾ അതേപോലെ പഠിച്ചോളൂ കേട്ടോ, ശരിക്കും തെറ്റാണ്, പക്ഷെ നിങ്ങൾ അതേപോലെ പഠിച്ചോളൂ. ഓക്കെ, സെറ്റ് അല്ലേ? റെഡിയാണോ? അടുത്ത ചാപ്റ്റർ എത്തി. ഇപ്പം തീരും. ഓക്കെ, 3:45 ഈ ചാപ്റ്റർ തീരും. 9:45 9:50 ഈ ചാപ്റ്റർ തീരും. 10:15 അങ്ങനെ നമ്മളൊരു 10:15 എന്തായാലും നമ്മൾ കംപ്ലീറ്റ് തീർക്കും കേട്ടോ. റെഡിയല്ലേ? സെറ്റാണോ? ഓക്കെ, വെരി ഗുഡ്. അടുത്തത്
റൈറ്റ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. എന്താ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി എന്ന് പറഞ്ഞാൽ DNA നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് RNA ഉണ്ടാകുന്നു, RNAയിൽ നിന്ന് ട്രാൻസ്ലേഷൻ നടന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നു അല്ലേ? ഇത് എഴുതണം കേട്ടോ. ദിസ് ഈസ് ട്രാൻസ്ലേഷൻ, ദിസ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി DNAയിൽ നിന്ന് റെപ്ലിക്കേഷൻ നടന്നിട്ടാണ് DNA ഉണ്ടാകുന്നത്. ഹു പ്രപ്പോസ്ഡ് ദിസ്? ആരേത് പ്രപ്പോസ് ചെയ്ത കുട്ടികളെ? ഫ്രാൻസിസ് ക്രിക്ക് ആണല്ലേ. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ സർ ഫ്രാൻസിസ് ക്രിക്ക്. സെറ്റ് അല്ലടാ? റെഡിയല്ലേ? റെഡിയല്ലേ? അടുത്ത ചോദ്യം. നമ്മൾ 4ാമത്തെ ചാപ്റ്റർ, വലിയ വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്നു, ഇനി കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സാണ് വരാനുള്ളത്. അവസാനത്തൊക്കെ കുഞ്ഞു ചാപ്റ്റേഴ്സാണ്. നോ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് ഗിവൺ. നോക്കൂ, ഫിൽ അപ്പ് ദ മിസ്സിംഗ് പാർട്സ് A ആൻഡ് B. എയും ബിയും ഒക്കെ പറയാൻ നോക്കൂ. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ പ്രൊമോട്ടർ ഉണ്ടാകും, പിന്നെ എന്താ ഉണ്ടാവുക? ടെർമിനേറ്റർ ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ എന്താ ഉണ്ടാവുക? സ്ട്രക്ചറൽ ജീൻ ഉണ്ടാകും അല്ലേ? സ്ട്രക്ചറൽ ജീനിൽ 2 സ്ട്രാൻഡ് ഉണ്ടാവും, ടെംപ്ലേറ്റ് സ്ട്രാൻഡും. പിന്നെ ഈ ചാപ്റ്റർ ഏറ്റവും വെയിറ്റേജ് കിട്ടോ, 6 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ദിസ് ഈസ് കോഡിംഗ് സ്ട്രാൻഡ് അല്ലേ? കോഡിംഗ് സ്ട്രാൻഡ്. നൗ റൈറ്റ് ദ റോൾ ഓഫ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ റോൾ എന്താ? ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ റോൾ എന്താ? ബേസ്ഡ് ഓൺ ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ന്യൂ RNA മോളിക്യൂൾ ഈസ് പ്രൊഡ്യൂസ്ഡ് അല്ലേ? സോ ഇറ്റ് ആക്ട് as ദ ടെംപ്ലേറ്റ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് RNA. ഇറ്റ് ആക്ട് as ദ ടെംപ്ലേറ്റ് ഫോർ സിന്തസിസ് ഓഫ് RNA. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, എക്സ്പ്ലെയിൻ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെൻറ്റ് പെർഫോംഡ് ബൈ ഫ്രെഡറിക് ഗ്രിഫിത്ത് ഇൻ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. നോക്കൂ, ഫ്രെഡറിക് ഗ്രിഫിത്തിന് 2 രീതിയിലുള്ള ന്യൂമോണിയ ബാക്ടീരിയകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തത് R സ്ട്രെയിൻ ബാക്ടീരിയയും 2 S സ്ട്രെയിൻ ബാക്ടീരിയയും. എന്താ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം? ഈ R സ്ട്രെയിൻ ബാക്ടീരിയയുടെ സ്ട്രക്ചർ ഇതാണെങ്കിൽ S സ്ട്രെയിൻ ബാക്ടീരിയക്ക് നോക്കൂ, ഇറ്റ് ഹാസ് എ പോളിസാക്കറൈഡ് കോട്ട്. ബാക്കിയൊക്കെ ഓക്കെ ആണ്. ഇറ്റ് ഹാസ് എൻ എക്സ്ട്രാ പോളിസാക്കറൈഡ് കോട്ട് അറൗണ്ട് ഇറ്റ്. ഒരു പോളിസാക്കറൈഡ് കോട്ട് ഉണ്ടായിരുന്നു അതിന് ചുറ്റും അല്ലേ? ഇനി ഗ്രിഫിത്ത് എന്താ ചെയ്തത്? S സ്ട്രെയിനിനെ ബാക്ടീരിയയിലേക്ക് മൈസിലേക്ക്, എലികളിലേക്ക് കുത്തിവെച്ചു. നോക്കൂ, മൈസിലേക്ക് S സ്ട്രെയിനെ കുത്തിവെച്ചു, മൈസ് ചത്തു. ഇനി R സ്ട്രെയിൻ എടുത്തു, മൈസിലേക്ക് കുത്തിവെച്ചു, മൈസ് ചത്തോ? ഇല്ല, മൈസ് ജീവിച്ചു. പിന്നെയോ അദ്ദേഹം കില്ലഡ് S സ്ട്രെയിൻ ബാക്ടീരിയനെ എടുത്തു, മൈസിലേക്ക് കുത്തിവെച്ചു, മൈസ് ലീവ്, മൈസിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം മിശ്രിതം ഉണ്ടാക്കി. എന്തിൻ്റെ? കില്ലഡ് S ബാക്ടീരിയ പ്ലസ് ലിവിങ് R ബാക്ടീരിയൻ്റെ മിശ്രിതം ഉണ്ടാക്കി. എന്നിട്ട് ഇഞ്ചക്ട് ചെയ്തു മൈസിലേക്ക്, മൈസ് ചത്തു. അത് മാത്രമല്ല, he recovered living S ബാക്ടീരിയ ഫ്രം ദ ഡെഡ് മൈസ്. ഈ ചത്ത മൈസ് ഉണ്ടല്ലോ, ഈ മൈസിന് അദ്ദേഹം പരിശോധിച്ചപ്പോൾ he found the presence of living S ബാക്ടീരിയ in the mice. മൈസിൽ ജീവനുള്ള S ബാക്ടീരിയയുടെ പ്രസൻസും അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റി. പക്ഷെ അങ്ങോട്ട് കൊടുത്തയച്ച എന്തിനെയാണ് കുത്തിവെച്ചത്? കില്ലഡ് എസും ലിവിങ് ആറുമാണ്. അപ്പോൾ ഗ്രിഫിത്ത് ഒരു കാര്യം പറഞ്ഞു. നോക്കൂ, സംതിങ് ഹാവ് ട്രാൻസ്ഫേർഡ് ഫ്രം ദിസ് കില്ലഡ് S ബാക്ടീരിയ. ഈ കില്ലഡ് S ബാക്ടീരിയയിൽ നിന്ന് എന്തോ ഒന്ന് ട്രാൻസ്ഫേർഡ് ടു ദ ലിവിങ് R ബാക്ടീരിയ. ജീവനുള്ള R ബാക്ടീരിയയിലേക്ക് എന്തോ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സംതിങ് കുഡ് ഹാവ് ട്രാൻസ്ഫേർഡ് ഫ്രം S ബാക്ടീരിയ ടു ലിവിങ് R ബാക്ടീരിയ. ദാറ്റ് എനേബിൾഡ് ദ R ബാക്ടീരിയ ടു സിന്തസൈസ് എ പോളിസാക്കറൈഡ് കോട്ട്. അത് കാരണം R ബാക്ടീരിയക്ക് അതിന് ചുറ്റും സാറിൻ്റെ ഭാര്യ കുളിക്കുവോ? ഞാൻ കെട്ടിയിട്ടില്ലടാ മക്കളെ, കെട്ടിക്കഴിഞ്ഞാൽ നോക്കാൻ ഒരു കുളിക്കൂലേന്ന് കേട്ടോ. നമുക്ക് നോക്കാമല്ലോ. ഞാൻ അടിച്ച് കുളിപ്പിക്കും, അല്ലെങ്കിൽ പോത്തിനെല്ലാം കുളിപ്പിക്കുന്ന കാര്യമല്ല, ഇവിടെ മറ്റേ പാടത്തും കൊണ്ടുപോയി കുളിപ്പിച്ചു വിടുന്നോളാം. ഓക്കെ, എനിവേ എന്തൊക്കെ ചോദ്യങ്ങളാ. ലുക്ക്, സോ അദ്ദേഹം പറഞ്ഞ എന്താ? സംതിങ് ഞാൻ നിങ്ങൾ ചോക്ക്, ഞാൻ പോത്തിനെല്ലാം കൊണ്ടുപോയി ഈ പാടത്ത് കൊണ്ടുപോയി കുളിപ്പിച്ചുകൊണ്ട് നീ കല്യാണം കഴിഞ്ഞിട്ട് എന്നു കേട്ടോ. ഓക്കെ, സോ എനിവേ ലുക്ക്, something transferred from killed S bacteria to living R bacteria that enabled R bacteria to synthesize this polysaccharide coat and become S bacteria. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത എക്സ്പാൻഡ് ടേം. എന്താ UTR എന്ന് പറഞ്ഞാൽ? എന്താ UTR? പറയാം. ശരി, സോ എന്താ UTR എന്ന് പറഞ്ഞാൽ? എന്താ UTR? വേഗം പറ. വാട്ട് ഈസ് UTR? അൺട്രാൻസ്ലേറ്റഡ് റീജിയൺ അല്ലേ? അൺട്രാൻസ്ലേറ്റഡ് റീജിയൺ, അതാണ് UTR. അതായത് നോക്കൂ, നമ്മുടെ mRNA, സപ്പോസ് ദിസ് ഈസ് യുവർ mRNA. ഈ mRNAയിൽ ഇതാണ് നിങ്ങളുടെ സ്റ്റാർട്ട് കോഡോൺ എന്ന് ഇമാജിൻ ചെയ്യും, AUG, ആൻഡ് ദിസ് ഈസ് സ്റ്റോപ്പ് കോഡോൺ അല്ലേ?
സ്റ്റോപ്പ് കോഡോൺ. ഇതുവരെ മാത്രമേ, ഈ ഭാഗം വരെ മാത്രമേ പ്രോട്ടീൻ ഉണ്ടാവുള്ളൂടാ. ഇത്രയും ഭാഗത്തുനിന്നേ പ്രോട്ടീൻ ഉണ്ടാവുള്ളൂ. സോ സ്റ്റോപ്പ് കോഡോണിൻ്റെ ശേഷമുള്ള ഭാഗത്തുനിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നില്ല, സ്റ്റാർട്ട് കോഡോണിൻ്റെ മുൻപുള്ള ഭാഗത്തുനിന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്നില്ല. ആൻഡ് ദീസ് ആർ കോൾഡ്, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ അല്ലേ. സോ ഇൻ mRNA ഓൺലി ദ റീജിയൻ ബിറ്റ്വീൻ സ്റ്റാർട്ട് കോഡോൺ ആൻഡ് സ്റ്റോപ്പ് കോഡോൺ ഈസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പ്രോട്ടീൻ. സോ ദ റീജിയൻ ബിഫോർ സ്റ്റാർട്ട് കോഡോൺ ആൻഡ് ആഫ്റ്റർ സ്റ്റോപ്പ് കോഡോൺ ഈസ് നോട്ട് ട്രാൻസ്ലേറ്റഡ്, ഇറ്റ് ഈസ് കോൾഡ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. വാട്ട് ഈസ് VNTR? എന്താ VNTR? വേഗം പറ, വാട്ട് ഈസ് VNTR? വേഗം പറ. വെരി ഗുഡ്. വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് അല്ലേ, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? VNTR നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? DNA ഫിംഗർ പ്രിൻറ്റിങ്ങിന്. എന്തിനാണ് യൂസ് ചെയ്യുക? DNA ഫിംഗർ പ്രിൻറ്റിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ DNA-യിലെ ചില ഭാഗങ്ങളാണ്. നമ്മുടെ DNA-യിൽ ചില ഭാഗങ്ങളുണ്ട്, നമ്മുടെ ഒക്കെ DNA-യിലുണ്ട് VNTRകൾ എന്നറിയപ്പെടുന്ന ചില ഭാഗങ്ങൾ. ആ ഭാഗങ്ങളുടെ സാമ്യത വെച്ചുകൊണ്ടാണ്, നിങ്ങൾക്കൊരു DNA കിട്ടി, നിങ്ങൾക്ക് ക്രൈം സീനിൽ നിന്നൊരു DNA കിട്ടി. ആ DNA എൻ്റെ DNA ആണോ നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണം. നിങ്ങളൊരു പണി ചെയ്യുക, എൻ്റെ ബോഡിയിൽ ഒരു സെല്ലെടുക്കുക, അതിലെ DNA നോക്കുക, ക്രൈം സീനിൽ നിന്ന് കിട്ടിയ DNAയും നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ആ രണ്ട് DNAയിലെയും VNTRകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക സീക്വൻസുകളുണ്ട്, അത് സെയിം ആണോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ് ഇൻ DNA ഫിംഗർ പ്രിൻറ്റിങ്. ഇനി ചേരുംപടി ചേർക്കാനാ ചോദ്യം. ജോർജ് ഗാമോ എന്താ ചെയ്തത്? നമ്മുടെ ജനറ്റിക് കോഡ് ഒരു ട്രിപ്ലെറ്റ് ആണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ, 3 കോഡോണുകൾ ചേർന്നുണ്ടായ ട്രിപ്ലെറ്റ് ആണെന്ന് ആദ്യമായിട്ട് പറഞ്ഞ അദ്ദേഹമാണ് അലക് ജെഫ്രീസ്. എന്താ ചെയ്തത്? DNA ഫിംഗർ പ്രിൻറ്റിങ് ടെക്നിക്ക് നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞത് നമ്മുടെ അലക് ജെഫ്രീസ് ആണ്. പിന്നെയോ ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്താ? ട്രാൻസ്ഫർമേഷൻ എക്സ്പെരിമെൻ്റ് അല്ലേ. നൗ ടൈലറും കൊളീഗ്സും എന്താ ചെയ്ത് കുട്ടികളെ? എന്താ ചെയ്തത്? DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന് തെളിയിച്ച ആളുകളാണ് ടൈലറും കൊളീഗ്സും. ഓക്കെ, സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ ആണെന്ന് തെളിയിച്ച ആളുകളാണ് ടൈലറും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളും. അത് തെളിയിച്ച വേറെയും സയൻറ്റിസ്റ്റുകളുണ്ട്. ആരാ? മെസൽസൺ ആൻഡ് സ്റ്റോൾ. ഇവരും DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന് തെളിയിച്ച ആളാണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഇനി ഹർഗോബിന്ദ് ഖൊരാന എന്താ ചെയ്തത്? ഓർമ്മയുണ്ടോ? വേഗം പറ. ഓക്കെ, വേഗം പറ. ഹർഗോബിന്ദ് ഖൊരാന എന്താ ചെയ്തത്? വേഗം. സാർ മുടി വെട്ടണ്ടായിരുന്നു. ഓക്കെ, ഹർഗോബിന്ദ് ഖൊരാന സെൽ ഫ്രീ സിന്തസിസ് ഓഫ് RNA. സെല്ലിന് വെളിയിൽ RNA ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഹർഗോബിന്ദ് ഖൊരാനയാണ്. ഓക്കെ, സെൽ ഫ്രീ സിന്തസിസ് ഓഫ് RNA, സെല്ലിന് പുറത്ത് RNA ആദ്യമായിട്ട് ഉണ്ടാക്കിയ അദ്ദേഹമാണ്. ഇനി അടുത്തത് മാർഷാൽ നിരൻബർഗ് എന്താ ചെയ്ത്? സെൽ ഫ്രീ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ പ്രോട്ടീൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ സെല്ലിന് പുറത്ത് കെമിക്കലി പ്രോട്ടീൻ ആദ്യമായിട്ട് സിന്തസൈസ് ചെയ്ത ആളാണ് മാർഷൽ നിരൻബർഗ് കേട്ടോ. ഇതൊക്കെ ചേരുംപടി ചേർക്കാൻ ചോദിക്കുന്ന ചോദ്യമാണ്. മറ്റൊന്ന് സെവെരോ ഒക്കോവ എൻസൈം. ഈ എൻസൈമിൻ്റെ ശരിക്കുള്ള പേരെന്താ? പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. ഓർമ്മയുണ്ടോ? പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. ചേരുംപടി ചേർക്കാൻ ചോദിക്കൂട്ടാ. ഓക്കെ, പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ്. നോമ്പുണ്ടായിരുന്നു, പിന്നെ നോമ്പില്ലാതിരിക്കുമോ? പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറിലേസ് ആണ് സെവെരോ ഒക്കോവ എൻസൈം. ക്ലിയർ അല്ലേ? ഇനി ലാക്കോപ്പറോണിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് ആദ്യമായിട്ട് പറഞ്ഞാരാ? ഫ്രാങ്കോയിസ് ജെയ്ക്കബും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ മൊണോഡും കൂടെ കേട്ടോ. ജെയ്ക്കബ് ആൻഡ് MONOD മൊണോഡ്. വെരി ഗുഡ്. ഇവിടെ നിന്നുള്ള ഈ ഒരു ചേരുംപടി ചേർക്കാൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു. എവറിത്തിങ് ഡിസ്കസ്ഡ് ഹിയർ. അടുത്തത് ഡിസ്ക്രൈബ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓർ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷനിലെ വ്യത്യസ്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് കുട്ടികളെ? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഇനീഷിയേഷൻ അല്ലേ. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഇലോങ്ങേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ടെർമിനേഷൻ. ഇനീഷിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. എന്താ ഇനീഷിയേഷൻ എന്ന് പറഞ്ഞാൽ? വെൻ RNA പോളിമറൈസ് ലുക്ക് ഇതൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണെന്ന് ഇമാജിൻ ചെയ്യും. ഇവിടെ എന്തൊക്കെ സീക്വൻസ് ഉണ്ടാവൂടാ? പ്രൊമോട്ടർ സീക്വൻസ് ഉണ്ടാകും ആൻഡ് ദിസ് ഈസ് ടെർമിനേറ്റർ സീക്വൻസ് അല്ലേ. ഇതിൽ ഒരാളാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. സപ്പോസ് ഇയാളാണ് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് എന്ന് ഇമാജിൻ ചെയ്യൂ. നോക്കൂ, നമ്മുടെ RNA സിന്തസൈസ് ചെയ്യാൻ ട്രാൻസ്ക്രിപ്ഷന് നമ്മളെ സഹായിക്കുന്ന എൻസൈം ആരാ? DNA
ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ആണോടാ? DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ആണ് നമ്മളെ ട്രാൻസ്ക്രിപ്ഷന് സഹായിക്കുന്ന ആൾ. സെറ്റ് അല്ലേ? റെഡിയല്ലേ? റെഡിയാണോ? DNA dependent RNA polymerase. So look, when DNA dependent RNA polymerase reaches promoter region, ഇയാൾ പ്രൊമോട്ടർ റീജിയനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എ സിഗ്മ ഫാക്ടർ, നോക്കൂ സിഗ്മ കേട്ടോ, ഇത് സിഗ്മ എന്നിങ്ങനെ എഴുതുക, സിഗ്മ ഫാക്ടർ ബൈൻഡ് ടു RNA polymerase that lead to initiation of transcription and then elongation takes place. ഇലോങ്ങേഷൻ ഫേസ് ആകുമ്പോൾ ന്യൂക്ലിയോടൈഡുകളെ ചേർത്ത് വെച്ച് mRNA ഉണ്ടാക്കി ഇങ്ങനെ മുന്നോട്ട് പോകും. ആൻഡ് വെൻ RNA polymerase reaches terminator, another factor called റോ ഫാക്ടർ, റോ എന്നിങ്ങനെ എഴുതുക, റോ എന്ന് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതും, റോ ഫാക്ടർ ബൈൻഡ് ടു RNA polymerase that lead to termination of transcription. ക്ലിയർ ആണോ മക്കളെ? വേഗം പറ. സോ ട്രാൻസ്ക്രിപ്ഷൻ കൺസിസ്റ്റ് ഓഫ് 3 phases. ഏതൊക്കെ കുട്ടികളെ? ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. സോ ഫോർ ഇനീസിയേഷൻ, when RNA polymerase reaches promoter, a sigma factor bind to RNA polymerase. And then elongation takes place, during which mRNA is produced, അല്ലെങ്കിൽ RNA is produced, അല്ലേ? RNA is produced. And then when the RNA polymerase reaches terminator, another factor called raw factor bind to RNA polymerase that lead to termination. അടുത്തത്, നെയിം ദ എൻസൈം ദാറ്റ് ജോയിൻ ദ DNA ഫ്രാഗ്മെന്റ്സ് ഇൻ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഡ്യൂറിങ് റെപ്ലിക്കേഷൻ. അല്ലേ, റെപ്ലിക്കേഷൻ്റെ ബേസ് ചെയ്ത് ഇനിയും ചോദ്യം വരും. എല്ലാ ചോദ്യം കൂടി ഞാൻ ഒന്നിച്ചിവിടെ പറയാൻ പോവുകയാണേ. നോക്കൂ, നമുക്കറിയാം DNA റെപ്ലിക്കേഷൻ takes place within a small opening of DNA and this small opening is called replication fork. ആണോ? റെപ്ലിക്കേഷൻ ഫോർക്ക് എന്നാണ് വിളിക്കുക. ആൻഡ് റെപ്ലിക്കേഷൻ ഫോർക്കിൽ ഇതേണ്ട ഇവിടെ 3' ആണെങ്കിൽ ഇവിടെ 5', അങ്ങനെയാണെങ്കിൽ ഇവിടെ 3', ഇവിടെ 5'. DNA റെപ്ലിക്കേഷന് ഇങ്ങനെ റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന എൻസൈമിൻ്റെ പേരെന്താ? ഹെലിക്കേസ്. ആണോ? ഹെലിക്കേസിൻ്റെ സഹായത്തോടെയാണ് ഈ റെപ്ലിക്കേഷൻ ഫോർക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ റെപ്ലിക്കേഷൻ്റെ മെയിൻ എൻസൈം ആരാ? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ആണല്ലോ. DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ആണ് മെയിൻ എൻസൈം. അയാളുടെ പ്രത്യേകത എന്താ? അയാൾക്ക് നോക്കൂ 5' നിന്ന് തുടങ്ങി 3' മാത്രമേ ഉണ്ടാക്കാനുള്ള കഴിവുള്ളൂ. അപ്പോൾ ഈ സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കും. കാരണം എന്താ? ഇവിടെ 3' ആണ്, അപ്പോൾ 5' ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അപ്പുറത്തെ സ്ട്രാൻഡിൽ അത് പറ്റൂല. അതുകൊണ്ട് കുറേ ചെറിയ ഫ്രാഗ്മെൻറ്റുകളാണ് ഉണ്ടാക്കുക. അല്ലേ, ഈ കണ്ടിന്യൂസ് സിന്തസൈസ് നടക്കുന്ന സ്ട്രാൻഡിനെ നമ്മൾ ലീഡിങ് സ്ട്രാൻഡ് എന്നും വിളിക്കും. ഡിസ്കണ്ടിന്യൂസ് നടക്കുന്നവരെയോ ലാഗിങ് സ്ട്രാൻഡ് എന്നും വിളിക്കും. ലാഗിങ് സ്ട്രാൻഡിൽ ഈ ചെറിയ കഷ്ണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്കസാക്കി ഫ്രാഗ്മെൻറ്റ്സ് എന്ന്. അല്ലേ, ആ ഒക്കസാക്കി ഫ്രാഗ്മെൻറ്റുകളെ അവസാനം കൂട്ടിച്ചേർക്കണം. അതിന് സഹായിക്കുന്ന എൻസൈം ആരാ കുട്ടികളെ? DNA ലൈഗേസ് ആണല്ലോ. DNA ലൈഗേസ്. അപ്പോൾ DNA റെപ്ലിക്കേഷനിലെ എൻസൈമുകൾ ഏതൊക്കെയാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, 1 മാർക്കും 2 മാർക്കിനൊക്കെ. റെപ്ലിക്കേഷൻ ഫോർക്ക് എന്താന്ന് ചോദിക്കാറുണ്ട്, അതിൻ്റെ ഉത്തരം കിട്ടി. ലാഗിങ് സ്ട്രാൻഡും ലീഡിങ് സ്ട്രാൻഡും എന്താന്ന് ചോദിക്കാറുണ്ട്, അതും കിട്ടി. ഈ ഡയഗ്രം തന്നിട്ട് തെറ്റിച്ചു തരും, എന്നിട്ട് ഡയഗ്രം കറക്റ്റാക്കി വരക്കാൻ പറയും, അതും കിട്ടി. ഇനി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എന്താണ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്ന്? വാട്ട് ഈസ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ? അതിൻ്റെ ഉത്തരവ് ഇവിടെ തന്നെ പഠിച്ചൂടെ? ഇതാണ് നിങ്ങളുടെ ഒരു DNA എങ്കിൽ ഡ്യൂറിങ് റെപ്ലിക്കേഷൻ ദ 2 സ്ട്രാൻഡ് സെപ്പറേറ്റ്, ആ 2 സ്ട്രാൻഡുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്നുണ്ട്. സോ ദാറ്റ് അറ്റ് ദ എൻഡ് ഓഫ് റെപ്ലിക്കേഷൻ നടന്നു കഴിയുമ്പോൾ ഈച്ച് DNA മോളിക്യൂൾ ഹാസ് 1 പാരൻ്റൽ സ്ട്രാൻഡ് ആൻഡ് 1 ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ്. അല്ലേ, സോ ഡ്യൂറിങ് DNA റെപ്ലിക്കേഷൻ ദ 2 സ്ട്രാൻഡ് സെപ്പറേറ്റ് സച്ച് ദാറ്റ് അറ്റ് ദ എൻഡ് ഓഫ് റെപ്ലിക്കേഷൻ വി ഹാവ് ഈച്ച് DNA മോളിക്യൂൾ ഹാസ് 1 പാരൻ്റൽ, പഴയ മഞ്ഞ സ്ട്രാൻഡ് ഉണ്ട്, അതിൻ്റെ കൂടെ പുതിയ സ്ട്രാൻഡ് ഉണ്ട്. ക്ലിയർ ആണോ? വെരി ഗുഡ്. അടുത്തത്, വാട്ട് ഈസ് DNA? ഡിയോക്സിറൈബോ ന്യൂക്ലിക് ആസിഡ്. അല്ലേ, ഡിയോക്സിറൈബോ ന്യൂക്ലിക് ആസിഡ്. അടുത്തത്, ഹു പ്രപ്പോസ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ? ആരാ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തു? ഹു പ്രപ്പോസ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ? പെട്ടെന്ന് പറ. ഹു പ്രപ്പോസ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ? ആരാ? വാട്സൺ ആൻഡ് ക്രിക്ക്. അല്ലേ, വാട്സണും ക്രിക്കും. ലിസ്റ്റ് ഔട്ട് ദ നൈട്രജൻ ബേസസ് ഇൻ DNAയിലെ നൈട്രജൻ ബേസസ് ഏതൊക്കെ? വി ഹാവ് പ്യൂരിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, പിരിമിഡിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. പ്യൂരിൻസിൽ ആരൊക്കെ? അഡിനിന്, ഗ്വാനിന്. പിരിമിഡിനിലോ തൈമിന്, സൈറ്റോസിന്. ക്ലിയർ ആണോ? അത് ഫുള്ള് എഴുതണേ.
ഫുൾ എഴുതണം കേട്ടോ, ഫുൾ നെയിം എഴുതണം. ATGC എന്നൊന്നും എഴുതിയിട്ട് കാര്യമില്ല. അടുത്ത് അണ്ടർ മൈക്രോസ്കോപ്പ് ക്രൊമാറ്റിൻ ഈസ് seen as bead on string like structure. Here the beads represent. നോക്കൂ, നമുക്കിങ്ങനെ നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ നമ്മുടെ ക്രൊമാറ്റിൻ, നമ്മുടെ DNA ഉള്ളിൽ, നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണുന്നത് ബീഡ് ഓൺ സ്ട്രിങ് സ്ട്രക്ചറാണ്. അപ്പോൾ ബീഡ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? വേഗം പറ. ബീഡ് ആക്ച്വലി ഒന്നുകിൽ നിങ്ങൾക്ക് ന്യൂക്ലിയോസോം എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഹിസ്റ്റോൺ ഒക്ടാമർ എന്നും പറയാം. കാരണം ഹിസ്റ്റോൺ ഒക്ടാമർ ആണല്ലോ അതിൽ ആ ഒരു കട്ടിയുള്ള സ്ട്രക്ചർ അല്ലേ. എങ്ങനെ പറഞ്ഞാലും മതി. ഓക്കെ, എന്ത് പറഞ്ഞാലും മതി. അടുത്ത് ഇൻ യൂക്കാരിയോട്ട് ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് സെവറൽ ലെവൽസ്. ഏതൊക്കെ ലെവലിലാണ്? നിങ്ങളൊരു യൂക്കാരിയോട്ട് ആണല്ലോ, നിങ്ങളുടെ ന്യൂക്ലിയസിൽ DNA ഉണ്ട് അല്ലേ, ദിസ് ഈസ് DNA. ആ DNAയിലെ ഒരു ജീനാണിത് എന്ന് ഇമാജിൻ ചെയ്യും. ആ DNAയിലെ ചെറിയൊരു ജീനാണിത്. ആ ജീനിൻ്റെ എക്സ്പ്രഷൻ, എപ്പോഴാണ് ജീൻ എക്സ്പ്രസ് ചെയ്തു എന്ന് പറയുക? ഒരു ജീനിനെ ബേസ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ജീൻ എക്സ്പ്രസ് ചെയ്തു എന്ന് പറയുക, ശരിയല്ലേ? ഒരു ജീനിനെ ബേസ് ചെയ്ത് പ്രോട്ടീൻ ഉണ്ടാകുമ്പോഴാണ് ആ ജീൻ എക്സ്പ്രസ് ചെയ്തു നമ്മൾ പറയുക. അപ്പോൾ ഈ ജീൻ എക്സ്പ്രസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവിടെ നിന്ന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് തടഞ്ഞാൽ മതി. സോ ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ. ക്ലിയർ അല്ലേ? ഇനി ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് ഇവിടുന്ന് നമ്മൾ യൂക്കാരിയോട്ടിൻ്റെ കേസിലെ ശ്രദ്ധിക്കുക, നമ്മൾ യൂക്കാരിയോട്ടിൻ്റെ കേസിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് എന്താ ഉണ്ടാവുക? നമ്മൾ യൂക്കാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന എന്താ ഉണ്ടാവുക? mRNA അല്ല, പകരം HNRNA എന്ന് പറയുന്ന ഒരു RNA ആണ് ഉണ്ടാവുക. എന്തുണ്ടാവുക? HNRNA. ആ HNRNAക്ക് പിന്നെ ചില പ്രോസസ്സുകൾ നടന്നാൽ മാത്രമാണ് അയാൾ mRNA ആയിട്ട് മാറുക. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ തടയാം, അല്ലെങ്കിൽ അയാളുടെ പ്രോസസ്സിങ് തടയാം, HNRNAയുടെ പ്രോസസ്സിങ് തടയാം. സോ ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് പ്രോസസ്സിങ് ലെവൽ. അങ്ങനെ പ്രോസസ്സിങ് നടന്ന് mRNA ആയി മാറിക്കഴിഞ്ഞാൽ ആ mRNA പിന്നീട് സൈറ്റോപ്ലാസത്തിലേക്ക് വരും. സോ ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് ആ ട്രാൻസ്പോർട്ട് തടയാം. സോ ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. അങ്ങനെ സൈറ്റോപ്ലാസത്തിലെത്തി. ഓക്കെ, ശരി, ഇറ്റ് ഈസ് ദർ ഇൻ സൈറ്റോപ്ലാസം. അയാൾക്ക് ട്രാൻസ്ലേഷൻ നടക്കുന്നത് തടഞ്ഞൂടെ? യെസ്. സോ ഇറ്റ് ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് ട്രാൻസ്ലേഷണൽ ലെവൽ. ക്ലിയർ ആണോ? സാർ വെള്ളം കുടിച്ചോ? താങ്ക് യു. ഒരാൾക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടല്ലോ, സാറ് വെള്ളം കുടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരി, പുറം വേദനയാവുന്നടാ, ഇങ്ങനെ ചെരിഞ്ഞിരുന്ന് ക്ലാസ് എടുത്തിട്ടേ പുറം ഭയങ്കര വേദന. ഞാൻ ഒന്ന് മടങ്ങട്ടെ, ഭയങ്കര പെയിന്. എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് 2-3 സാറുമാരില്ലേ, ഇൻക്ലൂഡിങ് ബോട്ടണി. ഫോർ എവറി സബ്ജക്റ്റ് യു ഹാവ് 2 or 3 ടീച്ചേഴ്സ് അല്ലേ. ബട്ട് ഫോർ സോളജി ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇരുന്ന് അങ്ങനെ അങ്ങ് എടുത്തിട്ടേ പുറമൊക്കെ വേദന ആവുക. സാർ ജ്യൂസ് കുടിച്ച് ചോദിക്കണം പാട്രിക്ക്. ഓ എന്തൊരു സ്നേഹം. ജ്യൂസൊന്നും വേണ്ട, വെള്ളം മതി. ശരി, ദാറ്റ്സ് ഇറ്റ്. സാർ മിൽക്ക് കുടിച്ചോ? മിൽക്ക് കുടിക്കാൻ ഞാൻ പൈക്കുട്ടിയാണല്ലോ, പോടാ. അസ്ലക് സാർ ഇല്ല, അസ്ലക് സാർ ഇന്നില്ല, അവൻ ഒറ്റക്കായിരുന്നു. അതെ സാർ, പേടിയുണ്ട്. എന്തിനാ പേടി? ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പരീക്ഷൻ്റെ തലേന്നത്തെ ലൈവിൽ വെറുതെ ഇങ്ങനെ കുറേ വർത്താനം, ഇടയ്ക്കൊക്കെ വർത്താനം. ഒക്കെ അവൻ ഒറ്റക്കാണ് വന്നതല്ലേ. ശരി, വാ, മതി. വാട്ട് ഈസ് BAC? ഞാൻ ആൻസർ പറഞ്ഞു, മതി. ആൻസറിലേക്ക് വാ. എടാ ചെക്കന്മാരെ നിർത്തിക്കോ. ആ കമൻറ്റ് ബോക്സിൽ ഇനി വർത്താനം മതി. സമയം കഴിഞ്ഞു. ഇനി തമാശ മതി. ഉത്തരം പറ. വാട്ട് ഈസ് BAC? ആരടാ ഹിബ പ്ലീസ് എന്നൊക്കെ പറഞ്ഞാൽ വന്നിട്ടുണ്ട്. പ്ലേസ് ഏതാ ചെങ്ങൈമാർ? പിന്നെ കോഴികൾ ഇതിക്ക് വരൽ തുടങ്ങിയോ? പരീക്ഷ നടക്കുന്നതിൻ്റെ ഇടയിലാണ് കോഴികൾ. ഈ കുട്ടികൾ പഠിക്കാൻ വേണ്ടി വന്നാടാ, ഒന്നും വന്നിട്ടുണ്ടോ? അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കോഴികൾ വേഗം പറഞ്ഞേ. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. പിള്ളേർക്ക് നാളെ പരീക്ഷ. നിങ്ങൾ ഈ കോഴിത്തരം കാണാനല്ല അവർ വന്നിട്ടുള്ളത്, ഉത്തരം പറയാൻ. ഓക്കെ, അടുത്ത് റൈറ്റ് നെയിം ഓഫ് എൻസൈംസ് ലേബിൾഡ് ആസ് ABC. നോക്കൂ, ഇവിടുന്ന് 3 രീതിയിൽ നമ്മളോട് ചോദ്യം ചോദിക്കാം. ഓക്കെ, എന്തൊക്കെ രീതിയിൽ ചോദിക്കാം? 1, ലാക്കോപ്രോൺ ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടോസ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ്. ശരിക്കും നമുക്ക് എല്ലാം അങ്ങ് പറഞ്ഞു പോയി ഇവിടുന്ന് തന്നെ. ഇതാണ് ലാക്കോപ്രോൺ അല്ലേ. ലാക്കോപ്രോൺ വരച്ച് കാണിക്കാൻ വേണ്ടി പറയും. അപ്പോൾ നോക്കൂ, ദിസ് ഈസ് ആക്ച്വലി ഇതൊരു സ്ട്രക്ചറൽ ജീനാണ്. നോക്കൂ, ഇതൊരു ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് ആണ്. യു ക്യാൻ സീ പ്രൊമോട്ടർ, പിന്നെ സ്ട്രക്ചറൽ ജീൻ കണ്ടോ ഇത്. ദിസ് ഈസ് കോൾഡ് ലാക്ക് ഇൻഹിബിറ്റർ ജീൻ. ആ ജീൻ്റെ പേരെന്താടാ? ലാക്ക് ഇൻഹിബിറ്റർ ജീൻ. ഉറക്കെ പറഞ്ഞ എൻ്റെ കൂടെ, ലാക്ക് ഇൻഹിബിറ്റർ ജീൻ. ഓക്കെ, ദെൻ ഇവിടെ ഒരു ടെർമിനേറ്റർ ഉണ്ടാവും, അത് അവർ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ഇതൊരു സ്ട്രക്ചറൽ ജീനാണ്. ഇവിടുന്ന് എല്ലാ സമയത്തും ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. റിപ്രസർ mRNA എന്ന് പറഞ്ഞാൽ mRNA ഉണ്ടാകും. അയാൾ വന്നിട്ട് ട്രാൻസ്ലേഷൻ നടക്കും. അങ്ങനെ റിപ്രസർ പ്രോട്ടീൻ എന്ന് പറയുന്ന ആളുണ്ടാവും അല്ലേ. ഇയാളാണ് റിപ്രസർ പ്രോട്ടീൻ.
ഓക്കെ, ശരിക്കും ലാക്ടോസ് ഇല്ല എങ്കിൽ ഈ റിപ്രസർ പ്രോട്ടീന് നേരെ പോയിട്ട് ഇറ്റ് ബൈൻഡ് ടു ദ പ്രൊമോട്ടർ സീക്വൻസ്, ഇറ്റ് ബൈൻഡ് ടു ദ ഓപ്പറേറ്റർ സീക്വൻസ് അല്ലേ, ഈ ഓപ്പറേറ്റർ സീക്വൻസിലേക്ക് ഇയാൾ പോയി ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്താൽ രണ്ടാമത്തെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ് ഇത്. അതിൻ്റെ പ്രൊമോട്ടർ ഇതാ, ഇവിടെ ഓപ്പറേറ്റർ കേട്ടോ. ഈ സീക്വൻസിൻ്റെ പേരെന്താ? ഓപ്പറേറ്റർ. ദെൻ അതിൻ്റെ സ്ട്രക്ചറൽ ജീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു സ്ട്രക്ചറൽ ജീന് ഇത് കഴിഞ്ഞാൽ ടെർമിനേറ്റർ ഉണ്ടാവും. ഈ ഒരു സ്ട്രക്ചറൽ ജീനിൽ തന്നെ 3 ഭാഗമുണ്ട്. സെഡ് എന്ന് പറയുന്ന ഒരു ജീനുണ്ട്, വൈ ഉണ്ട്, എ ഉണ്ട്. സെറ്റ് അല്ലേ? റെഡി അല്ലേ കുട്ടികളെ? ശരി. അപ്പോൾ ഈ ഓപ്പറേറ്ററിൽ ഇയാൾ പോയി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കൂല. അങ്ങനെയാണ് സംഭവിക്കുക. പക്ഷേ ഇഫ് ലാക്ടോസ് ഈസ് പ്രസൻറ്റ് ഇൻ ദ മീഡിയം, ലാക്ടോസ് അല്ലെങ്കിൽ അലോ ലാക്ടോസ് രണ്ടാലൊരാൾ ഉണ്ടായാൽ മതി. ലാക്ടോസ് അല്ലെങ്കിൽ അലോ ലാക്ടോസ് രണ്ടാലൊരാൾ മീഡിയത്തിലുണ്ടെങ്കിൽ അയാൾ റിപ്രസറിനെ ഇനാക്ടിവേറ്റ് ആക്കും, റിപ്രസറിലേക്ക് ബൈൻഡ് ചെയ്തിട്ട്. അപ്പോൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയും അവിടുന്ന് ലാക്ക് mRNA എന്ന് പറഞ്ഞ mRNA ഉണ്ടാവുകയും ചെയ്യും. അതിന് ട്രാൻസ്ലേഷൻ നടന്ന 3 പ്രോട്ടീൻ കിട്ടും. ഏതൊക്കെയാണ് മക്കളെ? വേഗം പറഞ്ഞോ. വേഗം ഈ ആൻസറിലേക്ക് വരാം. ഏതൊക്കെ? വേഗം. ഏതാണ് ഈ അലബലാദികൾ വന്നുള്ളത്? കമന്റ് ബോക്സിൽ എൻ്റെ ദൈവമേ എന്തൊക്കെയോ എഴുതിയിട് തന്നെ. ഇതിനൊക്കെ ഉത്തരം പറയടാ. പിള്ളേരെ ഇടങ്ങറാക്കാൻ വേണ്ടി കുറേ എണ്ണം വന്നിട്ട് വെറുതെ ചിലക്കുക. ഞാൻ പറഞ്ഞില്ലേ പൊക്കോ എല്ലാം വർത്താനം പറയാൻ വേണ്ടി വെറുതെ വന്ന് പരീക്ഷയുടെ തലേന്ന് ഇത്ര നേരമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ. നാളെ പരീക്ഷ എല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അത്രയധികം ക്വസ്റ്റ്യൻസും സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് നാളത്തെ പരീക്ഷ എൻ്റെ പിള്ളേർക്ക് ഫുൾ മാർക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊരു മൂഡിൽ ഇങ്ങനെ പോകുമായിരുന്നു ഇത്ര നേരം. അപ്പോൾ കമന്റ് ബോക്സിൽ വന്ന് ഇടങ്ങറാക്കാൻ വേണ്ടി വേഗം പറയടാ. ബീറ്റാ ഗാലക്ടോസിഡേസ്. ഓക്കെ, കുറേ എണ്ണം ബീറ്റാ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ പൊക്കോ. അല്ലെങ്കിൽ വെറുതെ +2 കുട്ടികളൊന്നും ആവില്ല, എവിടുന്നോ വന്നാ കുറേ എണ്ണം വലിഞ്ഞു കയറിയിട്ട്. ഈ കുട്ടികൾക്ക് പഠിപ്പിച്ച് നാളെ ഫുൾ മാർക്ക് കൊടുക്കാനുള്ളതാ. എട്ടങ്ങറാക്കാതെ പോ. ബീറ്റാ ഗാലക്ടോസിഡേസ്. പിന്നെ ഏതാ? ബി ഏതാടാ? പെർമിയേസ്. അവസാനത്തെ ഏതാ? ട്രാൻസ് അസറ്റൈലേസ്. ഇങ്ങനെ ബാക്കി മനുഷ്യന്മാരെ ശാപം വാങ്ങി എന്തിനാ ജീവിക്കുന്നത്? അല്ലേ? ഞങ്ങൾ ഇടയ്ക്ക് തമാശയൊക്കെ പറയും. ഇടയ്ക്ക് നമ്മൾ ചില കുട്ടികളെ നമ്മൾ തമാശ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പഠിക്കും. അതിൻ്റെ ഇടയിൽ കുറേ വെറുതെ വർത്താനം. ഇനി അടുത്തത് വിച്ച് ആക്ട് ദ ഇൻഡ്യൂസർ ഓഫ് ലാക്കോപ്പറോൺ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടോ, ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസ് അസറ്റൈലേസ്. ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസ് അസറ്റൈലേസ് അല്ലേ? മൈൻഡ് ആക്കല്ലേ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ. പക്ഷേ മൈൻഡ് ആക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ നിങ്ങളെ ഉത്തരം നോക്കി ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ എണ്ണം വന്ന് ഇങ്ങനെ വരിക ചിലക്കാൻ. വിച്ച് ആക്ട് ദ ഇൻഡ്യൂസർ ഓഫ് ലാക്കോപ്പറോൺ. ആരാണ് ലാക്കോപ്പറോണിൻ്റെ ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? ലാക്ടോസ് അല്ലെങ്കിൽ അലോ ലാക്ടോസ് അല്ലേ? ലാക്ടോസ് അല്ലെങ്കിൽ അലോ ലാക്ടോസ്. നോക്കൂ വേഗം പോവാം. ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ. ഇത് പഴയ ഡയഗ്രാണ്, പക്ഷെ പുതിയ ഡയഗ്രാം ചോദിക്കും. അങ്ങനൊരു സാധനം ഇല്ലേ? ഇവിടെ എന്താ ഉള്ളത്? നമുക്കിത് ഓർമ്മയുണ്ടോ? ദിസ് ഈസ് ടിആർഎൻഎയുടെ സ്ട്രക്ചർ എന്നിട്ട് ചോദിക്കും. ടിആർഎൻഎക്ക് എന്തൊക്കെ ഭാഗമുണ്ട്? അമിനോ ആസിഡിലേക്ക് ബൈൻഡ് ചെയ്യാനുള്ള ഭാഗമുണ്ട്. ഇതാണ് അമിനോ ആസിഡ് അസെപ്റ്റർ എൻഡ്. ഈ ഭാഗം കൊണ്ടാണ് അമിനോ ആസിഡിലേക്ക് ബൈൻഡ് ചെയ്യുക. ഇവിടെയാണ് ഇപ്പോൾ നോക്കൂ, AUG എന്ന് പറയുന്ന കോഡോണിന് കറസ്പോണ്ടിങ് ആയ ടിആർഎൻഎ. AUG എന്ന് പറഞ്ഞ കോഡോണിൻ്റെ അമിനോ ആസിഡ് ഏതാ? മെത്തിയോണിൻ അല്ലേ? മെത്തിയോണിനുമായിട്ട് വരുന്ന ടിആർഎൻഎ അതിൻ്റെ ഈ ഭാഗത്ത് എന്താ ഉണ്ടാവുക എന്നറിയോ? ശ്രദ്ധിച്ചോ, UAC. ആൻഡ് ദാറ്റ് ഈസ് കോഡോണിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോഡോൺ അവിടെ ഉണ്ടാവുക. ദിസ് ഈസ് കോൾഡ് ആൻറ്റി കോഡോൺ ലൂപ്പ്. എന്താ വിളിക്കുക? ആൻറ്റി കോഡോൺ ലൂപ്പ്. ക്ലിയർ ആണോ? ആൻറ്റി കോഡോൺ ലൂപ്പ്. അപ്പോൾ അതാണ് ആൻറ്റി കോഡോൺ ലൂപ്പ്. അപ്പോൾ ഇവിടെ ഇവർ തന്നു UCA തന്നിട്ടുണ്ട്. UCAയുടെ ആൻറ്റി കോഡോൺ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ്, അതിൻ്റെ കോംപ്ലിമെൻ്ററി കോഡോൺ ഏതായിരിക്കും? AGU അല്ലേ? AGU ആയിരിക്കും. ക്ലിയർ ആണോ? വെരി ഗുഡ്. അടുത്തത്, വൺ ഓഫ് ദ സാലിയൻ ഫീച്ചർ ഓഫ് ജെനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ. റൈറ്റ് എനി അതർ 2 സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജെനറ്റിക് കോഡ് വിച്ച് ഈസ് ദ ഇനീഷ്യേറ്റർ കോഡോൺ നെയിം ദ അമിനോ ആസിഡ് കോഡ്സ്. ഇനീഷ്യേറ്റർ കോഡോൺ ഏതാ? AUGയുടെ അമിനോ ആസിഡ് ഏതാ? മെത്തിയോണിൻ. ഇനി മറ്റൊരു ചോദ്യം, ജെനറ്റിക് കോഡിനെ എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ എന്ന് വിളിക്കുന്നത് എന്നാണ് അടുത്ത ചോദ്യം. നിങ്ങൾ ബാക്ടീരിയ മുതൽ മനുഷ്യൻ വരെയുള്ള ഏത് ജീവികളെ എടുത്താലും ദ ജെനറ്റിക് കോഡ് ഈസ് ഓൾമോസ്റ്റ് സെയിം. സോ ജെനറ്റിക്, ബട്ട് ദർ ആർ സം എക്സെപ്ഷൻ. അപ്പോൾ ഫസ്റ്റ് വൈ ജെനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ എന്നുള്ള ചോദ്യം വരും. അപ്പോൾ നിങ്ങൾ എന്താ ഉത്തരം എഴുതുക? ഫ്രം ബാക്ടീരിയ ടു ഹ്യൂമൻസ് ദ ജെനറ്റിക് കോഡ് ഈസ് ഓൾമോസ്റ്റ് സെയിം വിത്ത് ഓൺലി ഫ്യൂ എക്സെപ്ഷൻസ്. വളരെ കുറച്ച് എക്സെപ്ഷനുകൾ മാറ്റി നിർത്തിയാൽ വിത്ത് ഓൺലി ഫ്യൂ എക്സെപ്ഷൻ ദ ജെനറ്റിക് കോഡ് ഈസ് ഓൾമോസ്റ്റ് സെയിം ഫ്രം ബാക്ടീരിയ ടു ഹ്യൂമൻസ് വിത്ത് ഓൺലി ഫ്യൂ എക്സെപ്ഷൻസ്. അത് എഴുതി കൊടുക്കുക. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. ബാക്കി ഫീച്ചറുകൾ എന്തൊക്കെ ഒന്ന് നിങ്ങൾക്ക് പറയാം. ദർ ആർ 64 കോഡ്. ഒന്ന് പറയാം. ദ കോഡോൺ ഈസ് ട്രിപ്ലെറ്റ്. അതൊരു ഫീച്ചറാണ്. ദ കോഡോൺ ഈസ് ട്രിപ്ലെറ്റ്. അതൊരു ഫീച്ചറാണ്. രണ്ടാമത്തെ ഫീച്ചർ,
there are totally 64 codons in which 3 are സ്റ്റോപ്പ് കോഡോൺസ്. 3 എന്താണ്? സ്റ്റോപ്പ് കോഡോണുകളാണ്. ഏതൊക്കെയാണ് നമ്മുടെ സ്റ്റോപ്പ് കോഡോൺ? ഇതൊക്കെ ഫീച്ചർ ആയിട്ട് എഴുതാം. ഏതൊക്കെ സ്റ്റോപ്പ് കോഡോണ്? ഊ ആഗ് ആഗ ഇങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. സ്റ്റോപ്പ് കോഡോണ് പഠിക്കാനുള്ള കോഡ് ഇതാണ്. താഴോട്ട് എഴുതി പഠിക്കുക. ഊ ആഗ് ആഗ. ഒന്ന് പറഞ്ഞു നോക്ക്. ഊ ആഗ് ആഗ. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഊ ആഗ് ആഗ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഊ ആഗ് ആഗ. ഇതാണ് നമ്മുടെ ഐഡിയ. ഇത് നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയാ? UAG എഴുതുമ്പോൾ ഊ ആഗ് ആകാന്ന് എഴുതി പഠിക്കുക. സെറ്റ് അല്ലേ? അപ്പോൾ ഇതാണ് സ്റ്റോപ്പ് കോഡോൺസ്. ചോദിക്കും സ്റ്റോപ്പ് കോഡോൺ ഏതൊക്കെയാണ്. അപ്പോൾ ഈ സ്റ്റോപ്പ് കോഡോൺ ഇതൊക്കെയെന്ന് പറയാം. പിന്നെ അടുത്ത എന്താ നോക്കൂ, സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. ഇപ്പോൾ നോക്കൂ, ല്യൂസിൻ എന്നൊക്കെ പറഞ്ഞ അമിനോ ആസിഡിന് കറസ്പോണ്ടിങ് ആയി ഒരുപാട് കോഡോണുകൾ ഉണ്ട്. സോ സം അമിനോ ആസിഡ്സ് ആർ കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. സാർ ലാക്കോപ്രോൺ വരക്കാനുണ്ടാവോ? യെസ്, വരക്കാൻ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ലാക്കോപ്രോൺ വരക്കാനല്ല ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പഠിപ്പിച്ചു തന്നത് നിങ്ങളെ, അല്ല ഇപ്പോൾ 5 മിനിറ്റ് മുന്നേ പഠിപ്പിച്ചു തന്നത്. ക്ലിയർ ആണ് കുട്ടികളെ? അപ്പോൾ ഈ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം. നൗ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കേട്ടോ. നൗ DNA-യുടെ ട്രാൻസ്ക്രിപ്ഷന് സഹായിക്കുന്ന എൻസൈം ഏതാ? DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസ് അല്ലേ? അത് നമ്മൾ പറഞ്ഞു. അടുത്ത ചോദ്യതാണ്, വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ബോത്ത് ദ സ്ട്രാൻഡ് ഓഫ് DNA ആക്ട് as ടെംപ്ലേറ്റ്? 2 സ്ട്രാൻഡും ഒരേ സമയത്ത് ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്താലുള്ള പ്രശ്നം എന്താണ്? ഓർമ്മയുണ്ടോ? ഇതൊരു DNA. ഈ DNA-യുടെ സ്ട്രക്ചറൽ ജീനിലെ 2 സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്താലുള്ള പ്രശ്നം എന്താ? ഈ സ്ട്രാൻഡിൽ നിന്ന് ഒരു RNA ഉണ്ടാകും, ഈ സ്ട്രാൻഡിൽ നിന്ന് മറ്റൊരു RNA ഉണ്ടാകും. സോ ഇഫ് ബോത്ത് സ്ട്രാൻഡ് ആക്ട് as ടെംപ്ലേറ്റ്, then 2 different RNAs are produced from same structural gene. ഒരൊറ്റ സ്ട്രക്ചറൽ ജീനിൽ നിന്ന് 2 വ്യത്യസ്ത RNA-കൾ ഉണ്ടാകും. ഇനി 2 RNA-കളിൽ നിന്നും ട്രാൻസ്ലേഷൻ നടന്നാൽ പ്രോട്ടീൻ 1 പ്രോട്ടീൻ 2 2 വ്യത്യസ്ത പ്രോട്ടീനുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ 2 different RNAs. So if both strands act as template, what happen? 2 different RNAs are formed from a single structural gene, and that lead to formation of 2 different proteins from a single structural gene. It is not possible. That is first reason. Another reason, if 2 RNAs are formed, then there is a possibility that both these RNAs they join together and they form a double stranded RNA. ഇവർ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദാറ്റ് പ്രിവെന്റ് ട്രാൻസ്ലേഷൻ. അത് ട്രാൻസ്ലേഷനെ പ്രിവെന്റ് ചെയ്യും. ക്ലിയർ ആണോ മക്കളെ? 2 റീസൺ. റെഡിയാണോ? ഡബിൾ സ്ട്രാൻഡഡ് RNA ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രിവെന്റ് ട്രാൻസ്ലേഷൻ. റെഡിയാണോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ഈ ചാപ്റ്റർ കഴിയാനായോ സാർ? ഇപ്പോൾ കഴിയും, ചാപ്റ്റർ കഴിയാനായി കേട്ടോ. ഓക്കെ. ഇനി ഡബിൾ സ്റ്റാൻഡേർഡ് DNA. ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ അഡിനിൻ്റെയും തൈമിൻ്റെയും അതുപോലെ ഗോണിൻ്റെയും സൈറ്റോസിൻ്റെയും റേഷ്യോ 1 ആണെന്ന് പറഞ്ഞത് ആരാണ്? ആരാ പറഞ്ഞത്? രണ്ടിൻ്റെയും റേഷ്യോ 1 ആണ് നമുക്ക് ആരാ പറഞ്ഞത്? ചർഗാഫ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിനെന്താ വിളിക്കുക? ചർഗാഫ് റൂൾ എന്നാണ് അല്ലേ വിളിക്കുക? ചർഗാഫ് റൂൾ എന്നാണ് വിളിക്കുക. വെരി ഗുഡ്. ഇനി നോക്കൂ, എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ ഓഫ് DNA-യുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ നമുക്ക് പറഞ്ഞ 2 ശാസ്ത്രജ്ഞരുണ്ട്. ആരൊക്കെയാണെന്നറിയാം നിങ്ങൾക്ക്? എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ ഓഫ് DNA നമുക്ക് പറഞ്ഞെന്ന് ആരാ? സാറേ ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 6 മാർക്കാണ് കേട്ടോ. ഏറ്റവും വെയിറ്റേജ് ഉള്ളതാണ്. വെരി ഗുഡ്. വിൽക്കിൻസ് ആൻഡ് ഫ്രാങ്ക്ലിൻ. ഓക്കെ, 2 ശാസ്ത്രജ്ഞരാണ്. മോറിസ് വിൽക്കിൻസും റോസാലിൻഡ് ഫ്രാങ്ക്ലിനും. പറ്റുമെങ്കിൽ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഓക്കെ, എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ ഓഫ് DNA പ്രൊഡ്യൂസ് ചെയ്തത് 2 ശാസ്ത്രജ്ഞരാണ്, വിൽക്കിൻസും ഫ്രാങ്ക്ലിനും. ഇനി DNA-യിലെ ഈ ബോണ്ടുകൾ ചോദിക്കും. നോക്കൂ, 2 നൈട്രജൻ ബേസിൻ്റെ ഇടയിലുള്ള ബോണ്ടിൻ്റെ പേരെന്താ? ഹൈഡ്രജൻ ബോണ്ട് അല്ലേ? ഹൈഡ്രജൻ ബോണ്ട്. ഇനി നോക്കൂ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ദിസ് ഈസ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ദിസ് ഈസ് എ പെൻഡോസ് ഷുഗർ. നോക്കൂ, പെൻഡോസ് ഷുഗർ ആണിത്. പെൻഡോസിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും ഇടയിലുള്ള ബോണ്ട്, ഇതിൻ്റെ പേരെന്താ? 2019 ചോദ്യമാണ്. ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്നാണ് വിളിക്കുക. ക്ലിയർ അല്ലേ? ഇനി 2 ന്യൂക്ലിയോടൈഡിനെ കണക്ട് ചെയ്യുന്ന ബോണ്ടാണിത്. 2 ന്യൂക്ലിയോടൈഡിനെ കണക്ട് ചെയ്യുന്ന ബോണ്ട്, ഇറ്റ് ഈസ് കോൾഡ് ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട്. ക്ലിയർ ആണോടാ? ഫോസ്ഫോ ഡൈ എസ്റ്റർ. ഇത് തെറ്റിക്കരുതേ. ഒന്ന് ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ്, ഒരു ഫോസ്ഫേറ്റിനെയും
പെൻഡോസ് ഷുഗറിനെയും കണക്ട് ചെയ്യുന്നത്. ഇത് 2 ന്യൂക്ലിയോടൈഡിനെ കണക്ട് ചെയ്യുന്നതാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. ഇനി അടുത്ത ചോദ്യം നോക്കിട്ടോ. ദ ബോണ്ട് ബിറ്റ്വീൻ 1 നൈട്രജൻ ബേസ് ആൻഡ് പെൻഡോസ് ഷുഗർ. ദിസ് ഈസ് എ നൈട്രജൻ ബേസ് ആൻഡ് ദിസ് ഈസ് പെൻഡോസ്. അതിൻ്റെ ഇടയിലുള്ള ബോണ്ട്, പെൻഡോസിൻ്റെയും നൈട്രജൻ ബേസിൻ്റെയും ഇടയിലുള്ള ബോണ്ട് ഏതാ? എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് അല്ലേ? എൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. സെറ്റേഷ് ആണോ? വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, ദ ഫോളോയിങ് ഡയഗ്രാം ഷോസ് എ പ്രോസസ്. ഐഡന്റിഫൈ ദ പ്രോസസ് ആൻഡ് എക്സ്പ്ലെയിൻ. ഐഡന്റിഫൈ ദ പ്രോസസ് ആൻഡ് എക്സ്പ്ലെയിൻ. വേഗം പറ, വേഗം പറ, വേഗം പറ. വാട്ട് ഈസ് ദിസ് പ്രോസസ്? നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ മതി. വാട്ട് ഈസ് ദിസ് പ്രോസസ്? തീരാൻ പോട്ടോ, ഈ ചാപ്റ്റർ ഇപ്പോൾ തീരും. നോക്ക്, ചാപ്റ്റർ ഇതാ ദാ 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 എവിടെ? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ്. എവ്രിതിങ്, ഓൾമോസ്റ്റ് എവ്രിതിങ് വി ഡിസ്കസ്ഡ്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളാണ്. അതിന് അങ്ങോട്ട് വരുമ്പോൾ അതൊക്കെ തീരും. ആൻഡ് ദെൻ നമുക്കൊരു 6-7 സ്ലൈഡും ഉണ്ട്. കാരണം ബാക്കിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തെന്നുള്ളൂ. നമ്മൾ ഇപ്പോൾ തീരും കേട്ടോ, ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് തീരും. നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. ഞാൻ പറഞ്ഞല്ലോ 10:30-യും 11-ൻ്റെയും ഇടയിൽ നിങ്ങൾ ഞാൻ വിടുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, വിട്ടിരിക്കും. ഓക്കെ, സോ ലുക്ക്, what is it? Yes, what is this process? It is translation അല്ലേ? It is translation. ഇത് നമ്മളോട് എക്സ്പ്ലെയിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ച്വലി ട്രാൻസ്ലേഷൻ എങ്ങനെയാണ് നടക്കുക? ദിസ് ഈസ് യുവർ mRNA. mRNAക്ക് ഒരു 5' എൻഡ് ഉണ്ട്, 3' എൻഡ് ഉണ്ട്. mRNAയുടെ 5' എൻഡിൽ റൈബോസോം വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ദിസ് ഈസ് യുവർ റൈബോസോം. അങ്ങനെ റൈബോസോം ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കും. ആൻഡ് വെൻ റൈബോസോം എൻകൗണ്ടർ സ്റ്റാർട്ട് കോഡോൺ ഓർ AUG, ഇറ്റ് സ്റ്റാർട്ട് ട്രാൻസ്ലേഷൻ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഇനീസിയേഷൻ. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇനീസിയേഷൻ. സോ വെൻ റൈബോസോം എൻകൗണ്ടർ അല്ലെങ്കിൽ വെൻ റൈബോസോം reaches start codon, it initiate translation, that is called initiation. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇലോങ്ങേഷൻ. During the elongation phase, amino acids are joined together to form protein. അങ്ങനെ സഞ്ചരിച്ച് when ribosome encounter stop codon, അങ്ങനെ റൈബോസോം ദേണ്ട ഇതാണ് സ്റ്റോപ്പ് കോഡോൺ, അങ്ങോട്ട് റൈബോസോം എത്തി. So when ribosome encounter stop codon, a special protein bind here. ആ പ്രോട്ടീൻ്റെ പേരാണ് റിലീസ് ഫാക്ടർ. എന്താണ് കുട്ടികളെ? റിലീസ് ഫാക്ടർ. സോ വെൻ റൈബോസോം എൻകൗണ്ടർ എ സ്റ്റോപ്പ് കോഡോൺ, then a special protein called release factor bind to the stop codon. റിലീസ് ഫാക്ടർ സ്റ്റോപ്പ് കോഡോണിലേക്ക് ബൈൻഡ് ചെയ്യും. ദാറ്റ് ലീഡ് ടു ടെർമിനേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ. അത് ട്രാൻസ്ലേഷൻ്റെ ടെർമിനേഷനിലേക്ക് നയിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, നമുക്ക് നമ്മുടെ tRNA ഉണ്ടല്ലോ, tRNA അല്ലേ അമിനോ ആസിഡുകളെ കൊണ്ടുവന്ന് കൊടുക്കുക. tRNAയുടെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ആക്ട് ആസ് കാരിയർ ഓഫ് അമിനോ ആസിഡ്സ് ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. അമിനോ ആസിഡുകളെ റൈബോസോമിന് കൊണ്ടുവന്ന് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അമിനോ ആസിഡ് tRNAയിലേക്ക് ബൈൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് യൂസിങ് ATP എനർജി. അതിനെന്താ വിളിക്കുക? നോക്കൂ, ATP എനർജി ഉപയോഗിച്ച് ഓരോ അമിനോ ആസിഡും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള tRNAകളിലേക്ക് ബൈൻഡ് ചെയ്യും. അതിനെന്താ വിളിക്കുക? വെരി ഗുഡ്, ചാർജിങ് ഓഫ് tRNA എന്ന് വിളിക്കും അല്ലേ? മറ്റൊരു പേര് കൂടിയുണ്ട്, കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. ചാർജിങ് ഓഫ് tRNA എന്ന് വിളിക്കും. മറ്റൊരു പേരെന്താ? അമിനോ അസൈലേഷൻ ഓഫ് tRNA. വെരി ഗുഡ്. കമൻറ്റ് ബോക്സിൽ നോക്ക്, അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നോക്ക്. അമിനോ അസൈലേഷൻ, നമ്മുടെ നെജ്മലൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അമിനോ അസൈലേഷൻ അല്ലെങ്കിൽ ചാർജിങ് ഓഫ് tRNA. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഫിഗർ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് എ ന്യൂക്ലിയോസോം അല്ലേ? അതിനകത്ത് എന്തൊക്കെയുള്ളത്? ഒരു ഹിസ്റ്റോൺ കോർ അല്ലെങ്കിൽ ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ട്. ഹിസ്റ്റോൺ ഒക്ടാമർ അല്ലെങ്കിൽ ഹിസ്റ്റോൺ കോർ എന്ന് പറയും. ആൻഡ് വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഹിസ്റ്റോൺ H1 പ്രോട്ടീൻ. അതിന് ചുറ്റും ഇരിക്കുന്ന ഇതാരാ? ദിസ് ഈസ് DNA. ദ DNA ഈസ് റാപ്ഡ് അറൗണ്ട് what happened? The DNA is wrapped around histone octamer and histone H1 protein. Okay, the DNA is wrapped around histone octamer and histone H1 protein, and this is called nucleosome അല്ലേ? വെരി ഗുഡ്. അടുത്തത്, ഹൗ മെനി ഹിസ്റ്റോൺ മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ ഹിസ്റ്റോൺ കോർ? ഈ ഹിസ്റ്റോൺ കോർ അല്ലെങ്കിൽ ഒക്ടാമറിൽ എത്ര ഉണ്ട്? എത്ര ഹിസ്റ്റോൺ പ്രോട്ടീനുകളുണ്ട്? 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരൊറ്റ ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടായിട്ടുള്ളത്. വെരി ഗുഡ്. അടുത്തത്, ഡിസ്റ്റിംഗ്വിഷ് യൂക്രോമാറ്റിൻ ഹെറ്ററോക്രോമാറ്റിൻ. എപ്പോഴും ചോദിക്കുന്ന വാട്ട് ഈസ് യൂക്രോമാറ്റിൻ, വാട്ട് ഈസ് ഹെറ്ററോക്രോമാറ്റിൻ? പറ മക്കളെ. നമ്മുടെ ന്യൂക്ലിയസിലേക്ക് നോക്കിയാൽ, ദിസ് ഈസ് യുവർ ന്യൂക്ലിയസ്. നമ്മുടെ ന്യൂക്ലിയസിലേക്ക് നോക്കിയാൽ DNA ഇങ്ങനെ സ്കാറ്റർ ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതിനെയാണ് നമ്മൾ ക്രോമാറ്റിൻ എന്ന് പറയുക. ബട്ട് യു ക്യാൻ സീ ദർ ആർ സം റീജിയൻസ് ഓഫ് ക്രോമാറ്റിൻ വേർ ഇറ്റ് ഈസ് ഡെൻസ്ലി പാക്ഡ് അല്ലേ? ഇത്തരം ഡെൻസ്ലി പാക്ഡ് ക്രോമാറ്റിനെയാണ് ഡെൻസ്ലി പാക്ഡ് ക്രോമാറ്റിൻ അല്ലെങ്കിൽ ഡെൻസ്ലി പാക്ഡ് റീജിയൻസ് ഓഫ് ക്രോമാറ്റിൻ, ദാറ്റ് ഈസ് കോൾഡ് ഹെറ്റിറോക്രോമാറ്റിൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹെറ്റിറോക്രോമാറ്റിൻ എന്ന് വിളിക്കുക. യൂക്രോമാറ്റിൻ എന്ന് പറഞ്ഞാലോ ലൂസ്ലി പാക്ഡ് റീജിയൻസ് ആണ്. ലൂസ്ലി പാക്ഡ് റീജിയൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂക്രോമാറ്റിൻ എന്ന് വിളിക്കുക. ഇനി എവിടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക?
ട്രാൻസ്ക്രിപ്ഷൻ യൂക്രോമാറ്റിനിലാണോ ഹെറ്റിറോയിലാണോ നടക്കുക? ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്. യൂക്രോമാറ്റിനാണ് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ്. ഇവിടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. ഹെറ്റിറോക്രോമാറ്റിൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കൂല. സെറ്റേഷ് ആണോ? പവറേഷ് അല്ലേ ഗൈസ്? വെരി ഗുഡ്. അടുത്തത് ഓക്കെ. സോ ഇതിൽ നിങ്ങളുടെ കൺക്ലൂഷൻ ഏതാന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നിങ്ങളുടെ കൺക്ലൂഷൻ എന്താ? ഇതിൽ ആരാ കുറ്റവാളി? ക്രൈം സീനിൽ നിന്ന് കിട്ടിയതാണ് എ. ബിയും സിയും കുറ്റവാളി എന്ന് സംശയിക്കപ്പെടുന്ന ആളാണ്. ആരാ കുറ്റവാളി? സി ഈസ് ദ കുറ്റവാളി. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാ. നൗ ഐഡന്റിഫൈ ദ പ്രോസസ്. വേഗം പറഞ്ഞോ. ഇനി നോക്ക്, സിഗ്മ ഫാക്ടർ, റോ ഫാക്ടർ ഒക്കെ കാണുന്നുണ്ട്. ഇതേതാ പ്രോസസ്സ്? വേഗം പറ. വാട്ട് ഈസ് ദിസ് പ്രോസസ്? വേഗം ആൻസർ പറയടാ. വാട്ട് ഈസ് ദിസ് പ്രോസസ്? സിഗ്മ ഫാക്ടർ, റോ ഫാക്ടർ ഒക്കെ കാണുന്നത് ട്രാൻസ്ക്രിപ്ഷൻ. ഇതിൽ ഡിഫറെന്റ് സ്റ്റെപ്പുകൾ ഏതൊക്കെയാ അറിയാലോ? ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനി RNA ഡൈജസ്റ്റിംഗ് എൻസൈം. RNA ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമിന് എന്താ വിളിക്കുക? RNase എന്നാ വിളിക്കുക. DNA ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമിനെയോ DNase എന്നാ വിളിക്കുക. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമിനെ പ്രോട്ടിയേസ് എന്നാ വിളിക്കുക. ക്ലിയർ ആണോ? അപ്പൊ RNase. വെരി ഗുഡ്. D is the option. അടുത്ത് ഇതറിയാലോ? ഇനി പറയില്ല. നോ I won't repeat. Now, gene expression are restricted in various levels. നമ്മൾ പറഞ്ഞതാണ് യൂകാരിയോട്ടിന്റെ കേസ്. Then yes, among nucleic acids DNA is better genetic material. List out the reason. എന്തുകൊണ്ടാണ് DNA better genetic material ആണെന്ന് പറയുന്നത്? Because DNA is more stable than RNA. RNAയുമായി കമ്പയർ ചെയ്യുമ്പോൾ DNA is more and more stable. അതുകൊണ്ട് തന്നെ DNA is best genetic material. എന്തുകൊണ്ടാണ് DNA more stable ആണെന്ന് പറയുന്നത്? കാരണം ശ്രദ്ധിച്ചോ, RNAയിൽ റൈബോസ് ആണുള്ളത്, DNAയിൽ ഡിയോക്സി റൈബോസ് ആണ് ഉള്ളത്. ഇവിടെ റൈബോസിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കിയാലേ, റൈബോസിലെ കാർബൺ നോക്കിയാൽ 1 2 3 4 5 5 കാർബണാണുള്ളത്. അതിൽ രണ്ടാമത്തെ കാർബണിൽ ഇവിടെ H ഉണ്ട്, ഇവിടെ OH ഉണ്ട്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് DNA റൈബോസ് നോക്കിട്ടോ, ഇതേപോലെ തന്നെയാണ്. പക്ഷെ രണ്ടാമത്തെ കാർബൺ, ഈ രണ്ടാമത്തെ കാർബണിൽ ഇവിടെ H ആണ്, താഴെയും H ആണ്, OH ഇല്ല. അപ്പോൾ റൈബോസിലുള്ള ഈ OH ഉണ്ടല്ലോ, ദിസ് OH ഈസ് റിയാക്റ്റീവ്. ദിസ് ഈസ് എ റിയാക്റ്റീവ് ഗ്രൂപ്പ്. ഇതൊരു റിയാക്റ്റീവ് ഗ്രൂപ്പാണ്. സോ ദ 2' ഇൻ റൈബോസ് ഈസ് റിയാക്റ്റീവ്. ഒരാൾ മോർ റിയാക്റ്റീവ് ആണെങ്കിൽ അയാൾ ലെസ് സ്റ്റേബിൾ ആണ്. RNAയിൽ റൈബോസ് ആണുള്ളത്. സോ ദ 2' ഗ്രൂപ്പ് ഇൻ റൈബോസ് ഈസ് റിയാക്റ്റീവ്. സോ RNA ഈസ് ലെസ് സ്റ്റേബിൾ വെൻ കമ്പയർഡ് ടു DNA. ഒന്നാമത്തെ റീസൺ ആയല്ലോ. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ RNA ആക്ട് ആസ് കാറ്റലിസ്റ്റ്. RNA കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരാൾ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അയാൾക്ക് റിയാക്ടിവിറ്റി നടക്കാൻ, അയാൾക്ക് റിയാക്ഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അയാളെ സ്റ്റെബിലിറ്റി കുറവാന്ന് പറയാം. ഈ രണ്ട് കാരണങ്ങൾ ക്ലിയർ ആണോ? ഏബിൾ ടു ജനറേറ്റ് റെപ്ലിക്ക എന്നൊന്നും പറയല്ലേ മക്കളെ. എന്ത് കാരണം കൊണ്ടാണ് DNA ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങൾ പഠിച്ചാൽ മതി. ഒന്ന്, 2' ഗ്രൂപ്പ് ഇൻ റൈബോസ് ഈസ് എ റിയാക്റ്റീവ് ഗ്രൂപ്പ്, സോ DNA ഈസ് ലെസ് സ്റ്റേബിൾ. രണ്ടാമത്തത്, RNA ഈസ് കാറ്റലിസ്റ്റ്, RNA ആക്ട് ആസ് കാറ്റലിസ്റ്റ്, സോ ഇറ്റ് ഈസ് ലെസ് സ്റ്റേബിൾ. ക്ലിയർ ആണല്ലോ? സോ DNA ഈസ് ബെസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. ഇത് നമ്മൾ പറഞ്ഞു കേട്ടോ. ജനറ്റിക് കോഡിൻ്റെ 4 സാലിയൻ ഫീച്ചേഴ്സ് ചോദിച്ചാണ്. നമ്മൾ ഒരുപാട് ഫീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ ലൈവിൽ. നിങ്ങൾക്ക് ഏതും പറയാം. ഹൂ ഡെവലപ്ഡ് DNA ഫിംഗർ പ്രിന്റിംഗ്? ആരടാ? അലക് ജെഫ്രീസ്. നമ്മൾ പറഞ്ഞു. നൗ ലിസ്റ്റ് ദ സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ DNA ഫിംഗർ പ്രിന്റിംഗ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് DNAയുടെ ഫിംഗർ പ്രിന്റിംഗ് ചെയ്യണം. സാറേ ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോ ഇടുമോന്ന്? ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ നാളത്തെ പരീക്ഷ പേപ്പർ ഇടുന്നത് ഒന്നൊക്കെ ഞാനോ എൻ്റെ വാപ്പയോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ആരെങ്കിലും ഒക്കെ ആവണം. സത്യം പറയാം, ഇതിലും ഷുവറായിട്ട് ഇനിയൊരു ക്വസ്റ്റ്യനും ഇല്ല. അതിനുള്ള സമയവും ഇല്ലല്ലോ അല്ലേ? സത്യം, ഞാൻ സീരിയസ്ലി പറഞ്ഞതാണ്. ഞാൻ ഇന്ന് ഈ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ പഠിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പോവാ, മടുത്ത്. ഇത് ഈ ഡിസ്കസ് ചെയ്ത് പഠിച്ചാൽ മതി എന്ന് ഞങ്ങളോട് പറഞ്ഞില്ല. ഇനി എന്തിനാ ഷുവർ ക്വസ്റ്റ്യൻ? ഞങ്ങൾ കൊല്ലുങ്ങൾ. ഇതിരുന്ന് കാണടേ. സോ ലുക്ക്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ DNA ഫിംഗർ പ്രിന്റിംഗ്?
ഇതെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതൊരു സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് DNA നമുക്കൊരു സെല്ല് കിട്ടി, ആ സെല്ലിൽ നിന്ന് DNA ഐസോലേറ്റ് ചെയ്തെടുക്കണം. സോ ഐസോലേഷൻ ഓഫ് DNA ഐസോലേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നോക്കൂ, നമ്മൾ അതിൽ നോക്കൂ, ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്. നിങ്ങൾ ഫിംഗർ പ്രിൻറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്കൊരു DNA കിട്ടിയ ഒരു സെല്ലിൽ നിന്ന് ഐസോലേറ്റ് ചെയ്തെടുത്തു. ഇനി നിങ്ങൾ എൻ്റെ ഒരു സെല്ലെടുത്തു, അതിനും ഐസോലേറ്റ് ചെയ്തെടുത്തു. ഈ രണ്ട് DNAനും സെയിം ആണോ നോക്കാൻ, അതിലെ മൊത്തം സീക്വൻസ് സെയിം ആണോ നോക്കണ്ട. അതിലെ VNTRകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക സീക്വൻസുകൾ ഉണ്ട്, അത് സെയിം ആണോ നോക്കിയാൽ മതി. അപ്പം ഇനി എന്താ, നമുക്ക് DNA ഫ്രാഗ്മെന്റേഷൻ നടത്തണം. എന്നിട്ട് നമുക്ക് ഈ വേണ്ട VNTR എന്ന് പറഞ്ഞ കഷ്ണങ്ങളുണ്ട്, ചെറിയ ചെറിയ സീക്വൻസുകൾ, അവന്മാരെ മാത്രം കിട്ടണം. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഡൈജഷൻ അല്ലെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ, രണ്ടും ഒന്നെ കേട്ടോ, ഓഫ് DNA യൂസിങ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ദാറ്റ് ഈസ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിൽ എന്താ, നമ്മൾ എപ്പോൾ ഫ്രാഗ്മെന്റേഷൻ നടത്തി കഴിഞ്ഞാലും നമ്മൾ അടുത്തായിട്ട് എന്ത് ചെയ്യണം കുട്ടികളെ, സെപ്പറേഷൻ യൂസിങ് ഇലക്ട്രോഫോറസിസ് അല്ലേ, സെപ്പറേഷൻ ഓഫ് ഫ്രാഗ്മെന്റ്സ് യൂസിങ് ഇലക്ട്രോഫോറസിസ് നടത്തി സെപ്പറേഷൻ നടത്തണം. നാലാമത്തതായിട്ടേ മറ്റൊരു സ്റ്റെപ്പ്, ഇത് മൂന്നും നിങ്ങൾക്ക് സിമ്പിളാണ്. നാലാമത്തത്, നമ്മൾ ഈ സെപ്പറേഷൻ നടത്തിയെടുത്ത കുറേ കഷ്ണങ്ങളില്ലേ, കുറേ കഷ്ണമുണ്ട്, ആ എല്ലാ കഷ്ണങ്ങളെയും കൂടി നമ്മൾ ഈ ഇലക്ട്രോഫോറസിസ് നടത്തിയ പ്ലേറ്റ് ഉണ്ടല്ലോ, ആ ഇലക്ട്രോഫോറസിസ് പ്ലേറ്റിൽ നിന്ന് ഒരു നൈട്രോസെല്ലുലോസ് അല്ലെങ്കിൽ നൈലോൺ ഷീറ്റിലേക്ക് മാറ്റുക. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് കോൾഡ് ബ്ലോട്ടിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫറിങ് ഓഫ് സെപ്പറേറ്റഡ് ഫ്രാഗ്മെന്റ്സ് ടു നൈട്രോസെല്ലുലോസ്. എന്താണ് നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ ഷീറ്റ്? അതാണ് നാലാമത്തെ സ്റ്റെപ്പ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ, നമുക്കിപ്പോൾ കുറേ കഷ്ണമുണ്ട്, ഈ നൈലോൺ ഷീറ്റിൽ ഒരുപാട് കഷ്ണങ്ങളുണ്ട്, നമുക്ക് ആരെ മാത്രം കിട്ടിയാൽ മതി, VNTRകളെ മാത്രം നോക്കിയാൽ മതി. അതിന് നമ്മൾ എന്താ ചെയ്യാമെന്നറിയോ, VNTR പ്രോബുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേക സീക്വൻസുകളുണ്ട്, അത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ലബോറട്ടറിയിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നൈട്രോസെല്ലുലോസ് പേപ്പറിൽ ഒരുപാട് നൈട്രോസെല്ലുലോസ് ഷീറ്റിൽ ഒരുപാട് കുഞ്ഞി ഫ്രാഗ്മെന്റുകൾ ഇരിക്കുന്നുണ്ട്, അതിലേക്ക് നിങ്ങൾ VNTR പ്രോബുകൾ എന്ന് പറയുന്ന നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള DNA ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ ഉണ്ടാക്കി വെച്ച പ്രത്യേക സിന്തസൈസ്ഡ് DNAകളാണ് VNTR പ്രോബ്, അതിനധികം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ആ പ്രോബുകൾ പോയിട്ട് ഈ DNAയിലെ VNTRകളിലേക്ക് പറ്റിപ്പിടിക്കും. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് കോൾഡ് ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഹൈബ്രിഡൈസേഷൻ യൂസിങ് VNTR പ്രോബ്. ക്ലിയർ ആണ് കുട്ടികളെ? ഹൈബ്രിഡൈസേഷൻ യൂസിങ് VNTR പ്രോബ്. അവസാനം അപ്പോൾ നമ്മൾ ഈ പ്രോബ് ഒഴിച്ചു കൊടുക്കുക, ഹൈബ്രിഡൈസേഷൻ യൂസിങ് VNTR പ്രോബ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അത് പോയി പറ്റിപ്പിടിച്ചോളും VNTRകളിലേക്ക്. ഇനി അതിനെ കാണാൻ പറ്റണം, അതിന് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഓട്ടോ റേഡിയോഗ്രഫി. എന്താണ് ഡിറ്റക്ഷൻ യൂസിങ് ഓട്ടോ റേഡിയോഗ്രഫി. ക്ലിയർ ആണോ? ഡിറ്റക്ഷൻ യൂസിങ് ഓട്ടോ റേഡിയോഗ്രഫി. ഈ 6 സ്റ്റെപ്പ് മസ്റ്റ്ലി പഠിച്ചിരിക്കണം. സെറ്റേഷ് ആണല്ലോ? നോ ഡൗട്ട് 100%. അടുത്തത് YAC BAC നമ്മൾ പറഞ്ഞു. EST എന്താ മക്കളെ? EST എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ്. എന്താണ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ്? ഉറക്കെ പറഞ്ഞേ, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ്. Okay, now what is SNP? Single nucleotide polymorphism അല്ലെ, സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. Now what is PCR? Polymerized chain reaction. ക്ലിയർ അല്ലേ? ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയാത്തത്. പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ? അടുത്ത് ഹ്യൂമൻ ജീനോം പ്രൊജക്ട് ഈസ് എ മെഗാ പ്രൊജക്ട്. ഗീവ് 2 reasons. 2 reasons. ഒന്ന്, ഇറ്റ് വാസ് എ 13-year പ്രൊജക്ട്, 13 വർഷക്കാലം നീണ്ടു നിന്ന പ്രൊജക്റ്റ് ആയിരുന്നു. രണ്ടാമത്തെ കാര്യം, ദ കോസ്റ്റ് വാസ് $9 billion. $9 billion. ക്ലിയർ അല്ലേ? 2 കാരണങ്ങൾ പറയാം, അതുകൊണ്ട് മെഗാ പ്രൊജക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, ദെൻ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് ഡിസ്കസ് ചെയ്തതാണ്. നൗ ലുക്ക്, അടുത്തത് RNA പ്രോസസ്സിംഗ് ആണ്. നമ്മുടെ കേസിൽ HNRNA എന്ന് പറഞ്ഞൊരു RNA കിട്ടി അല്ലേ? നമ്മുടെ കേസിൽ നോക്കടാ കുട്ടികളെ, നമ്മുടെ കേസിൽ ട്രാൻസ്ക്രിപ്ഷൻ നടന്ന ഉടനെ വി ആർ ഗെറ്റിംഗ് HNRNA. ഈ HNRNAയിലെ പ്രശ്നം എന്താ? ആവശ്യമുള്ള സീക്വൻസും ഉണ്ട്, ആവശ്യമില്ലാത്ത സീക്വൻസും ഉണ്ട്. ആവശ്യമുള്ള സീക്വൻസിനെ നമ്മൾ എന്താ വിളിക്കുക? എക്സോൺസ് എന്നല്ലേ വിളിക്കുക, എക്സ്പ്രസ്ഡ് സീക്വൻസ്. ആവശ്യമില്ലാത്തവരെ നമ്മൾ എന്താ വിളിക്കുക? ഇൻട്രോൺസ് എന്നാണ് വിളിക്കുക അല്ലേ? എസ് ഓർ നോ? റെഡി അല്ലേ?
വെരി ഗുഡ്. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ക്യാപ്പിംഗ് എന്നാ പറയുക. ഒന്നാമത്തെ സ്റ്റെപ്പ് ക്യാപ്പിംഗ് ആണ്. ദാറ്റ് ഈസ് 5' എൻഡ് ഓഫ് HNRNAയിലേക്ക് മീഥൈൽ ഗോനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോടൈഡിനെ കൊണ്ടുപോയി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദറ്റ് ഈസ് കോൾഡ് ക്യാപ്പിംഗ്. സോ ഇൻ ക്യാപ്പിംഗ് എ സ്പെഷ്യൽ ന്യൂക്ലിയോടൈഡ് കോൾഡ് മീഥൈൽ ഗോനോസിൻ ട്രൈഫോസ്ഫേറ്റ് അറ്റാച്ച്ഡ് ടു 5' എൻഡ് ഓഫ് HNRNA. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ കുട്ടികളെ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? സ്പ്ലൈസിങ്. വാട്ട് ഈസ് സ്പ്ലൈസിങ്? ഇൻ സ്പ്ലൈസിങ് എക്സോൺസ് ആർ ജോയിൻഡ് ആൻഡ് ഇൻട്രോൺസ് ആർ റിമൂവ്ഡ്. നമ്മൾ എന്താ ചെയ്യാന്നറിയോ? ഈ പച്ച കളറിലെ ഇൻട്രോണിനൊക്കെ റിമൂവ് ചെയ്യുകയും എക്സോണിനെ ജോയിൻ ചെയ്യുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് സ്പ്ലൈസിങ്. ക്ലിയർ ആണോ? അവസാനത്തെ എന്താടാ? ടെയിലിങ്. അപ്പോൾ നോക്കൂ, സ്പ്ലൈസിങ് കഴിഞ്ഞാൽ ഇവിടെ ഹെഡ് ഉണ്ട്, ഇവിടെ ക്യാപ്പിംഗ് നടത്തിയ ഹെഡ് അല്ല ക്യാപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് മീഥൈൽ ഗോനോസിൻ ട്രൈഫോസ്ഫേറ്റ്. പിന്നെ എക്സോണുകളെ ചേർത്ത് വെച്ചു, ഇൻട്രോണിനെ റിമൂവ് ചെയ്തു. ദാറ്റ് ഈസ് സ്പ്ലൈസിങ്. അവസാനത്തെ സ്റ്റെപ്പ് എന്താ? ടെയിലിങ്. സോ ടെയിലിങ്ങിൽ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? എ സ്പെഷ്യൽ ലുക്ക് 200 to 300 അഡിനിൻ ന്യൂക്ലിയോടൈഡ്, അഡിനിൻ അടങ്ങിയ ന്യൂക്ലിയോടൈഡിനെ ഇവിടെ കൊണ്ടുപോയി വെച്ച് കൊടുക്കും. ഇൻ ദ 3' എൻഡ്. 3' എൻഡ് ഓഫ് HNRNAയിൽ 200 to 300 അഡിനിൻ ന്യൂക്ലിയോടൈഡ്സ് ആർ ആഡഡ്. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് കോൾഡ് പോളി അഡിനൈലേഷൻ. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, പോളി അഡിനൈലേഷൻ. കണ്ടോ? ആ ഭാഗത്ത് നമ്മൾ പോളി അഡിനൈൽ ടെയിൽ എന്ന് പറയും. ക്ലിയർ ആണോ ഗൈസ്? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ടോ. അടുത്ത് നൗ ലുക്ക്, നെയിം ദ സയൻറ്റിസ്റ്റ് ഹു കണ്ടക്ടഡ് ദിസ് എക്സ്പെരിമെന്റ്. ഇത് നമ്മുടെ ഏത് എക്സ്പെരിമെന്റാ കുട്ടികളെ? ഈ എക്സ്പെരിമെന്റ് ഏതാ? സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഹെലിക്സ് വരൂലേന്ന് ചോദിച്ചാൽ ഞാനല്ലല്ലോ ചോദ്യ പേപ്പർ ഇടുന്നത്. വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ചോദ്യ പേപ്പർ ഇടുന്ന ആരെയും എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. വരാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, ഏറ്റവും കുറവാണ്. മെസൽസൺ ആൻഡ് സ്റ്റോൾസ് എക്സ്പെരിമെൻ്റ് ആണിത്. നൗ എക്സ്പ്ലെയിൻ സെമി കൺസർവേറ്റീവ് ഓഫ് DNA റെപ്ലിക്കേഷൻ. നമ്മൾ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്, ഈ എക്സ്പെരിമെൻ്റ് സഹായത്തോടെ നിങ്ങളത് എന്താന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പറ്റുമെങ്കിൽ ഈ എക്സ്പെരിമെൻ്റ് എന്താണെന്നും പറയാം. മെസൽസണും സ്റ്റോളും ചെയ്ത കാര്യങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ആദ്യം അയാൾ ഈക്കോളൈ ബാക്ടീരിയനെ ഹെവി നൈട്രജൻ ഉള്ള മീഡിയത്തിൽ വളർത്തി. സോ ദെയർ DNA ബിക്കെയിം ഹെവി DNA. അങ്ങനെയാണ് ഈ മഞ്ഞ കളറിൽ ഞാൻ കാണിക്കുന്ന ഹെവി DNA ആയിട്ട് മാറി. Then they transferred E. coli to a medium containing normal nitrogen. എന്നിട്ട് they took samples at definite intervals. കൃത്യമായ ഇടവേളകളിൽ സാമ്പിൾ എടുത്തു. അപ്പോൾ ഒരു നോർമൽ മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു റെപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ DNAക്ക് ഒരു പാരന്റൽ സ്ട്രാൻഡ് ഉണ്ടാവും. അതിൽ ഹെവി നൈട്രജൻ ആണുള്ളത്. പക്ഷേ ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് എന്താണ്? ലൈറ്റ് ആയിട്ടുള്ള വെയിറ്റ് കുറഞ്ഞ നൈട്രജൻ ആണ്. അപ്പോൾ എന്താ? ഒരു ഹൈബ്രിഡ് DNA ആണ് കിട്ടുക. സോ ആഫ്റ്റർ 1 ജനറേഷൻ ഹൈബ്രിഡ് DNA കിട്ടി. അദ്ദേഹത്തിന് കിട്ടിയ രണ്ടും എന്തായിരുന്നു? നിങ്ങളുടെ കിങ്ങിണി സാറുണ്ട് കേട്ടോ ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്താണ് വന്നിട്ടുള്ളത്? എന്താ വെറുതെ കയറി വന്നുള്ളത്? നിങ്ങളുടെ ക്ലാസ് കണ്ടോണ്ടിരിക്കുക. ക്ലാസ് കണ്ടിരിക്കുക. ഓക്കെ, ഫുൾ പവറിലാണല്ലോ ബിലാൽ സാർ. ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ നിന്ന് പറഞ്ഞോളി. ഇവിടെ നിന്ന് പറഞ്ഞോളി. എടാ, എന്താന്ന് വെച്ചാല് അധികം ടൈം എടുക്കില്ല, ചെറിയൊരു കാര്യം പറയാനാണ്. എൻ്റെ ഈ പരീക്ഷ, എൻ്റെ ഒരു എക്സാം ഉണ്ട് കോളേജിൽ. അതിനിടയ്ക്കാണ് ഞാൻ നിങ്ങൾ അടുത്ത് വന്ന ക്ലാസ്സൊക്കെ എടുത്തത്. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനുള്ള കൂട്ടത്തിലാണ്. ഞാൻ എപ്പോഴും എന്താ ഇവിടെ തന്നെ ആൾക്കാരൊക്കെ ചോദിച്ചു 2-ാം തീയതിയല്ലേ എക്സാം, എന്തിനാ മെനക്കെടുന്നതൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ ഭയങ്കര നിങ്ങളൊക്കെ ടെൻഷനുള്ള കൂട്ടത്തിൽ. എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു എന്താ പറയുക, ഞാൻ നല്ല അടിപൊളിയായിട്ട് വരാൻ, ഒന്നും ഫെയിലാകാതിരിക്കാൻ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചേക്കണടാ. ഓക്കെ, നാളെ രാവിലെ ചിലപ്പോൾ ഇത്രയും പേര് കാണില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇടയ്ക്ക് കയറി വന്നത് കേട്ടോ. ഓക്കെ, പ്രാർത്ഥിച്ചേക്കണടാ മക്കളെ, പാസ്സാക്കി തന്നേക്കണടാ. ഓക്കെ, അടിച്ചു പൊളിച്ചു പഠിച്ചോ. ഞാൻ പോവാണ്, എനിക്ക് സോളജി ഒന്നും അറിയില്ല. എന്നാ ശരി, കമോൺ. അപ്പൊ കിങ്ങിണിക്ക് വേണ്ടി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു കൂട്ടപ്രാർത്ഥന നടത്താം. ഒരു പ്രാർത്ഥന സദസ്സ് സംഘടിപ്പിക്കാം ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, കിങ്ങിണി കിങ്ങിണി പരീക്ഷാ ജയ പ്രാർത്ഥനാ സദസ്സ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ വാ. കമോൺ. ശരി, കമോൺ. ശരി, കമോൺ. മതി. അങ്ങനെ നോക്കൂ. അപ്പൊ ഈ കാര്യങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഈ ഒരു കാര്യങ്ങൾ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടും. ഓക്കെ,
നൗ ലുക്ക് നമ്മുടെ അവിടുത്തെ ഒരു ചോദ്യം നോക്ക്. മെൻഷൻ ദ റോൾ ഓഫ് ഹിസ്റ്റോൺ ആൻഡ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ ഇൻ ദ പാക്കേജിംഗ് ഓഫ് ക്രോമസോം പാക്കേജിങ്ങിൽ ഹിസ്റ്റോൺ പ്രോട്ടീൻ്റെയും നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ്റെയും റോൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എടാ ഹിസ്റ്റോൺ പ്രോട്ടീന് നമ്മൾ ന്യൂക്ലിയസിലേക്ക് നോക്കിയാൽ നമുക്ക് DNA ഇങ്ങനെ ക്രൊമാറ്റിൻ രൂപത്തിലായിരിക്കുന്നത്. ഇങ്ങനെ DNA ക്രൊമാറ്റിൻ രൂപത്തിൽ അറേഞ്ച് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഹിസ്റ്റോൺ പ്രോട്ടീനുകളാണ്. പക്ഷേ സെൽ ഡിവിഷൻ്റെ സമയത്ത് DNA ഇങ്ങനെ കുറച്ചുകൂടെ ഇങ്ങനെ കണ്ടൻസേഷൻ ചെയ്തിട്ട് എക്സ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ക്രോമസോമുകളായിട്ട് മാറും. ഇങ്ങനെ DNA ക്രോമസോം രൂപത്തിൽ അറേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നത് നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ് ആണ്. സോ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഹെൽപ്സ് ദ DNA ടു അറേഞ്ച് അസ് ക്രൊമാറ്റിൻ. DNA ക്രൊമാറ്റിനായി അറേഞ്ച് ചെയ്യാൻ ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ സഹായിക്കുന്നു. ബട്ട് non-histone proteins or non-histone chromosomal proteins helps the DNA to arrange as ക്രോമസോമായി അറേഞ്ച് ചെയ്യാനാണ് സഹായിക്കുന്നത്. ഇതൊരു mRNA ആണ്. ഈ mRNAയുടെ 3' എൻ്റെ ഏതാണ്, 5' എൻ്റെ ഏതാണ്? വേഗം പറ. ഈ എൻ്റെ ഏതാ? ഞാൻ ഇപ്പോൾ AB എന്ന് പേരിടാം. ഇതിൽ ഏത് എൻഡാണ് 3' എൻ്റെ? വേഗം പറ. ഏത് എൻഡാണ് 3' എൻ്റെ? വേഗം. ദാറ്റ് ഈസ് ബി. കാരണം എന്താ? പോളി അഡിനൈൽ ടെയിൽ ഉണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. നൗ നമ്മൾ ഓൾറെഡി ഇനി അടുത്ത് പെറ്റേണിറ്റി ഓർ മെറ്റേണിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ സർട്ടൻ സയന്റിഫിക് മെത്തേഡ് അല്ലെ? നമ്മൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ യൂസ് ഓഫ് DNA ഫിംഗർ പ്രിന്റിങ്? നമ്മൾ പറഞ്ഞോ, ഒന്ന് പാരന്റൽ ഡിസ്പ്യൂട്ട്, അതായത് നിങ്ങളുടെ പെറ്റേണിറ്റി ഓർ മെറ്റേണിറ്റി, അച്ഛനോ അമ്മയോ ആരാണെന്നുള്ള തർക്കം. രണ്ടെന്താ? ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. രണ്ട് കേസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഓൾസോ പാരന്റൽ ഡിസ്പ്യൂട്ട് കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഇത് എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കുറേ ഡിലീറ്റ് ചെയ്തിരുന്നടാ. അതെങ്ങനെ പിന്നെ ഇതിനകത്ത് കയറി വന്നെന്നുള്ളത് ഐ ഡോണ്ട് നോ ആക്ച്വലി. ഓക്കെ, നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. സോ ദാറ്റ് ഈസ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് എവല്യൂഷൻ. സോ ഡിഫൈൻ അനലോഗസ് ഓർഗൻസ്. എന്താണ് അനലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, സോ വാട്ട് ഈസ് അനലോഗസ് ഓർഗൻ? വേഗം പറ. സാർ സിസ്ട്രോൺ എന്താണെന്നൊക്കെ ആരൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ ഈ സമയത്തിനകത്ത് തീർക്കണ്ടേ. അപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ലാസ്റ്റേക്ക് പോകാം കേട്ടോ. So what is analogous organs? Organs with different anatomical structure but performing same function. വ്യത്യസ്ത അനാട്ടമിയാണ്, പക്ഷെ they perform same function. ഉദാഹരണത്തിന് ബേർഡിന്റെ ചിറക്, ബട്ടർഫ്ലൈയുടെ ചിറക്. So they are called analogous organs അല്ലേ? സോ അടുത്തത് ഈ കൂട്ടത്തിൽ അനലോഗസ് ഓർഗൻ ഏതൊക്കെയാണ്? എടാ, ഒക്ടോപ്പസിന്റെ കണ്ണ്, മാമലിന്റെ കണ്ണ്, രണ്ടിന്റെയും ഫംഗ്ഷൻ കാണുക എന്നുള്ള, ബട്ട് സ്ട്രക്ചർ വ്യത്യസ്തമാണ്. സോ ഡിഫറെന്റ് അനാട്ടമിക്കൽ സ്ട്രക്ചർ ബട്ട് പെർഫോം സെയിം ഫംഗ്ഷൻ. അനാട്ടമി ഡിഫറെന്റ് ആണ്, പക്ഷെ ഫംഗ്ഷൻ ഒന്നാണ്. ദെൻ വെർട്ടിബ്രേറ്റുകളുടെ എല്ലാ വെർട്ടിബ്രേറ്റുകളുടെയും ഹാർട്ട്, അത് ഹോമോലോഗസ് ഓർഗൻ ആണ്, അനലോഗസ് ഓർഗൻ അല്ല. ഇനി വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ബേർഡ് അനലോഗസ് ഓർഗൻ ആണ്. ഫോർ ലിംബ് ഓഫ് ചീറ്റ ഹ്യൂമൻ, അത് എല്ലാത്തിൻ്റെയും നമ്മുടെ ഒക്കെ ഫോർ ലിംബ് ഉണ്ടല്ലോ, നമ്മൾ ചീറ്റ, അതുപോലെ വെയിൽ, തിമീങ്കലം, അത് നമ്മൾക്ക് മാമൽസാ, നമ്മൾക്ക് ഫോർ ലിംബ് ഹ്യൂമറസ്, റേഡിയസ്, അൾന, ഈ അനാട്ടമിക്കലി സെയിം ആണ്. അപ്പോൾ ഇത് ഹോമോലോഗസ് ഓർഗൻ ആണ്. അപ്പോൾ അനലോഗസിന്റെ എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അനലോഗസ് ഓർഗൻസിന്റെ പ്രത്യേകത കോമൺ ഹാബിറ്റാറ്റ്, ഒരേ ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ ഒരേ നീഡാണ്. ആ കോമൺ നീഡ് കാരണം വ്യത്യസ്ത ജീവികൾ ഒരേ ഫംഗ്ഷൻ നിർവഹിക്കുന്നു, ഡിഫറെൻ്റ് അനാട്ടമിക്കൽ സ്ട്രക്ചർ. അപ്പോൾ ഇത് എന്ത് എവല്യൂഷനാണ്? ദിറ്റ് ഈസ് കൺവെർജൻ്റ് എവല്യൂഷൻ ആണ് അല്ലേ? കൺവെർജൻ്റ് എവല്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ ഹോമോലോഗസ് ഓർഗൻസ്? ഹോമോലോഗസ് ഓർഗൻസിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് കുട്ടികളെ? പറഞ്ഞിടാം മക്കളെ. ഡിഫറെൻറ്റ് ലുക്ക് സെയിം അനാട്ടമി അല്ലേ? ഓർഗൻസ് വിത്ത് സെയിം അനാട്ടമിക്കൽ സ്ട്രക്ചർ, അനാട്ടമിക്കൽ സ്ട്രക്ചർ സെയിം ആണ്, ബട്ട് പെർഫോം ഡിഫറെൻറ്റ് ഫങ്ഷൻസ് വ്യത്യസ്തമാണ്. ഇതാണ് ഹോമോലോഗസ് ഓർഗൻസ്. അപ്പോൾ അവിടെ എന്താ, നമ്മളൊക്കെ ഉണ്ടായിട്ടുള്ളത് കോമൺ ആൻസസ്റ്ററിൽ നിന്നാണ്, ഒരു കോമൺ പൂർവികനിൽ നിന്നാണ്. നമ്മൾ, ബാറ്റ്, ചീറ്റ, ഇവരെല്ലാം നമ്മളൊക്കെ മാമൽസാ. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും നീഡ് വ്യത്യസ്തമായതുകൊണ്ട് വ്യത്യസ്ത ഓർഗൻസ് ആയിട്ട് മാറി. സോ ദിസ് ഈസ് വാട്ട് എവല്യൂഷൻ? Divergent evolution. This is an example of divergent evolution. Very good. അടുത്തത്, using the given terms in bracket, compare the evolutionary stages of man. നോക്കൂ, ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. We have Dryopithecus. അത് കഴിഞ്ഞാലോ ഹാർട്ട് സ്ട്രക്ചർ ഡിഫറെൻ്റ് അല്ലേ? അല്ലടാ, അതിൻ്റെ അനാട്ടമി മൊത്തത്തിൽ സെയിം ആണ് കേട്ടോ. ഓക്കെ, ഡ്രയോപിത്തേക്കസ്. പിന്നെ അത് കഴിഞ്ഞാൽ റാമാപിത്തേക്കസ്. അത് കഴിഞ്ഞാൽ ഓസ്ട്രലോപിത്തേക്കസ് അല്ലേ? ഓസ്ട്രലോപിത്തേക്കസ് ഇതിനകത്ത് ഇല്ലേ? ദൈവമേ, ഒരു ഓസ്ട്രലോപിത്തേക്കസ് ഇതിനകത്ത് കാണാനില്ല. ഓക്കെ, സോ ഓസ്ട്രലോപിത്തേക്കസ്.
അത് കഴിഞ്ഞ ആരാ? ഹോമോ ഹബിലിസ് അല്ലേ? ഹോമോ ഹബിലിസ്. സോ വെർ ഈസ് ഹോമോ ഹബിലിസ്? ദാ ഇവിടെ ഹോമോ ഹബിലിസ്. പിന്നെ ആരാ കുട്ടികളെ? ഹോമോ ഇറക്ടസ്. പിന്നെ ആണ്ട്രാ നിയാൻഡർത്താൽ അല്ലേ? പിന്നെ ആരാണ്ട്രാ പിന്നെ ഉള്ളത്? നിയാൻഡർത്താൽ മെൻ. അവസാനത്തെ ആരാ? ഹോമോ സാപ്പിയൻസ് അല്ലേ? അവസാനത്തെ ഹോമോ സാപ്പിയൻസ്. സെറ്റാണോ? ഇനി മറ്റൊരു ചോദ്യം. ഹോമോ ഹബിലിസിന്റെ ബ്രെയിൻ കപ്പാസിറ്റി എത്രയാ? 650 to 800 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ഹോമോ ഇറക്ടസിന്റെ ബ്രെയിൻ കപ്പാസിറ്റി എത്രയാ? അറൌണ്ട് 900 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. നിയാൻഡർത്താലിന്റെ ബ്രെയിൻ കപ്പാസിറ്റി എത്രയാ? 1400 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ഇതൊക്കെ പഠിച്ചേക്ക്, ഒന്നും നോക്കാനില്ല. പഠിച്ചോ 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 കേട്ടോ. ഇത് ചോദിക്കും, അതുകൊണ്ടാ പറഞ്ഞത്. ഇത് ചോദിക്കും, മസ്റ്റായിട്ട് ചോദിക്കും. മോട്ടിവേറ്റ് ചെയ്യുന്ന കേട്ടത്. ഓക്കെ, സോ എനിവേ ദാറ്റ്സ് ഇറ്റ്. അടുത്ത് മെൻഷൻ എനി 2 തിയറീസ് ദാറ്റ് എക്സ്പ്ലെയിൻ ഒറിജിൻ ഓഫ് ലൈഫ്. ഏതെങ്കിലും 2 തിയറി. നിങ്ങൾക്ക് കുറേ തിയറി അറിയാം. ഒന്നാമത്തെ തിയറി എന്താ? പാൻസ്പേർമിയ അല്ലേ? ജീവന്റെ കണികകൾ ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങളിലേക്കൊക്കെ എവിടുന്നോ വന്നു എന്നുള്ള തിയറിയാണ് പാൻസ്പേർമിയ. രണ്ടാമത്തെ എന്താ? തിയറി ഓഫ് സ്പോണ്ടാനിയസ് ജനറേഷൻ അല്ലേ? ജീവൻ സ്വയം അങ്ങ് ഉണ്ടായി എന്നുള്ള തിയറി. ഈ സ്പോണ്ടാനിയസ് ജനറേഷൻ തിയറി ആരാടാ തെറ്റാണ് എന്ന് തെളിയിച്ചത്? ഹൂ ഡിസ്പ്രൂവ്ഡ് ദിസ് തിയറി? ആരാ ഡിസ്പ്രൂവ് ചെയ്തത്? ബൈ സർ ലൂയിസ് പാസ്ചർ അല്ലേ? ലൂയിസ് പാസ്ചർ ആണ് ഡിസ്പ്രൂവ് ചെയ്തത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ തിയറി എന്താ? തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. നാലാമത്തെ തിയറി എന്താ? കെമിക്കൽ എവല്യൂഷൻ തിയറി. കെമിക്കൽ എവല്യൂഷൻ തിയറി ആരാടാ പ്രപ്പോസ് ചെയ്തത്? ഒപ്പാരിനും ഹാൽഡൈനും അല്ലേ? ഒപ്പാരിൻ ആൻഡ് ഹാൽഡൈൻ. ആരാ മക്കളെ ഈ തിയറി ശരിയാണെന്ന് എക്സ്പെരിമെന്റിലൂടെ തെളിയിച്ചത്? എക്സ്പെരിമെന്റൽ പ്രൂഫ് ആരാണ് ചെയ്തത്? ഈ തിയറിയുടെ എക്സ്പെരിമെന്റൽ പ്രൂഫ് ആരാണ് ചെയ്തത്? വേഗം ഉത്തരം പറ. എക്സ്പെരിമെന്റൽ പ്രൂഫ്. വെരി ഗുഡ്. സ്റ്റാൻലി മില്ലർ അല്ലെ? SN മില്ലർ ആണ് എക്സ്പെരിമെന്റിലൂടെ തെളിയിച്ചത്. മറ്റൊരു ചോദ്യം, മില്ലർ ഈ എക്സ്പെരിമെന്റിന് വേണ്ടി ഏതൊക്കെ ഗ്യാസുകളെയാണ് എടുത്തത്? മില്ലർ ഒരു ക്ലോസ്ഡ് ചേംബറിൽ കുറെ ഗ്യാസ് എടുത്തു. ഏതൊക്കെ ഗ്യാസ് എടുത്തത്? ഒന്ന് ഞാൻ പറയാം, മീഥെയിൻ. രണ്ടും ഞാൻ തന്നെ പറയാം, ഞങ്ങൾ പറയാത്തത് കൊണ്ട് അമോണിയ. മൂന്നാമത് എന്താ എടുത്തത്? വേം പറ. വെരി ഗുഡ്, നിങ്ങൾ പറഞ്ഞു അല്ലേ? ഹൈഡ്രജൻ. പിന്നെ വാട്ടർ വേപ്പർ, അതാണ് H2O ഗ്യാസ് എന്ന് എഴുതിയാൽ ക്ലിയർ ആണ്. ഇത് ചോദിക്കും, ഇതൊക്കെ ഞാൻ ചോദിച്ചിട്ടുള്ളതേ പറയുന്നുള്ളൂ. ഓക്കെ, അടുത്തത് നാച്ചുറൽ സെലക്ഷൻ തിയറി ആരാടാ പ്രപ്പോസ് ചെയ്ത്? നമ്മുടെ ഡാർവിൻ മുത്തപ്പൻ അല്ലേ? കെമിക്കൽ എവല്യൂഷൻ തിയറി മില്ലേഴ്സ് എക്സ്പെരിമെന്റിലൂടെയാണ് പ്രൂവ് ചെയ്തത്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സിനെ പറ്റി പറയുന്ന തിയറി ഏതാടാ? ബിഗ് ബാങ് തിയറി ആണോ? അതെ. ദെൻ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി ആരാ പറഞ്ഞത്? ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറയുന്ന മനുഷ്യനാ പറഞ്ഞത്. ലാമാർക്കിസം. ക്ലിയർ ആണോ? ആ ഗ്യാസുകളൊക്കെ അതേപോലെ പഠിക്കണം. മീഥെയിന്, അമോണിയ, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ഡിഫൈൻ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. എന്താ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? ദ അലീലിക് ഫ്രീക്വൻസീസ് ഇൻ എ പോപ്പുലേഷൻ വിൽ ബി സ്റ്റേബിൾ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. എത്ര ജനറേഷൻ കഴിഞ്ഞാലും ഒരു പോപ്പുലേഷനിലെ അലീലിക് ഫ്രീക്വൻസി ചേഞ്ച് ആവൂല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? ദ സം ടോട്ടൽ ഓഫ് ഓൾ അലീലിക് ഫ്രീക്വൻസീസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് P + Q ഈക്വൽ ടു 1. അതുകൊണ്ട് തന്നെ P² + 2 PQ + Q² ഈക്വൽ ടു 1. ക്ലിയർ ആണല്ലോ? ദ സം ടോട്ടൽ ഓഫ് ഓൾ അലീലിക് ഫ്രീക്വൻസീസ് ഈക്വൽ ടു 1, ദാറ്റ് ഈസ് P + Q ഈക്വൽ ടു 1, P² + 2 PQ + Q² ഈക്വൽ ടു 1. ഇനി മെൻഷൻ എനി 4 ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഏതെങ്കിലും 4 ഫാക്ടർ പറഞ്ഞാൽ മതി. വേഗം പറഞ്ഞോ. 1 ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്ലോ. 2 ജനറ്റിക് ഡ്രിഫ്റ്റ്. 3 ജനറ്റിക് റീകോമ്പിനേഷൻ. 4 മ്യൂട്ടേഷൻ. 5 നാച്ചുറൽ സെലക്ഷൻ. ആണോ? അല്ലേ? സെറ്റല്ലേ? ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, ജനറ്റിക് റീകോമ്പിനേഷൻ, മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ. വെരി ഗുഡ്. അടുത്തത് ഓക്കെ, ഇനി ഇതിൽ ഏതൊക്കെ ഹോമോലോഗസ് ഓർഗാന്? ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് ഹോമോലോഗസ് അല്ല, നമ്മൾ ഡിസ്കസ് ചെയ്തു അത്. 4 ലിംബ് ഓഫ് വെയിൽ ആൻഡ് ബാറ്റ്. വെരി ഗുഡ്, ഇത് ഹോമോലോഗസാ. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗിൻ ആൻഡ് ഡോൾഫിൻ. രണ്ടുപേർക്കും തുഴയുണ്ട്. ബട്ട് പെൻഗിൻ ഒരു ബേർഡാണ്, ഡോൾഫിൻ ഒരു മാമലാണ്. അപ്പൊ ഇതെന്തല്ല? അനലോഗസ് ആണ്, ഹോമോലോഗസ് അല്ല. പിന്നെ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു, അനലോഗസ് ആണ് എന്നല്ലേ. വെരി ഗുഡ്. അടുത്തത് വാട്ട് ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ? എന്താ അഡാപ്റ്റീവ് റേഡിയേഷൻ? നോക്കൂ, ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ
ഈ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് വ്യത്യസ്ത ജീവികൾ ഉണ്ടാവുകയും അവന്മാർ ആ ഏരിയയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് റേഡിയേറ്റ് ചെയ്തു പോവുകയും ചെയ്യാം. ഡാർവിൻ ഗാലപ്പഗോസ് ദ്വീപിന്റെ വിവിധ പ്രദേശങ്ങളിൽ പോയപ്പോൾ അവിടെ പലതരത്തിലുള്ള ഫിഞ്ചുകളെ കണ്ടു. ഓക്കെ, അപ്പോൾ ഡാർവിൻ പറഞ്ഞു ഇവരെല്ലാവരും ഉണ്ടായത് ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നാണെന്ന്. സോ ലുക്ക്, എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ starting from a common point and radiating to other areas of geography. Clear ആണോ? Look, evolution of different species in a given geographical area starting from a common point and radiating to other areas of geography. Set ആണോ? Set ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കും. ആ ഇക്വേഷൻ ഒക്കെ ചോദിക്കും, എന്തും ചോദിക്കും. ഇക്വേഷൻ ഒക്കെ ചോദിക്കാണ്ട് പിന്നെ അത് പരീക്ഷ അല്ലേ? നോ, ഇനി ഇത് പറട്ടോ. തോൺസ് ഓഫ് ടെൻഡ്രിൽ ആൻഡ് ബൊഗൈൻവില്ല ആൻഡ് കൊക്കുർബിറ്റ. സോറി, തോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗൈൻവില്ല ആൻഡ് കൊക്കുർബിറ്റ. എടാ, ബൊഗൈൻവില്ല ഉണ്ടല്ലോ, നമ്മുടെ കടലാസ് ചെടി, അതിന് മുള്ളുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ എന്താ? പ്രൊട്ടക്ഷൻ കൊടുക്കുക, ചെടിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നാ. നമ്മുടെ കുക്കുർബിറ്റ, ഈ കുമ്പളം പോലത്തെ ചെടികൾക്ക് നമ്മുടെ കുക്കുർബിറ്റേസിയ ഫാമിലി, വെള്ളരി ഫാമിലിയുള്ള ആളുകൾക്ക് ടെൻഡ്രിലുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇവരെ പിടിച്ചു കയറാൻ സഹായിക്കുക എന്നുള്ള ഈ വള്ളികളെ, അതാണ് ടെൻഡ്രിൽ. പക്ഷെ വാട്ട് ഈസ് രണ്ടിൻ്റെയും അനാട്ടമി സെയിം ആണ് അല്ലേ? ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആണല്ലോ. ദേ ആർ ഹോമോലോഗസ് ഓർഗാൻസ് അല്ലേ? ഇനി ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. പൊട്ടാറ്റോ, സ്വീറ്റ് പൊട്ടാറ്റോ, രണ്ടിൻ്റെയും ഫംഗ്ഷൻ സെയിമാണ്, ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ള. ബട്ട് അവരുടെ അനാട്ടമി ഡിഫറെൻ്റ് ആണ്. കാരണം പൊട്ടറ്റോ സ്റ്റെമ്മാണ്, സ്വീറ്റ് പൊട്ടാറ്റോ റൂട്ടാണ്. അപ്പോൾ അനാട്ടമി സെയിം ഫംഗ്ഷൻ ഒന്നും ഏതാ? അനലോഗസ് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? നോ, ഐഡന്റിഫൈ എ ബി സി. എ ഏതാ, ബി ഏതാ, സി ഏതാ? 3 തരത്തിലുള്ള നാച്ചുറൽ സെലക്ഷൻ ആണിത്. എ ഏതാ മക്കളെ? വേഗം പറ. എ ഈ സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ അല്ലേ? സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ. ബി ഏതാടാ? ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ. ഇനി സി ഏതാ? ഡിസ്റപ്റ്റീവ് natural selection. Clear ആണല്ലോ? Now in stabilizing natural selection, nature selects individuals with mean character value. ഇപ്പോൾ മനുഷ്യരിലായിട്ട് കൂടിയ ആളുണ്ട്, കുറഞ്ഞ ആളുണ്ട്. നാച്ചുർ നമ്മൾ കൂടിയ ആളെയും കുറഞ്ഞ ആളെയും സെലക്ട് ചെയ്യാതെ നടുവിലുള്ള മീൻ ക്യാരക്ടറുള്ള ആളുകളെ നാച്ചുർ സെലക്ട് ചെയ്താൽ ദാറ്റ് ഈസ് കോൾഡ് സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ. നൗ ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാലോ, നാച്ചുർ സെലക്ട്സ് ഇൻഡിവിജ്വൽ വിത്ത് ക്യാരക്ടർ അതർ ദാൻ മീൻ ക്യാരക്ടർ. മീൻ ക്യാരക്ടർ അല്ലാത്ത, ഒന്നുകിൽ ലൈറ്റ് കൂടിയ ആളെ മാത്രം നാച്ചുറൽ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലൈറ്റ് കുറഞ്ഞവരെ മാത്രം നാച്ചുറൽ സെലക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, 10, 23 ഞാൻ പറഞ്ഞിട്ടല്ലോ 10ന്റെയും 11ന്റെയും ഇടയിൽ വിടുന്നല്ലേ പറഞ്ഞുള്ളത്. 11 ആയിട്ടില്ലല്ലോ, സമയമായിട്ടില്ലല്ലോ. നിങ്ങളെ തീർത്ത് വിടും എന്ന് പറഞ്ഞാൽ വിട്ടിരിക്കും കേട്ടോ. ഓക്കെ, സോ ലുക്ക് ഇൻ ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ. നിങ്ങളെ സമയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര സീനായി നോക്കുന്നുണ്ടല്ലേ. സാറ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതെല്ലാം നിങ്ങൾ നോക്കുന്നത്. ഓക്കെ, സോ നാച്ചർ സെലക്ട്സ് ഇൻഡിവിജ്വൽസ് വിത്ത് ക്യാരക്ടർ. നോക്കി, എനിക്കിത് വേണമെന്നുണ്ടെങ്കിൽ 10 അരക്കും തീർക്കാം. എങ്ങനെയാണെന്നല്ലേ? കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞു തരൂ, എന്നിട്ട് ഇത് മതി പറയും, അത് നിങ്ങളോട് പറഞ്ഞാൽ മതിയല്ലോ. ഇതന്നെ ചോദിക്കുള്ളൂ. ഐ വോണ്ട് ഡു ദാറ്റ്. ഓക്കെ, ഐ കാൺ ഡു ദാറ്റ്. അതുകൊണ്ടാണ്. സോ ലുക്ക്, ഇൻ ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ എനിക്കും നല്ല ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എനിക്കിത് 1.5 മണിക്കൂർ കൊണ്ട് എടുത്ത് തീർത്ത് അത്ര സംസാരിച്ചാൽ പോരെ? എനിക്ക് കുറേ സമയം എടുത്തിട്ട് എജുപോർട്ട് കുറേ പൈസ ഒന്നും തരില്ല. അങ്ങനെ നിങ്ങൾ തോന്നുന്നുണ്ടോ? ബിലാൽ സാർ സത്യം ദൈവത്താണ്, എനിക്കങ്ങനെ കുറേ സമയം ക്ലാസ് എടുത്താൽ കുറേ പൈസ ഒന്നും തരില്ല. എനിക്ക് എത്ര സമയം ക്ലാസ് എടുത്താലും ഒരേ പൈസ തരുള്ളൂ. ഓക്കെ, ബട്ട് വൈ ഐ ആം ഹിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? യു ക്യാൻ ആസ്ക് എനി വൺ. എനിക്ക് കുറേ സമയം ക്ലാസ് എടുത്താൽ പൈസ കിട്ടുന്ന ആളല്ല. ഓക്കെ, ഞാൻ ഞാൻ നോമ്പ് തുറന്ന് ജസ്റ്റ് ഒരു ഫുഡ് കഴിച്ച് ജസ്റ്റ് ഞാൻ നെസ്റ്റോ പോയിട്ട് ചെറിയ എന്തോ ഫുഡും കഴിച്ച് ഓടിയത് അങ്ങോട്ട്. അപ്പം മുതൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ മുഖത്ത് എന്തെങ്കിലും ക്ഷീണം കാണുന്നുണ്ടോ? ക്ഷീണം ഇല്ലായിട്ടല്ല, ഞാൻ പ്രകടിപ്പിക്കാത്തതുകൊണ്ടാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ലുക്ക്, എനിവേ, ലീവ് ഇറ്റ്. സോ ഇൻ ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ, നാച്ചുർ സെലക്ട് ഇൻഡിവിജ്വൽസ് വിത്ത് വൺ ക്യാരക്ടർ അതർ ദാൻ മീൻ ക്യാരക്ടർ. അവസാനത്താണ് ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ. നോക്കൂ, നാച്ചുർ ഹൈറ്റ് കൂടിയവരെയും സെലക്ട് ചെയ്യുക, കുറഞ്ഞവരെയും സെലക്ട് ചെയ്യുക, നടുവിലുള്ള മീഡിയം ഹൈറ്റ് ഉള്ളവരെ സെലക്ട് ചെയ്യാതിരിക്കുക. സോ ഹിയർ നാച്ചുർ സെലക്ട്സ് ഇൻഡിവിജ്വൽസ് അറ്റ് പെരിഫറൽ ക്യാരക്ടേഴ്സ്. പെരിഫറൽ എന്ന് പറഞ്ഞാലേ ഹൈറ്റ് കൂടുതൽ, ഹൈറ്റ് കുറവ്. ഇപ്പോൾ കാണുന്നുണ്ടോ? ഹൈറ്റ് കൂടുതൽ, കുറവ്, ഇത് രണ്ട് പെരിഫറിയാണ്. അതിന് നടുഭാഗം പെരിഫറി എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡിലുള്ളവരെ മാത്രം നാച്ചുർ സെലക്ട് ചെയ്യുക. നാച്ചുർ സെലക്ട്സ് ഇൻഡിവിജ്വൽസ് വിത്ത് പെരിഫറൽ ക്യാരക്ടേഴ്സ്. ക്ലിയർ ആണല്ലോ? വെരി ഗുഡ്. ഓക്കെ, അതാണ്. നൗ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ ഇൻ ഇൻഡസ്ട്രിയൽ മെലാനിസം? നോക്കൂ, ഡാർക്ക് വിങ്ഡ് മോത്തുണ്ട്, വൈറ്റ് വിങ്ഡ് മോത്തുണ്ട്.
നാച്ചുർ അതിന് നടുവിലുള്ളവരുണ്ട്. നാച്ചുർ ആരെ സെലക്ട് ചെയ്തു? ഡാർക്ക് വിങ്ഡ് മോത്തിനെ സെലക്ട് ചെയ്തു. ദാറ്റ് ഈസ് ഇൻ ഇൻഡസ്ട്രിയൽ മെലാനിസം ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ ഒക്കേർഡ്. ക്ലിയർ ആണല്ലോ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹ്യൂമൻ ആൻസസ്റ്റർ ഈസ് മോർ എയ്പ്പ് ലൈക്ക്? നോക്കൂ, നമ്മുടെ ഫസ്റ്റ് ആൻസസ്റ്റർ ആണ് ഡ്രയോപിത്തേക്കസ്. അത് കഴിഞ്ഞ അടുത്ത ആളാണ് റാമാപിത്തേക്കസ്. ഈ റാമൻ അങ്ങനെ ഓർത്ത് പോയി, റാമാൻ കണ്ടോ, നമ്മൾ രാമൻ എന്നൊക്കെ പറയില്ല, ദാറ്റ് ഈസ് വി ആർ മാൻ അല്ലെ. റാമാപിത്തേക്കസ് മോർ മാൻ ലൈക്ക് ആയിരുന്നു, മോർ ഹ്യൂമൻ ലൈക്ക് ആയിരുന്നു. ബട്ട് ഡ്രയോപിത്തേക്കസ് കുറച്ചുകൂടെ ഒരു എയ്പ്പ്, കുരങ്ങിന്റെ പോലെ ആയിരുന്നു. ക്ലിയർ അല്ലേ? സോ ഡ്രയോപിത്തേക്കസ് ആണ് കൂടുതൽ കുരങ്ങിനെ പോലെയുള്ള ആൻസസ്റ്റർ. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം കേട്ടോ. മ്യൂട്ടേഷൻ തിയറി ഓഫ് എവല്യൂഷൻ ആരാടാ പ്രപ്പോസ് ചെയ്തത്? മ്യൂട്ടേഷൻ തിയറി ഓഫ് എവല്യൂഷൻ ആരാ പ്രപ്പോസ് ചെയ്തത്? ഹ്യൂഗോ ഡിവ്രീസ് അല്ലെ. ഹ്യൂഗോ ഡിവ്രീസ് ആണ് മ്യൂട്ടേഷൻ തിയറി പ്രപ്പോസ് ചെയ്തത്. ക്ലിയർ ആണോ? ഓക്കെ, റെഡി അല്ലേ? ഇനി അടുത്തത്, ഇത് ചിലപ്പോൾ ചോദിച്ചാൽ ഒറ്റ തവണ മാത്രം ചോദിച്ചാൽ ഇംപ്രൂവ്മെന്റ് ചോദിച്ചാൽ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഏറ്റവും ചാൻസ് കുറവുള്ളത് 500 മില്യൺ ഇയേഴ്സ് മുൻപാണ് ഇൻവെർട്ടിബ്രേറ്റ്സ് എല്ലാം ഉണ്ടായത്. ഏകദേശം 350 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ജോലസ് ഫിഷ് ഒക്കെ ഉണ്ടായത്. അതുപോലെ അതേ സമയത്താണ് ഫിഷ് വിത്ത് സ്റ്റൗട്ട് ഫിൻ, അതായത് കരയിലും വെള്ളത്തിലും നടക്കുന്ന സീലാകാന്ത് എന്ന് പറയുന്ന ഫിഷ് ഉണ്ട്. അവന്മാരൊക്കെ ഉണ്ടായത് 350 വർഷങ്ങൾക്ക് മുമ്പാണ്. 320 വർഷങ്ങൾക്ക് മുമ്പാണ് സീവീഡ്, കടൽ ചെടികളെല്ലാം ഉണ്ടായത്. 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തിയോസോറുകൾ എന്നറിയപ്പെടുന്ന റെപ്റ്റൈലുകൾ, അതായത് നമ്മുടെ ബാക്കി എല്ലാ റെപ്റ്റൈൽസും ഉണ്ടായത് ആ പീരീഡിൽ തന്നെയാണ്. ദെൻ ഇത്തിയോസോർസ് എന്നറിയപ്പെടുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയ റെപ്റ്റൈൽസ് ഉണ്ട്. റെപ്റ്റൈൽസ് വെൻ ബാക്ക് ടു വാട്ടർ. ഓക്കെ, അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയ റെപ്റ്റൈലുകളാണ് ഇത്തിയോസോറുകൾ. അവന്മാരുണ്ടായതും 200 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്. അത് ചോദിക്കാൻ ചാൻസ് കുറവാണ്. പറ്റുമെങ്കിൽ ഒന്ന് പഠിച്ചോണ്ടി കേട്ടോ. പറ്റുമെങ്കിൽ ഈ ലൈവ് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് കണ്ട് പഠിച്ചോണ്ടി. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത്, മേക്ക് എ ഫ്ലോ ചാർട്ട് യൂസിങ് ദ ഫോളോയിങ് ടേംസ്. ഈ ടേംസ് യൂസ് ചെയ്ത് ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഡാർവിൻ്റെ എവല്യൂഷണറി തിയറി ബേസ് ചെയ്തുള്ളൊരു ഫ്ലോ ചാർട്ടാണിത്. നോക്കൂ, ഡാർവിന് ആദ്യം തന്നെ പറഞ്ഞത് ഓവർ പ്രൊഡക്ഷൻ, ജീവികൾക്ക് റിസോഴ്സ് അൺലിമിറ്റഡ് ആയി കഴിഞ്ഞാൽ അവിടെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകും. ജീവികൾ അനിയന്ത്രിതമായി റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ജീവികളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടായാൽ റിസോഴ്സ് പതിയെ ലിമിറ്റഡ് ആവാൻ തുടങ്ങും. അപ്പോൾ ജീവികൾക്കിടയിൽ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിനായിട്ടുള്ള ഒരു സമരമുണ്ടാകും. ക്ലിയർ ആണോ? അപ്പോഴാണ് ജീവികൾക്കിടയിലുള്ള വേരിയേഷൻസ് ജീവികളിൽ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങുക. ക്ലിയർ ആണോ? അങ്ങനെ ആ വേരിയേഷനിൽ ചില ആളുകൾക്ക് അവരുടെ വേരിയേഷൻസ് കാരണം നന്നായിട്ട് സർവൈവ് ചെയ്യാൻ പറ്റും, ചിലർക്ക് അത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റൂല. സോ ദാറ്റ് ഈസ് കോൾഡ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. ആ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആള്, അയാൾ നന്നായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുകയും നാച്ചുർ അയാളെ സെലക്ട് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് നാച്ചുറൽ സെലക്ഷൻ. അതിനെയാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുക. അങ്ങനെ നാച്ചുറൽ സെലക്ഷൻ നടന്നാൽ അയാൾ പുതിയ സ്പീഷീസ് ആയിട്ട് മാറും. അതാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. സെറ്റാണോ? ഇത് പഠിച്ചോ. ഇത് 2019 ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പലതവണ നമ്മുടെ മുൻപത്തെ ലൈവുകളിലൊക്കെ പറഞ്ഞു. നമ്മുടെ മുൻപത്തെ ലൈവൊക്കെ കണ്ട കുട്ടികളാണെങ്കിൽ ഇതൂടെ കാണുമ്പോൾ അത് വീണ്ടും ഓർമ്മ വരും അല്ലേ. ആദ്യമായിട്ട് ഇത് കാണുന്ന കുട്ടിക്കാണെങ്കിൽ ഇത് 1 തവണയോ 2 തവണയൊക്കെ വായിച്ചു നോക്കിയാലേ ഓർമ്മ വരുള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നൗ യെസ്, പ്ലാസന്റൽ മാമൽസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അഡാപ്റ്റീവ് റേഡിയേഷൻ. എക്സ്പ്ലെയിൻ അഡാപ്റ്റീവ് റേഡിയേഷൻ ബേസ്ഡ് ഓൺ ദിസ് സ്റ്റേറ്റ്മെന്റ്. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അഡാപ്റ്റീവ് റേഡിയേഷന്റെ എക്സാമ്പിൾ ഏതൊക്കെ കുട്ടികളെ? ഒന്ന്, ഡാർവിൻസ് ഫിഞ്ചസ് ഓഫ് ഗാലപ്പഗോസ് ഐലൻഡ്. രണ്ടാമത്തെ ആരടാ? ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് അല്ലെ. ഓസ്ട്രേലിയയിലെ മാർസൂപ്പിയൽസ് ഒരു എക്സാമ്പിൾ ആണ്. 3, ഓസ്ട്രേലിയൻ പ്ലാസെന്റൽ മാമൽസ്. ഓസ്ട്രേലിയയിലെ പ്ലാസെന്റൽ മാമൽസ് 3 എക്സാമ്പിളുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം കേട്ടോ. നോക്കൂ, ചാൾസ് ഡാർവിന് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ ഗാലപ്പഗോസ് ഐലൻഡിലാണ് ചെയ്തത്. അതേസമയത്ത് മലായ് ആർച്ചിപ്പലാഗോ, മലേഷ്യൻ ദ്വീപുകളിൽ എക്സ്പെരിമെന്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. ആരാ? ഇപ്പോഴത്തെ നമ്മുടെ മലേഷ്യൻ ദ്വീപുകളല്ല, ഇന്തോനേഷ്യ ഉൾപ്പെടുന്ന ദ്വീപ സമൂഹങ്ങളിൽ അവിടെ വർക്ക് ചെയ്തിരുന്ന ആളാരാ? വേഗം പറ. ആൽഫ്രഡ് വാലസ് അല്ലേ. ആൽഫ്രഡ് വാലസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആയിരുന്നു അവിടെ വർക്ക് ചെയ്തത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം കാര്യമാണ്. നൗ
നൗ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇതിനകത്തൊക്കെ ഉള്ളത്. ഓക്കെ, സോ ലുക്ക് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ നെക്സ്റ്റ് ഡിസീസ്. ഇതൊക്കെ സെയിം ക്വസ്റ്റ്യൻ ആടാ, അതെങ്ങനെ ഡിലീറ്റ് ആവാതെ കിടന്നതാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ സെയിം. സാർ എന്താ വെറുതെ കളഞ്ഞ് നോക്കണ്ട, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. നോക്ക്, നമ്മുടെ ലാമാർക്സ് തിയറിയെ വിളിക്കുന്ന മറ്റൊരു പേരാട്ടോ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയേർഡ് ക്യാരക്ടേഴ്സ് എന്നുള്ളത്. ലാമാർക്കിസം, ലാമാർക്കിന്റെ തിയറിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ്. ക്ലിയർ ആണല്ലോ? ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാ മക്കളെ. ഓക്കെ, സോ എനിവേ ലുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇനി ഒരു അരമണിക്കൂറുണ്ട്. അരമണിക്കൂറിൽ 3 ചാപ്റ്റർ തീർക്കും. ഓക്കെ, റെഡി? കുറച്ച് ലവ് സിമ്പിൾ തരുമോ? റെഡി അല്ലേ? ഉത്തരം പറയാം നിങ്ങൾ. പിക്ക് ഔട്ട് ദ കറക്റ്റ് പെയർ. മലേറിയ ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയം. ശരി, ദാറ്റ്സ് ഇറ്റ്. എന്നാലും ഞാനൊരു പണി ചെയ്യട്ടെ. കുറേ നേരമായില്ലേ ക്ലാസ് എടുക്കുന്നത്, കുറേ വെള്ളം കുടിച്ചില്ലേ? ഇപ്പോൾ വരാം. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഒരു മുട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ടിം 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 എന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എനിക്ക് ശരിക്കും ഒരു മുട്ട് വരുന്നുണ്ട്. സോ ഐ വിൽ ബി ബാക്ക്. അതർവൈസ് ഈ സ്റ്റുഡിയോയിൽ പ്രളയം ഉണ്ടാവും. ഞാൻ അതാ വരുന്നത്. ഓക്കെ, അതല്ലടാ, കോഴിക്കോട്ട് നെസ്റ്റോ എന്നൊക്കെ പറയുന്നുണ്ട് ആരോ. എൻ്റെ മക്കളെ, പൊന്നു മക്കളെ, ഞാൻ ഒന്ന് ഇപ്പോൾ വരാം. യൂറിൻ പാസ് ചെയ്ത് വരാം കേട്ടാ. ഓക്കെ, നിങ്ങളെ കൊണ്ടുള്ളൊരു കാര്യം. ശരി. അയ്യോ, ഇവരൊക്കെ പോയോ ആവോ? ഡേസ് ആ അണ്ടോണ ശിബിലിനെ കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഡെയിലി വന്ന് അണ്ടോണ ശിബിലി ഇടും. ആരടാ നീ?
സാറ് വന്നു, സാർ ആകെയ. കമോൺ. Okay, yes. Differentiate between active immunity and passive immunity. What is active immunity? In active immunity, നമ്മുടെ immune system activate ചെയ്യപ്പെടുകയും it produce antibody. So in active immunity, എടാ ഒരു മിനിറ്റ്, ആ ചങ്ങായി ഇത് ഇളകുന്ന ചെയറാ കൊണ്ടു വെച്ചുള്ള, ഞാൻ ഇവിടുന്ന് വീണിപ്പോൾ അതിനെ മരിച്ചു പോയേനെ. കുടുങ്ങി നോക്കുമ്പോൾ ആടി കളിക്കുക. Okay. So in active immunity, our immune system gets activated and it produce antibody. But in passive immunity, ready-made antibodies are given to a person. അല്ലേ, ഒരു മനുഷ്യന് നമ്മൾ റെഡിമെയ്ഡ് ആൻറ്റിബോഡി അങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും. ബട്ട് ഇൻ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി അവർ ഇമ്മ്യൂൺ സിസ്റ്റം പ്രൊഡ്യൂസ് ആൻറ്റിബോഡി. സെറ്റ് അല്ലേ? പാസീവ് ഇമ്മ്യൂണിറ്റിയുടെ ഉദാഹരണം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്ന്, IgA ഇൻ കൊളസ്ട്രം. കൊളസ്ട്രത്തിൽ IgA ആൻറ്റിബോഡി ഉണ്ട്, അത് നമുക്ക് അമ്മയിൽ നിന്ന് റെഡിമെയ്ഡ് ആൻറ്റിബോഡി കിട്ടുകയാണ്. ഓക്കെ. രണ്ടാമത്തെ എന്താ കുട്ടികളെ, നോക്കൂ, ആൻറ്റിവെനം. സ്നേക്ക് പോയിസണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിവെനം. മൂന്നാമത്തതോ ടെറ്റനസ് ആൻറ്റിടോക്സിൻ. ടെറ്റനസിന് ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന ടെറ്റനസ് ആൻറ്റിടോക്സിൻ. ക്ലിയർ അല്ലേ? റെഡി ആണെങ്കിൽ സെറ്റ് പറഞ്ഞേ. Now, write some important measures that will be useful for the prevention and control of drug and alcohol abuse. എന്തൊക്കെയാണ്? ഒന്ന്, അവോയ്ഡ് അൺഡ്യൂ പ്രഷർ. അല്ലേ, ആരുടെ പുറത്തും ഒരു പരിധിക്കപ്പുറം നമ്മൾ പ്രഷർ ചെലുത്താൻ പാടില്ല. രണ്ടാമത്തെ കാര്യം എന്താ കുട്ടികളെ? സീക്ക് ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് ഫ്രണ്ട്സ്. പാരൻസിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഹെൽപ്പ് സ്വീകരിക്കുക. തേർഡ്, ലുക്ക് ഫോർ ഡേഞ്ചർ സൈൻസ്. അല്ലെ, ഡേഞ്ചർ സൈൻസ് നോക്കുക. 4, സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. അല്ലെ, സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്, പ്രൊഫഷണൽ ഡോക്ടർമാരുടെ ഹെൽപ്പ് തേടുക. 5, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. അല്ലെ, കൃത്യമായ എഡ്യൂക്കേഷനും കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുക. ക്ലിയർ ആണോ? അവോയ്ഡ് അൺഡ്യൂ പ്രഷർ, അതുപോലെ സീക്ക് ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് ഫ്രണ്ട്സ്, അതുപോലെ ലുക്ക് ഫോർ ഡേഞ്ചർ സൈൻ. ഏതെങ്കിലും ഡേഞ്ചർ സൈൻ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെയോ സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്, ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പ് സ്വീകരിക്കുക. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്, ആളുകൾക്ക് എഡ്യൂക്കേഷനും കൗൺസിലിംഗും ഒക്കെ കൊടുക്കുക. ക്ലിയർ അല്ലേ? ആൻഡ് ലുക്ക് അറ്റ് ദിസ്. എന്ത് കിടിലൻ ചങ്ങായാലേ ഇത്, ഇതെല്ലാം വെറും പോക്ക്. ഓക്കെ, തമാശ പറഞ്ഞാണ്. ഓക്കെ, കമോൺ, സെറ്റ് അല്ലേ? എന്നെ പൊക്കാൻ വേറൊരു തെണ്ടിയുടെയും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ക്യാൻസർ കോസിങ് ഏജൻസ് ആർ കോൾഡ്. ക്യാൻസർ ഉണ്ടാക്കുന്ന ഏജൻസിനെ നമ്മൾ എന്താ വിളിക്കുക? കാഴ്സിനോജൻസ് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? കാഴ്സിനോജൻസ്. നിങ്ങൾ പറഞ്ഞ മറുപടി എനിക്കറിയാം, കമന്റ് ബോക്സിൽ എഴുതണ്ട. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറയാനുള്ള മറുപടി ഞാൻ ഊഹിച്ചോളാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബിനൈൻ ട്യൂമർ ആൻഡ് മാലിഗ്നന്റ് ട്യൂമർ. ബിനൈൻ ട്യൂമറും മാലിഗ്നന്റ് ട്യൂമറും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചത്. ബിനൈൻ ട്യൂമറിന്റെ പ്രത്യേകത എന്താ കുട്ടികളെ? നോക്കൂ, നോ ഇൻവേഷൻ ടു സറൗണ്ടിങ് ടിഷ്യൂസ്. അല്ലെ, സറൗണ്ടിങ് ടിഷ്യൂകളിലേക്ക് ഇൻവെയ്ഡ് ചെയ്യൂല. ഇയാളോ? ഇൻവെയ്ഡ് ടു സറൗണ്ടിങ് ടിഷ്യൂസ്. രണ്ടാമത്തതോ നോ മെറ്റാസ്റ്റാസിസ്. മെറ്റാസ്റ്റാസിസ് ചെയ്യൂല. മാലിഗ്നന്റ് ആണെങ്കിലോ മെറ്റാസ്റ്റാസിസ് ചെയ്യും. ക്ലിയർ അല്ലേ? വാട്ട് ഈസ് മെറ്റാസ്റ്റാസിസ്? എൻ്റെ കയ്യിൻ്റെ ഇവിടെ ഒരു ട്യൂമർ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യും. ഇവിടെ നിന്ന് സെല്ലുകൾ അടർന്നു പോരും, എന്നിട്ട് എൻ്റെ ബ്ലഡിലേക്ക് കയറിപ്പോവും, എന്നിട്ട് ബ്ലഡിലൂടെ സഞ്ചരിച്ച് എൻ്റെ തലച്ചോറിലേക്ക് എത്തും. എന്നിട്ട് തലച്ചോറിൽ അവിടെ ആ സെല്ലുകൾ പോയി കിടക്കുകയും തലച്ചോറിൽ പുതിയ ട്യൂമർ ഉണ്ടാക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഇവിടുന്ന് ലങ്ങിലേക്ക് പോകും, എന്നിട്ട് ലങ്ങിൽ പുതിയ ട്യൂമർ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ പോയിട്ട് എൻ്റെ ലിവർ പോയിട്ട് അവിടെ പുതിയ ട്യൂമർ ഉണ്ടാക്കും. സോ സെൽസ് ലെഫ്റ്റ്. നമ്മുടെ പാട്രിക് ആൻസർ എഴുതി നോക്ക്. സെൽസ് ലെഫ്റ്റ് ഓഫ് ഫ്രം ദിസ് ട്യൂമർ ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ബ്ലഡ് ഇൻ ടു ഡിസ്റ്റന്റ് ഓർഗൻസ്. ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ ഓർഗനിലേക്ക് പോകും. ആൻഡ് സ്റ്റാർട്ട് ട്യൂമർ ദർ. അവിടെയൊക്കെ പോയിട്ട് പുതിയ ട്യൂമർ ഉണ്ടാക്കും. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, ഇനി അടുത്ത് മെൻഷൻ എനി 4 മെഷേഴ്സ് യൂസ്ഫുൾ ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ആളാരാ? സാൽമൊണല്ല ടൈഫി. ഇറ്റ് ഈസ് എ ബാക്ടീരിയം. മലേറിയ ഉണ്ടാക്കുന്ന ആരാ കുട്ടികളെ? പ്ലാസ്മോഡിയം വിച്ച് ഈസ് എ പ്രോട്ടോസോവ. റിംഗ് വേം ഉണ്ടാക്കുന്ന ആളാരാ? മൈക്രോസ്പോറം വിച്ച് ഈസ് എ ഫംഗസ്. ക്ലിയർ ആണല്ലോ? വെയിറ്റേജ് ഈ ചാപ്റ്ററിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 മാർക്ക് കണ്ടോ കേട്ടോ. 3 or 4 മാർക്കാണ്. ഓക്കെ, ഞാൻ മറന്നു പോയിട്ടുണ്ടല്ലോ കറക്റ്റ് വെയിറ്റേജ് ഇപ്രാവശ്യത്തെ. ഓക്കെ, സോ ലൈക്ക് വെയിറ്റേജ് നിങ്ങൾക്ക് അറിയണം അല്ലേ? യു വോണ്ട് ദ വെയിറ്റേജ്? വോണ്ട് ടു നോ വെയിറ്റേജ്? 1 സെക്കൻഡ്. ഇപ്രാവശ്യത്തെ വെയിറ്റേജ് ആണ്. ഓക്കെ, 1 സെക്കൻഡ്. അറൗണ്ട് 30 മാർക്കിനല്ലേ ഇപ്പോൾ നിങ്ങളുടെ പരീക്ഷ ഒക്കെ നടക്കുന്നത്. സോ
4 മാർക്ക് യെസ് 4 മാർക്കാണ്. റൈറ്റ് എനി ഫോർ ഇൽ എഫക്റ്റ് ഓഫ് ഡ്രഗ് ഓർ ആൽക്കഹോൾ അബ്യൂസ്. ഡ്രഗ് ആൽക്കഹോൾ അബ്യൂസിൻ്റെ ഏതെങ്കിലും ഇൽ എഫക്റ്റ് പറയാൻ പറ്റുമോ? ഒന്ന് ആൽക്കഹോൾ യൂസ് ചെയ്താൽ ലിവർ സിറോസിസ് അല്ലേ, ലിവർ സിറോസിസ്. ഓക്കെ, ലിവർ സിറോസിസ് വരെ ആൽക്കഹോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഡ്രഗിന് എന്തൊക്കെ? ലാക്ക് ഇൻ അക്കാദമിക് പെർഫോമൻസ്, അക്കാദമിക് അല്ലെങ്കിൽ ഡ്രോപ്പ് ഇൻ അക്കാദമിക് പെർഫോമൻസ്, ദെൻ വിത്ത്ഡ്രോവൽ സിംറ്റംസ്, പലതരം വിത്ത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഹൈജീനിൽ ഇൻട്രസ്റ്റ് പോവുക, വാൻഡലിസം, റെക്ലെസ് ബിഹേവിയർ, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? ഇതൊക്കെ നമുക്ക് തള്ളിവിടാവുന്നതാണ്. പിന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഓവർ ഡോസിങ് ലീഡ് ടു കോമ ആൻഡ് ഡെത്ത്, കോമയിലേക്കും ഡെത്തിലേക്കൊക്കെ നയിക്കും. മെൻ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാവാം, മാനസിക രോഗങ്ങളൊക്കെ ഉണ്ടാവാം. ക്ലിയർ അല്ലേ? നൗ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ബാരിയറുകൾ ഏതൊക്കെയാണെന്നാ ചോദ്യം. നമ്പർ 1 ഫിസിക്കൽ ബാരിയേഴ്സ് അല്ലേ. രണ്ടാമത്തെ എന്താ? ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. മൂന്നാമത്തെ ഏതാ മക്കളെ? സെല്ലുലാർ ബാരിയേഴ്സ്. നാലാമത്തെ എന്താ? സൈറ്റോകൈൻ ബാരിയേഴ്സ് അല്ലേ. ഫിസിക്കൽ ബാരിയറുകൾ ഏതൊക്കെ കുട്ടികളെ? നമ്മുടെ ശരീരത്തിലെ സ്കിന്ന്, അതുപോലെ മ്യൂക്കസ് കോട്ടിങ്, ശരീരത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് മ്യൂക്കസ് കോട്ടിങ് ഉണ്ട്. ഫിസിയോളജിക്കൽ ഏതൊക്കെയാണ് കുട്ടികളെ? നമ്മുടെ ബക്കൽ ക്യാവിറ്റിയിൽ സലൈവ് ഉണ്ട്, നമ്മുടെ കണ്ണിൽ ടിയേഴ്സ്, കണ്ണുനീരുണ്ട്, അതുപോലെ ആസിഡ് ഇൻ സ്റ്റൊമക്ക്, നമ്മുടെ സ്റ്റൊമക്കിൽ ആസിഡ് ഉണ്ട്. സെല്ലുലാർ ബാരിയർ ആരൊക്കെ? ഒന്ന് ന്യൂട്രോഫിലിൻ്റെ വേറെ പേരെന്താ? PMNL അല്ലേ. പിന്നെ അതുപോലെ നോക്കൂ, മാക്രോഫേജ്, നമ്മുടെ ടിഷ്യൂവിൽ മാക്രോഫേജ് ഉണ്ട്, നമ്മുടെ ബ്ലഡിൽ തന്നെ മോണോസൈറ്റ് ഉണ്ട്, അതുപോലെ നാച്ചുറൽ കില്ലർ സെല്ലുകൾ ഉണ്ട്. ഇവരൊക്കെയാണ് സെല്ലുലാർ ബാരിയർ. സൈറ്റോകൈൻ ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർഫെറോൺ ആണ്. എന്താ ഇന്റർഫെറോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സെല്ലിനെ വൈറസ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറസ് അറ്റാക്ക് ചെയ്ത സെല്ല് ചില കെമിക്കൽസിന് ഉണ്ടാക്കും. ഇപ്പോൾ ഇതൊരു സെല്ല്, ഇയാളെ വൈറസ് അറ്റാക്ക് ചെയ്തു, അപ്പോൾ ഈ സെല്ല് ഇന്റർഫെറോൺ എന്ന് പറയുന്ന കെമിക്കൽസിന് ഉണ്ടാക്കും. ആ കെമിക്കൽസ് ചുറ്റുപാടുമുള്ള സെല്ലുകൾക്ക് രോഗം വരാതെ പ്രൊട്ടക്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ? ദാറ്റ്സ് ഇറ്റ്. വൈറസിൻ്റെ കേസിലാണ് ഇത് ഉണ്ടാവുക. HIV ട്രാൻസ്മിഷൻ തടയാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോടാ? ഓൾവേസ് ലുക്ക്, ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടം, ആളുകൾക്ക് കോണ്ടം ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നോക്കൂ, യൂസ് ഓഫ് ഡിസ്പോസിബിൾ സിറിഞ്ച് ആൻഡ് നീഡിൽ. ഒരാളെ കുത്ത ഉപയോഗിച്ച നീഡിൽ അടുത്താക്ക് ഉപയോഗിക്കുക. നോ, ഡിസ്പോസിബിൾ നീഡിൽസ്, ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഡിസ്പോസിബിൾ നീഡിൽസ് യൂസ് ചെയ്യുക. ദെൻ മേക്ക് ബ്ലഡ് സേഫ് ഫ്രം HIV, ബ്ലഡ് ബാങ്കുകളിലെ ബ്ലഡ് എല്ലാം HIV നിന്ന് സേഫ് ആക്കുക. പിന്നെ ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് HIV പകരാൻ ചാൻസ് ഉണ്ട്. സോ ഡ്രഗ് അബ്യൂസ് തടയുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, നൗ നെയിം ദ 2 hosts റിക്വയർഡ് ഫോർ മലേറിയ ടു കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ. ഏതൊക്കെ? മാൻ ആൻഡ് മൊസ്കിറ്റോ, മനുഷ്യനും മൊസ്കിറ്റോയും ആണ് 2 ഹോസ്റ്റുകൾ വേണ്ടത്. ഏത് മൊസ്കിറ്റോ? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ അല്ലേ. അനോഫിലസ് മൊസ്കിറ്റോയും മനുഷ്യനുമാണ് മലേറിയക്ക് ജീവിക്കാൻ വേണ്ടത്. പാരസൈറ്റിൻ്റെ പേരെന്താ? മലേറിയ അല്ലേ. മലേറിയൽ പാരസൈറ്റ് പ്ലാസ്മോഡിയം അല്ലേ. മലേറിയ ഉണ്ടാക്കുന്ന ആളുടെ പേര് പ്ലാസ്മോഡിയം. ക്ലിയർ അല്ലേ? ഇനി ഐഡന്റിഫൈ ബാക്ടീരിയൽ ഡിസീസസ് എമംഗ് ദ ലിസ്റ്റ്. ഇതിൽ ബാക്ടീരിയ ഏതാ ഉണ്ടാക്കുന്നത്? കോമൺ കോൾഡ്, മലേറിയ, അമീബയാസിസ്, ടൈഫോയിഡ്, ഫൈലേറിയാസിസ്. ഏതാ? ടൈഫോയിഡ് ആണ് ബാക്ടീരിയ ഉണ്ടാക്കുന്നത് അല്ലേ. കോമൺ കോൾഡ് വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. അമീബയാസിസും മലേറിയയും ഉണ്ടാക്കുന്നത് പ്രോട്ടോസോവയാണ്. ശരിയല്ലേ? പ്രോട്ടോസോവയാണ്. ഫൈലേറിയാസിസ് ഉണ്ടാക്കുന്നത് ആരാ? ഹെൽമിന്ത് ആണ്, വിരകളാണ്, ആസ്കെൽമിന്തസ് ആണ്. യൂഫോറിയ ഒരു ഇൽനെസ് അല്ലടാ, യൂഫോറിയ ഒരു സുഖകരമായ അവസ്ഥയാണ് കേട്ടോ. മെൻഷൻ എനി 2 സിംറ്റംസ് ഓഫ് ഇറ്റ്. ടൈഫോയിഡിൻ്റെ ഏതെങ്കിലും 2 സിംറ്റം: ഫീവർ, ഹെഡേക്ക്, ടയേർഡ്നെസ്, വയറുവേദന, അബ്ഡോമിനൽ പെയിൻ, ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പ് കുറയുക. ഏതും എഴുതാം. നെയിം എനി 2 പ്രോട്ടോസോവൻ ഡിസീസ്. പറഞ്ഞു മലേറിയ, പ്രോട്ടോസോവൻ ഉണ്ടാക്കുന്ന 2 എണ്ണം, മലേറിയയും അമീബയാസിസും അല്ലേ. നോ എനി 2 സിംറ്റംസ്, അതിൻ്റെ ഏതെങ്കിലും 2 സിംറ്റം എഴുതാൻ. നോക്കൂ, മലേറിയയിൽ എന്താ? ഫീവർ റിക്കറിങ് അറ്റ് എവരി 3 to 4 days അല്ലേ. ഓരോ 3-4 ദിവസം കൂടുമ്പോൾ റിക്കർ ചെയ്യുന്ന ഫീവറാണ്. ഇതിന് അമീബയാസിസിലോ അബ്ഡോമിനൽ ക്രാമ്പ്, വയറുവേദന ഉണ്ടാവും. സ്റ്റൂൾ വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട് അല്ലേ. സ്റ്റൂളിൽ മ്യൂക്കസും ബ്ലഡ് ക്ലോട്ടും ഒക്കെ ഉണ്ടാവും. ഇനി 3 തരം ഡ്രഗുകൾ ഏതൊക്കെ? ഒപ്പിയോയിഡിന്റെ റിസപ്റ്റർ എവിടെയുള്ളത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ, നമ്മുടെ സ്റ്റൊമക്കിലൊക്കെയാണ് ഉള്ളത്. കനാബിനോയിഡ് നമുക്ക് കിട്ടുന്നത് കനാബിസ് സറ്റൈവയിൽ നിന്നാണ്. അതിൻ്റെ റിസപ്റ്റർ നമ്മുടെ ബ്രെയിനിലാണുള്ളത്. കൊക്ക ആൽക്കലോയിഡിൻ്റെ റിസപ്റ്ററും ബ്രെയിനിൽ തന്നെയാണ്. ഇറ്റ് ഇൻ്റർഫിയർ വിത്ത് ഡോപ്പാമിൻ, വിത്ത് ദ ആക്ഷൻ ഓഫ് ഡോപ്പാമിൻ ഇൻ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലെ ഡോപ്പാമിൻ്റെ ആക്ഷനുമായിട്ടാണ് അയാൾ ഇൻ്റർഫിയർ ചെയ്യുന്നത്. കൊക്ക ആൽക്കലോയിഡ് എറിത്രോക്സൈലം കൊക്കയിൽ നിന്നാണെങ്കിൽ കനാബിനോയിഡ്സ് കിട്ടുന്നത് കനാബിസ്
സറ്റൈവയിൽ നിന്നാണ്. ഒപ്പിയോയിഡ് കിട്ടുന്നത് എവിടുന്ന കുട്ടികളെ? പെപ്പാവർ സൊംനിഫറത്തിൽ നിന്നാണ്. പെപ്പാവർ സൊംനിഫറം അല്ലെങ്കിൽ പോപ്പി പ്ലാന്റിൽ നിന്ന്. ക്ലിയർ ആണോ? റെഡി അല്ലേ? Now, don't die of ignorance. About which disease it is mentioned? HIV കുറിച്ചാണ്. HIV എയ്ഡ്സിനെ കുറിച്ചാണ്. അത് തടയാനുള്ള മെത്തേഡുകൾ ഏതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അലർജിക്കെതിരെയുള്ള 2 ഡ്രഗുകൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്ന് അഡ്രിനാലിൻ, രണ്ടാമത്തെ എന്താ? സ്റ്റിറോയിഡ്. അഡ്രിനാലിനും സ്റ്റിറോയിഡും. ക്ലിയർ അല്ലേ? ഐഡന്റിഫൈ ദിസ് മോളിക്യൂൾ. ഇത് ഏതാടാ? ദിസ് ഈസ് ആന്റിബോഡി. Now mention 2 types of immune responses in human body. ഏതൊക്കെ? We have innate immunity and acquired immunity. അല്ലേ? ആൻഡ് ഈ അക്വയർഡ് ഇമ്മ്യൂണിറ്റി തന്നെ 2 ടൈപ്പ്. ഏതൊക്കെ? അതാണ് ചോദിച്ചിട്ടുള്ളത്. ഇമ്മ്യൂൺ റെസ്പോൺസുകൾ ഏതൊക്കെ? വി ഹാവ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. ക്ലിയർ അല്ലേ? ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസും സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസും ഉണ്ട്. സെറ്റാണോ മക്കളെ? ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് വരുന്ന ആരാ? ബി ലിംഫോസൈറ്റ്. സെൽ മീഡിയേറ്റഡ് ടി ലിംഫോസൈറ്റ്. ഗ്രാഫ്റ്റ് റിജക്ഷൻ നോക്കൂ, ഏത് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് നമുക്ക് ഗ്രാഫ്റ്റ് റിജക്ഷൻ ഉണ്ടാക്കുന്നത്? ഗ്രാഫ്റ്റ് റിജക്ഷൻ ഈസ് കോസ്ഡ് ബൈ വിച്ച് ഇമ്മ്യൂൺ റെസ്പോൺസ്? വേഗം പറ. ഹ്യൂമോറലോ? ആരുടെ ഗ്രാഫ്റ്റ് റിജക്ഷൻ ഉണ്ടാക്കുന്നത്? ഗ്രാഫ്റ്റ് റിജക്ഷൻ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കേട്ടോ. റിംഗ് വേം ഇതെല്ലാം. ഓക്കെ, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ഗ്രാഫ്റ്റ് റിജക്ഷന് കാരണം. ദ ഗ്രാഫ്റ്റ് റിജക്ഷൻ ഈസ് ഡ്യൂ ടു സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. നൗ നെയിം ദ ഗ്ലൈക്കോപ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ബൈ സെൽസ് അഗെയിൻസ്റ്റ് വൈറൽ ഇൻഫെക്ഷൻ. വൈറൽ ഇൻഫെക്ഷനെതിരെ നമ്മുടെ സെല്ല് ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ഏതാ കുട്ടികളെ? ഇന്റർഫെറോൺ അല്ലേ? ഇന്റർഫെറോൺ. വെരി ഗുഡ്. ഇന്റർഫെറോൺ, വെരി ഗുഡ്. മെൻഷൻ എനി ഫോർ മെത്തേഡ് അഡോപ്റ്റഡ് ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്. ഓൾവേസ് ഡു റെഗുലർ എക്സസൈസ്. പിന്നെ അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ, അല്ലെങ്കിൽ കൊതുക് പെരുകുന്നത് തടയുക, ക്ലീൻ വാട്ടർ കുടിക്കുക, ക്ലീൻ ഫുഡ് കഴിക്കുക, അതൊക്കെ തള്ളി മറിക്കുക. ഓക്കെ, നൗ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി, പാസീവ് ഇമ്മ്യൂണിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദിസ് ഡിസീസ്? ഈ ഡിസീസ് ഏതാ? വേഗം പറ. വാട്ട് ഈസ് ദിസ് ഡിസീസ്? ഈ ഡിസീസ് ഏതാ? ആൻസർ എഴുതാൻ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. വാട്ട് ഈസ് ദിസ് ഡിസീസ്? എലഫന്റയാസിസ് അല്ലെങ്കിൽ ഫൈലേറിയാസിസ്. ആരത് ഉണ്ടാക്കുന്നത് കുട്ടികളെ? ഉച്ചറേറിയ ബാൻക്രോഫ്റ്റിയും ഉച്ചറേറിയ മലായിയും അല്ലേ? ഉച്ചറേറിയ ബാൻക്രോഫ്റ്റി ആൻഡ് ഉച്ചറേറിയ മലായി. ഓക്കെ, നൗ വാട്ട് ആർ ദ കോസസ് ഓഫ് ക്യാൻസർ? നമ്മൾ പറഞ്ഞു കാർസിനോജൻസ് ആണ് എന്നല്ലേ? കാർസിനോജൻസ് 3 രീതിയിലുണ്ട്. വി ഹാവ് ഫിസിക്കൽ ഏജൻസ്, കെമിക്കൽ ഏജൻസ്, ബയോളജിക്കൽ ഏജൻസ് അല്ലേ? ബയോളജിക്കൽ ഏജൻസ്. ഫിസിക്കൽ ഏജൻസ് ഏതൊക്കെ കുട്ടികളെ? എക്സ്റേ, ഗാമാ റേ. കെമിക്കൽ ഏജൻസ് പ്രസന്റ് ഇൻ ടൊബാക്കോ സ്മോക്ക്. ബയോളജിക്കൽ ഏജൻസ് ഏതാ കുട്ടികളെ? ഓങ്കോജനിക് വൈറസസ്. ഓക്കെ, റെഡിയാണോ? വാട്ട് ആർ ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ? ക്യാൻസറിന് ട്രീറ്റ്മെന്റ് നമുക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും കുട്ടികളെ? 1 കീമോതെറാപ്പി, പിന്നെ 2 റേഡിയോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ഓർ റേഡിയോതെറാപ്പി, 3 സർജറി, 4 ഇമ്മ്യൂണോതെറാപ്പി. വാട്ട് ആർ ദ മെത്തേഡ് ഓഫ് ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ? എന്തൊക്കെ ചെയ്യാൻ പറ്റും? MRI ഫുൾ ഫോം ചോദിക്കും. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, ദെൻ CT സ്കാൻ, കമ്പ്യൂട്ടർഡ് ടോമോഗ്രഫി, ദെൻ എക്സ്റേ എടുത്ത ബോൺ ക്യാൻസർ ഒക്കെ ഉണ്ടോയെന്ന് അറിയാൻ എക്സ്റേ മതി. ക്ലിയർ അല്ലേ? റെഡിയാണോ? ഇതൊക്കെ ചെയ്യാൻ പറ്റും. ദെൻ ഒരിക്കൽ ചിക്കൻ ഗുനിയ വന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ചിക്കൻ ഗുനിയ വരാത്തത് എന്നാണ് ചോദ്യം. ബിക്കോസ് നിങ്ങൾക്ക് ഒരിക്കൽ ചിക്കൻ ഗുനിയ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ അതിനെതിരെ മെമ്മറി സെല്ലുകൾ രൂപപ്പെടും. അതാണല്ലോ നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത. നമുക്ക് ഒരിക്കൽ രോഗം വന്നാൽ രോഗത്തിനെതിരെ മെമ്മറി സെല്ലുകൾ രൂപപ്പെടും. അപ്പോൾ നമുക്ക് പിന്നെ രോഗം വരില്ല. വെരി ഗുഡ്. ആരൊരാൾ എന്താ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. സോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് സെൽഫ് സെൽസ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ സെല്ലുകളെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ. അവർ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് അവർ ഓൺ സെൽഫ് സെൽ. ദാറ്റ് ഈസ് കോൾഡ് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഓർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അതിൻ്റെ എക്സാമ്പിൾ ആണിത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ക്ലിയർ അല്ലേ? നൗ ഏത് തരം ഇമ്മ്യൂണോഗ്ലോബുലിനാണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞാൽ ആന്റിബോഡി. ഏത് തരം ആന്റിബോഡിയാണ് അലർജി ഉണ്ടാവാനുള്ള കാരണം? ഏതാടാ അലർജിയിൽ ആന്റിബോഡി ഏതാ? സാർ 5 മിനിറ്റ് കൂടെ ഉള്ളൂ.
ചിലപ്പോൾ നമ്മൾ 11 കാലൊക്കെ ആയേക്കാം. അതിൻ്റെ ഉള്ളിൽ തീർക്കണമെങ്കിൽ ഞാൻ തീർത്തരാം കേട്ടാ. ഓക്കെ ശരി, വേഗം പറ. IgE. Suggest 2 drugs which reduce allergic symptom. കുഴപ്പമില്ലല്ലോ, 11 കാലമായ കുഴപ്പമുണ്ടോ? 11 കാലമായ കുഴപ്പമുണ്ടാവോ? നിങ്ങളെന്താടാ, ഞാൻ ശ്രമിച്ചു, ഞാൻ ശ്രമിച്ചു, പക്ഷെ ഇത്ര സ്പീഡിൽ എടുത്തിട്ടും നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് ഇട്ടതല്ലേ, അപ്പോൾ തീരണ്ടേ? ഞാൻ കാണിച്ചു തരാം, ഞാൻ തീർത്തരാം കേട്ടോ, അപ്പം ശരിയാക്കി തരാം. ഓക്കെ, IgE ആൻറ്റിബോഡി വേണ്ട, ഞാൻ തീർത്തോളാം, ഞാൻ തീർത്തരാം, കാണിച്ചു തരാം, പണി ഞാൻ കാണിച്ചു തരാം. സജസ്റ്റ് 2 drugs. നിങ്ങൾ എന്നോട് മിണ്ടണ്ട, നിങ്ങൾ എന്നെ ഇതൊന്നും ഇങ്ങനെ പറഞ്ഞ് ഓർമ്മിപ്പിക്കരുതേനു, നിങ്ങളിത് പറയരുതേനു. നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചു, നിങ്ങൾ എന്നോട് സമയം എന്നൊക്കെ പറഞ്ഞു, വേണ്ട, എൻ്റെ മൂഡ് പോയി. അലർജിക് സിംറ്റം കൊടുക്കുക എന്തൊക്കെ ഡ്രഗാണ് കൊടുക്കുക എന്നാണ് ചോദിച്ചത്, വേഗം പറ. അഡ്രിനാലിനും സ്റ്റിറോയിഡ്സും കൊടുക്കുക അല്ലേ? ഓക്കെ, വേണ്ട, ഞാൻ നിർത്തും, ഞാൻ അങ്ങനെ അടിച്ചങ്ങനെ വിടും. എടാ നല്ല സുഖമല്ലേ? എടാ പൊട്ടമരങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ പിന്നെ ആവർത്തിച്ചിട്ടില്ല, പക്ഷെ നമ്മളെല്ലാം ചെയ്തു പോയതിൽ ഒരു സെക്കൻഡ് ഞാൻ വെറുതെ നിൽക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളോട് ഞാനിപ്പോൾ 11 തീർക്കാൻ വേണ്ടി കുറേ അങ്ങ് സ്കിപ്പ് അടിച്ചാൽ 11 10 തീരുമായിരുന്നു. അത് വേണ്ടാച്ചിട്ടേ. ഇപ്പം നിങ്ങളിങ്ങനെ പറയുന്ന സ്ഥിതിക്ക് നമുക്കത് 11 10 തീർക്കാം. എന്താ ഇപ്പം നിങ്ങളെ ഭൂരിഭാഗത്തിൻ്റെ അഭിപ്രായം ഞാൻ ഒന്ന് കാണട്ടെ, എന്നിട്ട് മതി, ഞാൻ എടുക്കണില്ല. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ഞാൻ ഒന്ന് കേൾക്കട്ടെ. 12 ആയാലും കുഴപ്പമില്ല എന്നൊക്കെ പറയണവരുണ്ട്. ഓക്കെ, സോ ലുക്ക്, ദിസ് ഈസ് മലേറിയൽ പാരസൈറ്റ്, അതായത് പ്ലാസ്മോഡിയം നിങ്ങളുടെ ബോഡിയിൽ വന്നാൽ എന്താ ചെയ്യാന്നാ ചോദിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് വിച്ച് സ്പീഷീസ് കോസ് മാലിഗ്നന്റ് മലേറിയ? പ്ലാസ്മോഡിയം ഫാൽഷിപ്പാരം അല്ലേ? പ്ലാസ്മോഡിയത്തിന് 3 സ്പീഷീസ് ഉണ്ട്, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽഷിപ്പാരം. അതിൽ ഫാൽഷിപ്പാരം ഉണ്ടാക്കുന്ന മലേറിയ ആണ് ഏറ്റവും സിവിയർ മലേറിയ, ദറ്റ് ഈസ് കോൾഡ് മാലിഗ്നന്റ് മലേറിയ. ക്യാൻ യു സജസ്റ്റ് 2 മെത്തേഡ് ടു കൺട്രോൾ മലേറിയ? മലേറിയ കൺട്രോൾ ഏതെങ്കിലും മെത്തേഡ് പറയാൻ പറ്റുമോ? ഓക്കെ, ഒന്ന്, കൊതുക് നിവാരണത്തിന് എന്തൊക്കെ ചെയ്യും? യൂസ് ഓഫ് മൊസ്കിറ്റോ നെറ്റ്. ഓക്കെ, അവോയ്ഡ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ. വീടിന് ചുറ്റും വെള്ളം കെട്ടിക്കുന്ന പറഞ്ഞാൽ കൊതുക് മുട്ടയിട്ട് പെരുകൂല. യൂസ് ഓഫ് മൊസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യും. 2 മെത്തേഡായി. നോക്കൂ, നിങ്ങളുടെ ബോഡിയിലേക്ക് സ്പോറോസോയിറ്റ് വരും, അയാൾ നേരെ എങ്ങോട്ടാ പോവുക? ലിവറിലേക്ക് പോകും. ലിവറിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ RBCയിലേക്ക് പോകും അല്ലേ? അങ്ങനെ RBCയിലൊക്കെ കുറേ തവണ കഴിഞ്ഞാൽ പിന്നെ RBCയിൽ സെക്ഷുവൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യും. അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഗാമിറ്റോസൈറ്റ് എന്ന് വിളിക്കും. ഓർമ്മയുണ്ടോ? സ്പോറോസൈറ്റ് ആണ് RBCയിലേക്കൊക്കെ കയറി വന്നത്, പക്ഷെ പിന്നെ അയാൾ സെക്ഷൽ രൂപത്തിലേക്ക് മാറും. ആൻഡ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഗാമിറ്റോസൈറ്റ്. ഗാമിറ്റോസൈറ്റിനെ മൊസ്കിറ്റോ വലിച്ചെടുക്കും, മൊസ്കിറ്റോയുടെ സ്റ്റൊമക്കിലെത്തും, അവിടെ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടക്കുകയും പിന്നെ വീണ്ടും സ്പോറോസോയിറ്റ് ആവുകയും ചെയ്യും. ക്ലിയർ ആണോ? സാർ എനിക്ക് 18 മാർക്കാണ്, 1 മണി വരെ എടുത്തോ. പക്ഷെ കുറേ ആൾക്കാർ പ്രശ്നമാക്കുന്നുണ്ടായി, ഞാൻ എന്താ ചെയ്യുക? ഇത് വീണ്ടും ഇതാണ് ഈ ഡിസീസ്, ചിക്കൻ ഗുനിയ, ഡെങ്കു, H1N1, ഇങ്ങനെ ഏതൊക്കെയോ ഡിസീസ് പരക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, സോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. മൊസ്കിറ്റോ പടരാതിരിക്കാനുള്ള പറഞ്ഞില്ല, അവോയ്ഡ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ, പിന്നെ അതേപോലെ തന്നെ യൂസ് ഓഫ് മൊസ്കിറ്റോ നെറ്റ്, മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊസ്കിറ്റോനെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറേ സാധനങ്ങളില്ലേ, കത്തിക്കുന്ന പുകക്കുന്നൊക്കെ, സാമ്പ്രാണിയൊക്കെ പോലെ, അതെല്ലാം യൂസ് ചെയ്യുക. ഓക്കെ, നൗ ലുക്ക്, വിച്ച് ഈസ് ബേക്കേഴ്സ് ഈസ്റ്റ്? ബേക്കേഴ്സ് ഈസ്റ്റ് ആരുടെ ബേക്കേഴ്സ് ഈസ്റ്റ്? സെക്കാരോമൈസസ് സെറിവീസിയെ അല്ലേ? ആ ഗാംബൂസിയ ഫിഷ്, യെസ്, ഗാംബൂസിയെ വളർത്തുക, അത് മൊസ്കിറ്റോന്റെ ലാർവനെ തിന്നോളും, ഗാംബൂസിയ. പിന്നെ ഞങ്ങൾ വേറെ ഒന്ന് പഠിച്ചിട്ടുണ്ടാ, ഡ്രാഗൺ ഫ്ലൈസിനെ യൂസ് ചെയ്യുക. ഡ്രാഗൺ ഫ്ലൈസ് ക്യാൻ ബി യൂസ്ഡ് ടു ഗെറ്റ് റിഡ് ഓഫ് മൊസ്കിറ്റോസ്. ഓക്കെ, മറ്റേ ചാപ്റ്ററിൽ, നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ഈ ചാപ്റ്ററിൽ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ. ഓക്കെ, നൗ സെക്കാരോമൈസസ് സെറിവീസിയ. അടുത്തത്, 2 ബയോആക്റ്റീവ് മോളിക്യൂൾസ് ആർ ഗിവൺ. നെയിം ദ മൈക്രോബ് വിച്ച് പ്രൊഡ്യൂസ് ദീസ്. സൈക്ലോസ്പോറിൻ എ നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? സാർ നമ്പറോ? ആരുടെ നമ്പർ? എൻ്റെ നമ്പറോ? പോടാ. ട്രൈക്കോഡെർമ പോളിസ്പോറം അല്ലേ? ട്രൈക്കോഡെർമ പോളിസ്പോറത്തിൽ നിന്നാണ് സൈക്ലോസ്പോറിൻ എ കിട്ടുന്നത്. നൗ സ്ട്രെപ്റ്റോകൈനേസ് എവിടുന്നാ കിട്ടുന്നത്? സ്ട്രെപ്റ്റോകോക്കസിൽ നിന്നാണ് കിട്ടുന്നത്. റൈറ്റ്, ഇറ്റ്സ് യൂസ്. സൈക്ലോസ്പോറിൻ എ എന്താടാ? ഇമ്മ്യൂണോ സപ്രസൻ്റ് ആണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുന്ന ഡ്രഗാണ്. സ്ട്രെപ്റ്റോകൈനേസ് എന്താ?
ക്ലോട്ട് ബസ്റ്റർ ആണ് അല്ലേ, നമ്മുടെ ബ്ലഡ് ക്ലോട്ടുകളെ പൊട്ടിക്കാൻ യൂസ് ചെയ്യുന്ന ആളാണ്. ശരിയല്ലേ? ഓക്കെ, അടുത്ത് നെയിം ദ മൈക്രോബ്സ് വിച്ച് പ്രൊഡ്യൂസ് ദ ഫോളോയിങ് ബയോ ആക്റ്റീവ് മോളിക്യൂൾ. ഓൾറെഡി പറഞ്ഞു. അതിൽ സ്റ്റാറ്റിൻ എവിടുന്നാണ് കിട്ടുന്നത്? ഇറ്റ് ഈസ് ഫ്രം ആൻ ഈസ്റ്റ് കോൾഡ് മൊണാസ്കസ് പെർപ്യൂരിയസ് അല്ലേ. സ്റ്റാറ്റിൻ്റെ യൂസ് എന്താ കുട്ടികളെ? ഇറ്റ് ഈസ് എ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ് അല്ലേ. ബ്ലഡ് കൊളസ്റ്റിറോൾ ട്ടാ, ഇവിടെ അല്ല, കൊളസ്റ്റിറോൾ ലോവറിങ് ഏജന്റ്, ബ്ലഡിലെ കൊളസ്ട്രോൾ കുറക്കാനുള്ളത്. ഹൂ ഡിസ്കവേർഡ് ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് പെനിസിലിൻ? ആരടാ? അലക്സാണ്ടർ ഫ്ലെമിങ് ആണല്ലോ. അലക്സാണ്ടർ ഫ്ലെമിങ്, ഫ്ലെമിങ്സ് അല്ല, ഫ്ലെമിങ്. റെഡി. അടുത്തത് റൈറ്റ് ദ യൂസ് ഓഫ് ഫോളോയിങ് മൈക്രോബിയൽ പ്രൊഡക്റ്റ്. പെക്റ്റിനേസും പ്രോട്ടിയേസും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ക്ലാരിഫൈ ഫ്രൂട്ട് ജ്യൂസസ് അല്ലേ. ഫ്രൂട്ട് ജ്യൂസിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. വെരി ഗുഡ്. അടുത്ത് ദ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ഡിസ്കവേർഡ് വാസ് ഏതാ? പെനിസിലിൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ട്രൈക്കോഡേർമ പോളിസ്പോറം, സൈക്ലോസ്പോറിൻ എ, മൊണാസ്കസ് പെർപ്യൂരിയസ് സ്റ്റാറ്റിൻ, സെക്കാരോമൈസസ് സെർവീസിയെ എഥനോൾ, ആസ്പെർഗിലസ് നൈഗർ സിട്രിക് ആസിഡ്. സെറ്റാണല്ലോ. വെരി ഗുഡ്. അടുത്തത് കേർഡിങ് ഓഫ് മിൽക്ക് ആരെ സഹായിക്കുക? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ബാസിലസ് തുരിഞ്ചിയൻസിന് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് കുട്ടികളെ? ബയോ കൺട്രോളിന് വേണ്ടിയിട്ടല്ലേ. ബയോ കൺട്രോൾ ഏജന്റ് എഗെയിൻസ്റ്റ് ആർക്കെതിരെയാ? നോക്കൂ, ബട്ടർഫ്ലൈ കാറ്റർ പില്ലർ അല്ലേ. ബട്ടർഫ്ലൈയുടെ കാറ്റർ പില്ലറിനെതിരെയുള്ള ബയോ ആക്റ്റീവ് ബയോ കൺട്രോൾ ആയിട്ടാണ് നമ്മൾ ബാസിലസ് തുരിഞ്ചിയൻസിനെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ വേറൊരു കാര്യം അറിയോ? ഞാൻ കാർ ഉണ്ടായിട്ടും കാർ എടുക്കാതെ ബൈക്ക് എടുത്ത് പോകുന്നു, ഹെൽമെറ്റും വെച്ചില്ല. രണ്ടിടത്തുനിന്ന് പോലീസുകാർ പെറ്റി അടിച്ചടാ. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഒരു 500 മീറ്ററേ ഉള്ളൂ എൻ്റെ ഫ്ലാറ്റിലേക്ക്. വെറുതെ വരികയായിരുന്നു, പോലീസ് രണ്ടിടത്തുനിന്ന് പെറ്റി അടിച്ചു. 1000 ഉറുപ്യ പോയി. അറിയാം നിങ്ങൾക്ക്? ഇന്ന് സങ്കടപ്പെട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്നിട്ട് സങ്കടം ഞാൻ കാണിക്കണ്ടോ? എന്തുകൊണ്ടാണ്? നിങ്ങളോടുള്ള വെറും സ്നേഹം. എടാ, ഈ പോലീസുകാർ എന്തായാലും ഇങ്ങനെ? ഞാൻ പറഞ്ഞു അവിടുന്ന് പെറ്റി അടിച്ചിട്ടുള്ളൂ പറഞ്ഞിട്ട് ഇയാൾ പിന്നെ അടിച്ചു. പണ്ടൊക്കെ ആകുമ്പോൾ റെസീപ്റ്റൊക്കെ കിട്ടും, ഇന്നിപ്പോൾ അതും കാണാനില്ല. അടിയോടടി. ഇനി ഞാൻ കാറേ എടുക്കുകയുള്ളൂ, നിർത്തി. ഞാൻ എന്തായാലും ഹെൽമെറ്റ് വെച്ച് എൻ്റെ മുടി ആകെ കൊള്ളാം. അപ്പോൾ ജസ്റ്റ് ചെറിയ ദൂരമല്ലേ ഉള്ളൂ. 1000 ഉറുപ്യ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യായിരുന്നു അല്ലേ. അജാസ് സാറിനോട് വാങ്ങും. കോപ്പ് വരും. അജാസ് സാറുണ്ടല്ലോ, എന്നോട് ഇവിടെ ഒരു ഗെയിം ഉണ്ട്, അത് കളിച്ചിട്ട് അറിയാണ്ട് ഞാൻ തോറ്റു. എന്നിട്ട് ബെറ്റ് വെച്ചിട്ട് ആ പൈസ എന്നോട് കച്ചറുണ്ടാക്കി വാങ്ങിക്കൊണ്ട അയാളാ. കോപ്പ് വരും. അറിയാണ്ടെന്ന് ബെറ്റ് വെച്ച് കളിച്ച മുമ്പ് ജയിച്ചു പോയി. ഓക്കെ, 750 ഉറുപ്യ ഉണ്ടായി. പോട്ടെ, പാവം ഞാൻ, പാവപ്പെട്ട എന്നൊക്കെയല്ലേ പറ്റുള്ളൂ. ആസ്പെർഗിലസ് നൈഗർ എന്താ നമുക്ക് തരുന്നത്? സിട്രിക് ആസിഡ്. അടുത്ത് ഓക്കെ ആണ്. ഇനി അടുത്താണ്. ഇന്നിപ്പോൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് കളിക്കാണ്ടോ ഞാൻ കൂടെ ഇല്ല, കാരണം എന്നെ മാനസികമായി തളർത്തി തോൽപ്പിക്കും. സോ പ്രൊഡക്ഷൻ ഓഫ് ബ്യൂട്ടൈറിക് ആസിഡ്. ബ്യൂട്ടൈറിക് ആസിഡ് എവിടുന്നാണ് കിട്ടുന്നത് കുട്ടികളെ? ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം അല്ലേ. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് നെയിം ദ ഫ്രീ ലിവിങ് ഫംഗസ് യൂസ്ഡ് ആസ് ആൻ എഫക്റ്റീവ് ബയോ കൺട്രോൾ അഗെയിൻസ്റ്റ് പ്ലാന്റ് പാത്തോജൻ. പ്ലാന്റ് പാത്തോജൻസിനെതിരെ യൂസ് ചെയ്യുന്ന ഫ്രീ ലിവിങ് ഫംഗസ് ആരാ? ഫ്രീ ലിവിങ് ഫംഗസ് അഗെയിൻസ്റ്റ് പ്ലാന്റ് പാത്തോജൻ ആരടാ മക്കളെ? ട്രൈക്കോഡേർമ ആണല്ലോ. ട്രൈക്കോഡേർമ എന്ന് പറയുന്ന ഫംഗസിനെയാണ് പ്ലാന്റ് പാത്തോജൻസിന് എതിരെ നമ്മൾ യൂസ് ചെയ്യുന്നത്. വെരി ഗുഡ്. അടുത്തത് ബയോഗ്യാസ് ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് ബൈ മൈക്രോബിയൽ ആക്ടിവിറ്റി ആൻഡ് യൂസ്ഡ് ആസ് ഫ്യൂവൽ. മെൻഷൻ ദ നെയിം ഓഫ് ബാക്ടീരിയ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. ആരടാ? വേഗം പറ. മെത്തനോജൻസ് അല്ലേ. മെത്തനോജൻസ് ഇതൊരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ് മെത്തനോകോക്കസ് ഒക്കെ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. ഓക്കെ, അടുത്തത് ഓർഗാനിക് പൊല്യൂട്ടൻ ഇൻ സീവേജ് വാട്ടർ ഈസ് മെഷേർഡ് ആസ്. സീവേജിലുള്ള ഓർഗാനിക് പൊല്യൂട്ടൻസിന്റെ അളവ് നമ്മൾ എങ്ങനെയാ അറിയാം മക്കളെ? വേഗം പറ. വെരി ഗുഡ്. BOD അല്ലേ. BODയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കും. എന്താ? ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലേ. അടുത്തത് ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഇൻ ദ സോയിലുള്ള ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഏതാടാ? ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. വെരി ഗുഡ്. അസോസ്പൈറിലവും അസോട്ടോബാക്ടറും ആണ്. റൈസോബിയ എന്താ കുട്ടികളെ? സിംബയോട്ടിക് ആണല്ലേ. സിംബയോട്ടിക് നൈട്രജൻ ഫിക്സർ ആണ്. നൊസ്റ്റോക്കോ അനബീന എന്താണ്? സയനോബാക്ടീരിയകളാണ്. ദേ ആർ പാഡി ഫീൽഡിലാണ് അവരെ മെയിൻലി കാണുക.
ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇത് വരുന്നത്. ആൻഡ് ലുക്ക്, ഈ കൂട്ടത്തിൽ ബയോ ഫെർട്ടിലൈസർ ആരൊക്കെ? റൈസോബിയം ബയോ ഫെർട്ടിലൈസർ ആണ്, അസോസ്പൈറിലം ബയോ ഫെർട്ടിലൈസർ ആണ്, അസോട്ടോബാക്ടർ ബയോ ഫെർട്ടിലൈസർ ആണ്, അനബീന ബയോ ഫെർട്ടിലൈസർ ആണ്. ശരിയല്ലേ? ഇത്രയും ആളല്ലേ ഇത് ബയോ ഫെർട്ടിലൈസർ. ബാക്കി എല്ലാവരും നമ്മൾ മറ്റ് പല പർപ്പസിന് യൂസ് ചെയ്യുന്നവരാണ്. നൗ അടുത്ത ചോദ്യം ഇതാണ്, ഹൗ ബയോ ഫെർട്ടിലൈസേഴ്സ് എൻറിച്ച് സോയിൽ ന്യൂട്രിയൻസ്. എങ്ങനെയാണ് ഇവർ സോയിലിലെ ന്യൂട്രിയൻസ് കൂട്ടുന്നത്? ബൈ നൈട്രജൻ ഫിക്സേഷൻ. സോയിലിലെ നൈട്രജൻ്റെ അളവ് കൂട്ടിക്കൊണ്ടാണ്, ബൈ നൈട്രജൻ ഫിക്സേഷൻ. അങ്ങനെയാണ് ഇവർ സോയിലിൻ്റെ അളവ്, ഫെർട്ടിലിറ്റി, സോയിലിൻ്റെ ന്യൂട്രിയൻസിൻ്റെ അളവ് കൂട്ടുന്നത്. ക്ലിയർ ആണല്ലോ? No. Distinguish between primary and secondary treatment in sewage plants. 2 മാർക്ക് ചോദ്യമാണ്. What is the difference between primary treatment and secondary treatment? പ്രൈമറി ട്രീറ്റ്മെൻറ്റും സെക്കൻഡറി ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ എന്താ കുട്ടികളെ? ഇറ്റ് ഈസ് എ ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഫിസിക്കൽ പ്രോസസ് ആണ്. ഇവിടെയോ ബയോളജിക്കൽ പ്രോസസ്സാണ്, ബയോളജിക്കൽ പ്രോസസ്സാണ്. ഇവിടെ എന്തൊക്കെ റിമൂവ് ചെയ്യുന്ന കുട്ടികളെ? ഒന്ന്, ഒഴുകി നടക്കുന്ന ഫ്ലോട്ടിംഗ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഡബ്രീസും അതുപോലെ തന്നെ ഗ്രിറ്റ് ആർ റിമൂവ്ഡ്. ഗ്രിറ്റിനെയുമാണ് റിമൂവ് ചെയ്യുന്നത്. ഇവിടെയോ ലുക്ക്, ഓർഗാനിക് മാറ്ററിനെ നമ്മൾ ആദ്യം റിമൂവ് ചെയ്യും, അതായത് BOD നമ്മൾ കുറക്കും. ശരിയല്ലേ? ആൻഡ് ദെൻ നമ്മൾ ബാക്ടീരിയകളെയും റിമൂവ് ചെയ്യും. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബാക്ടീരിയകളെ റിമൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബാക്ടീരിയ അല്ലെങ്കിൽ ആൻഡ് മൈക്രോബ്സ് ആർ റിമൂവ്ഡ്. അതിനുശേഷം നമ്മൾ ആൻഡ് മൈക്രോബ്സ് ആർ റിമൂവ്ഡ്. ക്ലിയർ ആണോ? റെഡി ആണോ മക്കളെ? യെസ് ഓർ നോ? ഇസ് ദാറ്റ് ക്ലിയർ? റെഡി ആണോ? സതീഷ്, നമ്മുടെ ബട്ടർഫ്ലൈ എന്നെ സുഖിപ്പിച്ചെന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് സന്തോഷമായി കണ്ടപ്പോൾ. ഓക്കെ, ഇത് സെറ്റാണോ? ഈ വ്യത്യാസങ്ങൾ. ഫ്ലോക്സ്, അതെ എടാ, ഫ്ലോക്സിനെ കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. നമ്മളിപ്പോൾ ആ ഒരു എൻ്റയർ സ്റ്റെപ്പ് പറയാൻ നമ്മൾ ഒരുപാട് സമയം പോകും. ഞാൻ പറഞ്ഞ മെയിൻ 2 ഡിഫറൻസ് ആണ്. നമ്മൾ ഓർഗാനിക് മാറ്ററിനെ ആദ്യം റിമൂവ് ചെയ്യും, അതാണ് ആദ്യം സംഭവിക്കുക. അപ്പോഴാണ് BOD കുറയുക. അതിനുശേഷം നമ്മൾ ആ ബാക്ടീരിയകളെയും റിമൂവ് ചെയ്യും. ഓക്കെ, ആ മൈക്രോബുകളെ മൊത്തത്തിൽ റിമൂവ് ചെയ്യും ഫ്ലോക്കിനെ. ഓക്കെ, അപ്പോൾ അത് രണ്ടും പോവും. അതുകൊണ്ടാണ്. ഓക്കെ, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല മക്കളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് ധൃതി ആയതുകൊണ്ടാണ് സ്പീഡാക്കുന്നത് കേട്ടോ. ഓക്കെ, നൗ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണല്ലോ. നോക്കൂ, നമുക്ക് സ്റ്റാറ്റിൻ ഉണ്ടാക്കുന്നത് എവിടുന്ന? മൊണാസ്കസ് പെർപ്യൂരിയസ് എന്ന് പറയുന്ന ഈസ്റ്റിൽ നിന്നാണ്. അതൊരു ഈസ്റ്റാണ്, അവിടെ നിന്നാണ് നമുക്ക് സ്റ്റാറ്റിൻ കിട്ടുന്നത്. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞതാ. നോക്കൂ, സിട്രിക് ആസിഡ് നമുക്ക് എവിടുന്നാണ് കിട്ടുന്നത് കുട്ടികളെ? ആസ്പെർഗില്ലസ് നൈഗർ എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് അല്ലേ, നൈഗർ. അസറ്റോബാക്ടർ അസറ്റി ഈസ് എ ബാക്ടീരിയം, അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുക? അസറ്റിക് ആസിഡ് കിട്ടുക. ശരിയല്ലേ? ട്രൈക്കോഡേർമ പോളിസ്പോറത്തിൽ നമ്മൾ പറഞ്ഞു സൈക്ലോസ്പോറിൻ A കിട്ടും. ഇനി അടുത്ത് സെലക്ട് എ ബയോ കൺട്രോൾ ഏജന്റ് ഫ്രം ദ ഗിവൺ മൈക്രോബ്. ഈ കൂട്ടത്തിലെ ബയോ കൺട്രോൾ ഏജന്റ് ഏതാ? 11 എന്ന് പറയല്ലേ, ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു, പിന്നെ സമയം ഓർമ്മിപ്പിക്കല്ലേ എന്ന്. വേഗം പറ. ഈ കൂട്ടത്തിലെ ബയോ കൺട്രോൾ ഏജന്റ് ആരാണ്? ബാക്കുലോ വൈറസ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മിക്കവാറും ബാക്കുലോ വൈറസുകൾ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാ? ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് അല്ലേ. നമ്മൾ യൂസ് ചെയ്യുന്ന മെജോറിറ്റി ബാക്കുലോ വൈറസുകളും ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. ശരിയാണല്ലോ? ഇതും ചോദിക്കാൻ ചിലപ്പോൾ. നോക്കൂ, ദെൻ വാട്ട് ഈസ് മൈക്കോറൈസ? എ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ റൂട്ടും ഫംഗസും കൂടിയുള്ള സിംബയോട്ടിക് അസോസിയേഷൻ ആണ് അല്ലേ. ദെൻ മെജോറിറ്റി ഓഫ് ഈ മൈക്കോറൈസ ഉണ്ടാക്കുന്ന മിക്കവാറും ഫംഗസുകൾ ഏത് ജീനസിൽപ്പെട്ട ഫംഗസുകളാണെന്നറിയോ? ഗ്ലോമസ് എന്ന് പറയുന്ന ജീനസിൽപ്പെട്ട ഫംഗസുകളാണ് മൈക്കോറൈസ ഉണ്ടാക്കുന്ന മിക്കവാറും മഹാഭൂരിഭാഗം ഫംഗസുകളും. അടുത്തത് നോക്കൂ, BOD ഈസ് കോമൺലി കാൽക്കുലേറ്റഡ് ആസ് എൻ ഇൻഡെക്സ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? യെസ്. വൈ? എന്തുകൊണ്ടാണ് നിങ്ങൾ എഗ്രി ചെയ്യുന്ന ചോദ്യം? ബിക്കോസ് BOD ഈസ് ദ മെഷർ ഓഫ് ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ വാട്ടർ. ഒരു വാട്ടറിൽ എത്രത്തോളം ഓർഗാനിക് മാറ്റർ ഉണ്ട് എന്നുള്ളതിൻ്റെ മെഷറാണ് BOD. അതെങ്ങനെയാ? നോക്കൂ, എയറോബിക് ബാക്ടീരിയകൾ ഒരു വാട്ടറിലുള്ള ഓർഗാനിക് മാറ്ററിനെ ഓക്സിഡേഷൻ നടത്തി ഇല്ലാതാക്കുന്ന സമയത്ത്
അവർക്ക് ഓക്സിജൻ വേണ്ടി വരും. അപ്പോൾ അവർ എത്രത്തോളം ഓക്സിജൻ എടുക്കുന്നു? ഇപ്പോൾ ഒരു ലിറ്റർ വാട്ടർ, അതിന് ധാരാളം ഓർഗാനിക് മാറ്റർ ഉണ്ടെങ്കിൽ അതിനെ മൊത്തം ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ ഈ ബാക്ടീരിയകൾക്ക് കൂടുതൽ ഓക്സിജൻ വേണ്ടി വരും. അപ്പോൾ ബാക്ടീരിയ കൂടുതൽ ഓക്സിജൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വാട്ടറിൽ ധാരാളം ഓർഗാനിക് വേസ്റ്റ് ഉണ്ട് എന്നാണ്. സോ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ബൈ എയറോബിക് മൈക്രോബ്സ്, ബാക്ടീരിയ എന്നല്ല, എയറോബിക് മൈക്രോബ്സ് ടു ഓക്സിഡൈസ് ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ 1 liter ഓഫ് വാട്ടർ. ക്ലിയർ ആണോ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ എയറോബിക് മൈക്രോബ്സ് ടു ഓക്സിഡൈസ് ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ 1 liter ഓഫ് വാട്ടർ. അതാണ് എക്സ്പാൻഡ് BOD നമ്മൾ ഓൾറെഡി പറഞ്ഞു. നോക്കൂ, കുറേ സാമ്പിൾ. ഇതിൽ ഏതാണ് കണ്ടോ? ലുക്ക്, വാട്ട് ഈസ് ഓക്കെ ശരി. ഇതിൽ ഏത് വാട്ടർ ആണ് മോർ പൊല്യൂട്ടഡ് ഏതാണ്? ഇതൊക്കെ ഫുൾ പഠിച്ചാൽ എന്തായാലും ജയിക്കല്, മാർക്ക് തന്നെ കിട്ടും. വേം പറ. ഇതിലേതാ മോർ പൊല്യൂട്ടഡ്? ഏതാടാ? സി അല്ലേ? ഏതിലാണോ BOD കൂടുതൽ അതാണ് മോർ പൊല്യൂട്ടഡ് അല്ലെ? സി ആണ്. നോ, വാട്ട് ഈസ് മെൻ ബൈ ഫ്ലോക്സ്? എന്താ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ മെഷ് ലൈക്ക് നെറ്റ്വർക്ക്. നോക്കൂ, ഫംഗസിൻ്റെ ഫിലമെൻ്റ് ആണിത്. ഫംഗസ് ഫിലമെൻ്റ് സ്ട്രക്ചറുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഫംഗസിൻ്റെ ഫിലമെൻറ്റും അതുപോലെ തന്നെ അതിലേക്ക് അറ്റാച്ച് ചെയ്ത ബാക്ടീരിയകളാണിത്. സോ ഇറ്റ് ഈസ് എ മെഷ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് എ മെഷ് ലൈക്ക് സ്ട്രക്ചർ ഫോംഡ് ബൈ ഫംഗൽ ഫിലമെൻറ്റ്സ് ആൻഡ് ബാക്ടീരിയ. ഫംഗൽ ഫിലമെൻറ്റ്സും ബാക്ടീരിയയും സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് സമയത്ത് കൂടി ചേർന്നുണ്ടാവുന്ന മെഷ് ലൈക്ക് നെറ്റ്വർക്കിനെയാണ് ഫ്ലോക്സ് എന്ന് വിളിക്കുക. വാട്ട് ഈസ് റോൾ ഇൻ സീവേജ് ട്രീറ്റ്മെന്റ്? ഇറ്റ് കൺസ്യൂം ദ എയറോബിക് ഓർഗാനിക് മാറ്റർ. പ്രസന്റ് ഇൻ വാട്ടർ. സീവേജിലുള്ള ഓർഗാനിക് മാറ്ററിനെ ഇവരാണ് കൺസ്യൂം ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി കമൻസ് ദ ഫങ്ഷനിങ് ഓഫ് ബയോഗ്യാസ് പ്ലാന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോബ്സ്. മൈക്രോബിനെ യൂസ് ചെയ്ത് എങ്ങനെ ബയോഗ്യാസ് പ്ലാന്റ് വർക്ക് ചെയ്യാന്ന്. എന്താ കുട്ടികളെ? ബയോഗ്യാസ് പ്ലാന്റിന് ഒരു വലിയ കോൺക്രീറ്റ് ടാങ്ക് ഉണ്ടാവും. 10 to 15 feet ഡീപ്പായുള്ള കോൺക്രീറ്റ് ടാങ്ക് ഉണ്ടാകും. അതിലേക്ക് നമുക്ക് എന്തുണ്ടാവും? ഒരു ഇൻലെറ്റ് ഫോർ സ്ലറി അല്ലേ? ഒരു സ്ലറി ഉണ്ടാവും. ഇൻലെറ്റ് ഫോർ സ്ലറി ആഡ് ചെയ്യാനുള്ള ഇൻലെറ്റ് ഉണ്ടാവും. ദർ ഈസ് എൻ ഔട്ട്ലെറ്റ് ഓഫ് സ്പെൻഡ് സ്ലറി. യൂസ് ചെയ്ത സ്ലറി ഒഴിവാക്കാനുള്ള ഔട്ട്ലെറ്റ് ഉണ്ടാകും. അതിൻ്റെ പുറത്തൊരു ഫ്ലോട്ടിംഗ് കവർ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഒരു ഫ്ലോട്ടിംഗ് കവർ ഈസ് പ്ലേസ്ഡ് ഓവർ ദാറ്റ്. ദെൻ ഇവിടെ ഔട്ട്ലെറ്റ് ഫോർ ബയോഗ്യാസ് ആണോ കുട്ടികളെ? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഇൻലെറ്റ് ഫോർ സ്ലറി. ദിസ് ഈസ് ഔട്ട്ലെറ്റ് ഫോർ സ്പെൻഡ് സ്ലറി. ശരിയാണ് കുട്ടികളെ? പ്രൈമറി സ്ലറി അല്ലടാ, സ്പെൻഡ് സ്ലറി. നമ്മളായിട്ട് കൊടുക്കുന്ന സ്ലറിയൊക്കെ ഇവിടെയാണ് ഉണ്ടാവുക. ക്ലിയർ ആണോ? ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് എത്ര മാർക്ക് ചോദിച്ചാൽ മൈക്രോബ്സ് എനിക്ക് തോന്നുന്നു 2 മാർക്കാണ്. ദെൻ യെസ്, മൈക്രോബ്സ് 2 മാർക്ക്, ബയോഡൈവേഴ്സിറ്റി 3 മാർക്ക് കേട്ടോ. മൈക്രോബ്സ് 2 മാർക്ക്, ബയോഡൈവേഴ്സിറ്റി 3 മാർക്ക്. ക്ലിയർ ആണോ? സാർ മലപ്പുറം ആണോ? അതെടാ, ഞാൻ മലപ്പുറം കോട്ടക്കൽ കഴിഞ്ഞ് കുറച്ചുകൂടെ അപ്പുറത്താണ്. ഓക്കെ, നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കോട്ടക്കൽ കാടാമ്പുഴ ഏരിയയിലൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഉറക്കം വരികയാണ്, നാളെ പരീക്ഷ ആയിട്ട് ഒന്ന് ഉറക്കം വരിക, ഞാൻ ആട്ടി അടിക്കലാവും. ഓക്കെ ശരി. പൊന്നാനിയൊക്കെ ഞങ്ങൾ കുറേ ദൂരമായി. ഓക്കെ ശരി മതി. ഇനി കോട്ടയം ആരെങ്കിലും ഉണ്ടോ? തിരുവനന്തപുരം ആരെങ്കിലും ഉണ്ടോ? വെറുതെ അങ്ങ് തുടങ്ങി നിർത്തിയടാ. മതിയടാ, ഇങ്ങോട്ട് നോക്ക്. നൗ നോക്കൂ, the meaning of antibiotics is against life, whereas with reference to human beings they are pro-life. Substantiate the statement with suitable example. എന്താ? because it kill microbes and it protect humans. so നമ്മളെ സംബന്ധിച്ചിടത്തോളം it is our pro-life, അവരെ സംബന്ധിച്ചിടത്തോളം it is against life. ഇതിൻ്റെ എക്സാമ്പിൾ ആ ചോദിച്ചത്. that is penicillin. ക്ലിയർ ആണല്ലോ? ഓക്കെ, നൗ ഇതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് എങ്ങനെ വന്നെന്നറിയില്ല. അത് തീർന്നു. ഇനി 10 ചോദ്യം കൂടിയുള്ളൂ കേട്ടോ. കുതിരവട്ടം ഞാനുണ്ട്. കുതിരവട്ടത്ത് നീ ഉണ്ട്? ഞാൻ ഇപ്പോൾ കുതിരവട്ടത്തിൻ്റെ അടുത്താ താമസം ഞങ്ങളൊക്കെ ഉള്ളത് അല്ലേ? എജുപോർട്ടിൻ്റെ ഓഫീസൊക്കെ. നോ, ഐഡൻറ്റിഫൈ ദ മോസ്റ്റ്. ഇനി മതി, ഇനി വർത്താനം പറയല്ലേ. തീർന്നു, നിർത്തടാ. ഇനി വർത്താനം പറയല്ലേ പ്ലീസ്. 10 ചോദ്യം കൂടി. ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് വെർട്ടിബ്രേറ്റ്സ് ആൻഡ് ഇൻവെർട്ടിബ്രേറ്റ്സ്. ഏതാ? ഇൻവെർട്ടിബ്രേറ്റിൽ മോസ്റ്റ് ഡൈവേഴ്സ് ഇൻസെക്റ്റുകളാണ്.
വെർട്ടിബ്രേറ്റ്സിലോ ഫിഷസ് ആണ്. വാട്ട് ആർ 3 ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റിയുടെ ലെവൽസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ എന്താ കുട്ടികളെ? ജനറ്റിക് ലെവൽ. രണ്ടാമത്തതോ സ്പീഷീസ് ലെവൽ. മൂന്നാമത്തതോ എക്കോളജിക്കൽ ലെവൽ. ജനറ്റിക് ലെവലിൻ്റെ ഉദാഹരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എ പ്ലാന്റ് ഇൻ ഹിമാലയ കോൾഡ് റൗൾഫിയ വൊമിറ്റോറിയ അല്ലേ? റൗൾഫിയ വൊമിറ്റോറിയ ഗ്രോയിങ് ഇൻ ഹിമാലയ. ഈ പ്ലാന്റ് നിങ്ങൾ എടുത്താൽ വ്യത്യസ്ത റൗൾഫിയ പ്ലാന്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഇവരുണ്ടാക്കുന്ന ഒരു കെമിക്കലാണ് റിസർപ്പൈൻ. ഈ റിസർപ്പൈനിൻ്റെ പൊട്ടൻസിയിലും അതിൻ്റെ കോൺസെൻട്രേഷനിലൊക്കെ ഓരോരുത്തരും തമ്മിൽ, ഓരോ റൗൾഫിയ പ്ലാന്റുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്പീഷീസ് ലെവലിൻ്റെ ഉദാഹരണം എന്താ കുട്ടികളെ? വെസ്റ്റേൺ ഗട്ട്. നമ്മുടെ പശ്ചിമഘട്ടത്തിന് വെസ്റ്റേൺ ഗട്ട് ഹാവ് മോർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ദാൻ ഈസ്റ്റേൺ ഗട്ട്. അല്ലെ, ഈസ്റ്റേൺ ഗട്ടിനേക്കാളും സ്പീഷീസ് ഡൈവേഴ്സിറ്റി, മോർ ആംഫീബിയൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ആംഫീബിയകളുടെ എണ്ണം വെസ്റ്റേൺ ഗട്ടിൽ ഈസ്റ്റേൺ ഗട്ടിനേക്കാളും വളരെ കൂടുതലാണ്. എക്കോളജിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോ സിസ്റ്റംസ്. ക്ലിയർ ആണല്ലോ? അടുത്തത്, ബയോഡൈവേഴ്സിറ്റി ലോസ് ഈസ് ഡേഞ്ചറസ് ത്രെറ്റ് ഫേസിംഗ് പ്ലാനറ്റ് എർത്ത് ഇൻ പ്രസന്റ് ഡേയ്സ്. റൈറ്റ് ദ 4 റീസൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ഏതൊക്കെയാടാ? നമ്പർ 1 ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. 2 എന്താ കുട്ടികളെ? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. 3 ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ അല്ലെ? ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. 4 എന്താ? കോ എക്സ്റ്റിങ്ഷൻ. ഈ 4 കൂടി നമ്മൾ ഒന്നിച്ച് പറയുന്ന പേരെന്താ? ഈവിൾ കോർട്ടറ്റ് അല്ലേ? ഈവിൾ കോർട്ടറ്റ് എന്നാണ് നമ്മൾ പറയുക. ഈവിൾ കോർട്ടറ്റ് എന്നാണ് നമ്മൾ ഈ 4 കൂടി ഒന്നിച്ച് പറയുക. ഇനി ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണം അടുത്ത കാലത്ത് എക്സ്റ്റിങ്ക്റ്റ് ആയ 2 ആളുകളുണ്ടല്ലോ. ഒന്ന് റഷ്യയിൽ നിന്ന് സ്റ്റെല്ലേഴ്സ് സീ കൗ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. അതുപോലെ തന്നെ പാസഞ്ചർ പീജിയൻ 2 പേരും എക്സ്റ്റിങ്ക്റ്റ് ആയത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണമാണ്. ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ കാരണം എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയ ആളുകൾ നിങ്ങൾക്കറിയോ? കിച്ചിലിഡ് ഫിഷ് അല്ലേ? കിച്ചിലിഡ് ഫിഷ് ഓഫ് വിക്ടോറിയ ലേക്ക്. വിക്ടോറിയ ലേക്കിലെ കിച്ചിലിഡ് ഫിഷുകൾ എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി ഡ്യൂ ടു ഇൻവേഷൻ ബൈ. ആരുടെ ഇൻവേഷൻ കാരണാടാ? ഡ്യൂ ടു ഇൻവേഷൻ ബൈ. ആരുടെ ഇൻവേഷനാ? നൈൽ പെർച്ച് അല്ലേ? അങ്ങോട്ട് നൈൽ പെർച്ചിനെ കൊണ്ടുവന്ന് ഇട്ടത് കാരണം. കോ എക്സ്റ്റിങ്ഷന്റെ ഉദാഹരണം പറയാൻ പറ്റുമോ കുട്ടികളെ? പോളിനേറ്റർ എക്സ്റ്റിങ്ക്റ്റ് ആയാൽ, വെൻ എ പോളിനേറ്റർ ബിക്കം എക്സ്റ്റിങ്ക്റ്റ് ദാറ്റ് ലീഡ് ടു എക്സ്റ്റിങ്ഷൻ ഓഫ് പ്ലാന്റ് എക്സ്റ്റിങ്ക്റ്റ് ആവും. ആൻഡ് വെൻ ഹോസ്റ്റ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ് ദാറ്റ് ലീഡ് ടു എക്സ്റ്റിങ്ഷൻ ഓഫ് പാരസൈറ്റ്. ക്ലിയർ ആണോ കുട്ടികളെ? So, extinction of one species lead to extinction of another species which is obligately associated with that. ആ സ്പീഷീസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് സ്പീഷീസുകൾ നശിക്കാൻ കാരണമാകും. വെൻ അവർ നീഡ് ടേൺ ഇൻ ടു ഗ്രീഡ്. അതാരെ പറ്റിയാണ് പറയുന്നത്? ഓവർ എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയുള്ള ഒരു ടേമാണ്. വെൻ അവർ നീഡ് ടേൺസ് ഇൻ ടു ഗ്രീഡ്. അടുത്തത്, റൈറ്റ് മേജർ കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് നമ്മൾ പറഞ്ഞു അല്ലേ? ദ ടേം ബയോഡൈവേഴ്സിറ്റി വാസ് പോപ്പുലറൈസ്ഡ് ബൈ ദ സയന്റിസ്റ്റ്. ആരടാ? അണ്ണൻ. ഏതണ്ണൻ? എഡ്വേർഡ് വിൽസൺ അണ്ണൻ അല്ലേ? ഇനി റിവെറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് നമുക്ക് പറഞ്ഞാരാ? ആരാ? നമ്മുടെ പ്രിയങ്കരനായ പോൾ ഏളിച്ച് അല്ലേ? നമ്മുടെ പ്രിയങ്കരനായ പോൾ ഏളിച്ചാണ് ഗായ്സ്. നമുക്ക് ഇയാളെ പേര് എങ്ങനെ എഴുതിയാലും തെറ്റാണല്ലോ. പോൾ ഏളിച്ച്. ഓക്കെ, പോൾ ഏളിച്ച്. സെറ്റ് അല്ലേ? ഇനി ആരാ നമുക്ക് ഇത് പറഞ്ഞു തന്നത്? സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. നമുക്ക് ആരാ പറഞ്ഞു തന്നത്? സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ആരാ? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണോ? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് നമുക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻസിറ്റു ആൻഡ് എക്സിറ്റു അപ്രോച്ചസ് വിത്ത് എക്സാമ്പിൾ ഫോർ ഈച്ച്. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ഓൺ സൈറ്റ് കൺസർവേഷൻ അല്ലേ? എക്സിറ്റു എന്ന് പറഞ്ഞാൽ ഓഫ് സൈറ്റ് കൺസർവേഷൻ. സോ ഓർഗാനിസംസ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റേറ്റ്. ഓർഗാനിസങ്ങളെ അവരുടെ നാച്ചുറൽ ഹാബിറ്റേറ്റിൽ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓർഗാനിസംസ് ആർ പ്രൊട്ടക്റ്റഡ് ഔട്ട്സൈഡ് ദ നാച്ചുറൽ ഹാബിറ്റാറ്റ്. നാച്ചുറൽ ഹാബിറ്റാറ്റിന്റെ പുറത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നു. അണ്ടർ ഹ്യൂമൻ കെയർ. എക്സാമ്പിൾസ്, ഇൻസിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾസ് പറയാൻ പറ്റും നിങ്ങൾക്ക്? 1 എന്തൊക്കെ കുട്ടികൾ? വേഗം പറ. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ്. 2 നാഷണൽ പാർക്സ്. 3 ബയോസ്ഫിയർ
റിസർവ്സ്, 4 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, 5 സാക്രഡ് ഗ്രൂവ്സ് അല്ലെ, സീക്രഡ് ഗ്രൂവ്സ്. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ എക്സാമ്പിൾ എന്തൊക്കെ കുട്ടികളെ? സുവോളജിക്കൽ പാർക്ക് അല്ലെങ്കിൽ സൂ, 2 ബോട്ടാണിക്കൽ ഗാർഡൻ, 3 സീഡ് ബാങ്ക്, 4 ക്രയോ പ്രിസർവേഷൻ ടെക്നിക്സ്, 5 വൈൽഡ് ലൈഫ് സഫാരി പാർക്ക്. വൈൽഡ് ലൈഫ് സഫാരി പാർക്ക് ഏതും പറയാം. പുതിയ ടെക്നിക്കുകൾ ഏതൊക്കെ? എക്സിറ്റുവിൻ്റെ പുതിയ ടെക്നിക്ക് ഏതൊക്കെ? നമ്മുടെ സീഡ് ബാങ്കും ക്രയോ പ്രിസർവേഷൻ ടെക്നിക്കും. ഇത് രണ്ടുമാണ്. അതിൽ ഏറ്റവും പുതിയത് ക്രയോ പ്രിസർവേഷൻ ഓഫ് ഗാമീറ്റ്സ് ആണ്. ഗാമീറ്റിന് നമ്മൾ ക്രയോ പ്രിസർവേഷൻ ചെയ്യുന്നത്. ഇനി ഒരു ജീവി പെട്ടെന്ന് എക്സ്റ്റിങ്ക്റ്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണെങ്കിൽ, വളരെ എക്സ്ട്രീംലി ത്രെറ്റൻഡ് ആണെങ്കിൽ നമ്മൾ എവിടെയാണ് സംരക്ഷിക്കുക? ഇൻസിറ്റു ആണോ എക്സിറ്റു ആണോ? ഒരു ജീവി ഭയങ്കര ത്രെറ്റൻഡാണ്, അപ്പോൾ നമുക്ക് ഇൻസിറ്റു ആയി സംരക്ഷിക്കാറുള്ള ബുദ്ധിമുട്ടല്ല. അത്രയും വലിയൊരു കാട് മൊത്തം സംരക്ഷിക്കുക ഈ ജീവിക്ക് വേണ്ടി. സോ നമ്മൾ എന്താ ചെയ്യുക? ആ ജീവിനെ ഹ്യൂമൻ കെയറിൽ കൊണ്ടുവന്ന് നന്നായി പ്രൊട്ടക്ട് ചെയ്യുക. എക്സിറ്റു. ഓക്കെ, വെരി ഗുഡ്. ഇനി സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് ഗ്രേറ്റർ ഇൻ ട്രോപ്പിക്സ് ദാൻ ടെമ്പറേറ്റ്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് എന്നല്ലേ വിളിക്കുക? ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്. ദാറ്റ് ഈസ്, നമ്മൾ ഭൂമി എടുത്താൽ ഭൂമിയുടെ നടുവിലുള്ള ഈ ഭാഗത്ത് ഇക്വേറ്റർ എന്നാണ് വിളിക്കുക അല്ലെ, ഭൂമധ്യരേഖ. സോ ഇഫ് യു ഗോയിങ് ഇക്വേറ്റർ ടു പോൾസ്, 2 പോളിലേക്ക്, ഭൂമിയുടെ പോൾസിലേക്ക് പോയാൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡിക്രീസസ് അല്ലേ? ഇക്വേറ്ററിൻ്റെ പ്രദേശത്തെ, ഇക്വേറ്ററിൻ്റെ ചുറ്റുമുള്ള ഈ ഒരു പ്രദേശത്തെ നമ്മൾ എന്താ വിളിക്കുക? ട്രോപ്പിക്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ട്രോപ്പിക്സ്. ദെൻ അത് കഴിഞ്ഞാലുള്ള ഈ ഭാഗത്ത് നമ്മൾ എന്താ വിളിക്കുക? ടെമ്പറേറ്റ്, മിതോഷ്ണ പ്രദേശങ്ങൾ എന്ന് പറയും. എന്താ പറയുക? ടെമ്പറേറ്റ് സോൺ. അതും കഴിഞ്ഞാലുള്ള ഭാഗത്തെ പോളാർ റീജിയൻ എന്ന് പറയും. പോളാർ റീജിയൻ. സോ ട്രോപ്പിക്സിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടാനുള്ള കാരണം പല തവണ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ റീസൺസ് ഫോർ ഇൻക്രീസ്ഡ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ ട്രോപ്പിക്സ്? നമ്പർ 1, tropics were relatively undisturbed and got മോർ എവല്യൂഷണറി ടൈം. അതായത് ടെമ്പറേറ്റിലും പോളാർ റീജിയനിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. അപ്പോൾ ട്രോപ്പിക്സിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജീവികൾക്ക് ഇവിടെ എവല്യൂഷൻ നടക്കാൻ ഒരുപാട് സമയം കിട്ടി. സോ ട്രോപ്പിക്സ് വർ റിലേറ്റീവ്ലി അൺഡിസ്റ്റർബ്ഡ്. സോ ഇറ്റ് ഗോട്ട് ലോങ് എവല്യൂഷണറി പീരീഡ് ഫോർ സ്പീസിയേഷൻ. ഒരുപാട് സ്പീഷീസ് ഉണ്ടാവാനുള്ള പീരീഡ് കിട്ടി. നമ്പർ 2, മോർ സോളാർ എനർജി അവൈലബിൾ ഇൻ ട്രോപ്പിക്സ്. സോ മോർ പ്ലാന്റ് പ്രൊഡക്ഷൻ, മോർ ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ട്രോപ്പിക്സ്. അപ്പോൾ കൂടുതൽ ഫുഡ് ഇവിടെ ഉള്ളതുകൊണ്ട് ജീവികൾക്ക് ഇവിടെ കൂടുതൽ ത്രൈവ് ചെയ്യാൻ പറ്റുന്നു. നമ്പർ 3, ട്രോപ്പിക്സ് ആർ ലെസ് സീസണൽ. ട്രോപ്പിക്സിൽ മറ്റൊരു മഞ്ഞൊക്കെ വരുമ്പോൾ എന്താ, മഞ്ഞിലൊക്കെ ജീവിക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ലെസ് സീസണൽ. അങ്ങനെ മഞ്ഞ് വീഴുന്ന പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. സോ ട്രോപ്പിക്സ് ആർ ലെസ് സീസണൽ. ഇങ്ങനത്തെ 3 കാരണങ്ങൾ കൊണ്ടാണ് ട്രോപ്പിക്സിൽ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് സ്പീഷീസ് റിച്ച്നെസ് കൂടുതൽ. ആൻഡ് ദിസ് ഈസ് കോൾഡ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ്. ഓക്കെ, അടുത്തത് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. നമുക്ക് പറഞ്ഞു തന്നാരാ? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. നമ്മൾ പറഞ്ഞു ഇതിൻ്റെ എസ് എന്താ, എ എന്താ, ഈ ഗ്രാഫ് വരക്കാനും ചോദിക്കാം. എസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഷീസ് റിച്ച്നെസ്. ദെൻ സി എന്ന് പറഞ്ഞാൽ എന്താ? വൈ ഇന്റർസെപ്റ്റ് അല്ലേ. ദെൻ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ്. ദെൻ എ എന്ന് പറഞ്ഞാൽ ഏരിയ. ഇത് നമ്മളോട് ചോദിക്കും കേട്ടോ. ഇത് ഓരോന്നും എന്താന്നുള്ളത് ചോദിക്കും ഈ ഗ്രാഫിലെ. ആ ഇക്വേഷനും ചോദിക്കും. എസ് ഈക്വൽ ടു സി എ റൈസ് ടു സെഡ് അല്ലെങ്കിൽ ലോഗ് എസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് സെഡ് ലോഗ് എ. അത് ഇവിടെ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇക്വേഷൻ അതേപോലെ ചോദിക്കും. ക്ലിയർ ആണല്ലോ. ഇനി സ്ലോപ്പ്, സാധാരണ സ്ലോപ്പിന്റെ വാല്യൂ നിങ്ങൾ ചെറിയ ഏരിയ ഒക്കെ എടുക്കുകയാണെങ്കിൽ 0.1 to 0.2 ഇടയിലായിരിക്കും. പക്ഷെ നിങ്ങളൊരു എൻറ്റയർ കോണ്ടിനെന്റ്, ഒരു വലിയ ഭൂഖണ്ഡം മൊത്തമൊക്കെ എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുള്ളത് ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 0.6 to 1.2 ഇതിൻ്റെ ഇടയിലായിരിക്കും. ഇനി കുറേ സെഡ് വാല്യൂ തന്നു, 0.1, 0.15, 0.17. ഇതിൽ എവിടെയാണ് മോർ സ്പീഷീസ് റിച്ച്നെസ് എന്ന് ചോദിച്ചാൽ എവിടെയാണോ സെഡ് വാല്യൂ കൂടുതൽ അവിടെയാണ് സ്പീഷീസ് റിച്ച്നെസ് കൂടുതൽ. അതായത് 3 സ്ഥലത്തെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് വാല്യൂസ് തന്നു. എന്നിട്ട് ഏത് സ്ഥലത്താണ് സ്പീഷീസ് റിച്ച്നെസ് കൂടുതൽ എന്ന് ചോദിച്ചാൽ എവിടെയാണോ സെഡ് വാല്യൂ കൂടുതൽ അവിടെയാണ് സ്പീഷീസ് റിച്ച്നെസ് കൂടുതൽ. സാക്രഡ് ഗ്രൂവ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻസിറ്റു കൺസർവേഷൻ. ശരിയല്ലേ? ശരിയാണ്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ഹാവ് ലോ ഡിഗ്രി ഓഫ് എൻഡമിസം. അല്ല, ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം ആണ് കേട്ടോ. എൻഡമിസം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം കാണുന്ന ജീവി, ലോകത്ത് മറ്റെവിടെയും കാണാത്ത. ഇപ്പോൾ പശ്ചിമഘട്ടത്തിൽ പാതാളത്തവള പശ്ചിമഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരുപാട് ജീവികൾ പശ്ചിമഘട്ടത്തിലുണ്ട്, ലോകത്ത് മറ്റെവിടെയും ഇല്ല. അത് പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ളത്. അപ്പോൾ നമ്മൾ പറയും പശ്ചിമഘട്ടത്തിൽ ഒരുപാട് എൻഡമിസം കൂടുതലാണ്, അവിടെ മാത്രമുള്ള ജീവികളുടെ അളവ് കൂടുതലാണ്. അപ്പോൾ ഹോട്ട്സ്പോട്ടിൽ എപ്പോഴും അത്തരം ജീവികളുടെ അളവ് കൂടുതലായിരിക്കും, കുറവല്ല. എൻഡമിസം കൂടുതലായിരിക്കും. ബയോഡൈവേഴ്സിറ്റി ഇൻക്രീസസ് വെൻ നമ്പർ ഓഫ് ഓർഗാനിസംസ് ഇൻ എ പർട്ടിക്കുലർ സ്പീഷീസ് ഇൻക്രീസ്. ഒരു സ്പീഷീസിൽ ആളുടെ എണ്ണം കൂടിയിച്ചിട്ട് ബയോഡൈവേഴ്സിറ്റി കൂടൂല, എല്ലാ സ്പീഷീസും കൂടണം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എ ഈസ് കറക്റ്റ്, ബാക്കിയൊക്കെ തെറ്റാണ്. 3 സ്ഥലത്തെ സെഡ് തന്നിട്ടുണ്ട്. എന്നിട്ട് വിച്ച് ഏരിയ ഷോ മാക്സിമം സ്പീഷീസ് റിച്ച്നെസ്. എവിടെയാണ് മോർ ഉള്ളത്? സ്പീഷീസ് റിച്ച്നെസ് എവിടെ ഏറ്റവും കൂടുതൽ? സിയിലാണ്. അവിടെ 1.2 ഉണ്ട്.
വാട്ട് ആർ എക്സ്പെക്റ്റഡ് റീസൺസ് ഫോർ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ എന്നാ ചോദിച്ചു. സാധാരണ 4 റീസൺസ് പറയാം. ഈവിൾ കോർട്ടറ്റ് പറയാം നിങ്ങൾക്ക് കേട്ടോ. നെയിം ആൻ അനിമൽ ഡിസപ്പിയർഡ് റീസെൻ്റ്ലി വിത്ത് ഇറ്റ്സ് കോസ് എന്നാ ചോദിച്ചു. ഒരു അടുത്ത് ഡിസപ്പിയർ ചെയ്ത കുറേ ആനിമൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഡോഡോ മൗറീഷ്യസ്, കൊഗ്ഗ ആഫ്രിക്ക, തൈലസീൻ ഓസ്ട്രേലിയ, സ്റ്റെല്ലേഴ്സ് സീക്കൗ റഷ്യ, ദെൻ ബാലി ജാവ കാസ്പിയൻ ടൈഗേഴ്സ്. കുറേ എക്സാമ്പിൾ NCERT പറയുന്നുണ്ട്. പക്ഷേ റീസൺ നിങ്ങൾക്ക് അറിയുന്നത് സ്റ്റെല്ലേഴ്സ് സീക്കൗവിൻ്റെ കേസാണ്. സ്റ്റെല്ലേഴ്സ് സീക്കൗ നശിക്കാനുള്ള കാരണം എന്താ? എക്സ്റ്റിങ്ക്റ്റ് ആവുള്ള കാരണം എന്താ? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഹൗ ക്യാൻ വി കൺസർവ് ബയോഡൈവേഴ്സിറ്റി? ഇൻസിറ്റു എക്സിറ്റു മെത്തേഡ് പറയാം. ഓക്കെ, ദിസ് ഈസ് അഗെയിൻ ഇൻസിറ്റു എക്സിറ്റു മെത്തേഡിനെ കുറിച്ചാണ്. സോ ദാറ്റ്സ് ഇറ്റ്. എടാ പാസഞ്ചർ PG ആണ് നിങ്ങൾക്ക് പറയാം. പാസഞ്ചർ PG ആണ് വേണമെങ്കിലും പറയാം. സോ ഓവർ കേട്ടോ. സോ എന്താടാ നോട്ട് എടുക്കാനായിട്ടില്ല, കഴിഞ്ഞിട്ടില്ല ക്ലാസ്. യു മേ ഗോ നൗ. നമ്മുടെ റിൻഷാദ് ഓടി വന്ന റിൻഷാദിന് വീട്ടിൽ പോകാൻ പറ്റിയിട്ടേ. സോ മക്കളെ, ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ നോക്കേണ്ട കുറച്ച് കാര്യം എന്താ അറിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ചില കാര്യങ്ങൾ ഞാൻ നോക്കാൻ പറയുന്നു. ഇനി നിങ്ങൾ സമയമൊക്കെ ഉണ്ട്. പരീക്ഷൻ്റെ തലേന്നൊക്കെ അല്ലേ 12 മണിക്ക് ഉറങ്ങിയാലൊക്കെ മതി. ഉറങ്ങിക്കോ, ഉറങ്ങണ്ടെന്ന് ഞാൻ പറയില്ല. 12 മണിക്ക് 12:30 ഉറങ്ങുക. എന്നിട്ട് പിന്നെ അത്താഴത്തിനൊക്കെ എണീക്കേണ്ടി വരില്ലേ. എന്നാലും ഒരു 6 മണിക്കൂർ 5.5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഉറങ്ങണം. എന്തായാലും ഉറങ്ങിക്കോ. സോ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ എയ്ഡ്സ് ഉണ്ടാവുന്ന ഒരു സാധനമുണ്ട്. റിട്രോ വൈറസിൻ്റെ ആ ഒരു ഇതിൻ്റെ ഒരു ഡയഗ്രം ഉണ്ട് NCERT. ആ ഡയഗ്രം എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പോണേ. പിന്നെ അതുപോലെ തന്നെ ഞാനിതിൽ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പറയാണ്ടൊന്നും പോയിട്ടില്ല തോന്നുന്നു. എല്ലാ രോഗങ്ങളും അവരുടെ കോസേറ്റീവ് ഏജൻറ്റും ആ രോഗം ഉണ്ടാക്കുന്നത് ആരാന്നുള്ള ആ കോസേറ്റീവ് ഏജൻറ്റിനെ കൂടെ നിങ്ങളൊന്ന് നോക്കി വെക്കണം. പിന്നെ അതുപോലെ ബയോഡൈവേഴ്സിറ്റി നമ്മൾ ഏകദേശം എല്ലാം പറഞ്ഞു. അവിടുന്ന് ഇതൊക്കെ തന്നെ ചോദിക്കാറുള്ളൂ. ദെൻ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിൽ സാധാരണ എല്ലാം ചേരുംപടി ചേർക്കാനാണ് ചോദിക്കുക. നമ്മൾ ഇന്നലെയൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ ഇന്നലത്തെ ഡിസ്കഷനും ഇന്നത്തെ ഡിസ്കഷനൊക്കെ കൂടി കണ്ട ആളാണെങ്കിൽ ഒന്ന് നോക്കണം, എന്തായാലും ഫുൾ മാർക്ക് തന്നെ കിട്ടും. കാരണം അത് ചിലപ്പോൾ നമ്മൾ ഇന്ന് എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട് തന്നെയാണ് ഞാൻ തോന്നുന്നത്. ഏതെങ്കിലും ഒന്നൊക്കെ വിട്ടു പോയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ ലൈക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ സെക്കാരോമൈസസ് സെർവീസിയ, കേർഡ് ഉണ്ടാക്കാൻ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, ദെൻ നമ്മുടെ സ്വിസ് ചീസ് ഉണ്ടാക്കാൻ ആരാ? പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി. അത് അന്നത്തെ ഡിസ്കഷനിൽ ആ പേര് ഇട്ടിട്ടില്ല അല്ലേ? ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് സമയത്തിൻ്റെ ഉള്ളിൽ തീർക്കുക എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് സ്പീഡാക്കിയപ്പോൾ എന്താ പറയുക, അത് അങ്ങനെ ഇതായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ടൊക്കെ സമയത്തിൻ്റെ ഉള്ളിലൊക്കെ തീർക്കുക. ഇതിനേക്കാളും മുന്നൊക്കെ തീർക്കായിരുന്നു. നിങ്ങൾക്കറിയാം ഇന്നലെ നമ്മൾ 5 ചാപ്റ്റർ 1.5 മണിക്കൂർ കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ്സ് പോസിബിൾ ഇഫ് യു വാണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാക്സിമം ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ്. സോ മക്കളെ, നമ്മുടെ അവസാനത്തെ ലൈവ് ആയിരിക്കുമല്ലേ നാളെ. എനിക്കറിയില്ല എത്ര ആൾ റോക്കറ്റ് റിവിഷൻ വരുന്ന. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സീരിയസ്ലി പറയാം, നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇനിയൊന്ന് നിങ്ങളുടെ ഭാഗം ഒന്ന് റിവൈസ് ചെയ്യണമെന്ന് മോർണിംഗ് യു ഡോണ്ട് നീഡ് ടു കം. ഓക്കെ, നിങ്ങൾക്ക് അതെല്ലാം മോർണിംഗിൽ വീണ്ടും പറയാത്ത കാര്യങ്ങളൊക്കെ കൂടി നമ്മളൊന്ന് സ്പീഡിൽ ഓടിച്ച് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും തോന്നുന്നുണ്ടെങ്കിൽ യു മേ കം. ഓക്കെ, ദാറ്റ്സ് അപ് ടു യു. അപ്പോൾ എനിവേ അതർവൈസ് ദിസ് ഈസ് അവർ എന്താ പറയുക ലാസ്റ്റ് ക്ലാസ് ആണ്. 2 വർഷം നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു. ആൻഡ് എന്താ പറയുക, താങ്ക്സ് എ ലോട്ട്. ഒരുപാട് എനിക്കറിയുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ എല്ലാ ലൈവിനും വരുന്നത്. എജുപോർട്ടിൽ വെറും ചിലപ്പോൾ ലൈവ് 200 ആളൊക്കെ ഉള്ള ലൈവ് ഉണ്ടാവലുണ്ട്. ആ 200 ആളുള്ള ലൈവായാലും 10 ആളുള്ള ലൈവായാലും 5 ആളുള്ള ലൈവായാലൊക്കെ വരുന്ന എങ്ങനെയായാലും എജുപോർട്ടിൽ ലൈവിന് മസ്റ്റായിട്ട് വരുന്ന കുറേ കുട്ടികളുണ്ട്, എനിക്കറിയാം. ഓക്കെ, എനിവേ നിങ്ങളെല്ലാവരും നന്നായി വരട്ടെ. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ എല്ലായിടത്തും എത്തട്ടെ. ഞാൻ ഇന്നലെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു വൺ മോർ തിങ്. ഞാൻ ഇന്നലെയും പറഞ്ഞ കാര്യമാണ്. നോക്കടാ, എനിക്കറിയില്ല അപ്പോൾ നിങ്ങളുടെ +2 റിസൾട്ട് വരാൻ, +2 എക്സാം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കിങ്ങിണി സാറെ ഞാൻ ഇപ്പോൾ വിളിക്കാം. കിങ്ങിണി സാർ വന്ന് നിൽക്കുന്നുണ്ട് ലാസ്റ്റ് നിങ്ങളെ കാണാൻ വേണ്ടി. ഈ ഒരു കാര്യം ഒന്ന് പറയട്ടെ. അപ്പോൾ നമ്മുടെ +2 എക്സാം ആയി അല്ലേ. ചിലപ്പോൾ ഈ എക്സാമും ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഒന്നും നന്നായി എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം അല്ലേ, എനിക്കറിയില്ല. നോക്കൂ, നിങ്ങൾ ഇതുവരെ എങ്ങനെയാണോ ജീവിച്ചത് ഒന്നും പ്രശ്നമില്ല. ഞാനത് വെറുതെ ഇരുന്നപ്പോഴേ ഞാൻ അങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ട കാര്യം, ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ജനറസ് ആയിട്ടുള്ള ഏറ്റവും ജനറോസിറ്റി ഉള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ആയി തോന്നിയുള്ളത് ക്രിസ്ത്യാനോനെയാണ്. അയാൾ ലോകത്തിൻ്റെ എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെതിരെയൊക്കെ പ്രതികരിക്കുന്ന മനുഷ്യനാണ്. എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയുള്ളത്. പക്ഷേ ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അങ്ങനെ ചരിത്രം വായിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയെ ചെയർ വെച്ച് എറിഞ്ഞതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കി. അയാൾ ഭയങ്കര ചൂടനായിരുന്നു അത്രേ. ഓക്കെ, ചെറിയ ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന മനുഷ്യനാണ്. പാവപ്പെട്ട കുടുംബത്തിലെ അമ്മ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അമ്മക്ക് ഈ മനുഷ്യനെ നോക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ പ്രഗ്നൻ്റ് ആയപ്പോൾ അബോർഷൻ ചെയ്യാൻ അമ്മ തീരുമാനിച്ചിരുന്നു. അത്രമേൽ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് സ്കൂളിലെ ഏറ്റവും അലംബനായ സ്റ്റുഡൻറ്റിൽ നിന്ന് പിന്നീട് ലോകപ്രസിദ്ധനായ, ലോകത്തെ ഏറ്റവും ജനറസ് ആയിട്ടുള്ള, ഏറ്റവും കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള, ലോകത്തെ ഏത് പ്രശ്നത്തിനെതിരെയും പ്രതികരിക്കുന്ന അത്രയും നല്ല ഒരു ഫുട്ബോളറിലേക്ക് അദ്ദേഹം വളർന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ലോകത്തെ നിങ്ങൾ ഇന്നലെ
വരെ ഏത് പോയിന്റിലായിരുന്നോട്ടെ, നിങ്ങൾ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വഭാവത്തിൻ്റെ, നമ്മൾ പറയേണ്ടത് ഇവൻ ഒരിക്കലും നന്നാവൂല എന്ന്. നമ്മുടെ സ്വഭാവമോ നമ്മുടെ എന്താ പറയുക താല്പര്യങ്ങളോ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ ഇന്നലെ വരെയോ ഇന്ന് വരെ എന്തോ ആയിക്കോട്ടെ, പക്ഷേ നിങ്ങൾ ഭാവിയിൽ എന്തായിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇനിയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നിർണ്ണയിക്കാൻ പറ്റും, നിശ്ചയിക്കാൻ പറ്റും. അത്തരത്തിൽ ഞാൻ വായിച്ച മറ്റൊരു വളരെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ചരിത്രമാണ് നമ്മുടെ വിൽമ റുഡോൾഫിൻ്റെ ചരിത്രം. വിൽമ റുഡോൾഫിൻ്റെ പ്രത്യേകത, അവർ അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരായ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു പോർട്ടറായ അച്ഛൻ്റെ 22 കുട്ടികളുള്ള ഫാമിലിയാണ്. 2 ഭാര്യമാർ 22 കുട്ടികൾ. ഇവർക്ക് തിന്നാൻ പോലുള്ള പൈസ ഇല്ലാത്ത കുടുംബത്തിലെ 20ാമത്തെ കുട്ടിയായി ജനിച്ച ഒരു കറുത്ത വർഗ്ഗക്കാരിയായ പെൺകുട്ടിയായിരുന്നു. അവർക്ക് പോളിയോ ബാധിച്ച് 2 കാലുകളും തളർന്നുപോയി, നടക്കാൻ പറ്റാത്ത പെൺകുട്ടിയായിരുന്നു. ആ നടക്കാൻ പറ്റാത്ത പോളിയോ ബാധിച്ച് കാല് തളർന്നുപോയി ഒന്നിനും കൊള്ളാതിരുന്ന വിൽമ റുഡോൾഫ്, അവരെ കളിയാക്കിയ മനുഷ്യർക്കൊക്കെ മുന്നിൽ ഇങ്ങനെ വേച്ച് നടന്നുകൊണ്ടിരുന്ന വിൽമ റുഡോൾഫ് 1960 ഇറ്റലിയിലെ റോമിൽ നടന്ന ഒളിമ്പിക്സിൽ അമേരിക്കയ്ക്ക് വേണ്ടി ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 സ്വർണ്ണ മെഡലുകൾ നേടിയ അക്കാലത്തെ ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഓട്ടക്കാരിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇന്നലെ വരെ നോക്കൂ, ചരിത്രത്തിൽ വിജയിച്ച മനുഷ്യരുടെ മുഴുവൻ ചരിത്രം നോക്കിയാൽ അവരുടെ പാസ്റ്റ് അങ്ങനെ സമ്പൽ സമൃദ്ധമായ പാസ്റ്റ് ഒന്നും ആയിക്കൊള്ളുന്നില്ല. നമ്മുടെ പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ, നമ്മൾ പാസ്റ്റിൽ അലമ്പന്മാരായിക്കോട്ടെ, നമ്മൾ പാസ്റ്റിൽ മോശപ്പെട്ടവരായിക്കോട്ടെ, നമ്മൾ പാസ്റ്റിൽ പാവപ്പെട്ടവരായിക്കോട്ടെ, ഇറ്റ് നെവർ മാറ്റർ. നിങ്ങൾ ഇന്നലെ വരെ, നിങ്ങളിപ്പോൾ +2 ആണ്, നിങ്ങളുടെ ജീവിതം തീർന്നു പോയിട്ടൊന്നുമില്ല. +2ലും പഠിക്കാൻ പറ്റാത്ത എൻ്റെ കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ടാവും. +2ലും പല കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത പല കാരണങ്ങൾ കൊണ്ട്, അത് ഫിനാൻഷ്യൽ ആയിരിക്കാം, പേഴ്സണൽ ആയിരിക്കാം, മറ്റെന്തെങ്കിലും, വാട്ട് എവർ ബീറ്റ്, നിങ്ങൾ ഇന്ന് വരെ പഠിച്ചിട്ടുണ്ടോ, ഇന്ന് വരെ, ദാറ്റ് നെവർ മാറ്റേഴ്സ്. പക്ഷെ ജീവിതത്തിൽ നിരന്തരമായിട്ട് പരിശ്രമിക്കാനുള്ള മനസ്സ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കുണ്ടെങ്കിൽ നോക്കൂ, കാലെങ്ങനെ വിശാലമായി കിടക്കുകയാണ്. നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരേ ഒരു കഴിവാണ്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ എനിക്ക് പൈസ തരണേന്നല്ല, ദൈവമേ എനിക്ക് വേറെ എന്തെങ്കിലും സുഖങ്ങൾ തരണേന്നല്ല. പൈസ മാത്രമേ കിട്ടുള്ളൂ. ജീവിതത്തിൽ പണം കൊണ്ടോ സാമ്പത്തികമായോ ശാരീരികമായോ സാമൂഹികമായോ ഒക്കെ നമുക്ക് ഉന്നമനം വേണമെങ്കിൽ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് ഉണ്ടായാൽ മതി, ദാറ്റ് ഈസ് എല്ലായ്പ്പോഴും ജീവിതത്തിൽ എല്ലാ പോയിന്റിലും ആക്റ്റീവായി വർക്ക് ചെയ്യാനുള്ള, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള, സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് തരണേന്ന് മാത്രമാണ് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പരാജയപ്പെടും, ജീവിതത്തിൽ പരാജയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരും. ജീവിതത്തിൽ ഓരോ പരാജയങ്ങളും വരുമ്പോൾ ആ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റിയാൽ മതി. ജീവിതത്തിൽ റിസ്കുകൾ എടുക്കാനുള്ള കറേജ് നമുക്ക് ഉണ്ടായാൽ മതി. ജീവിതത്തിൽ റിസ്കുകൾ നിങ്ങൾ എടുത്തോ, ആളുകൾ നിങ്ങളോട് പലതും പറയും, ആളുകൾ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ജീവിതത്തിൽ ഓരോ റിസ്കി ആയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആളുകൾ നിങ്ങളോട് പറയും. ജീവിതത്തിൽ റിസ്കി ആയ തീരുമാനങ്ങൾ എടുത്തവർ മാത്രമേ ജീവിതത്തിൽ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയ മുഴുവൻ മനുഷ്യരും ജീവിതത്തിൽ റിസ്കി ആയ തീരുമാനങ്ങൾ എടുത്തവരാ. ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയ മുഴുവൻ മനുഷ്യരെയും ബാക്കിയുള്ളവർ കളിയാക്കിയിട്ടുള്ളവരൊക്കെ തന്നെയാണ് ഇവൻ എന്ത് മണ്ടത്തരമാണ് ഈ ചെയ്യുന്നതെന്ന്. വെർജിൻ ഗാലക്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ഉണ്ട്, അതിൻ്റെ മുതലാളിയുടെ ചരിത്രം ഇതിനേക്കാളും അത്ഭുത. ലോകത്തുള്ള ആളുകൾ മുഴുവൻ കളിയാക്കിയ, ആളുകൾ മുഴുവൻ ഭ്രാന്തനാന്ന് പറഞ്ഞവനാ. പക്ഷെ ലോകത്തെ ഏറ്റവും മഹാനായ ബിസിനസ്സുകാരായി വളർന്നവരുടെ ഒക്കെ ചരിത്രം നോക്കി അങ്ങനെ കാണാൻ പറ്റും. ആൻഡ് യു വിൽ ബി, നിങ്ങളും നോക്കൂ, നിങ്ങളിപ്പോൾ എൻ്റെ ക്ലാസ് കാണുന്ന ഏതെങ്കിലും പൊളിഞ്ഞ വീട്ടിലിരുന്നിട്ടായിരിക്കാം, ഏതെങ്കിലും പാവപ്പെട്ടൊരു മൂലയിലെ വീട്ടിലിരുന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എത്ര പണക്കാരൻ്റെ മക്കളായാലും ആരാലും ശ്രദ്ധിക്കപ്പെടാത്തൊരു മനുഷ്യരായിട്ടായിരിക്കാം. പക്ഷേ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ലോകത്തെ ഏറ്റവും ശ്രദ്ധിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെക്കാൾ സാധാരണക്കാരായ വിൽമ റുഡോൾഫിൻ്റെ ഒക്കെ കഥ നോക്ക് നിങ്ങൾ. ഒന്ന് എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത സ്ത്രീ, ഒരു എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത പെൺകുട്ടി, ഗ്രൗണ്ടിൽ വേച്ച് നടക്കാൻ മാത്രം പറ്റിയിരുന്ന പെൺകുട്ടി ലോകത്തെ അക്കാലത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഓട്ടക്കാരിയായിട്ട് വളർന്നു. അപ്പോൾ നമുക്കൊക്കെ എന്തിനും പറ്റൂലേ ഗൈസ്, നമുക്കൊക്കെ എന്തിനും പറ്റും. എന്തിനുമുള്ള പൊട്ടൻഷ്യൽ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. നിങ്ങൾ അത് നിരന്തരമായ ഹാർഡ് വർക്കിൽ നിന്ന് സന്തോഷം തരാനുള്ള ഒരു മനസ്സ് എനിക്ക് തരണേ. ജീവിതത്തിൽ തോൽവികൾ വരുമ്പോൾ ആ തോൽവികളെ നേരിട്ട് അതിനെ വിജയത്തിൻ്റെ ചവിട്ടുപടികളാക്കാൻ എനിക്ക് പറ്റണമെന്ന് നിങ്ങൾ നിരന്തരമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചോ. അതായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ആൻഡ് ഉറപ്പായിട്ടും യു ഹാവ് ദാറ്റ് ടാലൻറ്റ് വിത്തിൻ യു. ഓക്കെ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പിന്നാലെ പോയിക്കോ. നിങ്ങൾ ഒരിക്കലും കോഴ്സ് ഒന്നും എടുക്കുമ്പോഴേ, +2 കഴിഞ്ഞ് കോഴ്സ് എടുക്കുമ്പോൾ അവിടെ സ്കോപ്പ് ഉണ്ട്, മറ്റോടത്ത് സ്കോപ്പ് ഉണ്ട്, US പോയാൽ അവിടെ പണി കിട്ടും, UK പോയാൽ പണി കിട്ടും, പോവാൻ പറയടാ. എന്തിനാ സ്കോപ്പ് നോക്കുന്നത്? നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പിറകെ നിങ്ങൾ പോയിക്കോ. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പിറകെ പോയി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മതി. നിങ്ങൾ ചിലപ്പോൾ സ്കൂളിലെ പഠിപ്പിൽ ഇത്തിരി മോശമായിരിക്കും. ക്രിസ്ത്യാനോ റൊണാൾഡോ അതിനേക്കാളും മോശമായിരുന്നടേ, അയാളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണടി. ഓക്കെ, സോ ലുക്ക്, അതുപോലെ തന്നെയല്ലേ നമ്മൾ എന്താ പറയാ, എഡിസന്റെ കഥ ഇതിനേക്കാളും കേട്ടില്ലേ? തോമസ് ആൽവ എഡിസന്റെ കഥ കേൾക്കാത്തൊരു കുട്ടി ഉണ്ടാവില്ല. ഈ പൊട്ടൻ ഈ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞ പേരന്റിന് ലെറ്റർ കൊടുത്തതാണ് ടീച്ചർ കണ്ടെത്തിയില്ല അയാളുടെ ടാലന്റ്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പ് കുറവായിരിക്കാം, മാർക്ക്, പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. പൊട്ടൻഷ്യൽ നിങ്ങൾക്കുണ്ട്, അതിനുള്ള ഹാർഡ് വർക്ക്. നിങ്ങളുടെ സ്വപ്നങ്ങൾ വ്യത്യസ്തമായിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പുറകെ പോയിക്കോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾ ദ ബെസ്റ്റ് മൈ ബഡീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നാളത്തെ പരീക്ഷയിൽ പരമാവധി മാർക്ക് കിട്ടട്ടെ. അതിനൊക്കെ അപ്പുറത്ത് അതിനെല്ലാം അപ്പുറത്ത് നിങ്ങൾക്ക് എന്താ പറയുക,
ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുക. നിങ്ങളെ കിങ്ങിണി സാർ ഇവിടെ കേട്ടോ. കിങ്ങിണി സാർ വാണ്ട് ടു സേ സംതിങ്. ഓക്കെ, സോ ഗൈസ് താങ്ക്സ് അ ലോട്ട്. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മൾ എവിടുന്നെങ്കിലൊക്കെ ഇനി കാണും. കിങ്ങിണി സാർ വന്നോട്ടെ. കിങ്ങിണി സാർ ഇവിടെ നിൽക്കുന്നുണ്ടായി, നിങ്ങളോട് എന്തോ പറയാണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ അഖിൽ സാർ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എവിടുന്നെങ്കിലൊക്കെ കാണും ഇനി. ഓക്കെ, അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടൊന്ന് വന്നാൽ മതി കേട്ടോ. ഓക്കെ, ബിലാൽ സാറേ എന്നൊക്കെ വിളിച്ച് വരിക, നമ്മൾ സംസാരിക്കാം, നമുക്ക് കാണാം. നിങ്ങൾ വിജയങ്ങളിലെത്തട്ടെ, ഉന്നത വിജയങ്ങളിലെത്തട്ടെ, ഉയർന്ന സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ എത്തട്ടെ. കിങ്ങിണി സാർ നിങ്ങളോട് എന്തൊക്കെയോ പറയേണ്ടത് പറഞ്ഞോളൂ. മക്കളെ, എനിക്ക് മോട്ടിവേറ്റ് ചെയ്യുമെന്ന് അറിയില്ലടാ. ഒറ്റ കാര്യമുള്ളൂ, നല്ലപോലെ പഠിച്ചുകൊണ്ടി എവിടെങ്കിലൊക്കെ എത്തിക്കോ. ഇഷ്ടപ്പെടുന്ന പ്രൊഫഷനൊക്കെ എത്തിക്കോ. ഓക്കെ, സമാധാനത്തോടെ എന്താ ചെയ്യാൻ പറ്റുന്ന ഏതാണ് നിങ്ങളുടെ മനസ്സിലുള്ള പ്രൊഫഷൻ അങ്ങോട്ടേക്ക് എത്തുക. നല്ല പോലെ പഠിക്കുക, ഒരു ടെൻഷനും വേണ്ട. ഓരോരോ സ്റ്റേജ് നല്ല പോലെ പഠിച്ച് അങ്ങ് പോവുക. നാളത്തെ എക്സാം മാക്സിമം എഴുതുക. ചിലപ്പം ചിലതൊക്കെ കിട്ടിക്കൊള്ളണമെന്നില്ല, ചിലതൊക്കെ എഴുതി പഠിച്ചെങ്കിലും അപ്പോൾ ഓർമ്മ വന്നോളണമെന്നില്ല. കുഴപ്പമില്ല, ജസ്റ്റ് ഒരു എക്സാം. അടുത്ത സ്റ്റേജ് നമുക്ക് അടിപൊളിയാക്കാം, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ വേറൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാനുണ്ട്. എടാ, എൻ്റെ എക്സാമിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേടാ. ഓക്കെ, ആയിക്കോട്ടെ, നല്ലപോലെ എന്താ പഠിച്ചോ. ഓക്കെ, എനിക്ക് നിങ്ങൾ ഒഫീഷ്യലി സൈനിങ് ഓഫ്. നിങ്ങൾക്ക് കുറേ സൈനിങ് ഓഫ് കിട്ടിക്കാണും. എനിക്കാണെങ്കിൽ ആദ്യത്തെ കുട്ടികളാണ്, അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് ബിലാൽ സാറേ, അതാണ്. ഓക്കെ, എനിക്കാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു വീട് പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. വീട് പോലും ഇല്ലാതെ വാടക വീട്ടിൽ കിടക്കായിരുന്നു നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പ്. നിങ്ങളെന്ന സപ്പോർട്ട് കാരണം ഇവിടെ നിലനിന്ന് പോകാൻ പറ്റി. ഇപ്പം സ്വന്തമായിട്ട് ഒരു വീട് എനിക്കുണ്ട്. എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. എനിക്ക് ചിലപ്പോൾ ഞാൻ ഇപ്പോൾ പറയുമ്പോൾ എന്ത് ഈ ചങ്ങായി പറയണത് സെൻഡ് ആണോ എന്നൊക്കെ കരുതും. പക്ഷേ എനിക്കൊരു വലിയൊരു കാര്യമാണത്. എന്തായാലും പോട്ടെ, അടിപൊളിയായിട്ട് പഠിച്ചോ. എന്തെങ്കിലുമൊക്കെ എക്സാം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ടഫായിരുന്നോ എളുപ്പമായിരുന്നോ ഏതൊന്നും വന്ന് പറഞ്ഞേക്കണേ കേട്ടോ. അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്, അതുകൊണ്ടാണ്. ആയിക്കോട്ടെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, ഞാൻ കിടന്ന് പഠിക്കുകയാണ് അവിടെ. ഞാൻ പോയി പഠിക്കട്ടെ, എന്നാൽ എക്സാമാണ്, പൊട്ടിപ്പോവല്ലെങ്കിൽ ബിലാൽ സാറേ. അപ്പോൾ ശരി, ഓൾ ദി ബെസ്റ്റ്, ബൈ. കാണാം, നിങ്ങളെല്ലാവരും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓക്കെ, ബൈ, ലവ് യു ഓൾ.